എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം. ഒരു വീക്കെൻഡ് ലൈവാണ് ഇന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു സംഭാഷണത്തിന് ശേഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. സോ ഓൾ ആർ വെൽക്കം. യു ക്യാൻ ഓൾസോ ജോയിൻ ആഫ്റ്റർ ദ ഇനീഷ്യൽ ഡിസ്കഷൻ ഫേസ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല, നമ്മൾ ട്വിറ്ററിലും ഇവിടെ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കത് കാണാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും അതല്ലെങ്കിൽ ക്രിറ്റിസിസം എന്ത് തന്നെ ആയാലും അത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അതിന് സാധിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നേരെ വിഷയം. ഇന്ന് നമ്മൾ പറയുന്നത് ഹിജാബ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഹിജാബ് എന്ന വാക്ക് സത്യത്തിൽ ഞാനതിന് ഉപയോഗിക്കാറ്, നമ്മളുടെ മഹതിയായ ജാമിദ ടീച്ചർ നമുക്ക് നല്ലൊരു വാക്ക് അതിന് ഇട്ട് തന്നിട്ടുണ്ട്, അപ്പിക്കുപ്പായം എന്ന്. അത് ആണ് പലപ്പോഴും ഞാനും ഉപയോഗിക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു വസ്ത്രം എന്ന നിലയ്ക്ക് ഒരു തരത്തിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു വസ്ത്രമാണ് എന്ന ഒരു ധ്വനി സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ രൂപേണ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിടുന്ന ആളുകൾക്ക് മുഴുവൻ എന്തോ ഒരു സംഭവം കിട്ടുന്നു എന്നൊരു പ്രതീതി വരെ ഉണ്ടാക്കി വെക്കുന്ന തരത്തിലേക്ക് വന്നുകൊണ്ട്, അതെന്തുകൊണ്ട് കിട്ടുന്നു? ആ വസ്ത്രം നമുക്ക് ഇവിടെ നിഷ്കർഷിച്ച് തന്നത് ഒരു മതനിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ അത് മതത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട്, അത് ആ മതത്തിൻ്റെ പ്രത്യേകതയായി അവതരിപ്പിച്ചുകൊണ്ട്, അത് മതം വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് മാറ്റുന്ന പരിപാടിയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു അറ്റം മുതൽ ഒരറ്റം വരെ നോക്കി ഒരൊറ്റ സ്ട്രിങ് ആയിട്ട് നമ്മൾ കാണാൻ ശ്രമിച്ചാൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഈ ഹിജാബിൻ്റെ ഒരു വിഷയം. പക്ഷേ നമ്മൾ ഒരു സ്ലൈസ് ഓഫ് നമ്മളുടെ ഒരു സൊസൈറ്റി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയാം, ഹിജാബ് ഇടുന്ന ആളുകളും മുസ്ലിങ്ങളായവരും മുസ്ലിങ്ങളല്ലാത്തവരും ആരോട് ചോദിച്ചാലും പറയാം, അതൊരു വസ്ത്രമല്ലേ, അതൊരു ചോയ്സ് അല്ലേ എന്നാണ് പറയാം. എന്നാൽ ഇത് അതിൻ്റെ ആ ഒരു ഉദ്ദേശം നമ്മൾ കറക്റ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വസ്ത്രം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിന്ന് പാൻസ് ഇടണോ, ചുരിദാർ ഇടണോ, സാരി ഉടുക്കണോ എന്ന് ആലോചിച്ചിട്ട് ഇന്ന് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ജീൻസും ടോപ്പിട്ട് പോകാം, അല്ലെങ്കിൽ വേണ്ട നമുക്ക് ചുരിദാർ ഇടാം എന്ന് വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ട ഇന്ന് ഹിജാബ് ഇടണ്ട, ഇന്ന് തലമുടി കാണിച്ച് പുറത്ത് പോകാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു മുസ്ലിം സ്ത്രീക്കില്ല. അങ്ങനെ ലഭിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഈ നിയമം അറിയാത്ത അല്ലെങ്കിൽ ഈ നിയമം നിഷ്കർഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ വളർന്നു എന്നതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രിവിലേജാണ്, അത് ഫ്രീഡമാണ്, ചോയ്സ് ആണെന്നൊക്കെ അവർക്ക് തോന്നും. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അത് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയം നമ്മൾ ഇന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് മഹ്സ അമീനി തന്നെയാണ്. മഹ്സ അമീനിയുടെ ഓർമ്മ അത് നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് ഇതിൽ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ മുഖം നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആരാണ് മഹ്സ അമീനി എന്നുള്ള കാര്യമൊക്കെ. കൂടുതൽ പറയേണ്ടി വരുന്നുണ്ട് പലപ്പോഴും. കാരണം എന്താണ്, പൊതുമാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും വളരെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. അധികം ആളുകളൊന്നും ഇതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ആളുകളായിട്ട് നമ്മുടെ മുന്നിൽ വരാറില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ മഹ്സ അമീനിയുടെ വിഷയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നു എന്നത് നമ്മളിവിടെ ഒന്ന് ഓർക്കണം. അതിവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2024 എത്തി നിൽക്കുമ്പോൾ എത്ര വർഷമായി ഇത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇറാൻ ഹിജാബ് എന്ന നിയമം, ഹിജാബിൻ്റെ നിയമം ഇറാനിൽ നിലനിൽക്കുന്നത് നാഷണൽ ഡേ ഫോർ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി എന്നുള്ളൊരു വാക്ക് വെച്ച് തന്നെയാണ് അവർ അതിനെ വിശേഷിപ്പിക്കാറ്. അതായത് ഇവിടെ നിങ്ങൾ ചോയ്സ് ആണെന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ ഇസ്ലാം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഹിജാബ് ചേർത്ത് വെക്കപ്പെടുന്നത് ചോയ്സ് എന്ന വാക്കിനോടൊപ്പം അല്ല,
അത് ചാസ്റ്റിറ്റി എന്ന് പറയുന്നൊരു വാക്കിനോടൊപ്പമാണ്. ചാരിത്രം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹിജാബ് ഇട്ട വനിത എന്ന് പറഞ്ഞാൽ അവൾ വലിയ മുന്തിയ വനിതയും, ഹിജാബ് ഇടാത്ത വനിത എന്ന് പറഞ്ഞാൽ അവൾ വേശ്യ എന്ന കണക്കിൽ തന്നെയാണ് പെടുത്തുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ കണ്ണിൽ. അത് കൊണ്ട് തന്നെയാണ് ഈ റേപ്പ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനം പോലും വളരെ വ്യാപകമായിട്ട് നിലനിൽക്കുന്നതും. ഹിജാബ് ഇടാതെ അല്ലെങ്കിൽ ഇതുപോലെ മുഖം മറയ്ക്കാത്ത, അതല്ലെങ്കിൽ അല്പം മുടി കാണിക്കുന്ന സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശക്കാരാണ് എന്നൊരു ധ്വനി ഉണ്ടാക്കി വെക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുന്നതിന്, അവരുടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് പെരുമാറുന്നതിന് വരെ ഇത് വഴിവെക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനിത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇപ്പോൾ താജിക്കിസ്ഥാനിൽ ഹിജാബ് ബാൻ ചെയ്തു എന്നത് സംബന്ധിച്ചിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. ഇതാദ്യമായിട്ടല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. താജിക്കിസ്ഥാൻ മാത്രമല്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, അവിടെ മാത്രമല്ല, അതിനപ്പുറം ഇപ്പുറമൊക്കെയുള്ള പല സ്ഥലങ്ങൾ, ഇപ്പോൾ കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള പല പല സ്ഥാനങ്ങളുണ്ടല്ലോ. ഇവിടെയൊക്കെ ഇതുപോലെയുള്ള ബാൻ അത് മുന്നേ തന്നെ പല രീതിയിൽ വന്നിട്ടുണ്ട്. സ്കൂളിൽ ബാൻ ഉണ്ടായിട്ടുണ്ട്, കോളേജുകളിൽ ബാൻ ഉണ്ടായിട്ടുണ്ട്, പബ്ലിക് സ്പേസസിലുള്ള ബാൻ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നടക്കുന്നു. ഇതുകൂടാതെ ചില അനധികൃതമായ പള്ളികൾ പോലും പൊളിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂരിപക്ഷം ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുള്ള സ്ഥലമാണ് എന്നും കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് എന്നതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അവിടെയാണ് ഈ സംഗതി നമ്മൾ പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്ന ആ ജനവിഭാഗം അവർ വസിക്കുന്ന ഭൂരിപക്ഷമുള്ള ആ സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? എവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാവരും നിശബ്ദരാണ്, ഒന്നും പറയാനില്ല എന്നതാണ്. അപ്പോൾ ഈ വാർത്ത നമുക്കൊറ്റ ശ്വാസത്തിൽ പറഞ്ഞ് അങ്ങ് പോകാൻ പറ്റുന്നൊരു സാധനമാണ്. അതിനെങ്ങനെ നീട്ടി വലിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാനിതിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം, ഹിജാബ് ഒരു വസ്ത്രമാണ് എന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് അതൊരു ക്ലോത്തിങ് ഐറ്റമാണ് എന്ന് ആ ഒരു ധ്വനി ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യം, അത് അങ്ങനെയല്ല. ഇതൊരു മതചിഹ്നം തന്നെയാണ്, അതൊരു കൾച്ചറൽ ഇൻവേഷനാണ് അവിടെ ഉണ്ടാക്കുന്നത് എന്ന കൃത്യമായ ഒരു സന്ദേശം അതിന്ന് ലോകത്ത് എത്തിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷണമാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നത്. അത് ഇസ്ലാമിക രാജ്യത്തുണ്ട്, മുസ്ലിം ഭൂരിപക്ഷമാണ് എന്നാൽ ഇസ്ലാമിക രാജ്യമല്ലാതെയുള്ള സ്ഥലങ്ങളിലുണ്ട്, ഇസ്ലാമിക രാജ്യമല്ലാതെയുള്ള മറ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് കൺട്രീസ് ഉണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ ഈ ഒരു വിഷയം സംബന്ധിച്ചിട്ടുള്ള ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വരുന്നത് ഒരു നല്ല ലക്ഷണമാണ്, ഒരു ശുഭ സൂചനമാണ്. ഇസ്ലാമിൻ്റെ തനി നിറം ലോകം മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാനിലേക്ക് പോകുന്നത്? നിങ്ങൾ ഈ പറയുന്ന മതം ഒരു സമാധാന മതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇത് ബാൻ ചെയ്യപ്പെടില്ലായിരുന്നു എന്നാണ്. ഇപ്പോൾ ബുദ്ധമതക്കാർ അവരുടെ വേഷം ധരിച്ച് നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയും ബുദ്ധമതത്തിൻ്റെ വേഷം അത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നത്, ആ തരത്തിലുള്ളൊരു സംഗതി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല. ഇനി യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് അത് പറ്റാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ആ പണിക്ക് പോവില്ല, അതല്ല ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും പറയാതെ അത് മാറ്റി വെച്ചിട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് പണിയെടുത്ത് അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് ആ ബുദ്ധമത വേഷം ധരിച്ച് അവർ സുഖമായിട്ട് കിടന്നുറങ്ങും. ആർക്കും ഒരു പരാതിയില്ല, അവർക്കുമില്ല, സമൂഹത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഒരു വലിയൊരു പ്രശ്നം അവർ സൃഷ്ടിക്കുന്നു എന്നതാണ്. അതിൽ ഓരോ ചെറിയ കാര്യങ്ങളെപ്പോലും എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് നിയമമുണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക് അതിൻ്റെ സന്ദേശം കൊടുക്കാനും അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനും ഒക്കെ ഉള്ള ഒരു ഗതികേട് ഈ സമൂഹത്തിനുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നം എന്താണ്? അത് ഭീകരവാദം തന്നെയാണ്. ടെററിസം, റാഡിക്കലൈസേഷൻ തന്നെയാണ് ഇതിലേക്ക് വഴിവെച്ചത്. അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ആ തരത്തിലുള്ള റാഡിക്കലൈസേഷൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഹിജാബ് വർദ്ധിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കി തന്നെയാണ് ആ റാഡിക്കലൈസേഷനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ആദ്യ പടി എന്നോണം ഒരുപാട് സ്റ്റെപ്സ് എടുക്കുമ്പോൾ അതിലാദ്യത്തെ പടിയായിട്ട് ഈ ഹിജാബ് വന്ന് ഭവിക്കുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഒരു രാജ്യം എന്ന് പറഞ്ഞു. ഇതേറ്റവും ഭംഗിയായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അത് ചൈനയാണ്. ഉയ്ഗൂർ മുസ്ലിംസ് അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, എവിടെയും നിങ്ങൾ കേൾക്കില്ല. കാരണം എന്താണ്? ഒരാളും മിണ്ടില്ല.
ഒന്നാമത്തെ കാരണം ഓൾ ഐസ് ഓൺ റാഫ ആണല്ലോ. എല്ലാ കണ്ണും അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കണ്ണ് ബാക്കിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒന്നും കാണാത്തത്. പക്ഷെ റാഫ ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ ഈ വിഷയമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത് ചൈനയാണ്. ചൈനയുടെ അടുത്ത് ആരും അങ്ങനെ കണ്ണ് കൊടുക്കാറില്ല. കണ്ണ് കൊടുത്താൽ ചൈന കണ്ണുമായിട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ആരും ആ പണിക്ക് നിൽക്കാറില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിനിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതി. അതായത് എന്ത് സംഗതിയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ചൈനീസ് വൽക്കരിച്ച് അങ്ങ് കൈ കൊടുക്കും. ഇസ്ലാമിനെ അങ്ങ് എടുത്തു കൊടുത്തപ്പോൾ നല്ല അസൽ അറബിയിലുള്ള ബാങ്ക് വിളിയൊക്കെ ഇന്നിപ്പോൾ ചൈനീസിലാണ് വിളിക്കണമെന്ന് വരെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർ ചെയ്തത് എന്താണ്? അറബി ഭാഷയുടെ പബ്ലിക്കായിട്ടുള്ള ഉപയോഗം അത് തടയുന്നു. അത് പഠിപ്പിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നു. ഒരു കുട്ടികളെ അതുപോലെ ചെറിയ പ്രായത്തിലുള്ള ആളുകളെയൊക്കെ മതം പഠിപ്പിക്കുന്നതും അതിന് എക്സ്പോസ്ഡ് ആക്കുന്നതും തടയുന്നു. പള്ളികൾ അനധികൃതമായിട്ട് പണിതിട്ടുള്ള എല്ലാ പള്ളിയും പൊളിക്കുന്നു. ഇനി അധികൃതമായിട്ട് തന്നെ പണിതിട്ടുള്ള പള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനാരം അതൊക്കെ പൊളിച്ചിട്ട് അത് ചൈനീസ് പഗോഡ അതിൻ്റെ ആ രൂപത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇവിടെ അങ്ങനെ മിനാരമൊന്നും വേണ്ട. അതുപോലെ പബ്ലിക്കായിട്ട് അറബിയിൽ എഴുതി വെച്ച സാധനമൊക്കെ മായ്ച്ചിട്ട് എല്ലാം ചൈനീസ് ഭാഷയിലേക്ക് ആക്കുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം അവർ പറഞ്ഞു വെക്കുന്ന ഇതാണ്: ഇത് റാഡിക്കലൈസേഷൻ വഴിവെക്കുന്നുണ്ട്, ഇത് ഭീകരവാദത്തിന് വഴിവെക്കുന്നുണ്ട്. ഇത് തടയണമെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിനെ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും തടയേണ്ടി വരുമ്പോൾ അതിൽ അറബി ഭാഷ പോലും ഉൾപ്പെടുന്നു, ഹിജാബ് ഉൾപ്പെടുന്നു, അങ്ങനെ പല സംഗതികൾ ഉൾപ്പെടുന്നു. ഇതാണ് അവർ പറഞ്ഞു വെച്ചത്. അവിടെ ഉയ്ഗൂർ മുസ്ലിംസിനെ എന്താണ് മറ്റു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ നിർബന്ധിതമായിട്ട് അവരുടെ ഫാമിലിയിൽ നിന്നും വേർപിടിപ്പിച്ചിട്ട് അവർ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് നിർബന്ധപൂർവ്വം ചൈനീസ് ആശയങ്ങൾ കുത്തിവെച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊടുത്താണ് അവരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെയാണ്. അവിടെ നോമ്പെടുക്കാൻ സമ്മതിക്കില്ല, നിസ്കരിക്കാൻ സമ്മതിക്കില്ല, ഇതെല്ലാം അവിടെ നടക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത്, ഒന്നും പറയാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, ഒരു സ്ഥലത്തും ഓൾ ഐസ് ഓൺ ചൈന എന്ന് കേൾക്കാതിരിക്കുന്ന സമയത്ത് അവിടെയാണ് നമ്മളുടെ കോവിഡ് വന്നതും ഒപ്പം തന്നെ ഇവർ ഇറങ്ങി കണ്ടില്ലേ, അത് ചൈനയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. പക്ഷേ ആ ശിക്ഷ വണ്ടി പിടിച്ച് നേരെ അവിടെ മക്കയിൽ വന്ന് ഇരിപ്പ് അങ്ങ് ഉറപ്പിച്ചു. കസേര വലിച്ചിട്ടിരുന്ന് അവിടെ ഹജ്ജ് വരെ പൂട്ടിയിടേണ്ടി വന്നപ്പോൾ ചൈനയ്ക്ക് കൊടുത്ത ശിക്ഷ ഇപ്പുറത്തെത്തിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കുള്ള പരീക്ഷണമായിട്ട് മാറി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അത് സാന്ദർഭികമായിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഏതൊരു വിഷയം ഉണ്ടായാലും അതിനകത്ത് അതിലും മതം വിൽക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടിയാണ് അവിടെ പോലും നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ സൗദി അറേബ്യയിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആർക്കും ഒരു പരാതിയില്ല. സൗദി അറേബ്യക്കാർക്ക് പോലും പരാതിയില്ല. മുസ്ലിങ്ങൾ എവിടെയും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതൊരു വലിയ വിഷയമേ അല്ല. അവർ പറയുന്നത് എന്താണ്? ഏറ്റവും മഹത്തരമായ മരണമാണ് അവിടെ ലഭിച്ചത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ കണ്ടു. ചത്ത് മലച്ചിങ്ങനെ കിടക്കുകയാണ് പൊരിവയലത്ത്, ഒരു മനുഷ്യനില്ല തിരിഞ്ഞു നോക്കാൻ. ഇതാണ് നമ്മൾ കണ്ടത്, മഹത്തരമായ മരണം. അത് നല്ല കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. എത്രയും പെട്ടെന്ന് അവിടെ പോയി മരിക്കണം എന്നാണ് ഞാനും പറയുന്നത്. അവിടെ നമ്മൾ പറയുമ്പോൾ അതിനെ പോലും അത് അള്ളാഹുവിൻ്റെ തീരുമാനമാക്കി അതിനെ മാറ്റുകയാണ്. എന്നിട്ട് അതിൽ സമാധാനം കണ്ടെത്തുകയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് അനാവശ്യമായിട്ടുള്ളൊരു സാധനമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ വിഷയത്തിലും അവർ പറഞ്ഞു വെച്ചത് എന്താണ്? അത് അങ്ങനെ ഒരു ഗുണം അതിനുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ ദുബായിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ അവിടെ വലിയ പ്രളയമായിരുന്നു. ആ പ്രളയം സംഭവിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണ്? ഇത് അവിടെ അമ്പലം പണിതു ഇന്ത്യക്കാർ പോയിട്ട്. അപ്പോൾ ആ അമ്പലം പണിതതിൻ്റെ ദുബായിലാണ്, അബുദാബിയിലാണ്, അതെ, അതിൻ്റെ ശിക്ഷയാണ് അവിടെ പ്രളയം വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനും ഒരു കാരണം അവർ കണ്ടെത്തും എന്ന് ഇരിക്കെ ഞാൻ അവരോട് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സൗദി അറേബ്യയിൽ ഇത്രയും പേരെ കൊന്നത് എന്തിനു വേണ്ടിയായിരിക്കും പടച്ചോൻ എന്നും കൂടി ഒന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ള മറുപടിയാണ് എന്നാണ് എനിക്കറിയാൻ ആഗ്രഹമുള്ളത്. അതൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ താജിക്കിസ്ഥാനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വളരെയധികം മുസ്ലിങ്ങൾ ഭൂരിപക്ഷം, അത് തന്നെ സുന്നി മുസ്ലിംസ് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ആ സ്ഥലത്താണ് ഈ പ്രശ്നം ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹിജാബ് ബാൻ ചെയ്തതായിട്ട്. ഇനി ഇതിൽ താജിക്കിസ്ഥാൻ്റെ ലൊക്കേഷൻ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു രൂപം വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ രൂപം വരുന്നത്? സമാനമായ രീതിയിൽ ഒരു വളരെ വിചിത്രമായ ഭക്ഷണ രീതിയായാലും അവരുടെ മറ്റുള്ള വസ്ത്രധാരണ രീതിയായാലും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് അവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്കുള്ളത്.
പക്ഷേ നമ്മൾ പറയുന്നത് അതിനെ കവറപ്പ് ചെയ്തുകൊണ്ട് ഒരു കറുത്ത ഒരു പടുത ഇട്ട് എല്ലാം അങ്ങ് പൊതിയുന്ന ഒരു പരിപാടി, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇത് താജിക് കൾച്ചറിനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു വാർത്ത നമ്മളൊന്ന് ഓടിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഇവിടെ നടത്തുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മളപ്പോൾ അവിടെ ആലോചിക്കേണ്ടത്, ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലടക്കം ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പത്രവാർത്തകൾ അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തമാശ. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ വല്ലാതെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, ഇതങ്ങനെയാണല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ മെയിൻ സ്ട്രീം മീഡിയയ്ക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ അതും ഒന്ന് പരിശോധിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ഒരു വാർത്ത എന്നാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഓർഗനൈസറിൽ നിന്നുള്ള ഒരു വാർത്ത തന്നെയാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ഒരു താജിക് കൾച്ചർ എങ്ങനെ ഇരിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആ വേഷവിധാനവും അവരുടെ രൂപവും ഒക്കെ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഹിജാബ് എന്ന് പറയുന്ന സാധനം അത് ചേർത്ത് വെക്കപ്പെടുന്നത് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു വാക്കാവുമ്പോൾ ഇത്ര മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, ഹിജാബ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഹിജാബ് അവിടെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വേഷമിട്ട് നടക്കുന്ന ആളുകളെല്ലാം വെറും വേശ്യകളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഹിജാബിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നിയമം ഉണ്ടാക്കും. ഇനി ആ വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് എന്തുകൊണ്ട് ഇത്തരം സംഗതികൾ വരുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നു, ഇതാണല്ലോ ഇതിലെ പ്രശ്നം. ആരിഫ് ഹുസൈന് ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടി കിട്ടി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ടല്ല, വടി സ്വാഭാവികമായിട്ട് വടി തന്നെയാണ്. കാരണം ഞാൻ തിരഞ്ഞു നടക്കുന്ന സാധനം തന്നെയാണ്, അതെനിക്ക് കിട്ടി. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ശരിവെക്കുന്ന കാര്യങ്ങൾ കൂടി വരുന്നതുകൊണ്ടാണ് നമുക്ക് സന്തോഷം വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം 2 കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാരണം, ഇതൊരു മതചിഹ്നമാണ്. ഇത് മക്കനയല്ല, ഇത് വെറുതെ ഒരു തലയിൽ ഇടുന്ന ഒരു തട്ടമല്ല, ഇത് മതചിഹ്നം തന്നെയാണ്. അപ്പിക്കുപ്പായം എന്ന് നമ്മൾ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട സാധനമാണ്. ഇതിൻ്റെ പിന്നിലുള്ള കഥ അത്തരത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അതൊക്കെ ഒരുപാട് പറഞ്ഞ് തേഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഈ അപ്പിക്കുപ്പായത്തിൻ്റെ കഥ ഒറ്റ ശ്വാസത്തിൽ പറയാൻ ആണ് നിങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ, അന്ന് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഹിജാബിൻ്റെ നിയമം ഇസ്ലാമിൽ വരില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഒറ്റ ശ്വാസത്തിലുള്ള ഒരു ഉത്തരം. ഇനി ഒന്നും കൂടി 2 സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടാൽ ഞാൻ പറയും. നബിയുടെ അടുത്ത് ഉമർ നിരന്തരം വന്ന് ആവശ്യപ്പെടുന്നു ഹിജാബ് നിർബന്ധമാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉമറും അതുപോലെ അബൂബക്കറൊക്കെ ഉൾപ്പെടുന്ന ആ സഹാബി വര്യന്മാർ അവർ നല്ല അസൽ പൂവാലന്മാരും കൂടിയായിരുന്നു, മാതൃകാ പൂവാലന്മാർ. അങ്ങനെ പൂവാല ശല്യം നടത്തിക്കൊണ്ട് നടക്കുന്ന സമയത്ത് പലപ്പോഴും സ്വതന്ത്ര സ്ത്രീകൾ പെട്ടുപോകും. അതിലൊരിക്കൽ മുഹമ്മദ് നബിയുടെ ഭാര്യ പോലും പെട്ടു. മുഹമ്മദ് നബിയുടെ ഭാര്യ സൗദ അപ്പിയിടാൻ പോയപ്പോൾ ഒളിഞ്ഞു നോക്കി. സൗദ പോയിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പരാതി പറഞ്ഞു. അങ്ങനെ അത്ര നാളും ഒന്ന് ഹിജാബിൻ്റെ നിയമം ഇറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഉമറിൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമില്ല ഉമർ, ഇജ്ജ് അതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾ തൊട്ടടുത്ത ദിവസം സൗദ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ ഹിജാബിൻ്റെ നിയമം ഇറക്കി. ഇനി ആരും എൻ്റെ ഭാര്യമാർക്ക് മനസ്സമാധാനമായിട്ട് അപ്പി ഇടാനെങ്കിലും സാധിക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് സത്യത്തിൽ അന്ന് ഈ ഹിജാബിൻ്റെ നിയമം ഇറക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് മര്യാദയ്ക്ക് കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അൽ മനാസി എന്ന് പറയുന്ന വെളിമ്പറമ്പ് അവിടെ പോയിട്ടായിരുന്നു അപ്പിയിട്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു ഉമർ ഒളിഞ്ഞു നോക്കിയത്. അതായിരുന്നു സൗദ അറിഞ്ഞത്. അതിൻ്റെ പേരിലായിരുന്നു മുഹമ്മദ് നബിയുടെ അടുത്ത് പോയി പറഞ്ഞത്. അപ്പോഴാണ് അത്ര നാളും ഉമർ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് ഇതാണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ ഹിജാബിൻ്റെ നിയമം ഇറങ്ങിയത്. നിങ്ങളുടെ മൂടുപടം നിങ്ങൾ താഴ്ത്തിയിടുക എന്ന് പറയുന്ന ആ ആയത്ത് ഇറങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ തിരിച്ചറിയപ്പെടാനും അതുവഴി ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും. അപ്പോൾ എന്താണ് മൂടുപടമിട്ട എങ്ങനെ തിരിച്ചറിയുക? എന്താണ് അവിടെ തിരിച്ചറിയുന്നത് അത് സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാൻ, അത് അടിമ സ്ത്രീ അല്ല എന്ന് തിരിച്ചറിയാൻ. അപ്പോൾ എന്താണ് ഉപദ്രവം? അടിമ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേഷം ധരിക്കാൻ പാടില്ല, ഈ ഹിജാബ് ഹറാമാണ് അവർക്ക്. അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഇവർ പറയുന്നുണ്ടല്ലോ സ്ത്രീകളെ എന്തോ വലിയ ഉന്നമനം, അതിൻ്റെ എംപവർമെൻ്റ് ആണെന്ന് പറയും. ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ അടിമ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, അത് വിശ്വാസിയായിട്ടുള്ള അടിമ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ധരിക്കാനുള്ള അവകാശമില്ല. അത് ധരിച്ചാൽ അത് തല്ലി താഴെ ഇട്ടിട്ടുള്ള ചരിത്രമാണ് ഉമർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹദീസിലുള്ളതാണ്. ഉമർ ഇതുപോലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ അത്ര നാളും ഹിജാബ് ഇടാതെ അടിമയായിട്ട് നടന്നിരുന്ന പെൺകുട്ടി അന്ന് ചെന്ന് കയറുമ്പോൾ തലയിലൊക്കെ തട്ടമൊക്കെ ഇട്ട് നടക്കുന്നു. അപ്പോൾ ഉമർ ചോദിച്ചു, ഇജ്ജ് ഇവിടുത്തെ അടിമ തന്നെയല്ലേ, അന്നാരും ഫ്രീ ആക്കിയിട്ടൊന്നുമില്ലല്ലോ
അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല. പിന്നെ ഇജെന്തിനാ തലയിൽ ഈ മക്കനിട്ടിരിക്കണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നോടാ ചോദിച്ചത്, മര്യാദയ്ക്ക് ഉത്തരം പറ എന്ന് പറഞ്ഞു. അന്ന ആരെങ്കിലും ഫ്രീ ആക്കിയോ? ഇല്ല. അപ്പോൾ ഇജ്ജ് അടിമ തന്നെയല്ലേ? അതെ. പിന്നെ ആ തലേന്ന് തട്ടം ഊര് എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അസൽ സംഖ്യയായ ഉമർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ത്രിശൂലം കൊണ്ട്, നല്ല അസൽ കാക്കാനായ നമ്മുടെ ഉമർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ചാട്ടവാറ് കൊണ്ട് ആ പറയുന്ന അടിമ സ്ത്രീയെ, വിശ്വാസിയായ അടിമ സ്ത്രീയെ അടിക്കുന്നു. എന്നിട്ട് അത് തലയിൽ നിന്ന് ഊരിക്കുന്നു. എന്നിട്ട് പറയാണ്, മേലാൽ ഇനി ഇതിട്ട് നടന്നേക്കരുത്, സ്വതന്ത്ര സ്ത്രീയെ പോലെ ഇങ്ങനെ അവർ റിസംബിൾ ചെയ്തുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അടിമ പെണ്ണിനെ ശകാരിക്കുന്ന ആ കാഴ്ച നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്? അത് പഠിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ. ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മുസ്ലിം ആണെങ്കിൽ പോലും അത് സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മതചിഹ്നമായിട്ട് ഉപയോഗിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു വേഷം മാത്രമാണ്. ഇസ്ലാമിന് മുന്നേ ഉണ്ടായിരുന്നു, അന്നും അവരിതൊക്കെ പല ഉപയോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് അത് ഉപയോഗപ്പെടുത്തിയത് അതിങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാധനത്തെ അതിൻ്റെ പേരിൽ അത് ഇടാത്ത ആളുകൾ അത് അടിമസ്ത്രീയാണെന്നും അവരുടെ ഔറത്ത് മറയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല, അത് പാടില്ല എന്നും വരുന്നിടത്ത് അടുത്ത ഒരു ഒരു അവകാശം എന്ന് പറയുന്നത് അവരെ ആവശ്യം പോലെ തോണ്ടാം, പിച്ചാം, മാന്താം, എന്തും ചെയ്യാം, അവരെ പിടിക്കാം, ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇസ്ലാം വെച്ചു കൊടുക്കുന്ന കാഴ്ചപ്പാട്. അതിനെയാണ് നമ്മൾ റേപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ഹിജാബിൻ്റെ നിയമത്തിൻ്റെ ഇത്തരം അവസ്ഥകളെക്കുറിച്ച് അറിയാതെ ഇത് എംപവർമെൻ്റ് ആണ്, ഇതെന്തോ വലിയ സംഭവമാണ്, മോഡസ്റ്റിയുടെ സിമ്പലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കുന്ന പാതിവന്ത മുസ്ലിം പെണ്ണുങ്ങളും അതുപോലെ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും അതുപോലെ ഇതെന്താണെന്ന് അറിയാത്ത നമ്മുടെ നാട്ടിലെ കുറേ ഫെമിനിസ്റ്റുകളും പിന്നെ കുറേ പെണ്ണുങ്ങളും എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിട്ട് പിന്നെ കുറേ പുരോഗമനം പറയുന്ന ആളുകളൊക്കെ കൂടി ഇറങ്ങി തിരിച്ചിട്ട് ഈവൻ കുറേ എക്സ് മുസ്ലിങ്ങൾ പോലും ഉണ്ട് എന്ന് വരുന്നിടത്ത് അവർ പറയുന്നത് ഇത് ഒരു മക്കനെയാണ്, അതങ്ങനെ അങ്ങോട്ട് ഇട്ടോട്ടെ, അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു അങ്ങനെയല്ല. ലോകം തിരിച്ചറിയുന്ന ഈ വിഷയം നമ്മൾ ഇന്ത്യയിലും ഇനി പറഞ്ഞു തുടങ്ങണം. എന്താണത്? ഇതൊരു കൾച്ചറൽ ഇൻവേഷൻ്റെ ഒരു ആദ്യ ലക്ഷണമാണ് ഈ ഹിജാബ് വർദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ കേരളത്തിലിരുന്ന് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഉമ്മമാരൊന്നും ഇത് ധരിച്ചിരുന്നില്ല, എന്നാൽ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത് ധരിച്ച് നടക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? രണ്ട് കാരണമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കാസറ്റ് കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റ് ചിലവാക്കിയിരുന്ന ഒരു കാസറ്റ് എന്ന് പറയുന്നത് തട്ടമിടാത്ത പെണ്ണെ നീ നരകത്തിലാണ്, നരകത്തിലെ വിറകുള്ളിയാകണോ, നരകത്തിലെ തീയിലേക്കാണ് നീ പോകുന്നത്, നിൻ്റെ മുടിയിഴ കണ്ടാൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന കുറേ വയൽ പരമ്പരകൾ, അതിൻ്റെ കാസറ്റുകളായിരുന്നു ഇവിടെ വിറ്റുപോയിരുന്നത്. അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? പിന്നെ ഈ സലഫി ആശയക്കാർ ഇവിടെ കൂടുതൽ പേര് ഊന്നുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവർ ഒരു പടി കൂടി കടന്ന് തട്ടം മാത്രമല്ല, അവർ പിന്നെ പർദ്ദ തന്നെ കൊണ്ടുവരുന്നു. ഹിജാബ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് കോഴിക്കോട് ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുടെ വിദ്യാഭ്യാസവും ജോലി പാരൻസിൻ്റെയൊക്കെ അത് കഴിഞ്ഞ് ഉമ്മയുടെ നാടായിട്ടുള്ള കോട്ടയം ജില്ലയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ സമയം നമുക്ക് ഓർഡറുകൾ പലതും കിട്ടുകയാണ്. എന്താണ്? അവിടെയുള്ള അയൽവക്കത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഹിജാബ് വേണം. അപ്പോൾ ഇത് അവിടെ കിട്ടില്ല, അവിടെ അതിനുള്ള കടയില്ല. അപ്പോൾ പണ്ട് ഇപ്പം എങ്ങനെയാണോ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ കോഴിക്കോടുള്ള പർദ്ദ മഹൽ അങ്ങനെ ഏതോ 2-3 കടയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അവിടെ പോയിട്ട് ഇതിങ്ങനെ ഒരു ബാഗ് മുഴുവൻ വാങ്ങിച്ച് കുത്തി നിറച്ചിട്ടാണ് ഇതുമായിട്ട് കോട്ടയത്തേക്ക് വണ്ടി കയറിയിരുന്നത്. എന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. ഇതായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ കഥ? ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള, ഇത് പ്രചരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഗൂഢ പ്രവർത്തനം അതിവിടെ നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ മുന്നേ സാക്ഷ്യപ്പെടുത്തിയത് ഇന്ത്യ വിഷനിലുണ്ടായിരുന്ന MP ബഷീറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കൂടിയാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത് ഹിജാബ് പ്രചരിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യം അതിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇന്ന് അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതൊക്കെ അങ്ങ് മറക്കാൻ മനഃപൂർവ്വം നമ്മളങ്ങ് മറന്നുകൊണ്ട് നമ്മൾ പറയാണ്, അതൊരു മക്കനെയല്ലേ, അതൊരു വസ്ത്രമല്ലേ, അത് ഇടുന്നവരിട്ടോട്ടെ എന്ന് പറയുന്ന രീതിയിൽ അല്ല. നമ്മൾ ആദ്യം പറയേണ്ടത് ഇത് മതചിഹ്നമാണ്. ഒരു സെക്യുലറായിട്ടുള്ള ഇട ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇടം അത് സെക്യുലറായിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മതപരമായിട്ടുള്ള സംഗതികൾ പാടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നിങ്ങൾ എന്തെല്ലാം ഒഴിവാക്കിയാലും ഇത് ഒഴിവാക്കാൻ, ഈ ഹിജാബ് ഒഴിവാക്കാൻ നിങ്ങൾ മടിക്കുന്നുണ്ട് എങ്കിൽ അത് ശരിയല്ല. അവിടെ ഹിജാബും ഉൾപ്പെടണം ആ ഒഴിവാക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്
ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അങ്ങനെ ഒഴിവാക്കിയാൽ ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ നേരിടേണ്ടത് ഈ മതചിഹ്നം അവർക്ക് കൂടുതൽ തലയിലിടാനുള്ള ആ ഒരു ധൈര്യം ആ പാരൻസിന് കൊടുത്തുകൊണ്ടല്ല അതിനെ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതിന് പകരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന പാരൻസിനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അതിനെ നേരിടേണ്ടത്. അതിനിവിടുത്തെ ഭരണാധികാരികൾക്ക് നട്ടലുണ്ടാവണം. അത് ഇവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ സംഭവിക്കുന്ന ഒരു പ്രശ്നം. അത് ഉള്ള ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഇങ്ങനെയുള്ള കൃത്യമായ നിയമങ്ങൾ ശക്തമായിട്ട് അയൺ ഫിസ്റ്റോടു കൂടി നേരിടാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു കൂട്ടം ഭരണാധികാരികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാരാണ്? ആ ഭരണാധികാരികൾ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭരണാധികാരികൾക്ക് തന്നെയാണ്. ഇന്ത്യയിൽ ഇത് നടത്താൻ കഴിയും ഒരു കൂട്ടം ആളുകൾക്ക്, മുസ്ലിം ലീഗിന് സാധിക്കും. അതല്ലാതെ BJP വിചാരിച്ചാൽ നടക്കില്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് വിചാരിച്ചാൽ നടക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കില്ലല്ലോ, അവർ ഒരുമിച്ചാണല്ലോ പുതപ്പിൻ്റെ അടിയിൽ. അത് നടക്കാൻ പോകുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ നടക്കും. എന്നാൽ മുസ്ലിം ലീഗ് ഇത് വിചാരിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് വിചാരിക്കും. കുറേ കഴിയുമ്പോൾ അടിയൊക്കെ കിട്ടി, നാടൊക്കെ കുട്ടിച്ചോറായി, എല്ലാം കുളമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കെന്നാൽ ഇനി കുറച്ച് റാഡിക്കലൈസേഷൻ കുറയ്ക്കാനുള്ള പരിപാടിയിലൊക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കാല്ലേ എന്ന് ചിന്തിച്ച് തുടങ്ങും. പക്ഷേ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? ഒരിക്കൽ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി, ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും അതിൻ്റെ പേരിലുള്ള വലിയ മതപരമായിട്ടുള്ള റാഡിക്കലൈസേഷനും കുഴപ്പങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മൾ. എന്നിട്ട് പോലും ഇന്നും നമ്മുടെ നാട്ടിലുള്ള ഈ മുസ്ലിം ലീഗ്, അതുപോലെ ഇപ്പോൾ ഒവൈസിയുടെ പാർട്ടി ഒക്കെ ആയാലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിന്നും പച്ചയ്ക്ക് പറയുന്നത് മതം തന്നെയാണ്. അവർക്കിപ്പോഴും ഇതിൻ്റെ കുഴപ്പം മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആര് തന്നെയായാലും, കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. അവർക്കിനി ഇതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഈ ലോകത്തുനിന്ന് അവർ ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലടക്കം ഇനി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോധമുള്ള രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചില ആക്ഷൻസ് എടുക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങൾ ആദ്യം ആക്ഷൻ എടുക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഈ ഗ്ലോബൽ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന സംഗതിയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. അതിലാദ്യം വരുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള സെക്യുലർ ഇടങ്ങളിലേക്ക് മതത്തിൻ്റെ ചിഹ്നങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിൽ ഒരു ഹൈജാക്കിംഗ് അറ്റംപ്റ്റ്, ഒരു ഹൈജാക്ക് ജിഹാദ് നടത്തുന്ന ഈ ഇസ്ലാമിൻ്റെ രീതി, അത് തിരിച്ചറിഞ്ഞ് തടുക്കാൻ സാധിക്കണം. സെക്യുലർ ഇടങ്ങൾ അത് സെക്യുലർ ഇടങ്ങളാക്കി നിലനിർത്തണം. അത് ഏത് മതമായാലും അവിടെ ഒരേ രീതിയിൽ തന്നെ നേരിടാൻ ശ്രമിക്കണം. അത് തട്ടമല്ലേ, മക്കനയല്ലേ, വസ്ത്രമല്ലേ എന്ന് അതിന് ഒരു കൺസെഷൻ കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അത് വലിയ പ്രശ്നമാകും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം എന്തുകൊണ്ടും അതിൻ്റെ കാരണം ബോധ്യപ്പെടാൻ ഇന്ന് ഈ താജിക്കിസ്ഥാനിലെ ഈ നിയമം നമുക്ക് ഇവിടെ അനുകൂലമായി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ആ വാർത്ത നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഒറ്റ സെക്കൻഡ്. യെസ്, ഓക്കെ. ഇത് ഓർഗനൈസർ എന്ന് പറയുന്ന മാധ്യമം അറിയാതിരിക്കും. നമ്മളുടെ ഒരു വലതുപക്ഷം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. അതിനകത്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ടുഡേയിൽ കണ്ടു, വേറെ എവിടെയും അങ്ങനെ കാര്യമായിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ മലയാളത്തിലേക്കൊക്കെ വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, അങ്ങനെയാണല്ലോ പൊതുവെ. വരട്ടെ, വരുമ്പോൾ നമുക്കതെടുക്കാം. അപ്പോൾ അതുവരേക്കും നമുക്കിപ്പോൾ അത് ആ ചൂടോടുകൂടി റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ, ആ പത്രങ്ങളെ നമ്മളൊന്ന് അഭിനന്ദിക്കുകയാണ്. അതിപ്പോൾ ഇടതായാലും വലതായാലും. ഇടത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേനെ. അത് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഹിജാബ് ബാൻ ഇൻ താജിക്കിസ്ഥാൻ. നോ ഓൾ ഡീറ്റെയിൽസ് ആൻഡ് റീസൺസ് ബിഹൈൻഡ് ഗവൺമെൻറ്റ്സ് ഡിസിഷൻ ഹിയർ. ഇതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിത്ത് ആൻ എയിം ടു എലിമിനേറ്റ് ഓൾ എലമെൻറ്റ്സ് കൺസിഡേർഡ് ഫോറിൻ ഓർ ഏലിയൻ ടു ദ നാഷണൽ ഒറിജിനൽ കൾച്ചർ ആൻഡ് കസ്റ്റമറി പ്രാക്ടീസസ്. ഇതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് സ്വന്തം നാടിൻ്റെ ആ കൾച്ചർ, ആ തനതായിട്ടുള്ള അവിടെയുള്ള ആ ഒരു പൈതൃകം, അതിന് എതിരെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനോട് ഫോറിൻ ആകുന്ന ഏലിയനായിട്ടുള്ള സംഗതികളെ എതിർക്കുന്നു എന്ന ആ ഒരു സാധനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇതിൽ കൊണ്ടുവെക്കുന്ന ആ കാഴ്ച ഈ ബാനിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതെങ്ങനെയാണ് ഇത് ഫോറിൻ ആകുന്നത്. കാരണം താജിക്കിസ്ഥാൻ നമ്മൾ കണ്ടു, ഒരു മുസ്ലിം ഭൂരിപക്ഷ ഒരു രാജ്യം തന്നെയാണ്. 90% മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവർ പറയുന്നത് ഹിജാബ് ഫോറിൻ ആണെന്നാണ്. അതെങ്ങനെ ശരിയാവുക? അത് ശരിയാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ
കേരളത്തിലിരുന്ന് നമ്മളിത് പറയുമ്പോൾ, ഇന്ത്യയിലിരുന്ന് നമ്മൾ പറയുമ്പോൾ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ജിന്നയോടൊപ്പം ഒക്കെ നിൽക്കുന്ന അന്നത്തെ ഒരു ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഹമ്മദ് അലി, ജിന്നയും കുറച്ച് പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നത്. ആ കൂട്ടത്തിലേക്ക് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒന്നും തലയിൽ ഹിജാബില്ല. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ പോലും, ഉമ്മയുടെ യൗവനത്തിൽ, എൻ്റെ ഈ പ്രായത്തിൽ ഉമ്മ എന്നും ഈ സാധനം തലയിൽ ഇട്ടിട്ടില്ല എന്നാണ് ആലോചിക്കേണ്ടത്. ഉമ്മയുടെ കാര്യമൊന്നും പറയാൻ വേണ്ട. അതിൻ്റെ തലയിൽ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ ഇല്ല. അത് ആരാണ് ഹിന്ദു, ആരാണ് ക്രിസ്ത്യൻ, ആരാണ് മുസ്ലിം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. കാരണം നമ്മുടെ നാടിനൊരു വേഷമുണ്ട്. ആ വേഷത്തെ സ്വാധീനിക്കുന്നത് ഇവിടുത്തെ കൾച്ചറാണ്. അത് ഇവിടുത്തെ ജിയോഗ്രഫിക്കൽ, അതുപോലെ ഇവിടുത്തെ ക്ലൈമാറ്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള സിറ്റുവേഷൻസാണ് അതൊക്കെ നിശ്ചയിക്കുന്നത്. എന്നാൽ അതെല്ലാം കവച്ചു വെച്ചുകൊണ്ട് നിങ്ങളിനി ഏത് കൊടും തണുപ്പിൽ ജീവിക്കുന്ന ആളായാലും ശരി, കൊടും ചൂടിൽ ജീവിക്കുന്ന ആളായാലും ശരി, ഈ പർദ്ദയിട്ട് നടക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അവിടെയാണ് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് സന്തോഷിച്ചു പോയത്. മുഹമ്മദ് നബി ജീവിച്ചത്, അത് മക്കയിലായത് എത്ര നന്നായി. അതുകൊണ്ടാണല്ലോ നമ്മളിതിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് പർദ്ദ. എങ്ങാനും വല്ല നോർവേയിലോ അല്ലെങ്കിൽ വല്ല അന്റാർട്ടിക്കയിലോ ഒക്കെ ആയിരുന്നു മുഹമ്മദ് നബി എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കയിലും മദീനയിലും ഇനി ഈവൻ നമ്മളെ കേരളത്തിലുള്ള കാക്കാമാരടക്കം ഈ രോമക്കുപ്പായ വിട്ട് നടക്കേണ്ടി വന്നേനെ. അതാണ് ഇവിടെ സംഭവിക്കുക. കാരണം രോമക്കുപ്പായം ഇട്ട് നടക്കൽ, ഇതുപോലെ അൽ മനാസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പിയിടാൻ പോയപ്പോൾ ഉമർ ഒളിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഹിജാബിൻ്റെ ആയത്തിടാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ രോമക്കുപ്പായം നിങ്ങളുടെ മാറിന് നേരെ താഴ്ത്തിയിടുക എന്നൊരായത്ത് അങ്ങനെ ഇറക്കിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഉണ്ടാവുക. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം തന്നെ മുഹമ്മദ് നബി തൊപ്പി വെച്ചെന്നും പറഞ്ഞാണ് ഇവിടെ തൊപ്പി വെക്കുന്നത്. എന്തോ ഭാഗ്യത്തിൻ്റെ മുഹമ്മദ് നബി ഒട്ടകത്തിൻ്റെ മുകളിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും ഒട്ടകത്തിന് മുകളിൽ പോകുന്നില്ല. ഒട്ടകത്തിന് മൂത്രം കുടിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം, പോട്ടെ. അപ്പോൾ ഇത് ആലോചിക്കേണ്ടത്, ഈ ഒരു സ്വന്തം കൾച്ചർ, അവിടെയുള്ള തനതായ രീതികളെ അതിനെ കവച്ചു വെക്കുന്നു, അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ വരുന്നു എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇനി ഇതിലെ തമാശകൾ വേറെയുണ്ട്. The legislature of the Central Asian nation of Tajikistan have approved the bill which strictly bans the wearing of the hijab, Islamic clothing for women, and shaving the beards of all men in the country even during religious occasions such as Eid al-Fitr and Bakrid. ഈ താടി വടിക്കുന്ന സംഭവം അത് ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇതിനകത്ത് പരാമർശം ഉണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ കുട്ടികളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത് സംബന്ധിച്ചിട്ട് ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് എനിക്ക് കാണുന്ന അതാണ്. വേറെ വാർത്തയിൽ നോക്കിയപ്പോൾ ഈദ് ഉൽ ഫിത്ർ അതുപോലെ ബക്രീദ്, നമ്മുടെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ആ രണ്ട് പെരുന്നാളിൻ്റെ സമയത്തും അവിടെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന അതിനും വലിയൊരു വിലക്കാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദ അപ്പർ ഹൗസ് ഓഫ് ദ താജിക്കിസ്ഥാൻ പാർലമെൻറ്റ് കോൾഡ് ദ മജ്ലിസി മില്ലി ആൻഡ് അപ്രൂവ്ഡ് എ ഡ്രാഫ്റ്റ് ബിൽ ഓൺ June 19th, 2024, formally banning the hijab for Muslim women in the country. Radio Liberty Europe reported the major update saying that Emomali Rahman-led Tajik government passed the bill which bans alien garments as well as the celebration by the children during the two major Islamic festivals, Eid al-Fitr and Eid al-Adha or Bakrid. ഈ രണ്ട് സാധനത്തിനും അവിടെ വിലക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. The bill was passed in the lower house of the Tajik parliament earlier in June 9, 2024. It will ban the bearing, importing, selling and advertising of clothes alien to Tajik culture, a term widely used by the officials in the country to describe Islamic clothing. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, 90% മുസ്ലിങ്ങളുള്ള താജിക്കിസ്ഥാൻ ഇങ്ങനൊരു നിയമം എടുക്കുന്നു. അവർ ഉയർത്തിപ്പിടിക്കുന്നത് അവരുടെ കൾച്ചർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ന് വരുമ്പോൾ, ഈ സംഗതികൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ നമ്മൾ സാധാരണ എന്താ പറയാറുള്ളത്? കൾച്ചറിനെ കൂടുതൽ പൊക്കിപ്പിടിക്കുക, എല്ലാം പൈതൃകം, അത് പിന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും വലതുപക്ഷം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താജിക്കിസ്ഥാൻ വലതുപക്ഷം വൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ ശരി. ഇതാണ് നമ്മളിവിടെ കണ്ടത്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു യൂറോപ്യൻ പാർലമെൻറ്റിൽ നടന്ന ഇലക്ഷനെക്കുറിച്ചും, അതുപോലെ ഇപ്പോൾ ഫ്രാൻസിലും മറ്റ് ഇറ്റലി, ജർമ്മനി, UK ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ US ട്രംപ് വരുന്നതിനെക്കുറിച്ച് പറയുന്നത്, എല്ലായിടത്തും സംഭവിക്കുന്നത് ഒരു വലതുപക്ഷവൽക്കരണമാണ്. എഗെയിൻസ്റ്റ് ഇസ്ലാം എന്നതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതാത് നാടുകളെടുത്ത് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ രാജ്യങ്ങളൊക്കെ വലതുപക്ഷം എന്നാണ് പറയുക. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ BJP ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യുന്നു. അത് പച്ചയായിട്ട് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷം തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ പറയുന്ന പോലെ ഒരു മൈനോറിറ്റി എന്നൊന്നും പറയാൻ കഴിയും. സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റിലീജിയൻ തന്നെയാണ് ഇന്ത്യയിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരിക്കലും ഇത് മൈനോറിറ്റി ആണെന്ന് പറയാൻ കഴിയില്ല. ക്ലോസ് ടു 27%, 24% എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ 28% ഒക്കെയാണ്. ചില സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാണ് ഉള്ളത്.
അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇനി ഒരു 10-9 വർഷം കഴിയുമ്പോൾ മേ ബി ഒരു 50 വർഷത്തിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിംസും ഹിന്ദുസും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും ഇവിടുത്തെ പോപ്പുലേഷൻ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായാലും പെറ്റുകൂട്ടുന്ന ആളുകൾ പെറ്റുകൂട്ടും. അത് നമുക്ക് തടുക്കാൻ കഴിയില്ല. അത് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെമോഗ്രാഫിക്സ് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത് റേറ്റ് അവരുടെ ഇടയിൽ കൂടുതലാണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ആ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് പെർ കപ്പിൾ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ചിൽഡ്രൻ അത് കൂടുതലായതുകൊണ്ടും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ആ ഏജ്, ആ റിപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ളതും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗ്രോത്ത് അത് എക്സ്പൊണൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ പോപ്പുലേഷൻ ഈക്വൽ ആകും ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം അത് മുകളിലേക്ക് പോകും. 2060 ആകുമ്പോഴേക്കും ലോകത്ത് തന്നെ പല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളത് തന്നെയാണ്. പെറ്റുകൂട്ടിയിട്ടാണ് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത്, മതം മാറിയിട്ടല്ല. അതും സാന്ദർഭികമായിട്ടൊന്ന് പറയണം. ഇനി അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ വരുന്ന മുസ്ലിങ്ങൾ അവരെല്ലാവരും റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നൊരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് അതാത് നാടുകളിലെ കൾച്ചറിനെ കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുണ്ടെങ്കിൽ, അവർ സ്വാഭാവികമായിട്ടും ഒരു താലിബാനോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹമാസോ പോലെയായിട്ട് മാറാനാണ് സാധ്യത. എങ്ങും എവിടെയും വിദ്വേഷം മാത്രം. സ്വന്തം അയൽവക്കത്തുള്ള ആൾ അത് കാഫിറാണ് എന്നതിൻ്റെ പേരിലൊക്കെ അവരോട് രൂക്ഷത കാണിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ ഖുർആനിക സൂക്തവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളായിട്ട് മാറിയാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് പറ്റില്ല, അത് പാടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളെ അത് ഞാൻ കണ്ടത് അത് ഈ താജിക്കിസ്ഥാൻ അതല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴാണ് എന്ന് പറഞ്ഞപ്പോൾ അതും പൊക്കി പിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കാക്കാമാർ ഇറങ്ങി തിരിച്ചിരുന്നു. എന്താ അവർ പറഞ്ഞുകൊണ്ട് നടന്നത്? കണ്ടില്ലേ, നിങ്ങൾ കാണാത്ത നന്മ സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടു എന്ന് പറഞ്ഞിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയെ അങ്ങ് ആകാശത്തേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, ഭൂമിയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനകത്തൊന്നും ഇടപെടാത്ത ഈ പടച്ചോൻ സ്വർഗത്തിൽ പോയിട്ട് എന്ത് വാഴയ്ക്ക ചെയ്യാനാണ് പോകുന്നത് എന്ന് ചോദിച്ചോടുകൂടി ആ സന്തോഷ് ജോർജ് കുളങ്ങര ദഹേ കിടക്കുന്നു താഴെ എന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങോട്ട് ഇട്ടു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ പൊക്കാനും ആവശ്യം ഇല്ലാത്തപ്പോൾ താഴെ ഇട്ട് കുഴിച്ചു മൂടാനും സാധിക്കും എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട എന്താണ്? ഒരു റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന സംഗതിക്കെതിരെയുള്ളൊരു നിലനിൽപ്പ്. അത് നമ്മൾ ഇവിടെ അതൊരു കോൺസ്റ്റൻറ്റ് ഫൈറ്റാണ്. അത് ഒരു തവണ ചെയ്തിട്ട് നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുന്ന സംഗതിയല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമാണ് അവിടെ എതിർവശത്ത് നിൽക്കുന്നതെന്ന് വരുമ്പോൾ അതിനെതിരെയുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് അത് റെലൻലെസ്, അത് എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരുന്നു എന്നും കൂടി വരുന്നിടത്താണ് ഇത് ആളുകൾക്ക്, രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളാണ് ഇനി സമ്മാനിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് വരേക്കും ഒരു നെക്സ്റ്റ് ഒരു 50 ഇയേഴ്സ് ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പം നമ്മളിത് പറഞ്ഞൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ധരിച്ചിരുന്നത് ലോകത്ത് ഇതുപോലുള്ളൊരു വിഷയം അത് അവിടെയൊക്കെ നടക്കുന്നു, അതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലൊരു ധാരണയുണ്ട്. എക്സ് മുസ്ലിം മൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നു. അതുകൂടാതെ ഇന്ത്യയിലാണെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു 5-10 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ശരിയാണ്, ആളുകൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് 10-15 വർഷത്തിൻ്റെ ആവശ്യം ഇനിയില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഇതുപോലെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ഡെമോഗ്രാഫിക്സ് ഇതുപോലെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവിടെ പൊളിറ്റിക്കലി ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് ചില്ലറ സമയമല്ല വേണ്ടത്, ചില്ലറ കളിയുമല്ല വേണ്ടത്. അത് വലിയ ഒരു ലോങ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിന് വേണ്ടി വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു നെക്സ്റ്റ് ഒരു 30 to 50 ഇയേഴ്സ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് നിരന്തരം നമ്മൾ ഇന്നു മുതൽ ചെയ്തുകൊണ്ടിരുന്നാലാണ് ഈ പറയുന്നത്. ഇപ്പോഴെങ്കിലും അത് തുടങ്ങി എന്നത് കൊണ്ടും അതോടൊപ്പം ഇതിന് ഹെൽപ്ഫുള്ളായിട്ട് സോഷ്യൽ മീഡിയ പോലെയുള്ള സംഗതികളായതുകൊണ്ടും ഒരു വാർത്ത പോലും പൂഴ്ത്തി വെക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയും ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ആരും അറിയില്ല. അറിയാത്ത എന്തുകൊണ്ട്? അതിന് ഉദാഹരണമായിട്ട് ചില വാർത്തകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഒരു വാർത്തയാണ്, ഇത് 2016 വന്ന ഒരു വാർത്തയാണ്. ഇത് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇത് 2016 വന്ന വാർത്തയാണ്. താജിക്കിസ്ഥാൻസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ബിയേർഡ്സ് ടു ഫൈറ്റ് റാഡിക്കലൈസേഷൻ. ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇത് 2016 വന്നതാണ്. നമ്മുടെ നാട്ടിൽ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഒരു വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താടി വടിക്കേണ്ടി വരുന്നൊരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.
അതായത് ഇത് വേഷം പോലുമല്ല. ഇത് അവരുടെ ഒരു സ്റ്റൈലിംഗ് ആണ്. ഇപ്പോൾ താടി വെക്കുക, മീശ വെക്കുക എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകൾ കൊണ്ട് നടക്കുന്ന സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമാണ്. അവരുടെ ഒരു പേഴ്സണൽ ഒരു രീതി. അതിനെ പോലും ഇതുപോലെ മതം ബാധിക്കുന്നു. മീശ വടിച്ചിട്ട് താടി വെക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും താടി വടിച്ചിട്ട് മീശ വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മീശ വടിച്ചിട്ട് താടി വെച്ചോന്ന് നമ്മളെ പ്രവാചകനൊന്ന് പറഞ്ഞു പോയി. അതിൻ്റെ പൊല്ലാപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ താജിക്കിസ്ഥാനിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവർ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ന് ഇവർക്കിപ്പോൾ സൗദി അറേബ്യയിൽ ഈ ഹിജാബിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ അവിടെ എടുത്തു മാറ്റുന്നു. അതുപോലെ ഇപ്പോൾ മഹറം നിയമങ്ങൾ അവിടെ ഡയല്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു. അതോടൊപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന സാധനം. അതായത് ഹിജാബ് മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ ബാൻ ചെയ്യപ്പെടുന്ന കാഴ്ച, അതുപോലെ താടി പോലും വടിക്കേണ്ടി വരുന്ന കാഴ്ച, ഇതെല്ലാം നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇതിലൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാം. ഇത് 2016 വന്നതാണ് കേട്ടോ. ദേ കോൾ മീ എ സലഫിസ്റ്റ്, എ റാഡിക്കൽ, എ പബ്ലിക് എനിമി, ആൻഡ് ദെൻ 2 of them held my arms while another one shaved half of my beard. ഇതാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇന്ത്യയിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് താജിക്കിസ്ഥാനിലായതുകൊണ്ടും പോലീസുകാരൻ മുസ്ലിം ആയതുകൊണ്ടും അവിടുത്തെ ഭരണം മുസ്ലിങ്ങളായതുകൊണ്ടും ആർക്കും ഒരു കുഴപ്പമില്ല. ഇത് ഇവിടെ ഇന്ത്യയിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ ഇവിടെ ഉടനെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളി, ഇവിടെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിളി. അതായത് ഒരു ഭീകരവാദിയെ വേട്ടയാടിയാൽ പോലും അത് മുസ്ലിമിനെ വേട്ടയാടി എന്ന് പറഞ്ഞ് മാറ്റുന്നു. ഭീകരവാദത്തെ ചിത്രീകരിക്കുന്ന ഒരു സിനിമ എടുത്താൽ അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്നു. ഇസ്ലാമിലെ മണ്ടത്തരങ്ങൾ, ഇസ്ലാമിലെ ഇതുപോലുള്ള ഭീകരതയെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിനിമ ഇറക്കിയാൽ അത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നു, മുസ്ലിങ്ങളെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഹിന്ദു മതത്തിനെതിരെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചുകൊണ്ട് നിങ്ങളിവിടെ സിനിമ എടുത്തിട്ടുണ്ട്. ഹിന്ദു മതത്തെ വിമർശിച്ചിട്ട് നിങ്ങളിവിടെ സിനിമ എമ്പാടും എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയ പരാമർശം വന്നാൽ പോലും അത് താങ്ങാൻ കഴിയുന്നില്ല എന്ന് വരുന്നു. അവിടെയാണ് ഈ പ്രശ്നം. അതിന് ഇവർ എടുക്കുന്നത് BJP ആണ് ഇപ്പോൾ എല്ലാത്തിനും പ്രശ്നം. എന്നാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോൾ ഇത് വല്ലതും ചെയ്യുമോ? അത് ചെയ്യുകയില്ല. ഇതേപോലെയാണ് ഓരോ വിഷയങ്ങളും നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഭീകരത, ആ ഒരു കൾച്ചറൽ ഇൻവേഷൻ, അത് ഏറ്റവും സുഗമമായിട്ട് നടക്കുക എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള സെക്യുലർ ഡെമോക്രസികളിലാണ്. അതുകൊണ്ട് സെക്യുലർ ഡെമോക്രസി കൊണ്ടു നടക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യ പോലെയുള്ള രാജ്യം, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും എല്ലാം എങ്ങനെയാണോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നത്, കണ്ണും മൂക്കും നോക്കാതെ അത് നിയമം ശക്തമായിട്ട് കൊണ്ടുവന്ന് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം, ഈ റാഡിക്കലൈസിങ് അറ്റംപ്റ്റ്സ്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടേക്ക് ഓവർ, അതിന് നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും. നിങ്ങളുടെ രാജ്യം കുട്ടിച്ചോറാകും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നതാണ്. ഞാൻ ഈ വാർത്ത കൂടുതൽ വായിക്കുന്നൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ കണ്ടെത്തി വായിക്കാം. ഇതാണ് അതിൻ്റെ ടൈറ്റിൽ, താജിക്കിസ്ഥാൻസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ബിയേർഡ്സ് ടു ഫൈറ്റ് റാഡിക്കലൈസേഷൻ എന്നാണ് ടൈറ്റിൽ. കണ്ടെത്തി വായിക്കാമെന്നുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ പിടിക്കുന്നു, ആളെ പകുതി ഷേവ് ചെയ്ത് വിടുന്നു. Earlier this week, police in Tajikistan's Khatloon region said that they have shaved the beards of nearly 13,000 men as part of an anti-radicalization campaign. ഇതാണ് അവിടെ നടക്കുന്നത്. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ വാർത്ത. 13,000 ആളുകളെയാണ് താടി വടിച്ച് വിട്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഈ റാഡിക്കലൈസിങ് ആ സാധനത്തിനെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷേവിംഗ് ബിയേർഡ്സ് ഈസ് പാർട്ട് ഓഫ് എ ഗവൺമെൻറ് ക്യാമ്പയിൻ ടാർഗറ്റിംഗ് ട്രെൻഡ്സ് ദാറ്റ് ആർ ഡീംഡ് ഏലിയൻ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് താജിക് കൾച്ചർ. അപ്പോൾ ചൈന എന്താണ് ചെയ്യുന്നത്? അവരുടെ കൾച്ചർ, ആ ചൈനീസ് കൾച്ചറിന് എതിര് നിൽക്കുന്നു എന്ന് തോന്നാവുന്ന സാധനം അത് അവരൊരു ആഭ്യന്തര ഭീഷണിയായിട്ട് കണ്ടെത്തി അതിനെതിരെ തിരിയുന്നു. താജിക്കിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായിരിക്കെ, ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരിക്കെ, അവിടുത്തെ സർക്കാർ അവിടെ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് ചൈനീസ് അല്ലെങ്കിൽ താജിക് കൾച്ചറിന് ഭീഷണിയാണ്, ആഭ്യന്തര ഭീഷണിയാണ് എന്ന് കണ്ടിട്ട് അതിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരുന്നു. ഞാനിവിടെ പറയുകയാണ്, അത്തരത്തിലുള്ള നിയമം ഉണ്ടാക്കാൻ, ആ സംഗതികൾ മുൻകൂട്ടി കണ്ട് നിയമം ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശവും ഇവിടെ ഭരിക്കുന്ന ഇന്ത്യയിലുള്ള ഗവൺമെൻറ്റുകൾക്കുണ്ട്. അത് ഏത് ഗവൺമെൻറ് ആയാലും, അതാര് ചെയ്താലും അതിനോടൊപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. എനിക്കതിനെ സാധിക്കുള്ളൂ. കാരണം എന്താണ്? ഇതാണ് ഭീഷണി എന്ന് പറയുന്നത്. ഭീഷണി ഇവിടെയുള്ള ഗവൺമെൻറ് അല്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഹിന്ദു താലിബാനാകാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ട്.
ഇപ്പോൾ ഒടുവിൽ കണ്ടു എന്താണ് ദ വോയിസ് ഓഫ് ഖൊറസാൻ എന്ന് പറഞ്ഞിട്ട് ഐസിസിൻ്റെ എന്താണ് മുഖപത്രം അവരെഴുതി വെച്ചത് ഇവിടെയുള്ള ആളുകളെ ഹിന്ദു ജനോസൈഡിന് ഉള്ള ഒരു കോളാണ് അവരവിടെ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ അവിടെ അസാസിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവരവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ആർക്കും മിണ്ടാട്ടമൊന്നുമില്ല. മിഷൻ 2047 എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് ഇവിടെ പിടിച്ചെടുത്തു പോപ്പുലർ ഫ്രണ്ടിൻ്റെ. ആർക്കും ഒരു ആകുന്നില്ല. അതൊരു വാർത്ത പോലും ആകുന്നില്ല. എന്നാൽ അവർ പറഞ്ഞു കിടക്കുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവുന്നതാണ്. നിങ്ങൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിൻ്റെ ഒരു തെളിവ് കൊണ്ടുപോവാ. ഇപ്പോൾ 10 വർഷം ഇവിടെ ഭരിച്ചു, അതും വലിയ ഭൂരിപക്ഷത്തിൽ, എന്നിട്ട് പോലും അവരത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഭരിക്കുന്നത് ഇതുപോലെ ഒരു തൂക്ക് മന്ത്രിസഭ എന്ന് നിങ്ങൾ തന്നെ വിളിക്കുന്ന സാധനത്തിലാണ്. ഇനിയും അത് നടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ് വന്നാൽ നിങ്ങളെ മൂട്ടിന് നോക്കി പടയ്ക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആ തരത്തിലുള്ള വാദങ്ങൾ നിർത്തിയിട്ട് ഈ വിഷയങ്ങളെ ലോകം അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ സമാനമായ വിഷയങ്ങൾ ഇന്ത്യയിൽ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള സർക്കാരുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിലും സെക്യുലർ ആയിട്ടുള്ള ഇടങ്ങളിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടെററിസം, അതൊരു ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനനാണ്. അതിൽ നമുക്ക് അതിന് നേരിടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഒപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ സൂചിപ്പിച്ചാണ് പോകുന്നത്. ഇനി ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനം, ഈ റാഡിക്കലൈസിങ് അറ്റംപ്റ്റും ഈ കൾച്ചറൽ ഇൻവേഷനും മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത് മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് താജിക്കിസ്ഥാനിൽ നടന്നിട്ടുള്ള ചില അക്രമങ്ങളെക്കുറിച്ചും കൂടി നമ്മളൊന്ന് പറയേണ്ടതായിട്ട് വരും. അതിവിടെ പലപ്പോഴും ചർച്ചയാകാറില്ല. താജിക്കിസ്ഥാൻ ഐസിസ് ഒരു ഹോട്ട് ബെഡാണ് എന്നതാണ് അതിലെ ഒരു തമാശ എന്ന് പറയുന്നത്. അത് എത്ര പേര് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? താജിക്കിസ്ഥാൻ്റെ മണ്ണിൽ നടന്നിട്ടുള്ള ഭീകര ആക്രമണങ്ങളെക്കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? അവിടെയാണ് എന്തുകൊണ്ട് താജിക്കിസ്ഥാൻ ഇതിനൊരു ത്രെട്ടായിട്ട് കാണുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടത്. ഇത് 2018 വന്ന വാർത്തയാണ്. താജിക്കിസ്ഥാനിൽ ഒരു 4 സൈക്ലിസ്റ്റുകൾ, താജിക്കിസ്ഥാൻ ഒരു ടൊപ്പോഗ്രാഫിക്കലി അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ ജിയോഗ്രഫി ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയതുകൊണ്ട് തന്നെ സീനിക് ബ്യൂട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ടൂറിസ്റ്റ് വിസയിൽ പോകുന്നുണ്ട്. പിന്നെ പലരും കോഴ്സസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അറിയാമായിരിക്കും. എന്തൊക്കെയായാലും അങ്ങനെ അവിടെ വന്ന് ടൂറിസം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സൈക്ലിങ്ങിനൊക്കെ വേണ്ടി വന്നിട്ടുള്ള ഒരു 4 പേരെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. അതായത് 4 foreign cyclists killed after a car hit them in Tajikistan on Sunday may have been victims of a deliberate attack, local officials say. ഇതാണ് അന്നത്തെ ഒരു വാർത്ത. 2018 വന്ന വാർത്തയാണ്. ഓക്കെ. 2 Americans, a Swiss, a Dutch citizen died on Sunday in the Dangra district about 70 kilometers southeast of the capital Dushanbe. Okay. 3 other tourists were also injured by the car, which then drove off. അതായത് 2 people suspected of involvement in the incident were later killed by authorities in a special operation. ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വണ്ടി ഇടിച്ചിടുന്നു, എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെ സ്റ്റാബ് ചെയ്ത് കൊല്ലുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തം, according to the minister, 3 of the tourists died instantly and one on the way to a nearby hospital. One had knife wounds. He received medical help. Now his condition is stable. എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു വാർത്ത. താജിക്കിസ്ഥാൻ സ്ഥലം ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് മാപ്പൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഞാനിത് എല്ലാം നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ അന്വേഷണം തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഒരു പോയിന്റ്സ് ഞാൻ ഇട്ട് തരാണ്. ഇത് മുഴുവൻ നമുക്കിരുന്ന് പറയാനൊന്നും കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലേക്ക് വഴിവെച്ചെന്ന് പറയാണ്. ഇനി ഈ താജിക്കിസ്ഥാൻ്റെ ലൊക്കേഷൻ അത് നിങ്ങളൊന്ന് നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കുറച്ചും കൂടി ഭീകരത നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. താജിക്കിസ്ഥാൻ എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. താജിക്കിസ്ഥാൻ കിടക്കുന്നത് ഇപ്പോൾ നമുക്ക് അധികം ദൂരെയുള്ള സ്ഥലമൊന്നുമല്ല. മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഓക്കെ, ഇതാണ് നമ്മളുടെ മാപ്പ്. അപ്പോൾ മാപ്പിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇവിടെ ഉണ്ട്, പാകിസ്ഥാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിന്നെ അഫ്ഗാനിസ്ഥാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുകൂടാതെ മാപ്പ് വെക്കണമായിരിക്കും അല്ലേ? ശരി.
ഓക്കെ. ഇന്ത്യ കാണാം, പാകിസ്ഥാൻ കാണാം, അഫ്ഗാനിസ്ഥാൻ കാണാം, ഇവിടെയാണ് താജിക്കിസ്ഥാൻ വരുന്നത്. താജിക്കിസ്ഥാൻ്റെ അടുത്ത് ഇവിടെ കിർഗിസ്ഥാൻ കാണാം, ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ കാണാം, അതുപോലെ ഉള്ള മറ്റ് സ്ഥലങ്ങൾ. ഇതിൽ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഈ രണ്ട് ഏരിയയും ഇതിനകത്ത് നൊട്ടോറിയസ് ആണ്. എന്തിനാണ്? അത് ഐസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ ഖൊറാസൻ ഏരിയയും അതുപോലെ പാകിസ്ഥാൻ്റെയൊക്കെ ഏരിയ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുകയും അമേരിക്കയിലേക്ക് വരെ ഇതുപോലെ കൂടിയേറിയ, അതായത് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ, ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ വലിയ നമ്പർ പലപ്പോഴും താജിക്കിസ്ഥാനിൽ നിന്നുള്ള ആളുകളായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് പല ടെററിസ്റ്റ് ഓപ്പറേഷൻസിലും പിടിക്കപ്പെടുന്ന ആളുകൾ പലർക്കും ഈ ഒരു മേഖലയുമായിട്ട് ബന്ധമുള്ളതായിട്ടൊക്കെ അറിയാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലേക്ക് വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഐസിസിൻ്റെ ഒരു 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 തുടക്കം, അല്ലെങ്കിൽ അവരുടെ ആ ഹോട്ട് ബെഡ് എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഈ താജിക്കിസ്ഥാൻ, ഈ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയൊരു ഗോളായിട്ട് മാറുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിനെ നമുക്ക് തെറ്റു പറയാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അത് തെറ്റു പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് ഏത് രാജ്യമായാലും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി. അവർക്ക് അവരുടെ രാജ്യത്തെ സ്റ്റേബിളായിട്ട് നിലനിർത്തിയാൽ അവിടെയുള്ള സിറ്റിസൻസിന് ഗുണമുണ്ടാകും, അവരുടെ രാജ്യം എന്നുള്ള രീതിയിൽ പുരോഗതി ഉണ്ടാകും. എല്ലാമാണ് എല്ലാ ആളുകളും അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന അത്ര വലിയ ഡെവലപ്ഡ് നേഷനൊന്നുമല്ല, പക്ഷേ അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു നേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വിഷയം ഇനി നീട്ടുന്നില്ല. ഇത് ഒരു ബാൻ, ഒരു ഹിജാബ് ബാൻ എന്ന് പറയുമ്പോൾ ഒരു വെറുതെയുള്ള ഏതെങ്കിലും മതത്തോടുള്ള ഒരു പക വീട്ടുന്ന സാധനമല്ല ഒന്നാമത്തത്. കാരണം ഇതൊരു ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശം തന്നെയാണ്. ഇവർ കൃത്യമായ കാരണങ്ങളുടെ പുറത്താണ് ഈ ബാൻ നടത്തിയിരിക്കുന്നത്. ഒന്ന്, അവിടെയുള്ള കൾച്ചറൽ ഒരു ഇൻവേഷൻ ഈ ഹിജാബിൻ്റെ രൂപത്തിൽ, ഇസ്ലാമിൻ്റേതായിട്ടുള്ള വേഷങ്ങളുടെ രൂപത്തിൽ അവിടെ വരുന്നു. അപ്പോൾ ഒരു കൾച്ചറൽ ആണ് അവിടുത്തെ ഒരു വിഷയം. രണ്ട്, അവിടെയുള്ള ആളുകളിൽ ഇത് വലിയ തോതിൽ റാഡിക്കലൈസേഷൻ ഉണ്ടാക്കുന്നു. ഐസിസ് അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അത് വലിയ തോതിൽ പ്രചോദനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിലേക്ക് ആളെ കിട്ടാൻ പോലുള്ള അവസരമാക്കി അത് മാറ്റുന്നു. അപ്പോൾ അതിനെ ബാൻ ചെയ്യണം. അത് ഐസിസ് പോലുള്ള ഗ്രൂപ്പുകൾ, ഇവരുടെ താജിക്കിസ്ഥാനിൽ തന്നെ ഒരു ഇസ്ലാമിക് ഒരു റെസിസ്റ്റൻസ് ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു വലിയ തോതിൽ. അവരെ പോലും അവിടെ അടിച്ചൊതുക്കി തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പോലും ശ്രമിക്കുന്ന ആളുകൾ അതിനകത്തുള്ളിലുണ്ട്. അവർക്കും വേണ്ടത് ഈ ഹിജാബ് തന്നെയാണ്. അതെല്ലാം മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ഈ ബാനിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇത് കൃത്യമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ആകത്തുക എന്ന് പറഞ്ഞാൽ ആ നേഷൻ്റെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നേഷൻ്റെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആര് തന്നെ ഒരു പ്രധാന ഉദ്ദേശമാക്കി വെച്ചാലും അതിനോടൊപ്പം നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് നമുക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരിക്കലും മുസ്ലിമിനെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഈ ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അതാണ് മുന്തിയത് എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിനിങ് നടത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് പോലും ദോഷമാകുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓരോ മുസ്ലിം വീടും ഒരു താലിബാൻ തന്നെയാണെന്നാണ് നമ്മൾ പറയാം. ഇവിടെ ഫെമിനിസ്റ്റുകളും ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളും അതുപോലെ പുരോഗമനം പറയുന്ന ആളുകളും ഇത് മറന്നു പോവുകയാണ്. ഓരോ മുസ്ലിം വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. തലയിൽ തട്ടമിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുട്ടപ്പെട കിട്ടുന്ന അവസ്ഥയുണ്ട്. അത് ഇടാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ചോയ്സ് എന്ന് പറയുന്നത് അത് ഹിജാബ് ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലല്ല. അത് പച്ച ഹിജാബ് വേണോ, ചുമന്ന ഹിജാബ് വേണോ, നീല ഹിജാബ് വേണോ, അതോ കറുത്തത് വേണോ, ഇതൊക്കെയാണ് അവിടുത്തെ ചോയ്സ് ആയിട്ട് വരുന്നുള്ളൂ. പലപ്പോഴും കറുപ്പ് തന്നെയാണ് നിർബന്ധിക്കപ്പെടാറുള്ളത്. അപ്പോൾ കളറൊന്നും പാടില്ല. കളറൊക്കെ വന്നാൽ അത് വലിയ കളർഫുൾ ആയാൽ അത് ഫിത്നയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി തട്ട മാത്രം മതിയോ? ഫുൾ ഹിജാബായിട്ട് നടക്കുന്ന പെണ്ണിനോട് എന്താ പറയുന്നത്? നീ മുഖവും മറയ്ക്കണം എന്നാണ് പറഞ്ഞു വെക്കണം. മുഖം മറയ്ക്കലും ഇസ്ലാമിൽ ഹിജാബിൻ്റെ നിയമപ്രകാരം അത് നിർബന്ധം തന്നെയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളെയൊക്കെ നിങ്ങൾ കാണും. അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇസ്ലാമിലെ നിയമം അത് മുഖം മറയ്ക്കണം എന്ന് തന്നെയാണ്. കാരണം ഫിത്തന ഉണ്ടാക്കുന്നതെല്ലാം മറച്ചിരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫിത്തന എന്ന് പറയുന്നത് ഇസ്ലാം കണക്കാക്കിയിരിക്കുന്നത് അത് മുഖം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതൊക്കെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുഖം മറയ്ക്കുക എന്നത് നിർബന്ധം എന്ന് തന്നെയാണ് ഫത്വകളിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുക. അത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു മതചിഹ്നമായിട്ടുള്ള ഒരു വേഷത്തെ അതൊരു വസ്ത്രമാണ് എന്ന രീതിയിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് തന്നെ ആക്ഷൻസ് പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ടായാലും അതിന് കണ്ണും
മൂക്കും നോക്കാതെ എതിർത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ ഒരു ആഹ്വാനം. അത് നിങ്ങൾ സ്വീകരിക്കണം. കാരണം ഇത് മുസ്ലിങ്ങൾക്കും കൂടി ബാധകമായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതം കൊലയ്ക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് ഈ ഹിജാബിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ കണ്ടു മഹ്സ അമീനിയുടെ വിഷയം. അപ്പോൾ മഹ്സ അമീനിയിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ ഞാൻ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്, മഹ്സ അമീനിയുടെ വിഷയമുണ്ടായി ഇറാനിൽ ആ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത പല ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ ചാനലിൽ തന്നെ 1-2 പേരെ കൊണ്ടുവന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കിവിടെ വീണ്ടും പറയാനുള്ളത്. 1979 ഇറാൻ ഇസ്ലാമികമായിട്ട് വളരെ അധികം അകന്നുപോയി. വളരെയധികം ഫിത്തനയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ഇസ്ലാമിക ഭരണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടി ചുക്കാൻ പിടിച്ച കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉമ്മ, ആ ഉമ്മയുടെ മകള് ഇന്ന് ഇവിടെ ഹിജാബിനെതിരെ പ്രക്ഷോഭം ചെയ്യുന്ന സമയത്ത്, മഹ്സ അമീനിയുടെ വിഷയത്തെ തുടർന്നൊക്കെ ആ ചെയ്യുന്ന സമയത്ത് ഉമ്മ അതിനെ വല്ലാതെ എതിർത്ത് നിന്നു തുടക്കത്തിൽ. എന്നാൽ പിന്നീട് ഓരോ ആളുകളെയും ഈ ഇസ്ലാമിക് അവിടുത്തെ റെജീം അവർ കൊണ്ടുപോയി തല്ലിക്കൊല്ലുന്നതും ഇത് നിരന്തര വാർത്തയായപ്പോൾ 79 ഹിജാബ് നിയമം ഉൾപ്പെടെയുള്ള ഇസ്ലാമിക നിയമങ്ങൾ വരാൻ വേണ്ടിയിട്ട് സമരം ചെയ്ത അതേ ഉമ്മ ഇന്ന് ഈ പ്രായമായ കാലഘട്ടത്തിൽ അവർ ഹിജാബിനെതിരെ ഈ ഇസ്ലാമിക് റെജീം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആളായിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ടുണ്ട്. അവിടെ കാലം കാത്തുവെച്ച ആ ഒരു പ്രതികാരം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. അതാണ് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താണ് ഹിജാബ് എന്നുള്ളത്. അത് വെറും ഒരു ഹിജാബല്ല, അത് വരാനിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചന മാത്രമാണ്. ആ സൂചന മനസ്സിലാകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിനെ പേടിക്കും. എനിക്ക് ഭയമുണ്ട്, ഹിജാബിനെ നമുക്ക് ഒരു തരത്തിലും നോർമലൈസ് ചെയ്യാൻ കഴിയില്ല, അതിനെതിരെ നടപടിയെടുക്കുന്ന സെക്യുലർ ഇടങ്ങളാണ്, ഇവിടെ അത് പറ്റില്ല എന്ന് കൃത്യമായ നിയമം നടപ്പിലാക്കുന്നത് BJP ആണെങ്കിലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കും. അതിൻ്റെ കാരണം ഇതൊരു കൃത്യമായ ഒരു സൂചന ആയതുകൊണ്ട് തന്നെയാണ്. അതൊരു കൾച്ചറൽ ഇൻവേഷന് മാത്രമല്ല, അത് വളരെ ഭീകരമായ ഇസ്ലാമിക് ഗ്ലോബൽ ടെററിസം അതിൻ്റെ തന്നെ സൂചനയാണ് എന്നതാണ് അതിൻ്റെ കാര്യം. ആ ഇൻക്രീസ്ഡ് റാഡിക്കലൈസേഷൻ്റെ സൂചനയാണ്. അതിനെ നമ്മൾ എതിർത്തിരിക്കണം. അത് അങ്ങനെ എതിർത്ത് നിന്നാലാണ് നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. എന്നാൽ മാത്രമാണ് ആ എക്സിസ്റ്റൻസ് പോസിബിൾ ആക്കാൻ ആ നാട്ടിലുള്ള ജനതയെ ഭരിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്റ്സിന് ആ നിയമം എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. എതിർത്ത് നിന്നാൽ അത് സാധിക്കില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീട് അതിനകത്ത് ഹിജാബ് ധരിക്കുന്നതിൻ്റെ ഒരു തടസ്സമില്ല. നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ ധരിച്ചോ, ആരും ഒന്നും പറയില്ല. ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ ധരിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പബ്ലിക് പ്ലേസസിലേക്ക് വരുമ്പോൾ മുഖം കാണേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ, സെക്യൂരിറ്റി ക്യാമറ വേണ്ട സ്ഥലങ്ങളിൽ, അവിടെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ മുഖം മറിച്ച് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഒരു നാട്ടിലെ നിയമം ഉണ്ടാവും. അതിനെ പാലിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസിൽ മതം ആചരിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യ നിലവിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു തരത്തിലും അതിനെ ഇവിടെ നിഷേധിച്ചിട്ടില്ല. വെറുതെ നിഷേധിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് നിങ്ങൾ പ്രശ്നവൽക്കരിച്ചാൽ, ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളായിട്ട് ഊതിപ്പെരുപ്പിച്ചാൽ അത് നിങ്ങളുടെ കൂടി എക്സിസ്റ്റൻസിനെയാണ് ബാധിക്കുക എന്നുള്ളതിനുള്ള തെളിവ് ഈ താജിക്കിസ്ഥാൻ നമ്മൾ മുന്നിലേക്ക് വെച്ച് തരുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ തോതിൽ നീട്ടി വലിച്ച് പരത്തി ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. തൽക്കാലം ഞാൻ അതിവിടെ നിർത്തുന്നു. ഇനി നമുക്ക് നമ്മളുടെ ഓഡിയൻസിലേക്ക് പോകാം. ഇന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. നമ്മൾ അഡ്മിൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി വന്നാൽ നന്നായിരിക്കും. കാണാമോ? ലിങ്ക് കാണാമല്ലോ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് കാര്യങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ? സംവരണം എടുത്തു കളയുന്നവർ ഒരു അജണ്ടയുണ്ട്. ഈ സംവരണം എന്ന് പറയുന്ന വിഷയം പല ആളുകൾ തെറ്റിദ്ധരിക്കുന്നൊരു വിഷയമാണ്. ഓക്കെ, അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സംവരണം കൊടുത്തുകൊണ്ട് ചില ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് മോശം കാര്യമൊന്നുമല്ല, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംവരണം അത് വളരെ തെറ്റായ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഉടച്ചു വാർക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംവരണം പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തിക്കണം, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. അത് ആരും തൊടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സംവരണം കിട്ടുന്ന ആളുകളാണ് അതിൽ ഭൂരിപക്ഷവും.
60-70% ആളുകളും സംവരണം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ട് മാറുന്നു എന്ന് വരുന്നിടത്താണ് പിന്നെ എങ്ങനെ അതിന് സംവരണം എന്ന് വിളിക്കുക? അതിലെവിടെ ന്യൂനപക്ഷം? അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇവിടെ സംവരണം കൊടുക്കേണ്ടത് ഈ സംവരണമൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെന്ന് വരുന്ന വഴിയാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇതിലെ വിഷയം. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അമർ രാജ്. ഹലോ. പറയൂ അമർ. ആരിഫ് ഹുസൈൻ, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ഞാൻ നിങ്ങളുടെ ഈ യൂട്യൂബിലും വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാറുണ്ട്. ഞാൻ കാനഡയിൽ മോൺട്രിയലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കുറച്ച് ഇവിടെ പറഞ്ഞ പോലെ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതും പാകിസ്ഥാനി നാഷണൽ ആയിട്ടുള്ള മുസ്ലിം ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലൊക്കെ എത്രത്തോളം അവരുള്ളിലുള്ള യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊക്കെ ഇന്നാളാണ് ഞാൻ മനസ്സിലാക്കിയത്. നാഗവള്ളി. അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നാളെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവരിപ്പോ എപ്പോ കണ്ടാലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംഭവം പറയും, എന്തെങ്കിലും ഒരു എടുത്തിടും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ അള്ളായും മറ്റേ ജൂതന്മാരുടെയും ക്രിസ്ത്യൻസിന്റെ ദൈവവും എല്ലാം സെയിം ആണെന്നോ. അപ്പൊ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ പറയണല്ലേ, അത് അവര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോ അല്ല അത് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കുറെ പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിനെയും ജൂതന്മാരെയൊക്കെ ഒന്നും കുഴപ്പമില്ല, അവരൊക്കെ ഞങ്ങളുടെ പോലെ തന്നെ ആൾക്കാരാണ്. പക്ഷെ ഹിന്ദുസിനെ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം അവര് വിഗ്രഹ ആരാധിക്കുന്നവരാണ്, അവരുടെ ദൈവം അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടിരുന്നേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നൈസായിട്ട് എൻ്റെ അടുത്ത് ഒരു ഇങ്ങനെ മതം മാറാൻ ഷഹാദ എന്നല്ലേ ഇതിന് പറയണത്. അപ്പൊ ഷഹാദ ചെയ്യാ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വേർഡ് വേണമെങ്കിൽ ഞാൻ ചുമ്മാ പറയാം, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല, എന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല അതേ പറഞ്ഞു. പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഇങ്ങനെ ഒരു മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി ഇതുപോലെ വേറെ ഏതെങ്കിലും മതത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ റോട്ടിലൊക്കെ നടക്കുമ്പോ ചിലപ്പോ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റുകൾ അവര് ജസ്റ്റ് എന്തെങ്കിലും ഒരു പേപ്പർ എന്തെങ്കിലും സംഭവം കൈ കൊണ്ട് തരുന്നല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാലോ, അവരെ കാണുമ്പോ തന്നെ അറിയാലോ അത് മതം അവരുടെ അടുത്ത് പോയാൽ നമ്മൾ ക്ഷണിക്കും എന്ന്. അതെ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളുടെ കൂടെ നടക്കുന്ന ആളുകൾ, നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അവരിതേപോലെ വന്ന് നമ്മളെ ക്ഷണിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇല്ല അത് തീരെയില്ല സത്യം പറഞ്ഞത്. അത് ഇവരെ ഭാഗത്ത് ഇപ്പൊ ഞാൻ നാട്ടില് മുസ്ലിം സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കണ തുടങ്ങി ബാച്ചിലേഴ്സ് ബിടെക് ചെയ്തതും ഒരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ചില മുസ്ലിം ഫ്രണ്ട്സ് അവർ ഇതേപോലെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വലിയവരായിട്ട് വരും. എന്നിട്ട് എന്നെ കൊണ്ട് നിസ്കാരം വരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവന്റെ അതിനകത്ത് ഒരുത്തന്റെ ഒപ്പം ഇരുന്ന് ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് വരെയുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് നമ്മള് കുറെ അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഞാൻ ഇവരുടെ കുറെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ പ്രോ പലസ്തീൻ സംഭവങ്ങൾ ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ. എല്ലാ വീക്കെൻഡും ഈ പറഞ്ഞ പോലെ ഡൗൺ ടൗണില് ഇവരുടെ ഭയങ്കര വലിയ മാർച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ പാകിസ്ഥാനി ഫ്രണ്ടും ഇതിന് പോവാറുണ്ട് എല്ലാ ആഴ്ചയും. ഒരു വീട്ടിലൊക്കെ ഞാൻ പോവാറുണ്ട്, വീട്ടിൽ മൊത്തം പലസ്തീന്റെ ഫ്ലാഗാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു എന്റെ മൈൻഡ് സെറ്റ് വേറെയാണ്. എനിക്ക് ഇതിനോടൊരു ഞാൻ അവരുമായിട്ട് കൂടുതൽ തർക്കിച്ച് നിൽക്കാറില്ല. പക്ഷെ അവര് ഭയങ്കരമായിട്ട് റാഡിക്കലൈസ്ഡ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാകിസ്ഥാനി ഫ്രണ്ടിന് ഒരു മോളുണ്ട്. ആ മോള് ഇവിടെയാണ്, പക്ഷെ പാകിസ്ഥാനിലുള്ള ഒരു ആള് വഴി ഡെയിലി അവരുടെ മതപണ്ഡിത ക്ലാസ് ഒക്കെ ഉണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. മറ്റേ വാട്സാപ്പ് വഴി ആ കൊച്ചിനെയും മറ്റേ അവരത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൊച്ചിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആ ബോയ് ഫ്രണ്ട് ഹിന്ദു ആണ്, ശ്രീലങ്കൻ ഹിന്ദു ആണ്, പക്ഷെ ഏത്തീസ്റ്റ് ആണ്. ഏത്തീസ്റ്റ് ഇതാണ്. അപ്പൊ ഇന്നാളെ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ അവൻ നല്ല ചെക്കനൊക്കെയാണ്, പക്ഷെ അവൻ എന്റെ മോളെ കല്യാണം കഴിക്കണമെങ്കിൽ അവൻ റിവേർട്ട്, ഹി ഹാസ് ടു റിവേർട്ട് ടു ഇസ്ലാം. അപ്പൊ ഞാൻ അതെ എപ്പോഴും റിവേർട്ടാണ്. അപ്പൊ എനിക്കറിയാം സംഭവം. ഞാൻ ഈ സാം ഷമൂനോ യൂട്യൂബിലൊരു
അതന്നെ. പുള്ളിയുടെ ആ. വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ഉം, ഉം. എനിക്കറിയാം ഇവര് റിവേർട്ടിന്റെ കോൺസെപ്റ്റ് എല്ലാവരും ആ, മുസ്ലിമായിട്ടാണ് അതെ അതെ. ജനിക്കുന്നത് എന്നൊക്കെ ഉം. പറഞ്ഞുള്ള കോൺസെപ്റ്റ്. അപ്പൊ തിരിച്ച് ഇസ്ലാമിലേക്ക് വരുന്നെന്നാ പറയാ. ആ അതെ, അതെ. അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ എല്ലാ പയ്യനൊക്കെ സൂപ്പറാണ്. എല്ലാം ഓക്കെയാണ്. പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ അവൻ കൺവേർട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഇവളുടെ ഉം, അമ്മ ഉം. ഇപ്പൊ തന്നെ അവള് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവളും പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ നടക്കില്ല എന്ന് അവളും അതിന് ഓക്കെയാണ്. ഉം, ഉം, ഉം. അങ്ങനെ അത് ശരി. ഞാൻ ഈ ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് ഇത്രയും ഒരു റാഡിക്കലൈസ്ഡ് വ്യൂ ഉള്ളത് കണ്ടേക്കണത്. ഉം. അപ്പൊ ഞാൻ താങ്കൾ താങ്കൾ മുസ്ലിം വിരുദ്ധത കൊണ്ട് പറയുന്നതാണോ അതോ താങ്കൾ അനുഭവം കൊണ്ട് പറയുന്നതാണോ? അല്ല ഞാൻ അനുഭവം കൊണ്ട് പറഞ്ഞാന്നേ പറയുള്ളൂ. എനിക്ക് മുസ്ലിം വിരുദ്ധന്ന് പറയാൻ പക്ഷേ ഇത് പറഞ്ഞാൽ താങ്കൾ മുസ്ലിം വിരുദ്ധനായിട്ടല്ലേ ചാപ്പ കുത്താ? അതെ, 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 അതെ. അല്ല അതാണ് ഞാനിത് നമ്മളുടെ നാട്ടിലെ അവസ്ഥ. അതെ പണ്ടേ തൊട്ട് എനിക്ക് കുറച്ച് റൈറ്റ് വിങ് ഐഡിയോളജിയാണ് എനിക്കുള്ളത്. ഇപ്പൊ നാട്ടിലായാലും ഉം, ഞാൻ വോട്ട് ചെയ്തേക്കുന്നത് ബിജെപിക്കാണ്. ഉം, പണ്ടേ തൊട്ട് എനിക്ക് ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയാണ് ഉള്ളത്. പക്ഷെ അതും പറഞ്ഞ് ഞാൻ മുസ്ലിം വിരുദ്ധനല്ല. പക്ഷെ ഞാൻ ഇവരുടെ ഒപ്പം ഈ വിഷയങ്ങൾ നമ്മൾ കാണണമല്ലോ, വേറെ വഴിയില്ലല്ലോ. അതെ, അതെ. ഞാനിപ്പോ ഉം, ഇവരുടെ ഒപ്പം ഇത്രയും നാള് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഉം. നാച്ചുറലി വന്ന എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ സംഭവമാണ്. വേറെ ഒരു കമ്മ്യൂണിറ്റി അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് ഇപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഇരയാണ് എന്ന ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് കിട്ടിയോ? അല്ല. പക്ഷെ അത് അവർക്കറിയില്ല. അല്ല, അവർക്കറിയുമെന്നുള്ളതല്ല, താങ്കൾക്ക് കിട്ടിയോന്നാ ചോദിച്ചത്. അതെ, അതെ. താങ്കൾക്ക് അങ്ങനെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടോ? ഈ മുസ്ലിങ്ങളല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം എന്നുള്ളത്? ആം, അതിനകത്ത് ഇപ്പൊ 2 ഭാഗത്തും തെറ്റില്ലേന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഉം, ഇസ്ലാം മാത്രമല്ല അതിനകത്ത് തെറ്റുകാര്. പക്ഷെ ഇവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഇത് ഉം, തെറ്റാണ്, ഇതിനെ ചോദ്യം ചെയ്യണം എന്ന് ഉള്ള തോന്നൽ ഇവർക്കും വന്നില്ല. ഇവരത് ഉം. ബ്ലൈൻഡ്ലി അത് അക്സെപ്റ്റ് ചെയ്യാണ്. ഇപ്പൊ അതെ, അത് ഉൾപ്പെടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതെ, അതെ. അതും ശരിയാണ്. അതുകൊണ്ടാണ് അതെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ശരിയാണ്. ആ. ഇപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എൻ്റെയൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഹിന്ദുക്കൾ അവർ തന്നെ ഇതിനെയൊക്കെ ട്രോളിക്കൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മിത്താണ് എന്നാൽ അവർ തന്നെയാണ്, ഇതൊക്കെ ഐതിഹ്യമാണെന്ന് അവർ തന്നെയാണ് പറയാറ്. അതെ, അതെ. അല്ലേ? അപ്പോൾ അങ്ങനെ സ്വന്തം വിശ്വാസത്തെ പോലും ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ അതിനെ സംശയം പ്രകടിപ്പിക്കാനോ അതിനെ തമാശയാക്കാനുള്ള ഒരു കഴിവ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ സുഹൃത്ത് വലയത്തിൽ അങ്ങനെയായിരുന്നു. അതെ, പക്ഷെ അന്നും ഞാൻ അവിടെ ആ ചെറുപ്രായത്തിലടക്കം ഞാനും അന്ന് ഉയർത്തി പിടിച്ചിരുന്നത് ഇസ്ലാം മത വിശ്വാസം അത് മുന്തിയതാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു. അവരാ ഒരു കുറവ് അവിടെ പറയുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഞാൻ പടച്ചവനെ തട്ടും. അങ്ങനെയായിരുന്നു എൻ്റെ പരിപാടി. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരെ തിരിഞ്ഞു. ഇതിപ്പോൾ ഹിന്ദുക്കളും അത്തരത്തിലുള്ള വിമർശനങ്ങളോട് വലിയ തോതിൽ റെസിസ്റ്റൻ്റ് ആവുന്നു. അവരും അതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ. സ്വാഭാവികമായിട്ട് ടെൻഷനായി ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. അതെ. പക്ഷെ യെസ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത് നിങ്ങൾ ആ. ഇത്രയും നോളജ് ഉള്ള സ്ഥിതിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 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 നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. ഉം, ഇസ്ലാമിലും ഇങ്ങനെ ഒരു പ്രശ്നം അവരുടെ ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ഉം. ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിനെ പബ്ലിക്കായിട്ട് റിഡിക്യൂൾ ചെയ്തിട്ട് ഇതിനെ പൊളിച്ച് കാണിച്ച് പ പബ്ലിക് ഷെയ്മിങ്. പബ്ലിക് ഷെയ്മിങ് ഇപ്പൊ ഒരുപാട് ഇപ്പൊ യുകെയിലൊക്കെ സ്ട്രീറ്റ്സിലൊക്കെ ഞാൻ നടക്കണ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഡിബേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതന്നെ ഓൺലൈൻ വഴിയുള്ളൂ. അതിന് വഴി. ഇതിനെ ഇത് കോമഡിയാണെന്ന് വരുത്തി തീർക്കുക, അത്ര തന്നെ. അതെ, നോ അതെ. ഗോ. ഇത് അതെ. കോമഡിയാണ്. ഇതിനെ നമ്മൾ ബഹുമാനിക്കുന്നതായിട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ ഇതിങ്ങനെ തമാശയാക്കണേ അവഹേളിക്കണേ എന്നൊക്കെ. എൻ്റെ ഉത്തരം അതാണ്. ഞാനിവിടെ ഒരു ചെറിയ ബഹുമാനം കാണിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടി ബഹുമാനം കാണിക്കും. അതെ. അതെ. ഇത് മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കേണ്ടത് എന്താണ്? ഇതിനോടുള്ള ഔട്ട്റൈറ്റ് റിജക്ഷനാണ് നമ്മൾ കാണിക്കേണ്ടത്. ഔട്ട്റൈറ്റ് റിഡിക്യൂളാണ് നമ്മൾ കാണിക്കേണ്ടത്. അതെ. അതിൽ ഒരു മയവും പാടില്ല. അതെ. അതാണ് നമ്മളുടെ പോളിസി. അതെ. എന്നാലേ നിങ്ങൾക്കത് അതിൻ്റെ ഒരു 10-ലൊന്നെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെ. നിങ്ങൾ ഇതേപോലെ പറയണമെന്നല്ല. അല്ല, അല്ല, അല്ല. അല്ല ഇതിപ്പോ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ കുറച്ചും കൂടി ഈ റിജക്ഷൻ കുറച്ചും കൂടെ പബ്ലിക് ആയിട്ടും ചെയ്യണ്ട്. ഇപ്പൊ ഈ സൽമാൻ മോമിക്ക പുള്ളിയെ പോലെ ഉം, ഈ ഉം, ഉം, yeah. സ്വീഡനിലൊക്കെ എല്ലാ ആഴ്ചയും പുള്ളി പുറത്ത് പോയിട്ട് ചുമ്മാ ഖുറാൻ കത്തിക്കൽ തന്നെ പണി. അപ്പൊ അതെ. ഇതൊന്നും പണ്ട് പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രശ്നമാണ്. പ്രശ്നമാണ്. ഇപ്പൊ കുറച്ചും ഉം. കൂടെ ഒക്കെ അത് ചെയ്യണോണ്ട് അതെ. എനിക്ക് ബേസിക്കലി അത് കാണുമ്പോ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം. അതിങ്ങനെ ചെയ്യണ്ടല്ലോ ഒരാളെങ്കിലും എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പൊ അത് യെസ്. അതും ചെയ്യാൻ ഒരു മറ്റേ അവകാശം കാണും. ആളുണ്ട്. യെസ്. അത്ര ആളുണ്ട്. തന്നെ. ഈ പറഞ്ഞ പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ അവനെ തീർത്തളയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അത് ശരിയല്ല. എന്തായാലും മോമിക്കയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതെ. അത്രേ നമുക്ക് സ്വീഡനിലായോണ്ട്. പറയാനുള്ളൂ. അതെ. അതെ, അതെ, അതെ. അല്ല, ഇനി അത് സംഭവിച്ചാൽ അത് കളി മാറും. അതാണ്. ഓക്കെ, ഓക്കെ. യെസ്. അപ്പോൾ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി. ബൈ. യാ. ബൈ. ബൈ.
ഷെരീഫ് ഭായ്, ഏഴാനാകാശത്തൊരു ഫാൻ കാണാനുണ്ട്. പറയൂ. ഇവിടുത്തെ കേൾക്കാം ലൈഫിന്റെ പ്രശ്നമുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാം. കേൾക്കാം. പെർഫെക്റ്റ്. ഈ വിഷയം എന്നെ വളരെയധികം എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ ഹിജാബ്. അത് പലവട്ടം മിസ്റ്റർ ആരിഫിന്റെ റൂമിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ക്ലബ് ഹൗസിലും വളരെ സജീവമായി ചർച്ച നടന്ന ഒരു വിഷയമാണിത്. അപ്പൊ ഇതേക്കുറിച്ച് പറയുമ്പോൾ മിസ്റ്റർ ആരിഫ് പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ ഉമ്മ 93-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പൊ മരിച്ചിട്ട് 12 വർഷമായി. പക്ഷെ എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പരത അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അവർ ഞങ്ങളെ നാട്ടുമ്പുറത്തുകളിലൊക്കെ ഉള്ള പെൺകുപ്പായം എന്നറിയപ്പെടുന്ന ഒരു ഡ്രസ്സാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മേലെ ഒരു തട്ടം ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്റെ സഹോദരിമാർ, എന്റെ മീത 4 സഹോദരിമാരാണ്. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രായമുള്ള ആൾക്കാരാണ്. എന്റെ പ്രായം പിന്നെ മിസ്റ്റർ ആരിഫിന് അറിയാലോ. അപ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാർ. ഇവരാരും ഒരിക്കൽ പോലും ഈ പർദ്ദ ഉപയോഗിച്ചിട്ടില്ല. അവരൊക്കെ നല്ല കോളേജ് ഹൈസ്കൂളിലൊക്കെ അധ്യാപകരായിട്ടുള്ളവരും ബാങ്കിൽ ജോലിയുള്ളവരൊക്കെ ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരാരും ഉപയോഗിച്ചില്ല. പക്ഷെ അവരുടെ മക്കളെല്ലാം, ഒട്ടുമിക്ക മക്കളും ഇന്ന് ഈ പർദ്ദ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എന്നെയൊക്കെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയുള്ള സംഭവമാണത്. അവർക്കൊന്നും ഇല്ലാത്ത അതിന്റെ സ്വാധീനത്തിൽ പെടാതെ പോയ ആണെങ്കിൽ ഈ പിറ്റത്തെ തലമുറ, അതായത് അവരുടെ മക്കൾ, അതിന്റെ മക്കളൊക്കെ ഈ പർദ്ദ ഉപയോഗിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ കൺമുമ്പിൽ നടന്നൊരു കാര്യമാണ്. അന്ന് MB ബഷീർ ഇതിന്റെ രാഷ്ട്രീയമൊന്നും നമ്മളോട് മുമ്പിൽ പറയാത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ എൻ്റെ നാട്ടുമ്പുറത്താവട്ടെ ചെറിയ ചെറിയ പട്ടണങ്ങളിലായിട്ട് ഒരേ കാലഘട്ടത്തിൽ ഈ പർദ്ദ സെന്ററുകൾ, പർദ്ദ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷോപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടുമ്പുറത്തൊക്കെ ഇത് വന്നപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ പർദ്ദ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 12-ാമത്തെ വയസ്സിലാണ് പർദ്ദ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ഹൈദരാബാദിൽ എന്തുകൊണ്ടായിരുന്നു അന്ന് അവരത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം അറബ് വിഭാഗവുമായിട്ട് അവരുടെ വിവാഹ ബന്ധങ്ങളും മറ്റുമായിട്ടൊക്കെ ഉള്ള അതിന്റെ സ്വാധീനമാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും അത് തീരെ ഇല്ലായിരുന്നു. എന്നാൽ ഈ നവാബുമാരും ഒമാനികളുമായിട്ടുള്ള ഒരു വലിയ ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. GCC രാജ്യങ്ങളുമായിട്ടൊക്കെ വിവാഹ ബന്ധം അവർ സ്ഥാപിച്ചിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സ് അവിടെ വന്നത്. അതൊരു സാംസ്കാരിക അധിനിവേശമാണെന്ന് അന്നൊന്നും അറിയില്ലായിരുന്നു അതിൻ്റെയൊക്കെ കാര്യം അതായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം ഈ പർദ്ദ ഒരേ കാലഘട്ടത്തിൽ വരികയും ഈ വന്നതിന്റെ ഓണർമാരായി വരുന്ന ആൾക്കാർ സമൂഹത്തിൽ ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത ആൾക്കാർ ഇത്ര വലിയ എന്താ പറയാ, നമ്മൾ പറയില്ലേ അഡ്വാൻസ് എന്ന് പറയുന്ന അതൊക്കെ കൊടുത്തിട്ട് ഈ ഷോപ്പൊക്കെ ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഞാനൊക്കെ അന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കും അങ്ങനത്തെ പർദ്ദ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് ചോദിച്ചു, അവരുടെ സാമ്പത്തിക ശേഷിയൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ സംഘടിപ്പിച്ചു, അതിന് പിന്നിൽ വേറെ ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയും, വേറെ ആൾക്കാരാണ് ഞാൻ നടത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിരുന്നു. സത്യത്തിൽ പണം മുഴക്കിക്കൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് ഒരു സാംസ്കാരിക അധിനിവേശം നമ്മുടെ നാട്ടിൽ നടപ്പാക്കായിരുന്നു. അത് MB ബഷീർ പറയുന്ന കാലത്താണ് അതിന്റെ ആ വലിയ ഗൗരവമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് വളരെ ആസൂത്രിതമായിരുന്നു. ആദ്യമായിട്ട് മറ്റൊരു സാംസ്കാരിക അധിനിവേശം തന്നെയാണ് ഇവിടെ നടത്തിയത്. ഇതിന്റെ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. ഇതില്ല എങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ. ഒരു കല്യാണ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരെ പോലും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായി, എല്ലാം മൂടിപ്പോച്ച് നടക്കുന്ന ആൾക്കാർ ആവുന്ന ഒരവസ്ഥ എത്തി. അപ്പോൾ ഇത് സാംസ്കാരിക അധിനിവേശം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ കെടുതികളെ കുറിച്ചും ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചും ഇതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ മിസ്റ്റർ ആരിഫ് പറഞ്ഞ കാരണം ഞാനത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇത് അപ്പിക്കുപ്പായമാണെന്ന് ടീച്ചർ പറയുന്ന കാലത്തൊക്കെ തന്നെ നമ്മളും പറഞ്ഞിരുന്നു. കാരണം നമുക്കൊക്കെ അറിയായിരുന്നു ഇതായിരുന്നു ഇതിന് കാരണം ഇന്നതായിരുന്നു എന്നുള്ള നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അവരത് തുറന്നു പറഞ്ഞു. പക്ഷെ ഇതൊരു അപ്പിക്കുപ്പായമാണ് ഇതിന്റെ ചരിത്രം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുത് തന്നെ. ഈ സലഫിസത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതിന്റെ അവരുടെയൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സാംസ്കാരിക അധിനിവേശം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു. ഈ ഇതിന് വിടുതൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളെങ്കിലും ഇത്തരത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നും ഇതിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് ഉള്ളത്. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ.
ചോദിച്ചോളൂ. ഒരു കാര്യം, അതായത് ഇപ്പം ഇതിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ പഠിച്ചിരുന്ന കാലത്ത്, കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? മുസ്ലിങ്ങളായിട്ടുള്ള കൂട്ടുകാർ, അവർ ഈ വേഷമായിട്ട് എന്നെ എന്തായിരുന്നു അവരുടെ രീതി? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരുടെ സത്യജാതിയും മതമൊന്നും അന്വേഷിക്കുന്ന ഒരു ലെവലിലേക്ക് എൻ്റെ മനസ്സ് പോലും പോയിട്ടില്ല. കാരണം നമ്മളെ സമൂഹമൊക്കെ അത്രമാത്രം ഒരു സെക്യുലർ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. അവരുടെ ജാതി എന്താണോ മതം എന്താണെന്നോ, എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരും, രാത്രി കിടക്കുകയൊക്കെ ചെയ്യുന്നവരിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞങ്ങളെ പ്രദേശത്ത് ക്രിസ്ത്യാനികളില്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ പഴഞ്ഞി കട്ടകാമ്പാലൊക്കെ പോകുമ്പോഴാണ്, കേച്ചേരി ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴേ ക്രിസ്ത്യൻസ് ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ മുസ്ലിംസും ഹിന്ദുസും ഉള്ളത്. അവർ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നും എനിക്കൊന്നും ഒരു കാലത്തും തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് വലിയ അന്തരമുണ്ട്. ഹലോ, റേഞ്ച് അവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ജോയിൻ ചെയ്തതിന് വളരെ നന്ദിയുണ്ട് ഷെരീഫ് ഭായ്. നമുക്ക് മറ്റൊരു സമയം വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യാം. അടുത്ത ആളിലേക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോവാണ് പെട്ടെന്ന്. അനി ഉണ്ട്. അനി കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? പറയൂ അനി. ഓക്കെ, എൻ്റെ പേര് അനീഷ്, ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ ജർമ്മൻ സ്കൂളിലൊക്കെ മുസ്ലിം ഗേൾസ് സ്വിംവെയർ ധരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബുർക്കീനി ധരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഇവിടുന്ന് കൃത്യം പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു ഫെസ്റ്റിവലിന്, ചന്ദ്രകുളം ഫെസ്റ്റിവലിന് മുസ്ലിം സ്ത്രീകളുണ്ട്, പക്ഷെ അവരാരും ഹിജാബ് ധരിക്കുന്നില്ല. അവസാനം ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാരും ഹിജാബിനകത്താണ്. അതെന്തുകൊണ്ട് ആ ഒരു വ്യത്യാസം വന്ന്? അതാണ് ഇപ്പം ഞാൻ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചപ്പോഴും നമ്മൾ സൂചിപ്പിച്ച വിഷയമാണിത്. അതായത് എൻ്റെ ഉമ്മ, അവരുടെ വീട് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ചങ്ങനാശ്ശേരി ചന്ദനക്കൂടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ കുട്ടിക്കാലത്ത്. ഇപ്പോൾ അവിടെ ഈ അടുത്ത് അവിടെ വലിയൊരു മറ്റേ എന്താണ് മ്യൂസിക് വിത്ത് ലേസർ ലൈറ്റ് ഷോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചതിൻ്റെ പേരിൽ ഇതൊക്കെ ദീനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിലവിളിയായിരുന്നു കാക്കാമാർ, ഉസ്താദുമാർ, ഓൺലൈൻ ഉസ്താദുമാർ. അതൊക്കെ ഒരു വഴി നടക്കുന്നുണ്ട്. എന്തായാലും അന്ന് നമ്മൾ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങൾ ജീവിക്കുന്നത് ഇവിടെ കോട്ടയത്താണെന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ട് കോഴിക്കോട് ജീവിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഉമ്മയൊക്കെ വളരെ വലിയ രീതിയിൽ ട്രാൻസ്ഫോംഡായി, ഈ ഹിജാബൊക്കെ ഇടുന്ന ആളായിട്ട് മാറി. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ, കോട്ടയത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടുകയാണ്. വരുമ്പോൾ ഇങ്ങനെ തന്നെ ഈ ഹിജാബ് കൊണ്ടുവരണം, ഇന്ന കളർ വേണം, അത് വേണം, ഇത് വേണം, പർദ്ദ വേണം. അപ്പോൾ അവർ പൈസ അയച്ചു തരുന്നു, അത് വാങ്ങിച്ച് നമ്മൾ ബാഗിലാക്കി നമ്മൾ കൊണ്ടുപോകുന്നു. ഇതാണ് ഒരു കാലത്തുണ്ടായിരുന്ന പരിപാടി. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ സാധനം, ഈ വേഷം, അത് ഇസ്ലാമിൻ്റെ ആളുകൾ, മുസ്ലിങ്ങളാണെങ്കിൽ ഇതൊക്കെ ധരിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ അത് കിട്ടുന്നത് ഈ മലബാർ റീജിയനിലാണ് മെയിനായിട്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ഒരു എക്സ്പോഷറാണ്. അത് കൂടുതലും ഇപ്പോൾ സൗത്ത് കേരളയിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും ആ ഒരു എക്സ്പോഷർ ഉള്ളത് നോർത്ത് കേരളയിൽ തന്നെയായിരുന്നു. അതൊരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ അന്ന് മുതൽ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു സലഫി ഇൻഫ്ലുവൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അവിടെയാണ്. പക്ഷെ പിന്നീട് അവിടുന്ന് നമ്മൾ കാണുന്നത് ആ നോർത്ത് മലബാർ റീജിയനിലൊക്കെ ഉണ്ടായിരുന്ന ആ ഇസ്ലാം പതിയെ ഇന്നിപ്പോൾ കേരളം മൊത്തം വ്യാപിച്ച് കേരളം കണ്ടിട്ടുള്ള വലിയ ഈ മത തീവ്രവാദ ആക്രമണങ്ങളും അതുപോലെ തന്നെ തീവ്രവാദികളും ഇന്ന് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തെക്കൻ കേരളത്തിൽ നിന്നാണ്. മഹദനി ഒരു തെക്കൻ കേരളക്കാരനാണ്. നമ്മളുടെ തെക്കൻ കേരളത്തിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം അത് നൊട്ടോറിയസ് ആണ്. അതുപോലെ ഇന്നിപ്പോൾ സെൻട്രൽ ഏജൻസീസ് പോലും അവരുടെ ഇപ്പോൾ ATS ആയാലും അതുപോലെ NIA ആണെങ്കിലും അവരുടെയൊക്കെ ഓഫീസസ് എല്ലാം ഇന്ന് കൊണ്ടിട്ട് എല്ലാ പഞ്ചായത്തിലും ഓരോന്ന് തുടങ്ങാൻ പറ്റി, അങ്ങനെ വരെ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലമായിട്ട് തെക്കൻ കേരളം മാറിയിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റാഡിക്കലൈസേഷൻ വളരെ വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ എക്സ്പോഷർ തന്നെയാണ്. അത് ഇന്നിപ്പോൾ എല്ലായിടത്തേക്കും ബാധിച്ചു. ഇന്നിപ്പോൾ തെക്ക് വടക്ക് എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതാണ്. ഓക്കെ, പിന്നെ ആദ്യത്തെ ചോദ്യം ബുർക്കീനി. ബുർക്കിനി അത് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ എന്ത് സാധനത്തിനെയും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൻ്റെ ഏഴായാലത്ത് വരുന്ന സാധനമല്ല. പക്ഷെ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്തു? നമ്മൾ അതിനകത്ത് ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നു, ഹലാൽ സ്റ്റോക്ക്
സ്റ്റോക്കുകൾ. അത് ഓക്കെ. വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാം. സത്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ തന്നെ അബദ്ധമാണ് ഇങ്ങനെ ഇസ്ലാമിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ. കാരണം അതിനകത്ത് ഓക്കെ. മൊത്തം ഊഹക്കച്ചവടവും അതുപോലുള്ള ഈ സാധനങ്ങളാണ്. കാരണം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി സെയിൽ മാത്രമേ അതിനകത്ത് അനുവദിക്കുള്ളൂ. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കറൻസി നോട്ട്സ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഹറാമാണ്. ഇസ്ലാമിൽ ഹലാലായിട്ടുള്ളത് ഈ ക്രിപ്റ്റോ കറൻസി മാത്രമാണ്. കാരണം അതിൻ്റെ വാല്യൂ എപ്പോഴും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഈ ഗോൾഡ് ആയിട്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് മാത്രമാണ് ഇസ്ലാമിൽ ഹലാൽ. അതുകൊണ്ട് തന്നെ ഇന്ന് പല ഭീകരവാദ സംഘടനകൾ പോലും കറൻസികളിൽ നിന്നൊക്കെ മാറിയിട്ട് ക്രിപ്റ്റോ കറൻസിയിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഗോൾഡ് ഹലാലാണ് അന്നേരം. ഗോൾഡ് ഹലാലാണ്. ഗോൾഡ് അതൊരു കമ്മോഡിറ്റി ആണല്ലോ, ഒരു കമ്മോഡിറ്റി ലിങ്ക്ഡ് ആണ് ആ സാധനം. ഗോൾഡ് മാത്രമല്ല, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി ആയിട്ടാണല്ലോ ലിങ്ക്ഡ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു കമ്മോഡിറ്റി ലിങ്കിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ക്രിപ്റ്റോ കറൻസി ഹലാലാവുന്നത്. എന്നാൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റേത് അവരെടുത്ത് ജീവിച്ച് പോവുകയാണ്. എന്നാൽ അതിലും കുറ്റബോധം സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് അവസാനം ഈ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് യമനിലേക്കൊക്കെ വണ്ടി കയറുന്നത്. അവരുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ എല്ലാത്തിനും ഇസ്ലാമികവൽക്കരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ബിക്കിനി ഇട്ടല്ലേ പറ്റൂ വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ ബുർക്കിനിയാക്കി മാറ്റുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അത് എല്ലാത്തിലും നമുക്ക് ഇപ്പോൾ മ്യൂസിക് നമുക്ക് ഹറാമാണ്, പക്ഷേ നമുക്ക് പാട്ട് പാടാൻ മുട്ടിയിട്ട് വയ്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മാപ്പിളപ്പാട്ട് ഉണ്ടാക്കി. അപ്പോൾ മാപ്പിളപ്പാട്ട് നമുക്ക് ഹലാലായി. ഇതാണ് ഉണ്ടായത്. അതേപോലെ എന്ത് സാധനവും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഒരു സംഭവം കാണാം. ഇപ്പോൾ ഒരു കാലത്ത് മലയാള ഭാഷ പഠിക്കുമ്പോൾ മലയാള ലിപി എഴുതുന്നത് ഹറാമായിരുന്നു. സമസ്തയൊക്കെ ഫത്വ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു? അറബി മലയാളം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ മലയാളം അറബിയിൽ എഴുതും. അപ്പോൾ എന്തായി? അത് ഹലാലായി. അങ്ങനെ എന്ത് സാധനം നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുർക്കിനി മോഡൽ എല്ലാത്തിലും കാണാം. ഞങ്ങൾ അത് ഹലാലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തരികട പരിപാടിയാണ്. ഓക്കെ, ക്ലിയർ ആയി? യെസ്, ഓക്കെ, ബൈ. ഷെരീഫ് ഭായ്, നേരത്തെ പെട്ടെന്ന് കട്ടായി പോയി. ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. എന്തോ അറിയില്ല, ഞാൻ പെട്ടെന്ന് ഔട്ടായി. എന്റെ ഇന്റർനെറ്റ് പോയിട്ടില്ലായിരുന്നു, പക്ഷെ കട്ടായി പോയതാ. യെസ്. അപ്പോൾ ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഞാൻ ആ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കൂട്ടുകാരുടെ ഇടയിൽ മതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു, ക്ലാസ്സിലും ചുറ്റുപാടിലും ഒക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതസ്ഥാപനങ്ങളുടെ പേരിലുള്ള സ്കൂളുകളും കോളേജുകളൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. ഗവൺമെന്റ് കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലൊക്കെയാണ് സാധാരണക്കാരൊക്കെ പഠിക്കുക. അല്ലാത്തത് എന്ന് പറഞ്ഞാൽ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വിഭാഗത്തെ ഒരു സ്ഥലത്ത് തളച്ചിടുക എന്നുള്ള ഒരു രീതി വരുമ്പോൾ തന്നെ അവർക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട പലതും കിട്ടാതെ പോകുന്നുണ്ട്. കാരണം ഈ മുസ്ലിം കുട്ടികളെല്ലാം മുസ്ലിം സ്കൂളിൽ പോകുന്നു, ഹിന്ദു കുട്ടികളെല്ലാം ഹിന്ദു സ്കൂളിൽ പോകുന്നു, ക്രിസ്ത്യാനി കുട്ടികൾ ക്രിസ്ത്യാനി സ്കൂളിൽ പോകുന്നു. പിന്നെ ക്രിസ്ത്യാനി സ്കൂളിൽ കുറച്ച് പഠിപ്പ് തിരക്കടില്ല എന്ന് തോന്നിട്ട് കുറച്ച് ആൾക്കാർ അവിടെ മുസ്ലിം കുട്ടികളെ വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ഒരു ബഹുസ്വര സമൂഹം എന്നുള്ളതിൽ ഇതായിട്ട് നമ്മൾ ഒരു ചിമിഴിനുള്ളിൽ നമ്മളെ ഒതുക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ വല്ലാതെ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പൊ എന്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെയൊന്നുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ തന്നെ വളരെ കുറവുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പഠിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ മൊത്തത്തിൽ നമ്മളെ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസം പാടില്ല വാദിച്ചിരുന്ന ആളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. ഫത്വ ഇറക്കിയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നത്. കാരണം ഏതാണ് ലാഭകരമായുള്ള ബിസിനസ് എന്നുള്ളത് നോക്കി അതാത് കാലത്ത് അവരെ മനംമാറ്റം വരികയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ്. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു സമയത്ത് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും. ഞാൻ സത്യം വേറെ ആരെങ്കിലൊക്കെ കയറി വരാനുള്ള ഒരു പ്രചോദനം എന്നുള്ളതൊക്കെ കയറി വരുന്നത്, അല്ലെങ്കിൽ നിരന്തരം അതിന്റെ ആവശ്യമില്ല. ഇത് എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് അറിയാനുള്ളതും അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം വരാം, എറണാകുളത്ത് വരുമ്പോൾ പറയൂ. ഓക്കെ, അപ്പൊ കാണാം. യെസ്, ബൈ. യെസ്, ഓക്കെ. അടുത്ത ആള് ഓറിയന്റൽ ഈസ്റ്റേൺ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. പറഞ്ഞോളൂ. വെൽക്കം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരിഫ് മാഷിൻ്റെ ഒരു ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ കുറേ കാലമായി ഞാൻ യൂട്യൂബിൽ ലൈവിലൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കാണുന്ന ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞ ആരിഫ് മാഷിനെ ഞാൻ ഒരു വിയോൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓ കണ്ടില്ല. ഈ വാർത്ത. ശരി. ഓ ആ, അപ്പോ അതിനകത്ത് കുറച്ച് പേര് നമ്മുടെ ഷാലൂസും ഒക്കെ, ഷാലൂസ് ബൂണൊക്കെ എല്ലാരെയും ചേർത്താണ് മെൻഷൻ ചെയ്തത്. ശരി. അപ്പോ എന്താണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്? എന്താണ്? അപ്പോൾ സത്യം പറഞ്ഞാൽ പലരും ഇതിൻ്റെ അകത്ത് ഈ അപ്പിക്കുപ്പായം എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് കൂടുതൽ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് ചിന്തിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് ആദ്യമേ ഒരു കൗണ്ടർ വന്നത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അതിൻ്റെ അകത്ത് ഈ അറബി നാടുകളിലൊക്കെ ഈ വേശ്യകളെയും അടിമ സ്ത്രീകളെയും ഒക്കെ വേർതിരിച്ച് കാണാനും അതുപോലെ ഈ കാഫ്യ സ്ത്രീകളെയൊക്കെ നമ്മുടെ ഈ ഇസ്ലാമിന്റെ സ്ത്രീകളിൽ നിന്നും വേർതിരിച്ച് കാണാനൊക്കെ ഉള്ളൊരു മാർഗമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഖുറൈശി സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് മുഹമ്മദും അനുയായികളും ഒക്കെ ഇങ്ങനെ ഇവരെ ചെന്ന് ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഒരു മറപറ്റിയാണ് ഈ യൂറോപ്പിലൊക്കെ നടക്കുന്ന തഹറുഷ്ജമായി എന്ന് പറയുന്ന സംഭവമൊക്കെ. എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ടെന്ന് ഹിജാബ് ഇടാത്തവരൊക്കെ ഭോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളാണ് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് തഹറുഷ്ജമായി ഒക്കെ വരുന്നത്. അപ്പോ അതിന്റെ ഒരു വീഡിയോ ഒരു ഗ്രൂപ്പിനകത്തുണ്ട്, അത് ഞാൻ നോക്കട്ടെ. കണ്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയില്ല. അത് പണ്ട് ആ പേര് ഇസ്ലാമികമായിട്ട് അങ്ങനെ പേരൊന്നുമില്ല, പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ വിളിക്കപ്പെടുന്നതാണ്. പിന്നെ ഒരു BBC റിപ്പോർട്ടറാണ്, ഏതോ ഒരു വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ടർ അതുപോലെ അതിനകത്ത് പെട്ടുപോവുകയും അതിനകത്ത് അവരുണ്ടായിട്ടുള്ള അനുഭവം പുറത്തു വന്ന് പങ്കുവെക്കുകയും ചെയ്തപ്പോഴാണ് ലോകം അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം. Yeah. അപ്പൊ അത് ഈജിപ്തിൽ നമ്മളുടെ മുല്ലപ്പൂ വിപ്ലവം അതിൻ്റെ ഇടയിൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്താണ് അവർക്ക് അത് അനുഭവം ഉണ്ടായെന്നാണ് പറയുന്നത്. അതല്ലേ. അപ്പോ ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ഞാൻ അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ ഈ നാട്ടിൽ ഈ കുറെ പെണ്ണുങ്ങളെയൊക്കെ ഹിജാബ് ധരിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഇടയ്ക്ക് വരുന്നില്ലായിരുന്നോ? അതെ. അപ്പൊ അതിന്റെ ഒരു കൗണ്ടറായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിന്റെ അത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച്. ഓക്കെ. അപ്പൊ അത് എങ്ങനെ അതിന്റെ ഇത് തരണോ? അപ്പൊ ഇപ്പൊ വേണ്ട, അത് നമുക്ക് അറിയുന്നതാണല്ലോ, നമ്മളിവിടെ എപ്പോഴും പറയാറുള്ളതാണല്ലോ. അല്ല, അതിൻ്റെ അകത്തൊരു അതിന്റെ ഒരു പ്രസന്റേഷൻ മോഡലില് ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓ ആയിക്കോട്ടെ, അത് അയച്ചു തന്നോ, നമുക്ക് എവിടെയെങ്കിലും സൗകര്യം പോലെ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ പറ്റില്ല, വെരിഫൈ ചെയ്യണമല്ലോ. നമ്മുടെ നമ്മുടെ ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലയച്ചാൽ മതി. ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഈ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് ഈ മറ്റു ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഇരട്ടത്താപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച മനസ്സിലാകുന്ന ഞാൻ നമ്മുടെ ഈ ഇസ്ലാമിൻ്റെ അകത്ത് മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവരെ അവിശ്വാസികളെ കൊല്ലുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭാഗങ്ങളില്ലേ. അപ്പൊ അത് ഈ ഇസ്ലാമിനോട് പറയുമ്പോൾ അപ്പൊ നമ്മളൊരു ക്രൈസ്തവ വിശ്വാസിയാ പറയുന്നതെങ്കിൽ അപ്പൊ പഴയ നിയമത്തിലെ യഹോവയെ കൊല്ലാൻ പറഞ്ഞ് എടുത്തോണ്ട്. അപ്പൊ ഇതിന്റെ അകത്തൊരു കോൺട്രഡിക്ഷൻ ഇവരോട് കൗണ്ടർ ചെയ്യാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഈ യഹോവയും അള്ളാഹു ഒന്നാന്ന് പറയില്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ അത് അള്ളാഹു തന്നെ അല്ലേ ഈ കൊല്ലാൻ പറഞ്ഞു? അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ദൈവത്തിനെ ഇങ്ങനെ മോശക്കാരനാക്കി പറയാ എന്നുള്ളല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ അതെ, അതൊരു സെൽഫ് ഡിഫീറ്റിംഗ് സംഗതിയാണ്. അതെ. അപ്പൊ ഇനിയിപ്പോ ആ പോയിന്റ് എടുത്തോണ്ടിരുന്ന ഇസ്ലാമിസ്റ്റുകൾ ഓർക്കേണ്ടത് നിങ്ങളുടെ ദൈവമാന്ന് പറയുന്ന ആളെ തന്നെയാണ് മോശക്കാരനാക്കുന്നത്. അപ്പൊ ആ പോയിന്റ് പറഞ്ഞു. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞത് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ഇത് കൂടുതലും വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ആണെങ്കിൽ ഒരു ഇവിടുത്തെ അഡ്മിൻസോ അല്ലെങ്കിൽ ആരിഫ് മാഷും പിന്നെ കുറച്ച് പേരൊക്കെ ചേർന്ന് ഇങ്ങനെ ഇവിടുത്തെ പ്രൈം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരും എല്ലാം ചേർന്ന് ഒരു സെക്ഷൻ വെക്കുവാണെങ്കിൽ കുറെ കൂടെ ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ സെക്ഷൻ കൂടി ഇടയ്ക്ക് ഒരു 3-4 മാസത്തിൽ ഒരിക്കലോ 2 തവണയൊക്കെ ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പ്ലാൻ ചെയ്യാം. എൻ്റെ ജോലി എങ്ങാനും നമുക്ക് രാജിവെക്കേണ്ടി വന്നാൽ അതൊക്കെ ചെയ്യാം. സമയമില്ലാത്ത മാത്രമാണ് നമ്മുടെ പ്രശ്നം.
ഓക്കെ. അല്ല അയ്യോ അതിനുവേണ്ടി ജോലി രാജിവെക്കണമെന്നൊന്നുമില്ല. അപ്പൊ അതെ. ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞൊന്നുമില്ല. അപ്പൊ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഈ ലൈവിലൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വീക്ഷിക്കുന്നതിലോട്ട് വരുമ്പോ പറ്റിയല്ലോ, കുറെ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ശരി ശരി. അതോർത്തുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത്. സംസാരിക്കാം, പിന്നീട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ബൈ. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ചാൻസ് ഷുവർ ടു ഷുവർ. ടോക്ക്. ഓ യെസ്, താങ്ക് യു. വെൽക്കം. ബൈ. യെസ്, മിഡിൽട്ടൺ. I can't hear anything. ആ, കേൾക്കുന്നില്ലേ? ഹലോ. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അവിടുന്ന്. ആ, കേൾക്കാൻ മുമ്പത്തെ വരുമ്പോൾ ആളുടെ ഒന്ന്. വീഡിയോ വോയിസ് ഉണ്ടായിരുന്നു. ആരിഫിന്റെ വോയിസ് എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരൂ. ഓക്കെ. നസീഫ് MK, പറയൂ നസീഫ്. പിന്നെ ഒരു ആ. ചെറിയൊരു സന്തോഷ വാർത്തയും കൂടി പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. വോയിസ് ഇസ് ചോപ്പി. ഒരു സെക്കൻഡ്, സന്തോഷ വാർത്ത വരുന്നതിന് മുന്നേ ഒന്ന് വോയിസ് ഒന്ന് റെഡി ആയിട്ട് വരും. അപ്പോഴേക്കും നമ്മൾ മിഡിൽ ടണിലേക്ക് ഒന്ന് പോട്ടെ. ആ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ എനിക്ക് കേൾക്കാം. യാ, എന്നെ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? എന്നെ യെസ് യെസ്. കേൾക്കുന്നുണ്ടോ? യാ ഓക്കെ. പറയൂ. നമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരാണെന്ന് പറയാം. എന്റെ വീട് എടക്കഴിയൂർ ചാവക്കാട്. ആ ആ ആ ഇപ്പൊ ഞാൻ US-ലാണ്. US ഓക്കെ. മെംഫിസ് ടെന്നസി. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. പറഞ്ഞാല് കോവിഡിന് മുമ്പായിട്ടാണ് ഞാനിങ്ങനെ എസൻസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയത്. കാരണം എന്റെ എക്സസൈസിന്റെ ടൈമിൽ ഞാൻ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് ജിമ്മിൽ പോണ സമയത്ത് വീഡിയോ കണ്ടിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ആരിഫിനായിട്ട് കോണ്ടാക്ട് അല്ലെ നിങ്ങളുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. I'm like very impressed on your like service and like ഓക്കെ. പിന്നെ 10 വർഷം ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ വെച്ചിട്ടാണ് ഞാൻ എത്രയും അല്ലെങ്കിൽ അവരെ ഹെയ്റ്റ് ചെയ്തറിഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ അതില് അവിടെ ഷിയ സുന്നി രണ്ട് വിഭാഗങ്ങളുണ്ട്. അതിൽ ഷിയാക്കളാണ് അവിടുത്തെ ഒരുവിധം നല്ല മനുഷ്യരായിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹികളായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ജാതി ചിന്തകളില്ലാത്ത എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നവരായിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും എന്റെ ഫേസ്ബുക്കിലായിട്ട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. എന്നാൽ ഷിയാക്കളെ എല്ലാ തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാരുമാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞാല് എല്ലാവരും ഈ ഞാൻ ദമാമിലെ കൂടുതലുണ്ടായിരുന്നു. ദമാമിന്ന് അപ്പുറം പാലം കടന്ന് ബഹ്റൈനിൽ പോയി കഴിഞ്ഞാൽ വെള്ളവും കിട്ടും, പെണ്ണും കിട്ടും. ഇതാണ് അവിടുത്തെ സ്ഥിതി. അതുപോലെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് അമ്യൂസ്മെന്റ് പാർക്കിലായിരുന്നു. അപ്പം അമ്യൂസ്മെന്റ് പാർക്കിൽ നടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും അബായയുടെ കഥകളൊക്കെ പറഞ്ഞ സമയത്ത് അബായ കിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ക്രിസ്ത്യൻ റോസറിനെ പോലെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറയുക, നിസ്കരിക്കുന്ന ആളുകൾ മറ്റേ എന്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാല ഉണ്ടല്ലോ, മണിയായിട്ടുള്ളത്. അതിനെന്താ പറയാ നിങ്ങള്? ഓക്കെ. ഓക്കെ, ആ സാധനം സൗദി അറേബ്യയിൽ എന്തിനു ഉപയോഗിക്കാന്നറിയോ? അവിടെ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അത് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കറക്കും. ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിലും ഞാൻ കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യൻ ഒരു മറ്റേ ഇതായിട്ടാണ്. ഇപ്പൊ ഞാൻ മതം വിട്ട് ഇപ്പൊ ഒന്നുമില്ല, പള്ളിയിൽ പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ വൈഫ് ഭയങ്കര ക്രിസ്ത്യനുണ്ട്. അപ്പം ഇതിപ്പോ വണ്ടിയിലിട്ടുന്നത് ഒരു കൊന്തയാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പം ഇതിന്റെ സാധനം ഉണ്ടല്ലോ, ഈ സാധനം പിടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പൊന്തി നിൽക്കും. ഒന്ന് കാണിച്ചെന്നേ, ഒന്ന് കാണിക്കാൻ പറ്റുമോ? ടൈറ്റ് ആയിട്ട് നിൽക്കും. അതിട്ടിട്ട് ഇവര് മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിൽ വരുന്ന ഈ സൗദി ആളുകാർ എന്ത് ചെയ്യാന്ന് വെച്ചെങ്കില് അത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിരലിട്ട് ഇങ്ങനെ കറക്കും. അതിനർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ എന്റെ സാധനം വലുതാണ്, നിനക്ക് എന്റെ കൂടെ വരാമോ? അത് തന്നെ കാണിക്കണത്. ഇതാണ് കഴിക്കുന്നത്. അപ്പം അവിടുന്ന് എന്ത് ചെയ്യും, ഈ ഓപ്പോസിറ്റ് വരുന്ന ബുർക്കയെ കംപ്ലീറ്റ് മുഖമൊക്കെ മറിച്ചിട്ടുള്ള ഈ പെണ്ണുകൾ എന്ത് ചെയ്യും, അവർ ഈ തുണിയൊന്നും ഇങ്ങനെ പൊന്തിച്ചിട്ടൊന്ന് കാണിക്കും. ഞാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സർവീസ് ചെയ്യാം. അപ്പം അന്ന് പറഞ്ഞാല് 95, 98 സമയത്തൊക്കെ പേജറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പേജർ നമ്പർ എവിടെയെങ്കിലും വിളിക്കും. എന്നിട്ട് ഡ്രൈവേഴ്സ് ഇവരെ സൗദി അറേബ്യയില് ഇവരെ ഡ്രോപ്പ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണുങ്ങള് ആരും കൂടെ പോകും. ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അപ്പം എല്ലാ തെണ്ടിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സൗദി അറേബ്യയിലിടുന്ന ഞാൻ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം എന്താ പറയാ പട്ടച്ചാരായം കുടിച്ചത് സൗദി അറേബ്യയിലാണ്. ബാക്കി കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ജസ്റ്റ് എന്തായാലും നിങ്ങളെ വീഡിയോ വളരെ വളരെ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ഈ മുസ്ലിം സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞാല് ഈ എന്താ പറയാ പൊട്ടക്കോണത്തിലെ തവളകളാണ്.
കാരണം പുറമേ ഉം. എന്നുള്ളത് ഈവൻ ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള ചരിത്രം, അതും മനസ്സിലാക്കുന്നില്ല. ഇതാണ് സത്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈവൻ ക്രിസ്ത്യൻസ് പോലും പിന്നെയും കുറച്ച് ചിന്തിക്കുന്നത് വേണിയുള്ള ഹിന്ദുക്കളായിരുന്നു. പക്ഷെ അവരുടെ സ്വഭാവങ്ങൾ കംപ്ലീറ്റ് മാറി. കാരണം ഇവരുടെ നാട്ടിലെ മുസ്ലിംസിന്റെ ഈ അതിപ്രസരം കൊണ്ട്, അവരുടെ മതത്തിന്റെ ഈ ഇതുകൊണ്ട് ആണ് നമുക്ക് ശത്രുത കൂടി വന്നിട്ട് അവര് കൂടുതൽ ഹിന്ദുസ് ആവാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത്. ഉം. ഈ നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ എന്റെ കുട്ടിക്കാലത്തൊക്കെ അവിടെ മുസ്ലിംസ് ഉണ്ടെങ്കിൽ ആകെ ചിലപ്പോ ഒരു കുഞ്ഞൊരു തട്ടം ഒരു മാത്രം ഒരു ഇടുക. ഇപ്പൊ ഉണ്ടാവും. സമയത്ത് നോക്കുമ്പോ കംപ്ലീറ്റ് ബുർക്കയെ കംപ്ലീറ്റ് മുഖം മറക്കണതാക്കുന്നു. കാലം മാറിപ്പോയി. ഉം. എന്താ ചെയ്യാ? ഇതൊന്നും എന്താ പറയാ, കുറച്ച് നാൾ പിടിക്കും ഇനി ബോധം വരണമെങ്കിൽ. അതെ അതെ തീർച്ചയായിട്ടും. എന്തായാലും സമയം നമ്മളോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദിയുണ്ട്. സോ ഗുഡ്. താങ്ക് യു ഇവിടെ ചില കമന്റ് വന്നത് ഇടയ്ക്ക് താങ്കൾ വരണം, താങ്കളുടെ അനുഭവം പറഞ്ഞാൽ ഇസ്ലാം തനിയെ പൊളിഞ്ഞോളൂ എന്നാണ്. അതെ 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 അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നന്ദി. ഇതേതായാലും ഈ ടിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാനിവിടെ എന്ന് പറഞ്ഞാല് ഞങ്ങളെ ഫ്രണ്ട്സ്, അമേരിക്കയിലെ ഫ്രണ്ട്സ് കൂടെ കൂടുന്ന സമയത്ത് അപ്പൊ എന്നോട് പറയുമ്പോൾ സൗദിയിലെ അറബി കഥകൾ പറയാൻ വേണ്ടി പറയും. അപ്പം ഞാൻ എന്റെ ഒരു കഥയാണ് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറഞ്ഞത്. അവിടെ ചെയ്യുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആയിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഇത് കാണിക്കില്ല, അവരാണ് ഏറ്റവും കൂടുതൽ കള്ളന്മാര്. ഈ മുത്തവള് എന്ന് പറഞ്ഞ വലിയ താടി വെച്ചിട്ട് മറ്റേ അവരെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, മുട്ടുകാരുണ്ടാവുള്ളൂ, അതൊക്കെ വെച്ചിട്ട് നടക്കണത്. പക്ഷെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച കഴിഞ്ഞാലും മിക്കവാറും എല്ലാം വേറെയിലുണ്ടാവും. ഒരു കാര്യം കൂടി പോകുന്നതിന് മുന്നേ, നമ്മുടെ ഈ മുത്ത കല്യാണം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? മുട്ട കല്യാണം, മുട്ട ഇല്ല, എന്താണത്? മനസ്സിലായിട്ടില്ല. ഈ ടെമ്പററി മാരേജ്. ഇല്ല, കേട്ടിട്ടില്ല, അറിയില്ല. അത് അവിടെ അനുഭവത്തിൽ കണ്ടിട്ടില്ല അല്ലെ? നിങ്ങള് സുഹൃത്തുക്കളായിട്ടുള്ള അറബികൾ. പക്ഷെ ഇത് എന്റെ ഒരു ഫാമിലി, ഒരു ഫ്രണ്ടിന് അനുഭവം എന്ന് പറഞ്ഞാല് നാട്ടുകാരൻ തന്നെയാണ്. ചിലപ്പം അവരാരും വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോ മനസ്സിലാക്കുമെന്നറിയില്ല. ആള് ഖത്തറിലായിരുന്നു. ഖത്തറിൽ നിന്ന് ഖത്തറിലെ കഫീലിന്റെ കൂടെ ആള് കുക്കായിരുന്നു. ഖത്തറിന്റെ കഫീലിന്റെ കൂടെ ആള് ലണ്ടനിലെത്തി. അവിടുന്ന് പാസ്പോർട്ടും വിസ എല്ലാം വിളിച്ചെടുത്തിട്ട് ആള് ചാടി. അവിടുന്ന് ലണ്ടനിൽ പുറത്ത് ചാടി. എന്നിട്ട് അവിടുത്തെ ലണ്ടനിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, ഇതിപ്പോ ഹലാലായിട്ടുള്ള ഒരു കല്യാണമാണ് ഇതിനകത്തുള്ള ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ. ഈ ഷിയാക്കളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. മൂത്ത കല്യാണം എന്ന് പറയും. മുത്ത എന്നാണ് അറബി. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. അതൊരു ടെമ്പററി മാരേജ് സെറ്റപ്പാണ്, കുറച്ച് നാളത്തേക്ക്, ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാണ്. കുഴപ്പമില്ല. പിന്നെ പറഞ്ഞാല് അത് അറബികൾക്കേ അറിയുള്ളൂ. ചില സമയത്ത് ഞാൻ അമേരിക്കയിലെത്തി, അമേരിക്കൻ സിറ്റിസണായി. പക്ഷെ ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയാ, യു ഹാവ് ടു റൈറ്റ് ഫോർ എനി റിലീജിയൻ ഓർ യു നീഡ് ടു ലൈക്ക് ഫോളോ എനി റിലീജിയൻ. ഹലോ, കോള് വന്നാന്ന് തോന്നുന്നു ഇടയ്ക്ക്. വോയിസ് കട്ടായി. ഹലോ, കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അദ്ദേഹം വരുന്നതിന് തൊട്ട് മുന്നേ വരുമെന്നൊന്ന് നോക്കാം. ഒരു 2 seconds. ഇവിടെ ചില കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലൊരു തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇത്രയും നേരം നമ്മൾ ട്വിറ്ററിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മിഡിൽട്ടൺ വന്ന് ഈ കഥ അങ്ങ് പറഞ്ഞോടുകൂടി അവിടെ പെട്ടെന്ന് ആളങ്ങ് കയറി ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ. അതാണ് ഈ സംഗതികൾക്ക് എപ്പോഴും ഒരു നല്ല മാർക്കറ്റാണെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, അതേ വന്നു. ഇടയ്ക്ക് കട്ടായിപ്പോയി. വൈഫ് കോൾ ചെയ്തിരുന്നു, അപ്പം അതുകൊണ്ട് പോയത്. കുഴപ്പമില്ല. എന്നാ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാലോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞാൽ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയാ, ബ്ലഡിൽ ഇങ്ങനെ എന്താ പറയാ ബോയിൽ ചെയ്യും. പക്ഷെ നോ വേ, അവർക്കും റൈറ്റ്സ് ഉണ്ടെന്നാണ് ഇവിടുത്തെ അമേരിക്കയിലെ നിയമം. എനിക്ക് എന്താ പറയാല്, എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിപ്പോ നാട്ടില് പബ്ലിക് ആയാലും ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതായത്
എൻ്റെ ഒരു വളരെ ക്ലോസ് ഫാമിലി ആയിട്ട് വളരെ കുട്ടിക്കാലത്തൊക്കെ അവരുടെ വീട്ടിൽ എവിടെയും പോയിരുന്നു. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പത്തിരി ഇറച്ചിയും കഴിക്കാനൊക്കെ എപ്പോഴും പോകും. അവരുടെ വീട്ടിൽ വളരെ 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 ക്ലോസ് ആയിരുന്നു. അവിടുത്തെ കുട്ടിയായിട്ട് വളരെ സ്നേഹത്തിലായി. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. കാരണം മുസ്ലിം ആവണം. അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് പിന്നെ മാത്രമല്ല അത് നാട്ടിലൊരു പ്രശ്നമാകും മുസ്ലിം അല്ലെങ്കിൽ വേറെ കൾച്ചറായിട്ട്. ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ കൂടിയാണ് കേട്ടോ. എന്റെ ഗ്രാൻഡ് ഫാദർ സ്കോട്ടിഷ് ആണ്. അതുകൊണ്ടാണ് എന്റെ പേര് ഇങ്ങനെ ഡഗ്ലസ് മിഡിൽട്ടൺ എന്നൊക്കെ ഉള്ളത് വന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ചെറുപ്പത്തെ കാലത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു മുസ്ലിംസ് അല്ലെങ്കിൽ ഹിന്ദുസ് എന്നുള്ള ഒരു വിചാരം നിലയിൽ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഇവര് ആ കൾച്ചർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക. ഈ ഹലാൽ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെയും അമേരിക്കയിലും ഇപ്പൊ ഇവിടെ ആയി തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ചില ഹലാൽ സ്റ്റോർ ഇപ്പൊ ഫുഡിന് പാക്കറ്റിന് മുകളിലൊക്കെ ഹലാൽ വരുന്നത്. അത് കാണുന്ന സമയത്താണ് ഈ ചൊറിച്ചിൽ വരുന്നത് നമുക്ക്. നിങ്ങളെ കൾച്ചറായിട്ട് പോക്കോളൂ അല്ലെങ്കിൽ, പക്ഷെ മറ്റുള്ളവരുടെ മേല് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. Congratulations for all your efforts and yeah. Thank you. എപ്പോഴേലും കൂടാം. ഷുവർ. നാട്ടിൽ വരുമ്പോ പറയൂ. തീർച്ചയായും. അപ്പൊ കേച്ചേരി എവിടെയായിരുന്നു പറയാം. പക്ഷെ ഡീറ്റെയിൽസ് പറയണമെന്നില്ല. എന്റെ മദറിന്റെ വീടും കേച്ചേരി ആയിരുന്നു കുറെ കാലം. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കേച്ചേരി നടന്നിട്ടുണ്ട്. കേച്ചേരി തന്നെ. കേച്ചേരി അവിടെ ആ ഏരിയ തന്നെയാണ്. മറ്റേ ചിലപ്പം നിങ്ങളെ ഫാദറൊക്കെ കേച്ചേരി ആണെങ്കിലും അറിയായിരിക്കും. അതൊക്കെ നമ്മൾ വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ കൂടെ ഞാൻ മെസ്സേജ് ആക്കി. അതായിരിക്കും നല്ലത്. Thank you. Thank you very much. Yeah. Oh yes. Bye bye. All right. Okay. Yeah. നമ്മുടെ നസീഫ് ആ സന്തോഷ വാർത്ത പറഞ്ഞോളൂ നസീഫ്. മിഡിൽട്ടൺ കൊള്ളാം. അതെ. പിന്നെ ഞാന് കുറച്ച് ദിവസം മുമ്പ് നിങ്ങളൊരു പിന്നെ ഡയറക്റ്റ് ഒരു ഫോൺ കോൾ ചെയ്തിരുന്നല്ലോ. അത് പിന്നെ ഇതിൽ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പൊ ഞാനത് വൈഫിന് അയച്ചു കൊടുത്തു. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് വൈഫ് അറിയുന്നത് ഞാനിങ്ങനെ 10-16 വർഷം മുമ്പ് ഇതുപോലെ എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. അപ്പോഴാണ് അവൾ അറിയുന്നത്. പക്ഷെ അത് കരുതിയിട്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, ചർച്ച ചെയ്തു, ഓരോ ഡൗട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ച്. ഇപ്പൊ ഒരു 3-4 ദിവസം മുമ്പൊക്കെ ഞാൻ ഡെയിലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് 2-3 ദിവസം മുമ്പ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചപ്പോ ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ മുർത്തതാക്കിയില്ലേ, ഇപ്പൊ ഞാൻ ഇത്രയും കാലം വെറുതെയാണ് ഇതൊക്കെ ചെയ്ത് നടന്നിരുന്നത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ടോക്കൊക്കെ വന്ന് ഇപ്പൊ ഒരു പുതിയൊരു എക്സ് മുസ്ലിം കൂടി ഉണ്ടായിരിക്കാണ്. അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് ഒന്നാമത്തെ കാരണം നിങ്ങളുമായിട്ട് സംസാരിച്ചതും. പിന്നെ ഇപ്പൊ ആ ലൈവിലൊക്കെ സംസാരിച്ചപ്പോ അവൾ അതൊക്കെ കുറെ കേട്ടു. ഇപ്പൊ ഞാൻ ലൈവിലൊക്കെ അന്ന് 2 ലൈവിലൊക്കെ ഞാൻ സംസാരിച്ചപ്പോ അത് കാണാൻ വേണ്ടിയിട്ട് അവൾ വന്നിട്ട് അതൊക്കെ കണ്ടു. അപ്പൊ അവൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞു. അപ്പൊ എന്റെ ഓരോ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴാണ് അവർക്കും ബോധോദയം ഉണ്ടായത്. പിന്നെ അവരുടെ ഒരു വാല്യൂ എന്താണ്, അവരെന്താണ്, നാളെ ഇനി അവർ ഇവിടുന്ന് പോയിട്ട് എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യം. പിന്നെ ഞാനൊരു തമാശ പോലെ പിന്നെ ഒരു സ്വർഗത്തിൽ പോയി വന്ന ഒരു കഥയൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു കോമഡി കഥയാണ്. ഞാൻ ചില ഫ്രണ്ട്സുകളൊക്കെ ഇടയിൽ നിന്ന് പറയുന്ന ഒരു കഥയാണ്. അത് ദൈവത്തിന് പിന്നെ ഞാൻ ആകെ മാറ്റിമറിച്ച് സ്വർഗം നരകൊക്കെ മാറ്റിമറിച്ചിട്ട് തിരിച്ചു വന്നൊരു കഥ ഒരു തമാശയിൽ പറയാറുണ്ട്. അതിപ്പോ ഇവിടെ പറയാനുള്ള സമയമല്ല, കുറച്ച് ടൈമുള്ള കഥയാണ്, അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴേക്കുമാണ് അവൾ അതൊക്കെ കേട്ട് ചിരിച്ച് ഇതൊക്കെ ആയിട്ട് പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വൈഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു സ്ട്രോങ് സലഫി ബാക്ക്ഗ്രൗണ്ട് ആണോ? സലഫി ബാക്ക്ഗ്രൗണ്ട് അല്ല, സുന്നിയാണ്. പക്ഷെ പക്ക സുന്നി എന്ന് പറഞ്ഞപ്പോ അനങ്ങിയ മറ്റേ ആ ആർത്തിൽ പോകുന്നു, ഈ ആർത്തിൽ പോകുന്നു, മമ്പറത്ത് പോകുന്നു. ഞാനൊരു കാറ് മേടിച്ചപ്പോഴേക്കും ഒരു 10 പ്രാവശ്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, മമ്പറത്ത് പോയിട്ട് മറ്റേ നൂല് ഇത് കെട്ടിയില്ലേ, അത് കെട്ടിയില്ലേ, അത് 10 വർഷം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു യത്തീംഖാനയിൽ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതാണ് ഞാൻ അന്ന് നിയത്ത് വെച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒഴിവാക്കി പോയി.
അതുപോലത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാമിലിയാണ് അവരുടെ. അതിൽ നിന്നാണ് ഇപ്പൊ ഇവള് നമ്മൾ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളൊരു അത്ഭുതത്തോടെ നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നമ്മളെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ സംസാരിച്ചപ്പോഴേക്കും അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, പറഞ്ഞ പോലെ ഇപ്പൊ അവളോട് നോമ്പ് വിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സന്തോഷമാണ്. അത്രേ ഉള്ളൂ. അവരൊക്കെ ഇതിന്റെ ഒരു വിക്ടംസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങള് നസീഫിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെക്കാണ്. അതായത് ഇതുപോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഈ വിഷയം തുറന്നു പറയാൻ കഴിയില്ല. അവരുടെ പാർട്ട്ണർ, അത് ഭർത്താവാവാം ഭാര്യയാവാം, അവർക്കിത് തുറന്നു പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മെസ്സേജ് എന്താണ്? തുറന്നു പറയാൻ കഴിയില്ല എന്ന് വെച്ചാല് ഞാനും ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. എന്നാൽ ഇത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ കാരണമാണ് ഇത് പറയാൻ സാധിക്കാതെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഹേർട്ട് ആവോ, അവര് വിഷമിക്കുമോ എന്നൊക്കെ കരുതിയിട്ടാണല്ലോ പലതും. അതായത് ഈ വൈഫിന് ഇതൊന്നും താല്പര്യമില്ല, നമ്മളുടെ ഒരു ഇഷ്ടത്തിന് അവരിങ്ങനെ എന്തെങ്കിലും വിചാരിച്ച് അവര് വിചാരിക്കുന്ന കാര്യത്തിനാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫോൺ കോൾ ചെയ്യുമല്ലോ. അപ്പൊ നമ്മളെന്താന്ന് അറിയിക്കണല്ലോ, കാരണം ഈ നാളെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മൾ ഈ സ്വതന്ത്ര ചിന്തകരായതുകൊണ്ട് ആ രൂപത്തിലുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മളെ കൊടുക്കുക എന്നല്ല, ആ ഒരു ഫ്രീഡത്തിലായിരിക്കും നമ്മൾ വളരുക. അപ്പൊ അവരെ ഒരു കാര്യത്തിലും അവർ പർദ്ദ ഇടണോ വേറെ ഇടണോ ഇതൊന്നും നമ്മൾ നോക്കിയിട്ടല്ല, എല്ലാവർക്കും അവരുടെ ഒരു ഇതിലേക്ക് വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം കൊടുക്കുമ്പോഴേക്കും തന്നെ അവര് പറഞ്ഞല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് വിഷയമല്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പ്രഷറിലല്ല അവർ നിൽക്കുന്നത്. അങ്ങനെ ആക്കിയാൽ തന്നെ ഇവർക്ക് എന്തും തുറന്നു പറയാനുള്ള ധൈര്യം വരും. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് ഒരു രീതിയിലുള്ള പ്രഷർ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈ പർദ്ദയുടെ കാര്യം തന്നെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഫസ്റ്റ് അവിടുത്തെ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ഞാൻ ഒരു സിനിമ പോലും ഞാൻ മുടക്കാതെ കാണുന്ന ആളാണ്. ഒരു ഫിലിമും. അത് അവരത്രയും വലിയ വിശ്വാസികളാണ്. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഇത് ഉറപ്പിച്ച് കൺഫേം ആയപ്പോ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത്. കാരണം അവർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവള് ലൈഫിൽ തിയേറ്റർ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഒരൊറ്റ ഫിലിം മുടക്കാതെ ഒരു അവാർഡ് പടം പോലും ഉണ്ടെങ്കിൽ അതുപോലും കാണുന്ന ആളാണ്, തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. അപ്പൊ ഇനി അത് ഒരു പ്രശ്നം വേണ്ട. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എനിക്ക് പർദ്ദ എന്ന് പറയുന്ന വസ്ത്രം ഇട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ച് നിനക്കത് ഇടാതിരിക്കാം. എനിക്ക് ആ വസ്ത്രം ഒരു ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ആയിട്ട് ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് അതൊരു മോഡേൺ ആയിട്ടോ നീ വേറെന്തെങ്കിലും ഒരു മറ്റു ഉദ്ദേശത്തോട് നീ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഞാൻ ഭയങ്കര വിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വസ്ത്രം ഇട്ട് നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിന് നീ വേറെ എന്ത് വസ്ത്രം വേണമെങ്കിലും ഇട്ടോ. ഇത് രണ്ടും ഞാൻ കല്യാണത്തിന് മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾക്ക് അതിലവര് ഓക്കെയാണ്. ഫസ്റ്റില് ഞാൻ ഈ രണ്ട് സംഭവമാണ് ഫസ്റ്റ് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അവർക്ക് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ജബ്ബാർ മാഷ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് മുതൽ കാണുന്നതാണ്. അപ്പൊ അതിലൊക്കെ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ സ്ത്രീകൾക്കുള്ള ഫ്രീഡവും കാര്യങ്ങളും അവർക്ക് അത് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ആ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അവർക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ഇത്. അതെ. അപ്പോ നസീഫ് ഒരു തങ്കപ്പെട്ട മനുഷ്യനായതുകൊണ്ടാണ് ഈ പണി എളുപ്പമായത് എന്ന് ചുരുക്കം പറഞ്ഞ. അതെ അതെ. അല്ല, ഞാൻ എന്തെങ്കിലും നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നീ അങ്ങനെ ചെയ്യണം, എന്റെ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്നത്തെ ആ ഒരു ഓഡിയോ ഉണ്ടല്ലോ, അത് നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റുന്ന ഓഡിയോ ആണോ? അതൊരു കോമഡി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു കോമഡി ആയിട്ട് ഇടാമല്ലോ. ബാലരമ വായിച്ച് മറ്റേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാം. നിങ്ങളൊന്ന് നോക്കി നോക്കേ. കാരണം അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായതുകൊണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ, അത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളെ ഇഷ്ടം പോലെ അത് നിങ്ങൾ നോക്കി. നമ്മളത് ആ ഉദ്ദേശത്തിലല്ലല്ലോ അന്ന് സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ ഇടാഞ്ഞത്. അപ്പോ ഇത് ഒന്നുകൂടി കേട്ട് നോക്കട്ടെ, എന്റെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ എനിക്കൊന്ന് അയച്ചു തന്നെ, ഞാൻ ഒന്ന് നോക്കാം. ഇപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. എന്തിലെന്ന് പറയാം, ഇപ്പൊ ലൈവില് നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേക്കും അവർ ഓൾമോസ്റ്റ് ഇവിടെ കൂടുതലായി വരും. ഇപ്പൊ ഉള്ള ഭൂരിപക്ഷം അവർ കൂടുതലായി വരും എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം. ഇപ്പൊ ഈ ഒരു 5 വർഷത്തിലുള്ള മാറ്റം എത്ര മുസ്ലിംസ് വന്നിട്ടുണ്ടാവും, അതായത് പബ്ലിക് ആയതും അല്ലാത്തതായിട്ട് എത്ര ഉണ്ടാവും നമുക്കൊരു ധാരണ ഊഹിക്കാവുന്നുള്ളൂ. പബ്ലിക് ആയത് ഇപ്പൊ ഒരു എത്ര ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 4 ഇരട്ടി പബ്ലിക് ആവാത്ത ഉണ്ടാവും.
അല്ല നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ ഡെമോഗ്രാഫിക്സ് പ്രകാരം മുസ്ലിം ജനസംഖ്യ ഈക്വൽ ആവുന്നതാണ് നമ്മൾ പറയുന്നത്. അത് ഈക്വൽ ആവും. അങ്ങനെ ഈക്വൽ ആവുന്ന സമയത്ത് രാജ്യം കുട്ടിച്ചോറാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങൾക്ക് റാഡിക്കലൈസേഷൻ സംഭവിക്കരുത്. അവര് സെക്യുലർ മൂല്യങ്ങളും അവര് ഈ ഡെമോക്രസിയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിട്ട് നിലനിൽക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. അത് ഈ പോപ്പുലേഷൻ ഈക്വൽ ആവും എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച കണക്കല്ല. അത് ഇവിടെ റിസർച്ചിലൂടെ പുറത്തു വന്നിട്ടുള്ള കണക്കുകളാണ്. സർവേ അല്ല, അതിലും ഒരു 70% ആളുകളും സത്യത്തിൽ എക്സ് മുസ്ലിം ആയിരിക്കും, അറിയാതെങ്കിലും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ് അതാ പറഞ്ഞത്. അത് അങ്ങനെ ആക്കി മാറ്റാനാണ് നമ്മൾ പണിയെടുക്കണേന്നാണ് ഈ പറഞ്ഞത്. അതെ. ഇപ്പോഴേ നമ്മൾ സംസാരിക്കുന്നിടത്തും നമ്മുടെ ചുറ്റുള്ള ഫ്രണ്ട്സ് ടീം ഇതിന്റെ ഇടയിലൊക്കെ 1, 2, 3 പേരൊക്കെ ഇതുപോലെ തന്നെയാണ്. പക്ഷെ ആരും ഇത് പബ്ലിക്കലി ഒന്നും ആയിട്ടുള്ളതല്ല. ഓക്കെ, നിങ്ങളെ പോലുള്ള ആളുകളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട് ഇത് ഇപ്പൊ നമ്മളെ ഈ ഒരു മാറ്റം തന്നെ പറഞ്ഞില്ലേ. യെസ് അത് സന്തോഷമുണ്ട്. അത് മാത്രമല്ല ഞാൻ പറയല്ലോ, അതായത് എല്ലാ മുസ്ലിം വീടുകളിലും 2 എമുക്കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അധികം വൈകാതെ അത് 3 ആക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇയാളുടെ വീട്ടിലിപ്പോ 2 ആയില്ലേ? 2 ആയി. ഇനിയിപ്പോ ഒരു മോനാണുള്ളത്. അപ്പൊ ഇനി മോനെ ഞങ്ങളുടെ 2 പേരുടെയും ഇഷ്ടം പോലെ നടത്താന്നുള്ളതാണ്. അധികം ഭാഗികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ മുസ്ലിം വീടുകളിൽ 3 എമുക്കുട്ടികൾ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എല്ലാവരും ശ്രമിച്ചാൽ നമുക്കത് ശരിയാക്കാം. അതെ എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. നമുക്കിവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, ഒരു വനിത, ഒരു റെപ്രസെന്റേറ്റീവ്. അപ്പോൾ അവരെ ഞാനൊന്ന് ക്ഷണിക്കാം. സ്മിത, കേൾക്കാമോ? ഹലോ, കേൾക്കാവോ? യെസ് പറയൂ. ഞാന് ഒരു സെക്കൻഡ്. അവിടെ എൻ്റെ വീഡിയോ അവിടെ ലൗഡ് സ്പീക്കറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മ്യൂട്ട് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ലൗഡ് സ്പീക്കറിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബിൽ വരുന്നത്. ഈ സെയിം വീഡിയോ തന്നെയാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ? യൂട്യൂബ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടോ? ഈ സംസാരിക്കുന്നിടത്ത് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേൾക്കുന്നുണ്ട്. യൂട്യൂബ് ഒന്ന് പോസ് ചെയ്താൽ മതി. യൂട്യൂബ് ക്ലോസ് ചെയ്താൽ ഇത് മൊത്തം പോകത്തില്ലേ? യൂട്യൂബ് പോസ് ചെയ്താൽ ഒന്നും പോവില്ല. നമ്മൾ സ്ട്രീം യാർഡിൽ സംസാരിക്കാം നമുക്ക്. ഇത് ക്ലോസ് ചെയ്യണോ? യൂട്യൂബ് ക്ലോസ് ചെയ്യാം. യൂട്യൂബ് ഇപ്പൊ സംസാരിച്ചോ, കുഴപ്പമില്ല. കുറഞ്ഞു. ഓക്കെ, നമ്മളെ ഈ ടെക്നോളജി ഇതെങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലായി. ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല. പറയൂ. സന്തോഷം വന്നതിന്. ഞാന് ആരിഫ് ഹുസൈന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, ലൈവും കാണാറുണ്ട്. അപ്പൊ ഒത്തിരി നാളുകൊണ്ട് ഞാൻ എങ്ങനെ ഇതൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ എങ്ങനെയാണ് ഇത് അക്സസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴിത് കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാന് പിന്നെ UK-യുടെ ഒരു പാർട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ചെറിയൊരു ഐലൻഡിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ 18 വർഷമായി ഇവിടെ. അപ്പൊ പലപ്പോഴും UK-യുടെ കാര്യങ്ങളും ഇവിടുത്തെ ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അത്രയ്ക്കും ഗൗരവമായിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും 18 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടായ വ്യത്യാസങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വളരെ ചെറിയൊരു ഐലൻഡിലാണ് വന്നത്. അവിടെ 65,000 ജനങ്ങളെ ഉള്ളായിരുന്നു. അവിടെയുള്ള മനുഷ്യരെന്ന് പറയുന്നത് അവരാദ്യമായിട്ടാണ് പലരും ഒരു ഇന്ത്യനെ കാണുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻസ്, ഞങ്ങൾ ആദ്യ ബാച്ച് 18 വർഷം മുമ്പ് വരുമ്പം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തികളെ അവർ കാണുന്നത്, അവരുടെ സംസ്കാരം അവർ അറിയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതല്ലാതെ അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലായിരുന്നു. അപ്പം പലപ്പോഴും ഇവർക്കൊരു എന്താ പറയാ, ഒരു വംശീയത പോലെ നമ്മളോട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ സംഭവം നമുക്ക് അറിയത്തില്ല, ആദ്യമായിട്ടാണല്ലോ. അപ്പൊ അവര് മുസ്ലിം ആണോ എന്ന് നമ്മളോട് ചോദിക്കുക. നമ്മൾ ക്രിസ്ത്യൻ ആണെന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ. ഇന്ത്യയിൽ ക്രിസ്ത്യൻസ് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക. മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ. എനിവേ, നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്റെ ഫാമിലിക്ക് ഒരു വിസയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ ലണ്ടന് പോകേണ്ടതായിട്ട് വന്നു. ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ലണ്ടനിൽ പോകാൻ. അപ്പൊ ഞാൻ ലണ്ടനിൽ പോയി, ഞങ്ങളൊരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ ലണ്ടൻ എന്ന് പറയുന്ന എനിക്ക് പോകേണ്ട എംബസിയിലോട്ട് ഒരു മണിക്കൂർ ബസ് യാത്രയുണ്ട്. അപ്പൊ ഈ ബസ് യാത്രയിൽ ഞാൻ ഇങ്ങനെ പോയി ഓരോ ബസ് ഇങ്ങനെ ഒരു സിഗ്നലിൽ ഇങ്ങനെ നിർത്തിയിട്ടപ്പം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ 2 വിൻഡോ ഉണ്ടല്ലോ, ഫ്രണ്ട് ഡോറിലേക്കുള്ള 2 വിൻഡോയിൽ ഒരിടത്ത് എഴുതി വെച്ചിരിക്കുവാണ്, ദിസ് ഹൗസ് ഈസ് നോട്ട് ഫോർ സെയിൽ. മറ്റേ വിൻഡോയിൽ എഴുതിയിരിക്കുവാണ്, ഐ ആം നോട്ട് മുസ്ലിം.
ഐ എം നോട്ട് ഓ മുസ്ലിം, ദിസ് ഹൗസ് ഈസ് നോട്ട് ഫോർ സെയിൽ. ഞാനിത് ആലോചിച്ചു, ഇത് എന്ത് സംഭവമാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ബസ് സിഗ്നലിൽ നിർത്തിയിരിക്കുമല്ലേ, പെട്ടെന്ന് തന്നെ ബസ് കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വിൻഡോയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, ഐ എം നോട്ട് മുസ്ലിം, ദിസ് ഹൗസ് ഈസ് ഫോർ നോട്ട് ഫോർ സെയിൽ എന്ന് ഒരു ഇത് കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആൾക്കാർ എന്നോട്, ഈ ഇംഗ്ലണ്ടിൽ നടക്കുന്ന 18 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കതൊക്കെ നമ്മൾ എത്രയോ വർഷമായിട്ട് മുസ്ലിങ്ങളുടെ കൂടെ താമസിക്കുന്നതാണ് ഇന്ത്യയില്, നമുക്കിതൊരു എക്സാജറേറ്റഡ് സ്റ്റോറി ആയിട്ട് നമുക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടിന് നെയ്ബേഴ്സ് അടുത്തൊക്കെ മുസ്ലിം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, നമുക്ക് അങ്ങനെയല്ല. അപ്പൊ ഇവര് പറഞ്ഞത്, ഇവര് ഒരു മുസ്ലിം വന്ന് താമസിക്കും ഒരു വീട്ടില്, അത് കഴിഞ്ഞ് ഇവര് ഈ നെയ്ബറിനെ ഇങ്ങനെ പെസ്റ്റർ ചെയ്യാൻ തുടങ്ങും. പെസ്റ്റർ ചെയ്യാൻ തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കസിൻ തന്നെ, എന്റെ ഓൺ കസിൻ തന്നെ അവർക്കും വീട് മാറേണ്ടതായിട്ട് വന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നതായി പെസ്റ്ററിങ്, ഇവരെ പോയി ചീത്ത വിളിക്കുവോ തെറി വിളിക്കുവോ, അങ്ങനെയൊന്നുമല്ല. ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇപ്പൊ എന്റെ കസിൻ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരിക്കലും വീട് തുറക്കുകയല്ലെന്ന് പറഞ്ഞു. വീട് തുറക്കത്തില്ല, പുറത്തിറങ്ങത്തില്ല. അപ്പൊ ഈ പോസ്റ്റ്മാൻ എപ്പോഴും കൊണ്ടുവന്ന് ഈ പാഴ്സൽ എല്ലാം എന്നിട്ട് ഇവർ കണ്ടിന്യൂസ് ആമസോണിൽ നിന്നൊക്കെ പാഴ്സൽ ഓർഡർ ചെയ്യും. അപ്പൊ ഈ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് എല്ലാ ദിവസവും എന്റെ ഈ കസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാണ് ഈ ലോഡ് കണക്കിന് പാഴ്സൽ കൊണ്ടുവന്ന് മറ്റേ വീട്ടിന്റെ ഇവരുടെ വീട്ടിൽ ഇറക്കും. ഇവരെന്ത് ചെയ്യും? ഈ പാഴ്സൽ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഈ മറ്റേ വീട്ടിലേക്ക് പോകുക, ഇവർ വാതിൽ തുറക്കത്തില്ല, ഈ പാഴ്സൽ നമുക്ക് കളയാൻ പറ്റിയല്ല. അവസാനം ഇവർ മടുത്തിട്ട് വേറൊരു വീട്ടിലേക്ക് മാറി. ഇങ്ങനെയുള്ള നിസാര പെസ്റ്ററിംഗ് ആണ്. പക്ഷെ നമുക്കൊരു ഇൻകൺവീനിയൻസ് അല്ലേ നമ്മൾ വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഈ പെസ്റ്റർ ചെയ്തിട്ട് നമ്മളെ മാറ്റുമ്പോൾ എന്നായെന്നറിയോ? ഇവരുടെ ഒരു ബന്ധു അവിടെ വരും, ഇവരുടെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഇവർ നേരത്തെ ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരിക്കും, അവർ ആ വീടെടുക്കും. അങ്ങനെ ഇവർ ആ സ്ട്രീറ്റ് കൈയടക്കി കഴിഞ്ഞിട്ട് ചില സ്ട്രീറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, നോ ബ്രിഡ്സ് അലൗഡ് ആഫ്റ്റർ 7 o'clock. 7 o'clockന് ശേഷം ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർക്ക് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പറ്റിയല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റോറികൾ ഇവർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇംഗ്ലണ്ട് ഒന്നാമത് നമ്മളിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്, നമുക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ 18 വർഷം മുമ്പത്തെ കഥയാണ്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്ത വേറൊരു ഐലൻഡിലേക്ക് മാറി. നമുക്ക് കുറച്ചുകൂടി വലിയൊരു ഐലൻഡിലാണ് ഞാനിപ്പം. ഇവിടെയും വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രാൻസിനോട് വളരെ ക്ലോസ് ആയിട്ടാണ്. നമുക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ പൊട്ടിത്തെറികളൊക്കെ ഫ്രാൻസിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരും. അപ്പൊ ഇവിടെ ഞങ്ങൾക്കൊരു മുസ്ലിം പള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ 4 വർഷം മുമ്പ് ഒരു മെത്തോഡിസ്റ്റ് ചർച്ച്, ഒരു വ്യക്തിയുടെ ചർച്ച് മേടിച്ചിട്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളി തുടങ്ങി. കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ദിവസം ഒരു സ്ട്രീറ്റിൽ ഒരു ഭയങ്കര ഒരു ശക്തി പ്രകടനം. എന്തായാലും ജേഴ്സിയിൽ ഇത്ര ആൾക്കാരില്ല, പക്ഷെ അത് വേറെ എവിടുന്നോ വന്ന കുറെ ആൾക്കാര് ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച, എല്ലാം കറുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഒരു ശക്തി പ്രകടനം നടന്നു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം എന്തായാലും ശക്തി പ്രകടനം പിന്നെ ഉണ്ടായിട്ടില്ല. എന്തോ സംഭവിച്ചു എന്നുള്ളത്, കാരണം ഇത് ജേഴ്സി വളരെ എന്താ പറയാ, വിജിലന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇവര് പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, എപ്പോഴും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനും ഇടയ്ക്കുള്ള സ്ഥലം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവരെപ്പോഴും വിജിലന്റ് ആയിട്ടൊക്കെ നോക്കും. എന്തായാലും ശക്തി പ്രകടനം ഒന്നുമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു മാസം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുവാണ് ഇവിടെ. അപ്പൊ നമ്മളിപ്പം ഈ സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ, ചെറിയൊരു സ്ഥലമാണെങ്കിലും നമുക്ക് എല്ലാരെയും ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മളിപ്പം ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലായിലോട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ വഴി കാണുന്നവരെല്ലാം കാണുമ്പോൾ നമ്മൾ ചിരിക്കത്തില്ലല്ലോ. നമ്മൾ ചിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോഴേ നമ്മൾ ചിരിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകും. അപ്പൊ ഇത് ചെറിയ സ്ഥലമാണെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെങ്കിലും പരിചയമുള്ളവരെ മാത്രമേ നോക്കി കാണുമ്പോഴേ ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകും. അങ്ങനെ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന് പതിവായിട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചു കാണിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുവാണ്, ഈ കണ്ടിട്ടൊരു നല്ലൊരു ഇന്ത്യൻ ലുക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ ലുക്ക് ഒക്കെ ഉള്ള ഒരാൾ നമ്മളെ ചിരിച്ചു കാണിക്കുമ്പോൾ, പുതിയതായിട്ട് ജേഴ്സിയിലോട്ട് അധികം ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇന്ത്യനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. എങ്കിലും ഇയാൾ എന്തായിരിക്കും എന്നെ ചിരിച്ചു കാണിക്കുന്നത്, ഇയാൾക്ക് എന്നെ എങ്ങനെയായിരിക്കും പരിചയം എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട്, എന്നും ഞാൻ കാണുന്നത് എന്റെ വീടിനടുത്തുള്ള ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് ഈ മനുഷ്യനെ കാണുന്നത്. മുഖത്തോട് മുഖം നമുക്ക് നോക്കാൻ പറ്റുന്ന തരത്തിൽ ഇയാൾ നിൽക്കുന്നു, നമ്മൾ ക്രോസ് ചെയ്യുന്നു, അപ്പൊ ഇയാൾ വേറൊരു വഴിക്ക് പോകുന്നു. ഞാൻ കുറെ ആലോചിച്ചു, എന്നാൽ ഈ മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്നെ പരിചയം എന്ന് ഓർത്തപ്പോഴാ പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ചിലപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് എന്റെ വാർഡിൽ ഒരു പേഷ്യന്റ് വന്നു, ഒരു ഇന്ത്യൻ ലുക്കിംഗ് ഉള്ള ഒരു ഇന്ത്യൻ ഫാമിലി വന്നു. വൈഫ് ഒത്തിരി പുവർലി ആയിരുന്നപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിലേക്ക് എനിക്കൊരു വിത്തിൻ 6 hours നമുക്ക് ഈ വൈഫ്
വൈഫിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇംഗ്ലണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് എനിക്കും ആ വൈഫിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിന്റെ ഹസ്ബൻഡിന്റെ ഒരു ലുക്ക് ഒക്കെ ഉണ്ട്. അപ്പം ഇയാളായിരിക്കും, ഇനി അയാൾക്ക് എനിക്ക് അയാളെ മനസ്സിലായോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും അയാൾ സംസാരിക്കാത്തതെന്ന് ഓർത്തോണ്ട് ഞാൻ ഈ സിഗ്നലിൽ നിന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളാണോ ഈ നിങ്ങളാണോ വൈഫ് പേർലി ആയിട്ടന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ലല്ല ഞാൻ അങ്ങനെ അല്ല, ഞാൻ വേറെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ സംസാരം തുടങ്ങി. എന്റെ കൂടെ അങ്ങ് നടന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേറൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, മാഡത്തിന്റെ മകന്, അപ്പൊ മാഡം എന്നാണ് എന്നെ വിളിച്ചത് കേട്ടോ, മാഡത്തിന്റെ മകന് പ്ലേസ്മെന്റ് വേണമെങ്കിൽ ഞങ്ങളിപ്പോ ഹയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എനിക്കൊരു മകനുണ്ടെന്നൊക്കെ ഇയാൾക്ക് അറിയാവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എനിവേ, പെട്ടെന്ന് ഞാൻ പറയാം. അപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇയാൾക്ക് പിന്നെ ഞാനിവിടെ ഇന്ന സ്ഥലത്തു നിന്നാണ്, എനിക്ക് തമിഴ് അറിയാം, ഞാൻ മലയാള സിനിമ കാണാറുണ്ട്, ഞാൻ ജേഴ്സിയിൽ അധികം നാളായില്ല, അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, വൈഫുണ്ട്, കൊച്ചുണ്ട്, ഞങ്ങൾ പരിചയപ്പെടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷം. നമുക്കൊരു പുതിയ ഒരാളെ കാണുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്, പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ നമ്പരൊക്കെ കൊടുത്തു, സംസാരിച്ചു. എങ്കിലും പിന്നെ ഞങ്ങൾ പലവട്ടം കണ്ടു. അതിനുശേഷം പലവട്ടം അല്ല, മൂന്നാമത്തെ തവണ കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലിയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എന്റെ 2 മക്കളും ഇവിടെ വളർന്നതാണ്, അവരിവിടുത്തെ കൾച്ചറിലാണ് വളരുന്നത്, അവർക്ക് അവരുടേതായ രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, ചെറുപ്പക്കാരൻ തന്നെ നമ്മൾ പറയണമല്ലോ, ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, ആർ യു ഹാപ്പി വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ലൈഫ്? അതായത് നമ്മളിപ്പോ, ഞാനൊക്കെ 1970s മദറാണല്ലോ, 1970s മദറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറിലാണ്. നിങ്ങളുടെ റിലീജിയൻ, വാട്ട് ഈസ് യുവർ റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ ഇത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ എന്റെ തലയിൽ കിളി പോയി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരാളെ കണ്ടിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ റിലീജിയനെ കുറിച്ച് സംസാരിക്കുവാണ്, അതും ഈ പാർട്ട് ഓഫ് ദ വേൾഡിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? നമുക്ക് അതിനകത്ത് എന്താണ് കുഴപ്പമിരിക്കുന്നത്? ഇവര് ഈ രാജ്യത്ത് വളർന്നവര്, അവര് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്നു, അവര് നന്നായിട്ട് ജീവിക്കുന്നു, അതല്ലേ നമ്മൾ അതിനകത്ത് നോക്കില്ല. അല്ലാത്ത റിലീജിയൻ അതിനെന്താണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ റിലീജിയൻ എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ റിലീജിയൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഒരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം, ഈ വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. ഞാനൊരു സ്ട്രോങ് ബിലീവർ ഓഫ് ഇസ്ലാം ആണെന്ന് പറഞ്ഞു. അതോടെ എന്റെ എന്താ പറയാ, അതിന്റെ അങ്ങേപ്പുറത്തെ കിളിയും കൂടെ പോയി. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഇസ്ലാമിക് തീവ്രവാദത്തിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഈ മനുഷ്യന് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒന്നുകൂടെ വളരെ ഞാൻ വിജിലന്റ് ആയി. ഒന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ദിവസം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വിഷയം, അത് നമ്മുടെ നമ്മുടെ മക്കളെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഇതിൽ ഹാപ്പിയാണോ എന്നുള്ള ഒരു ചോദ്യം. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ, ദെൻ ടെൽ മീ 3 ഗുഡ് തിങ്സ്. നമ്മൾ ആരിഫ് ഹുസൈന്റെ, ജബ്ബാർ മാഷിന്റെ എല്ലാവരുടെയും വീഡിയോകൾ കാണുന്നതുകൊണ്ട് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ 3 ഗുഡ് തിങ്സ് അബൌട്ട് ഇസ്ലാം. അതോടെ പുള്ളി ഒന്ന് ഞെട്ടി. അപ്പൊ പറയാൻ പറ്റില്ല, നിങ്ങളുടെയൊക്കെ എല്ലാ വീഡിയോയും കൂടെ നമ്മൾ എടുത്ത് ചാർത്തി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമായി കഴിഞ്ഞപ്പം ഇയാൾ എന്നോട് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഏറ്റവും, അപ്പൊ ഇയാൾക്കുണ്ടല്ലോ ഈ നമ്മൾ എങ്ങനെയൊക്കെ ആർഗ്യൂ ചെയ്യാൻ ഇവര് കൊണ്ടിരുന്നോ സകല ആർഗ്യുമെന്റ്സ് ഇവര് പഠിച്ചിട്ടുണ്ട്. റബേക്കയുടെ പ്രായം, മറിയത്തിന്റെ മറിച്ചത്, മാങ്ങാത്തൊലി എല്ലാം ഇവനറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു. 4 വർഷം മുമ്പ് ഖുറാനെ കുറിച്ച് ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ ഒരു വാഴക്കായും എനിക്കറിയത്തില്ലായിരുന്നു, നമുക്കൊന്നും അറിയില്ല. ഈ വീഡിയോ ഒക്കെ കണ്ടോണ്ടല്ലേ ഞാൻ ഇതറിഞ്ഞത്, നമ്മളത് പഠിക്കേണ്ടി വന്നതുകൊണ്ട്. ദെൻ നിങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചതെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത് പഠിച്ചത്? റബേക്കയുടെ പ്രായം, ബൈബിൾ, എനിക്ക് ബൈബിൾ അറിയാം, പിന്നെ ബുദ്ധമതം അറിയാം, ഇതെല്ലാം അറിയാം. പക്ഷെ പുള്ളി ഖുറാൻ വായിച്ചിട്ടില്ല, ഖുറാനോട്ട് അറിയത്തുമില്ല, ഖുറാനി പറയുന്നത് അറിയത്തില്ല. പക്ഷെ ബൈബിളിലേതറിയാം, ബുദ്ധമതത്തിൻ്റെതറിയാം, ബാക്കി എല്ലാ മതത്തിൻ്റെതും അറിയാം. ഖുറാനിലെ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ക്രിസ്ത്യാനിയെ നിങ്ങളുടെ വീഡിയോയിലെ ഇതെല്ലാം ചോദ്യം ചോദിച്ചപ്പോ അതൊന്നും അങ്ങേര് ഖുറാനി കണ്ടിട്ടില്ല, അത് പഠിച്ചിട്ടുമില്ല, അത് അറിയത്തുമില്ല. ഐ എം സ്റ്റിൽ ലേണിങ്. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം നീ നിന്റേത് പോയി പഠിക്കുക. അപ്പം അയാൾ പറഞ്ഞ അടുത്ത വാചകമാണ് എന്നെ ഏറ്റവും, ഞാൻ ഈ ചോദ്യം ഏത് സ്ത്രീയോടായാലും ചോദിക്കുമായിരുന്നു എന്ന്. അതായത് നിങ്ങളുടെ മതത്തിന് അനുസരിച്ച് നിങ്ങളുടെ പിള്ളേര് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ, ഞാൻ ചോദിച്ചു വൈ. ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ് ആകുന്നത്? 2 മനുഷ്യരുടെ സൗഹൃദത്തിൽ മതം എന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത് സിഗ്നിഫിക്കന്റ് ആകുന്നത്? അപ്പൊ ഞാൻ എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാനിത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ജേഴ്സിയിൽ മതം വിതയ്ക്കാനായിട്ട് നീ വന്നതാണെന്നും ഈ 4 വർഷം കൊണ്ട് ഈ മുസ്ലിം പള്ളി ഇവിടെ വന്നപ്പോ തൊട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നും ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആളെ തെരഞ്ഞെടുത്തപ്പോൾ കുറച്ചെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു.
ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാൾ എന്റെ നമ്പരും ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഓടി. ഓടി ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ പോലും പക്ഷെ എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു പരിധി വരെ ഇവരുടെ കടന്നുകയറ്റത്തിന് നമ്മളും ഉത്തരവാദികളാണ്. കാരണം പുള്ളി നോക്കിയപ്പം ഞാനൊരു സിംഗിൾ മദറാണ്, ഞാൻ ഇങ്ങനെ നടക്കുന്നു, നോക്കിയപ്പോ 2 പിള്ളേര്, ഷീ മൈറ്റ് ബി അൺഹാപ്പി ഇൻ ഹെർ ലൈഫ്. അപ്പൊ നമ്മളൊരു അൺഹാപ്പിയാണ്, പിള്ളേരെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു അൺഹാപ്പിനെസ് ഉണ്ടായിരിക്കാം എന്നൊക്കെ കരുതി നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മൾ സമാധാനിപ്പിച്ച് അപ്പുറം. അങ്ങനെയാണല്ലോ UK ഒരു തരത്തിൽപ്പെട്ട ഈ 18 വർഷം മുമ്പ് ഇവര് പബ്ബുകളിൽ കൂടെ എല്ലാം നടക്കും. കാരണം 40s-ലും 50s-ലും ഒക്കെ ഡിവോഴ്സ് ആയ സ്ത്രീകള് ആദ്യമായിട്ട് ആളെ അന്വേഷിച്ചു പോകുന്നത് ഈ പബ്ബുകളിലോട്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ഈ ഗോഡ് സെന്റ് പേഴ്സൺ വന്നു, ഇവര് വന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഹാപ്പിയാക്കി, അതിനുശേഷം പതുക്കെ മക്കളെയും ഭാര്യനെയും ഒക്കെ. അപ്പൊ ഞാന് 10 വർഷം മുമ്പ് ഞാൻ ഈ ഒരു വാർഡില് ഒരു മനുഷ്യനെ ഒരു ഭയങ്കര ആൽക്കഹോൾ ആയിട്ട് വന്നേ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് ഇയാളുടെ സിസ്റ്റർ സ്കോട്ട്ലൻഡുകാരി ഈ സിറിയക്ക് പോയി, 40 വയസ്സ് കഴിഞ്ഞ് ഡിവോഴ്സ് ആയി, 3 പിള്ളേരും ഉണ്ടായിരുന്ന പിള്ളേരെ ഇട്ടിട്ട് ഇതുപോലെ പബ്ബി വെച്ച് കണ്ട ഒരുത്തന്റെ പ്രേമിച്ചു, പോയി സിറിയയിൽ ചെന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ബോഡി ഏറ്റെടുക്കുകയല്ല. UK ഗവൺമെന്റ് പറഞ്ഞു അങ്ങനെ പോയവരുടെ ബോഡി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പക്ഷെ ഈ ഫാമിലിക്ക് എടുക്കാനുള്ള പൈസയും ഇല്ല, ഇവർക്ക് കൊണ്ടുവരാനുള്ള പൈസയില്ല, ഈ 3 പിള്ളേർ ഇവിടെ. അതൊക്കെ നമുക്ക് അന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നുണയായിരിക്കും, ഇങ്ങനെയൊക്കെ നടക്കുവോ, ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുവോ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷം നമുക്ക് ഒരു 6 വർഷം മുമ്പ്, 6-7 വർഷം മുമ്പ് ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ഞങ്ങളെല്ലാരും വിളിപ്പിച്ചു, ഞങ്ങളുടെ പേരൻസിനെ എല്ലാം വിളിപ്പിച്ചിട്ട് IT സംഭവത്തെ കുറിച്ച് ക്ലാസ് എടുക്കാനാണ്, കമ്പ്യൂട്ടർ പിള്ളേരെ കുറിച്ച് ക്ലാസ് എടുക്കാനാന്ന് പറഞ്ഞു വിളിച്ചു. ഞങ്ങളെല്ലാരും ചെന്നു. എന്റെ മകനൊക്കെ ഇന്ന് പ്രൈമറി സ്കൂളിലാണ്. ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഇന്ന് നമുക്ക് പറയാം, അന്ന് നമുക്കത് പറയാൻ പറ്റിയില്ലായിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയത്ത് അന്ന് ഞാൻ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുമ്പോൾ പക്ഷെ എനിക്കിത് എഴുതാൻ പോലും പറ്റുകയില്ലായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ അതുപോലെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ എന്ന് എഴുതുന്നുണ്ട് ഞാൻ പറയുമായിരുന്നു. കാരണം ഞങ്ങളെ ഒന്ന് സ്കൂളിൽ വിളിപ്പിച്ചിട്ട് ഇവർ ഈ പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ കുട്ടികളെ ചെക്ക് ചെയ്യണം, നിങ്ങളുടെ വീട്ടില് എന്തൊക്കെയാണ് അവർ സാധനങ്ങൾ മേടിച്ചു വെക്കുന്നത്. കേരള സ്റ്റോറി എന്നുള്ള ആ സിനിമ അക്ഷരാർത്ഥത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ കറക്റ്റ് ആണ്. അതിൽ ആ ഷോപ്പിംഗ് ലിസ്റ്റിന് അവർ ഷോപ്പിങ്ങിന് പോയി എന്ന് പറയുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിങ്ങിന് പോയി എന്നുള്ള ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് ആണ് ഞാൻ ഓർത്തത്. അവർ പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ എക്സസ് ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല, ആ സാധനങ്ങൾ നിങ്ങൾ മേടിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുട്ടികളുടെ മുറി പരിശോധിക്കണം, നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ IP അഡ്രസ്സ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചു. ഞാൻ എന്റെ മകന്റെ IP അഡ്രസ് ഒക്കെ കൊടുത്തു. കാരണം ഞാൻ പറഞ്ഞു അവന് ഈ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും അൺനോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും പേടിക്കണ്ട, കാരണം ഇവിടുത്തെ സകല കമ്പ്യൂട്ടറുകളും ഇവർ നോക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാരും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ അന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം നടന്നതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഫേക്ക് സ്റ്റോറിയാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതിലൊക്കെ നമ്മുടെ വീക്ക്നെസ്, ഇപ്പൊ നമ്മുടെ ഒരു എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ, അതും ഇതിനൊരു ഫാക്ടറാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അതിനുശേഷം ഇപ്പം നമ്മൾ അധികം അങ്ങനെ കേൾക്കുന്നില്ലല്ലോ. UK അന്ന് എത്രയോ പെൺകുട്ടികളെ ബോർഡറിൽ തടഞ്ഞു ആ സമയത്ത്, പക്ഷെ ഈ ഒരു രാജ്യം അതിന്റെ ഒരു സെൻസിറ്റിവിറ്റി കൊണ്ടും പിന്നെ നമ്മളത് അങ്ങനെയാണ് ഇവർക്ക് ഇപ്പൊ ഇത്രയും ആക്രമണം ഉണ്ടായത്. അന്ന് അവരിതെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, 6-7 വർഷം മുമ്പ് അവർ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യം ഇന്ന് ഈ ഒരവസ്ഥയിലെത്തുകയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു നീ UK നടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു. ശരിയാ ഫോർ UK എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമരം നാളെ ജേഴ്സിയിൽ ഇതുപോലെ നീയൊക്കെ നടക്കുമ്പം നീ അതിന്റെ മുമ്പിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ശരിയാ തെറ്റാണോ എന്ന് നീ പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞില്ല, അവൻ മിണ്ടിയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, അവൻ മിണ്ടിയില്ല, ശരിയാ തെറ്റാണ് എന്ന് അവൻ പറഞ്ഞില്ല. ഇത് പറഞ്ഞില്ല, ഖുറാൻ തെറ്റാണെന്ന് പറഞ്ഞില്ല, ഇതൊന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിന് ഞാൻ കുറ്റം പറയത്തില്ല, നീ വളർന്നതിന് ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ ആരിഫ് ഹുസൈന്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ കൊടുത്തു, ജബ്ബാർ മാഷിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു നീ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞു. ഈ ആളെയാണ് ഞാൻ ഇതൊക്കെ കണ്ട് സ്ഥിരമായിട്ട് ഇത് കാണുന്ന ആളുടെ അടുത്ത് വന്നെന്ന്. മലയാളിയാണോ? മലയാളിയല്ല, തമിഴനാ. പക്ഷെ മലയാളമൊക്കെ അറിയാം, ഇവർക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ, ഇവർക്ക് ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ ഇവർക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ. എന്തായാലും റാൻഡമായിട്ട് നമ്മളെ സ്ട്രീറ്റിൽ നിന്ന് പിക്ക് ചെയ്ത്
അങ്ങനെ നമ്മുടെ പുറകെ വരാൻ മാത്രമുള്ള പ്രത്യേകതയൊന്നും നമുക്കൊന്നുമില്ല. അപ്പൊ ഇവരൊക്കെ ആരെ ടാർഗറ്റ് ചെയ്യണം, എവിടെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവര് പഠിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മളെ ആരും നോക്കുന്നില്ല, നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എവിടെ എങ്ങനെ പോകണം എന്ന് ഇവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു റെവലേഷനാണ്. അത് പല ആളുകൾക്കും അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ എന്താ പറയുക, ജീവിച്ച കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ആഫ്റ്റർ മാത്സ് എന്നുള്ള രീതിയിൽ ഇന്ന് ലോകം പല നീക്കങ്ങൾ നടത്തുന്നത് നമ്മളിവിടെ കാണുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ തയ്യാറായി അങ്ങനെ മാത്രം നിലനിന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മീൻസ് നമ്മളെ കൊണ്ടേ പോവുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമ്മളെല്ലാവരും കടന്നു വന്ന ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ ഇതിനു മുമ്പ് വീഡിയോയിൽ വന്നവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി തന്നെ നമ്മൾ എങ്ങനെയായിരുന്നു 1970s 1980s നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്. ഞാൻ ഈരാറ്റുപേട്ട എന്നുള്ള ഈരാറ്റുപേട്ട എന്നാണ് ഞാൻ വരുന്നത്. ആ ഈരാറ്റുപേട്ട ആ സ്ഥലം, ആ കോളേജ്, ഞാൻ പഠിച്ച കോളേജും ഞാൻ പഠിച്ച പാലായും ഞാൻ നടന്ന വഴികളും ഇന്ന് എന്തുമാത്രം മാറിപ്പോയി. 8-9 വർഷം കൊണ്ട് എന്തുമാത്രം മാറ്റം അവിടുത്തെ മനുഷ്യർക്ക് വന്നു. അപ്പൊ ഞാൻ ഇതിനുണ്ടല്ലോ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ഞാൻ ക്രിസ്ത്യാനിയോട് ചോദിച്ചു. വിശ്വസിക്കുമോ? ഇല്ല. ആര് പറഞ്ഞാലും നിങ്ങൾ പറയും യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷകനും നാഥനുമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവര് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ എല്ലാം കൊന്നാലേ ഈ ലോകം നന്നാകൂ എന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് എങ്ങനെ തിരുത്താൻ കഴിയും? ഇല്ലേ? ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിനും കാരണം അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ കാരണമാണ് എന്ന ചിന്ത ഉണ്ടായിരിക്കുന്നവരാണ്. അപ്പം ഈ നിങ്ങളെ പോലെയുള്ളവർ ചെയ്യുന്നത് പോലെ ഖുറാൻ ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഖുറാനിൽ വിശ്വസിക്കാത്തവരോടെങ്കിലും പറയുക. ഖുറാനിൽ വിശ്വസിക്കാത്തവരോട് പറയുക. ഒരു ചെറിയ കാര്യം കൂടി, ഈ ഗ്രൂമിംഗ് ഗാങ്സിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാനതല്ലേ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുന്നത് ഈ ലവ് ജിഹാദ് പോലെയുള്ള ആൾക്കാരെ ആണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ മറ്റൊരു പെട്ടെന്നൊരു അനുഭവം കൂടെ ഞാൻ പറയാം. എന്റെ കൂടെ ഒരു നേഴ്സ് ജോലി ചെയ്യുന്നുണ്ട് കുറെ കാലം, 2-3 വർഷം മുമ്പ്. ഈ പുള്ളിക്കാരി സാധാരണ ബാങ്ക് ഏജൻസി ആയിട്ട് ജോലി ചെയ്യുന്നവരെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ക്രിസ്തുമസ് ഇങ്ങനത്തെ വെക്കേഷൻ എല്ലാം വീട്ടിൽ പോകാൻ വേണ്ടിയാണ് ഇവർ ഈ ഏജൻസി ജോലി ചെയ്യുന്നത് തന്നെ. ഇവര് പെർമനന്റ് ജോലി എടുക്കാത്തത് തന്നെ ഇവർക്ക്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പുള്ളിക്കാരി ഒരിക്കലും പോകുന്നില്ല, ഈ ക്രിസ്മസിനൊന്നും പോകാതെ. ഞാൻ ചോദിച്ചു, നീ എന്താ ഏജൻസി ആയിട്ടും ഈ ക്രിസ്മസിനൊന്നും വീട്ടിൽ പോകാതെ ഇവിടെ ജോലി ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചു, അതിനാ സമാധാനം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, ഈ പുള്ളിക്കാരി ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, മലയാളിക്ക് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. 3 പിള്ളേര്, 2 പെണ്ണും 1 ആണും. 2 ആമക്കളും യൂണിവേഴ്സിറ്റി പോയിട്ട് ഈ ഇംഗ്ലീഷുകാരികളായിട്ടുള്ള മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്ത 2 പിള്ളേരെ കല്യാണം കഴിച്ചു. നല്ല ഒന്നാം തരം ക്രിസ്ത്യനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന, വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് കല്യാണം കഴിച്ചു. ഈ ചെറുക്കന്മാര് മുസ്ലിമായി കഴിഞ്ഞ് വെച്ചിട്ട് ഈ വീട്ടില് നിരന്തരമായിട്ട് ഈ അമ്മയെ മുസ്ലിം ആകാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ്. അതാണ് അമ്മയും പെങ്ങളെ മുസ്ലിം ആകാൻ നിർബന്ധിച്ചു. അതാണ് സമാധാനക്കേടിന് കാരണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി പറഞ്ഞു, അതൊരു വശത്തെ ശല്യം. അതോടെ ആഫ്രിക്കയിലുള്ള ബന്ധുക്കളെല്ലാം ഇവരെ ഒറ്റപ്പെടുത്തി. കാരണം മക്കളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി അവര് മുസ്ലിമായി, അത് നിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മേനെ വഴക്ക് പറയുവാണ്. അപ്പൊ ഒരു തരത്തിൽ ഈ പുള്ളിക്കാരിക്ക് സമാധാനമില്ല. ഇങ്ങനെ സമാധാനമില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് 3 വർഷം മുമ്പ് ഞാൻ തുടക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ വീഡിയോ ഒക്കെ കാണുന്നതും ഒക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ 2-3 കാര്യമൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മകനോട് പോയി ഇത് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതായത് യേശുക്രിസ്തു പറഞ്ഞത് എന്നെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. മുഹമ്മദിനെ പോലെ ആയാല് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് അതേ പറ്റുള്ളൂ, അതിന് 13 കെട്ടാവോ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരാളെ അനുകരിക്കണമെങ്കിൽ ഇത് മതത്തിന്റെ 10 ഗുണങ്ങൾ എന്ന് പറഞ്ഞ് എപ്പോഴും വീഡിയോയിൽ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദിന്റെ അനുകരിക്കാൻ പറ്റുന്ന 10 ഗുണങ്ങൾ പറഞ്ഞതാ, എന്നാ ഞാൻ മുസ്ലിം ആകാമെന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. ഏതായാലും 5-6 കാര്യം ഞാൻ എഴുതി കൊടുത്തു. എന്തായാലും പുള്ളി അത് 2-3 എണ്ണമൊക്കെ മകനോട് ചോദിച്ചു. അതോടെ വീട്ടിലെ അലമ്പ് തീർന്നെന്ന് പറഞ്ഞു. അലമ്പ് തീർന്നു. മുസ്ലിം ആകാനുള്ള നിർബന്ധമില്ല. സമാധാനം വന്നു. പക്ഷെ പ്രശ്നം മക്കള് മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, മക്കളും അതൊക്കെ. എങ്കിലും അലമ്പ് തീർന്നു. മക്കളെല്ലാരും കൂടെ ആഫ്രിക്കയ്ക്ക് ഹോളിഡേക്കൊക്കെ പോയി.
ഞാൻ പറഞ്ഞു പതുക്കെ പതുക്കെ മാറുമായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. ഇങ്ങനെ എത്ര മനുഷ്യര് ഇതുപോലെ ഒരു ഡോക്ടർ വന്നു, ഒരു സ്കോട്ടിഷുകാരനാണ്. ഞാൻ ഡിവോഴ്സ് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോ എന്നാ ഒരു മുസ്ലിം ഡോക്ടറിനെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇയാള് മുസ്ലിമായിട്ടാണ് ഡോക്ടറിനെ കല്യാണം കഴിച്ചത്. ആണുങ്ങളോ പെണ്ണുങ്ങളോ ഇതൊന്നും അറിയുന്നില്ല. നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതേതോ മറ്റേതോ ഒരു സംഭവം നടക്കുന്ന പോലെ നമ്മളിത് പറയും. ഇത് ഇങ്ങനെ ഇതുപോലെ എക്സാജറേറ്റ് ചെയ്ത് എത്ര അനുഭവങ്ങൾ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഡിവോഴ്സായി. ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെക്ഷൽ പ്രെഡേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അതിനെക്കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എനിക്ക് കാരണം ഞാൻ UK അല്ലല്ലോ. പിന്നെ ഞാൻ ഈ താമസിക്കുന്ന ചെറിയ സ്ഥലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും പോസിബിൾ അല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ആവും. കാരണം പോലീസ് അത്രയ്ക്ക് വിജിലന്റ് ആണല്ലോ, എല്ലാ സ്ഥലത്തും അത്രമേൽ വിജിലന്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ UK വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് കൃത്യമായിട്ട് 100% എനിക്ക് നേരിട്ടൊരു അനുഭവം ഇങ്ങനെ ഒരു ഉള്ളതാരും പറഞ്ഞു കേട്ട അറിവ് എനിക്ക് ഇല്ല. അത് അല്ലാതെ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ജെനുവിനിറ്റി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം വളരെ സ്ട്രിക്റ്റ് ആണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ. എന്തായാലും ഷെയർ ചെയ്തതിന് നന്ദി, ഇതുപോലെ ഒരു പരിപാടിയിലേക്ക് വന്നതിന് നന്ദി. ഈ ഒരു ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഒരു അബദ്ധവശാല് ഇതിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇതെന്താണ് സംഭവം? കാരണം ഞാനൊരു ചെറിയൊരു പോസ്റ്റ് പണ്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഇട്ടത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ഉപദേശം എന്നുള്ള രീതിയിലാണെങ്കിലും കൊണ്ടത് വേറൊരു സ്ഥലത്താണ്. അപ്പോഴാണ് നമുക്ക് എന്തോ എന്തായിരുന്നു ആ പോസ്റ്റ്? എന്തായിരുന്നു പോസ്റ്റ് എന്ന് ചോദിച്ചാൽ, അന്ന് ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സിനിമയുടെ ഇതുമായിട്ട് വന്നപ്പോ അന്ന് നമ്മൾ ഭയങ്കര മതേതരയായിട്ട് നിൽക്കുന്ന സമയമാണ്. മതമൊന്നും നമുക്കില്ല, ഭയങ്കര മതേതറയായിരുന്നു ഞാൻ. അപ്പൊ മതേതറയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ആ സിനിമാ പേര് വന്നപ്പം അത് ഞാനന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സീക്രട്ട് ഗ്രൂപ്പുകളിലൊക്കെ പോയി ഒളിഞ്ഞു കയറുന്ന സ്വഭാവവും എല്ലാം വായിക്കുക, ഇങ്ങനത്തെ നിരീക്ഷണം ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പം നമുക്ക് ഐഡികൾ വേറെ ഉണ്ട്, നമ്മൾ പല ഗ്രൂപ്പിലും ഒളിഞ്ഞു കയറും, നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ വായിക്കും, നിശബ്ദമായി നിരീക്ഷിക്കും, ഈ പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം വളരെ പ്രകോപിതരാകുന്നു. അന്ന് നമുക്ക് ഇത്രയും ഇതൊന്നും വന്നിട്ടില്ലല്ലോ. ഈശോ നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ആ സിനിമാ പേരിനെ കുറിച്ച് വളരെയധികം പ്രകോപിതരാകുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊരു ഉപദേശം കൊടുത്തതാണ്. ഈശോ പഠിപ്പിച്ചതല്ല, മുഹമ്മദ് പഠിപ്പിച്ചതല്ല, ഈശോ പഠിപ്പിച്ചത്. ക്ഷമിക്കാനാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രകോപിതരാകണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പോസ്റ്റ് കൊണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതി, ഈശോ പഠിപ്പിച്ചതല്ല മുഹമ്മദ് പഠിപ്പിച്ചതല്ല ഈശോ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമല്ല, കയ്യും കാലും ഒക്കെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഈശോ നോട്ട് ഫ്രം ബൈബിൾ ഒന്ന് പേരിട്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അത് വിട്ടേച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പം 1.4K കമന്റും 500 ഷെയറും ആ പോസ്റ്റിന്. അതിന്റെ താഴത്തെ മലയാളികളുടെ ഞാൻ പറയുന്നത്, മലയാളികളുടെ ഭാഷാ വൈഭവം കണ്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇതിനെല്ലാം കൂടെ മറുപടി കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ എനിക്കും ഒന്ന് കൊണ്ടു എവിടെയോ, ഇതെന്താണ്? അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ മുഹമ്മദ് പഠിപ്പിച്ചത് എന്നാന്ന് പറ. കൈവെട്ടിയത് മുഹമ്മദ് പറഞ്ഞിട്ടാന്നാണ് നമ്മൾ അന്ന് അറിഞ്ഞത്. അന്നത്തെ നമ്മൾ സംഭവം അറിഞ്ഞത് അങ്ങനെയാണ്. അതല്ല, മറിച്ചാണെങ്കിൽ അത് പറയൂ, മറിച്ചാണെങ്കിൽ അത് പറയൂ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു വലിയ ഭൂകമ്പമായിട്ട് ഒന്നും പറയണ്ട. അങ്ങനെയാണ് നമ്മൾ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ. അപ്പോഴാണ് ആരോ പറഞ്ഞു, നമുക്ക് ഇതിപ്പോ ഈശോ പഠിപ്പിച്ചതും പൂർണ്ണമായിട്ട് അറിയത്തില്ല, മുഹമ്മദ് പഠിപ്പിച്ചതും പൂർണ്ണമായിട്ട് അറിയത്തില്ല, ബൈബിള് പോലും ഒരു തവണ വായിച്ചിട്ടില്ലായിരുന്നു അന്ന്. ഈ 19 വർഷമായിട്ടും ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ കുഴപ്പം തന്നെയാ, വേറെ പറയാനൊന്നുമില്ല ആരും. അപ്പോഴ് ഇത് രണ്ടുപേരും പഠിപ്പിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് മുഹമ്മദ് പഠിപ്പിച്ചത് എന്താണെന്ന് പറയാന്ന് പറഞ്ഞാണ് ഇങ്ങനെ ആ അന്വേഷണമാണ് ഇപ്പൊ ഈ വീഡിയോ കോളിൽ എത്തി നിൽക്കുന്നത്. ഈ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഏത് ഡൊമൈനാണ്? ഡൊമിനിയൻ എന്തോ? ഈ ക്രിസ്ത്യൻ ആണെന്ന് പറയുമ്പോൾ ഏത് ഡൊമിനിയൻ ആണ്? റോമൻ കാത്തലിക്. അതല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് മുഴുവൻ അത് വേറൊരു ആംഗിളിലുള്ളതാണ്, അത് എടുക്കില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് മെയിൻ സ്ട്രീം ക്രിസ്ത്യാനികൾ. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ക്രിസ്ത്യാനിയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല.
നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ക്രിസ്ത്യാനിയാണ്. എല്ലാം എടുക്കും. രാവിലെ പള്ളി പോവുക, കല്ലറയിൽ പോവുക, പിന്നെ കഴിഞ്ഞ് പോത്തിറച്ചി മേടിച്ച് വീട്ടിൽ പോവുക. ഇത്രയും ഇങ്ങനെയുള്ള ഒരു എന്താ അങ്ങനെയായിരുന്നല്ലോ കേരളത്തിലെ മുസ്ലിങ്ങളും ഒരു കാലത്ത്, അല്ലേ? അതെ അതെ യെസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് ഇതുപോലെ ഒരു ത്രെട്ട് ഒഴിവാക്കാൻ പറ്റി, ഒരു ട്രാപ്പിൽ വീഴാതിരിക്കാൻ പറ്റി. അതാണ് ഇപ്പം അതിൻ്റെ തീർച്ചയായിട്ടും ഒരു ഔട്ട്കം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യെസ്. ഞാൻ എപ്പോഴും അതാണ് പറയുന്നത്. എനിക്കത് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ പ്രേമിക്കാനൊന്നും വന്നതല്ല, നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെയാണ് ഓരോ സമയത്തും വരുന്നത്. നമ്മളിപ്പോ ആ വീട്ടിൽ പോകുന്നു, ചായ കുടിക്കുന്നു, അപ്പൊ അവിടെ ഒരു പേഴ്സൺ അവിടെ വരുന്നു, നമ്മളെ പരിചയപ്പെടുന്നു. ഇങ്ങനെയാണ് ഇത് ഈ ഒരു ഗാങ്ങിലേക്ക് ഇവർ പെടുന്നത്. ഇപ്പൊ നമ്മൾ കേരള സ്റ്റോറിയുടെ സെയിം തന്നെ. അതിപ്പം നാട്ടിലാവുമ്പോൾ ചെറിയ പെൺപിള്ളേരെ പോകുന്നു, ഇവിടെ ആകുമ്പോഴത്തേക്ക് പ്രായമൊന്നും നോക്കുന്നില്ല. 10 വയസ്സായാലും ഏത് വയസ്സായാലും സിംഗിൾ ആണെങ്കിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു, അതിനുശേഷം ആ ഗ്രൂപ്പിൽ പെടുന്നു, പിന്നെ സ്ലോലി നമ്മളങ്ങ് ഇതിലേക്ക് ആകുന്നു. അതാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്. ഓക്കെ. അപ്പൊ അപ്പോൾ ഇതിലൊക്കെ എന്തായാലും എല്ലാവരും സജീവമായിട്ടുണ്ട്. യെസ്. അപ്പോൾ എന്തായാലും എന്താണ്, ബി വാച്ച്ഫുൾ ഓഫ് ദീസ് ത്രെഡ്സ്. അപ്പോൾ അത് രക്ഷപ്പെടാൻ സാധിക്കട്ടെ, അത്രയും നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഡിങ്കൻ കാക്കട്ടെ. അതെ. ഓക്കെ. അപ്പോൾ താങ്ക്സ്. ഞാനെല്ലാം കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതെ. ഒത്തിരി സന്തോഷം സംസാരിച്ചതില്. യെസ്. അപ്പോൾ ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. ഇതെന്തായാലും ഈ പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇടണം എന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ജീവിക്കുന്ന ഒരാളുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് അറിയുമ്പോഴേ അത് വരട്ടെ, ആളുകൾ കേൾക്കട്ടെ. ഓക്കെ. അതെ, തീർച്ചയായിട്ടും. യെസ്. താങ്ക് യു സോ ഓക്കെ മച്ച്. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. ഓക്കെ. ഭാരത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, സോറി. പറയൂ ഭാരത്, കേൾക്കാമോ? ഹലോ ഹലോ, കേൾക്കുന്നില്ല. ശിവപ്രസാദ് പെട്ടെന്ന് പറയൂ. സൗണ്ട് ലോ ആണ്. പറയൂ, ഇപ്പൊ ഹലോ. കേൾക്കാം. പറയൂ. ഡോക്ടർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഉം, എന്താ പറയാ, ക്രിപ്റ്റോ കറൻസീസ് ഗോൾഡ് ബാക്ക്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു. കമ്മോഡിറ്റി. ഗോൾഡ് ബാക്ക്ഡ് കമ്മ്യൂണിറ്റി ബാക്ക്ഡ് ആണ് അല്ല, അത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ ഗോൾഡ് ബാക്ക്ഡ് ആയിട്ട് 4-5 ക്രിപ്റ്റോ മാത്രമേ ഉള്ളൂ. കറൻസികളെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഉം, അത് ഉം. ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഈ ഓ, എന്താ പറയാ, ഈ ഹമാസ് ഉം, പറഞ്ഞ ഈ ഇസ്രായേൽ പാലസ്തീന യുദ്ധത്തിൽ ഉം, ഈ ക്രിപ്റ്റോ കൂടുതൽ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് എക്സെപ്റ്റ് ഇസ്രായേൽ ഈ ഉം, സെന്റേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഉം, നമ്മുടെ ക്യാഷ് കൊണ്ടുപോയിട്ട് ഉം, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ലീഗൽ ആയിട്ടുള്ള സെന്റേഴ്സ് തന്നെയാണ്. ക്യാഷ് ഉം. കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ക്രിപ്റ്റോ വാലറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ജസ്റ്റ് അതെ. എന്താ പറയാ, ഒരു പേജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉം, അപ്പൊ ഈ പറഞ്ഞ ഇത് ജസ്റ്റ് ഈ ക്യാഷ് കൊടുത്തിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. ഉം, അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിനും എത്തീറിയവും വേറൊരെണ്ണം കൂടി ഏത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടിയായിരുന്നു. അപ്പൊ ആ ഓക്കെ. ഒരു ടൈമിലാണ്, ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ടൈമിലാണ് ഏറ്റവും ഹയസ്റ്റ് പീക്കിലേക്ക് വന്നത്. വന്നിരുന്നത്. കാരണം മിഡിൽ ഉം, ഈസ്റ്റ് മുഴുവൻ ആൾക്കാര് ഈ പറഞ്ഞ ഈ സെന്റേഴ്സിൽ പോയി ഡെപ്പോസിറ്റ് ഉം. ഈ പറഞ്ഞ വന്നതല്ലേ. ലിക്വിഡ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് നേരെ ബിറ്റ് കോയിനിലേക്ക് മാറ്റി അത് ഉം, ഇത് വൺ ടൈം ഉപയോഗിച്ചാൽ മതിയല്ലോ, എന്നിട്ട് അത് ഡിസ്പോസ് അതെ. ചെയ്താൽ പിന്നെ ഉപയോഗിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. അതായത് ഉം, 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 ടെമ്പററി അഡ്രസ് എന്നല്ല, ഒരു അഡ്രസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഉം, പറഞ്ഞ ഇതിലേക്ക് ബിറ്റ് കോയിൻ അയച്ച് പിന്നെ അത് വേറെ ഇവരുടെ ഹമാസിന്റെ ഇതിലേക്ക് കൊടുത്ത് പിന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇനിയും ഉം, വേണമെങ്കിൽ വേറെ അഡ്രസ് ഉണ്ടാക്കാം. ഉം, ഉം, ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വന്നതാണ്. പിന്നെ ഒരു യാ. കാര്യം കൂടിയുണ്ട്. ഈ ഉം, ഗ്രൂമിംഗ് ഗ്യാങ് ഉം, ഈ പറഞ്ഞ UK ഇപ്പൊ അത് മീഡിയ ശക്തമായതുകൊണ്ട് പിന്നെ ഇപ്പോ UK ഒരു റൈറ്റ് വിങ്ങും കൂടി ഉം, വന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ഇത് ഉം. അറിയാൻ പറ്റിയിട്ടുള്ളത്. ഈ അതെ. ഗ്രൂമിംഗ് ഗ്യാങ്ങിനെക്കാട്ടിലും അപകടമായിട്ടുള്ള ഇപ്പോ ഉം, റേപ്പ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇപ്പോ ഉം, ജർമ്മനിയിലുണ്ട്. ഇപ്പൊ ജർമ്മനി റൈറ്റ് വിങ്ങിലേക്ക് എത്തിയിട്ടില്ല ഫുള്ളായിട്ട്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ. എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉം, അതുകൊണ്ടാണ് നമുക്ക് വാർത്തകൾ എത്താതെ. ഈ ജർമ്മനിയില് എന്റെ അനാലിസിസിൽ എന്റെ ഒരു ഡാറ്റ കളക്ഷനിൽ കുറെ ഇൻഷുറൻസ് ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാല് ഉം, ജർമ്മനിയില്
ഈ ഇതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള, അതായത് എന്താ പറയാ, റേപ്പ് ഗ്യാങ് ഉണ്ട്. റേപ്പ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുള്ള ടീംസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ ഈ 4-5 എന്താ പറയാ ഈ റാഡിക്കലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര്, അറബ് റാഡിക്കലിസ്റ്റ് റേപ്പ് ചെയ്തു. അപ്പോ ഈ പെൺകുട്ടി കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്തത്, എന്നെ റേപ്പ് ചെയ്തത് എന്താ പറയാ ജർമ്മൻ പൗരന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് ചെയ്തത്. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഇങ്ങനെ ഇല്ല, ജർമ്മൻ പൗരന്മാര് റേപ്പ് ചെയ്തിട്ടില്ല, അതല്ല ചെയ്തിട്ടില്ല. അവസാനം ഈ പെൺകുട്ടിയെ വീണ്ടും ഡ്രില്ല് ചെയ്ത് വന്നപ്പോഴാണ് പറഞ്ഞത്, എന്നെ റേപ്പ് ചെയ്തത് അറബ് ഫണ്ടമെന്റലിസ്റ്റ് അവരാണ്, അവർക്കെതിരെ ഒരു എന്താ പറയാ ഒരു പ്രക്ഷോഭം ഉണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ. അതായത് സംഭവം ആ പെണ്ണ് ലെഫ്റ്റ് ഹാർഡ് കോർ ലെഫ്റ്റ് ആണ് പെണ്ണ്. അപ്പൊ പ്രശ്നം ഹാർഡ് കോർ ലെഫ്റ്റ് ആണ്. പ്രശ്നം ഇങ്ങനെ എന്താ പറയാ, ഈ ഹാർഡ് കോർ ലെഫ്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ റൈറ്റിന് ഒരു ഗുണം കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ എന്നെ റേപ്പ് ചെയ്തത് എന്താ പറയാ റൈറ്റ് വിങ്ങിലെ ജർമ്മൻ ഒന്നും അല്ലെ, അവിടുത്തെ ജർമ്മൻ പൗരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായി. അപ്പൊ ഇത് അവിടെ ഈ ലെഫ്റ്റ് വിങ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നിൽക്കുന്നോണ്ടാണ് ഈ പറഞ്ഞ ഈ റേപ്പ് ഗ്യാങ്ങിനെ കുറിച്ച് അറിയാത്തത്. ഇപ്പൊ ഇതിപ്പോ ഈ പറഞ്ഞ വേണമെങ്കിൽ ആൾക്കാരെ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അറിയാൻ പറ്റും ഇതുപോലെ. പക്ഷെ അതിപ്പോ ഇനി ഈ ഭാവിയിലേക്ക് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതെ, വെറുതെ പറയുന്നതെന്ന് പറയും. അതെ, കുറച്ച് ബലാത്സംഗങ്ങൾ നടക്കട്ടെ, വേറെ വഴിയില്ല. അയ്യോ അത് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഡോക്ടർ. നമ്മളെ പറയാൻ പാടില്ല നമുക്കറിയാം, പക്ഷേ നമ്മള് ഇപ്പൊ റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ജീവിതം എന്ന് പറയുന്നത് അതല്ല ഞാൻ അതെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പൊ ഇയാള് ഈ എന്താണ് നമ്മളെ ഫീൽഡ് ഇതല്ലേ പറഞ്ഞതല്ലോ, ഏതാ ഫീൽഡ് എന്ന് പറഞ്ഞേ? സോഷ്യോളജി പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് അന്ന് ഡിസ്കസ് ചെയ്ത വിഷയം മദ്രസ പീഡനം എന്തുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, അത് ചർച്ചയാക്കപ്പെടുന്നില്ല എന്ന് ഞാനൊരു മീഡിയ പേഴ്സന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ, അത് നമ്മൾ പറഞ്ഞാൽ അത് സംഖ്യയ്ക്ക് വളമാകും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പം നിങ്ങളുടെ കണക്ക് പ്രകാരം സംഖ്യ വളരുന്നതിനേക്കാൾ അല്ലെങ്കിൽ മദ്രസ പീഡനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ഇതുപോലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭീകരമാണ് ഈ പറയുന്ന വിഷയം, സംഖ്യ വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ അവിടെ ലൈംഗികമായിട്ട് പീഡിക്കപ്പെട്ടോട്ടെ എന്നാണോ നിങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ പറഞ്ഞാൽ അത് ഒരാളുടെ ഒരു മദ്രസ പീഡനമെങ്കിൽ തടയാനാകുമെങ്കിൽ അതല്ലേ നമ്മൾ നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് അവിടെ ആകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ പറയുന്നത് ഈ വിഷയങ്ങൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ, അത് തടയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ അത് അഡ്രസ്സ് ചെയ്താൽ കൊളാറ്ററലായിട്ട് വേറെന്തോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് മിണ്ടാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ക്രൈം അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഡെലിബറേറ്റ്ലി പറഞ്ഞു തന്നെയാണ്, ഈ ബലാത്സംഗങ്ങൾ അത് ഇന്നവിറ്റബിളാണ്. ഇത് ഇവിടെ തടയാനുള്ള വഴികളുണ്ട്, പക്ഷേ തടയാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം ഇതേ കാരണം തന്നെയാണ്, വലതുപക്ഷം വളരുമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു മൗനം അത് വലിയ ദോഷം ചെയ്യും. അതിൽ സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതേപോലെ പണി കിട്ടുമ്പോഴേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ കാത്തിരിക്കുക, വേറെ വഴിയില്ല. ഇന്നലെ നമ്മൾ ഹനന്യ നഫ്താലിയുമായിട്ട് സംസാരിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പലസ്തീനിയൻ അവരുടെ ആ ഒരു പീസ് പ്രോസസ്സിൽ അവർക്ക് എത്രമാത്രം ബിലീഫ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മൾ കേട്ട എന്താണ്, പീസിൽ ബിലീവ് ചെയ്ത് നടന്നിരുന്ന ആ ഒരു പീസ് ആക്ടിവിസ്റ്റിനെ തട്ടിക്കൊണ്ട് പോയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അവർ പിന്നെ പിൻവലിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് ഇതിലെ വിഷയങ്ങൾ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. അപ്പം ഞാൻ ഇപ്പോൾ സാന്ദർഭികമായിട്ട് പറയാണ്, ഹനന്യയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു ഹമാസിൻ്റെ ആളെ വിളിച്ചിരുത്തുന്നത്. ഹമാസിൻ്റെ ആളെ വിളിച്ച് കൊണ്ടുവരൂ, ആരും കിട്ടുന്നില്ല, ആരും വരുന്നില്ല. ഇത് നമ്മൾ പറയുന്നത് മടിയിൽ കനമുള്ള ആളുകൾക്ക് ഭയമുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ആളുകൾ ഇപ്പോൾ നമ്മളുടെ ഇസ്മായിൽ ഹനിയ BBC-യുടെ തോന്നുന്നു റിപ്പോർട്ടറുടെ മുന്നിൽ നിന്ന് മൈക്കും സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി ഓടിയത് കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി അവരുടെ നേരെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഫേസ് ചെയ്യാൻ കഴിയില്ല. അത് കഴിയുന്നത് ആർക്കാണോ അവരെ നമ്മൾ വിളിക്കും, സംസാരിക്കും. ആർക്ക് വേണേലും വരാം. നമ്മൾ ഹമാസിനെ എടുക്കില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അവരോട് നമ്മൾ സംസാരിക്കും. പക്ഷെ വരാൻ അവർ തയ്യാറല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഹമാസിനെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, അത്രയാണ് പറയാനുള്ളത്. എന്തായാലും
ആ, അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിളിച്ചിട്ട് പോലും എന്താ പറയാ കിട്ടാതെ പിന്നെ അവസാനം മലപ്പുറത്ത് വീഡിയോ ഇടാണ് ചെയ്യേണ്ടി വന്നു. വീഡിയോ ആണ് ഇട്ടത്. ചെയ്തത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ പാലസ്തീനിയൻസിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹമാസിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അപ്പിയർ ചെയ്യുന്നില്ല, പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നില്ല? അവരെന്തുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നില്ല? അവർ ഈ ഒളിഞ്ഞും പാത്തും ഇരുന്നിട്ട് ഈ ഗറില്ല യുദ്ധം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വരട്ടെ, നേരിട്ട് വരട്ടെ, എന്നിട്ട് സംസാരിക്കട്ടെ. നമ്മൾ ബോംബിടാനല്ലല്ലോ പറയുന്നത്. അതെന്താ അവർക്ക് സാധിക്കാത്ത? അതിൻ്റെ അർത്ഥം ദേ ഹാവ് സംതിങ് ടു ഹൈഡ്. അത് തന്നെയാണ് അത്. അവരുടെ ഭാഗത്ത് ന്യായമില്ല. കാരണം ഏറ്റവും കൂടുതൽ പീസ് മുന്നോട്ട് വന്നത് ഇസ്രായേലാണ്. ഇത്രയും എന്നിട്ടും ഇത്രയും നാളും എന്താ പറയാ ഈ ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടും അവിടെ എന്താ പറയാ 1 ലക്ഷം 1.5 ലക്ഷം പാലസ്തീനിയൻസ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈയിടെയാണ് അവരെല്ലാം തൂത്ത് പുറത്താക്കിയിട്ട് റിപ്ലേസ് ചെയ്ത് ഇന്ത്യൻസിനായിട്ട് റിപ്ലേസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവര് ഇസ്രായേലീസും ഉത്തരവാദികളാണ്. കാരണം ഈ പാമ്പിനകത്തേക്ക് വലിച്ചിട്ട് വേലിയിടുന്ന പാമ്പിനകത്തേട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ഉത്തരവാദികളെന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേൽ ഓൾറെഡി 20% അടുത്ത് മുസ്ലിംസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു 21% ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ വരുന്ന 1% ഈ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അവിടെയുള്ള 20%നും പ്രശ്നം ഉണ്ടാകുന്നു എന്ന് വരുന്നിടത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില മെഷേഴ്സ് അവർ എടുക്കേണ്ടി വരും. ആ നേരത്ത് പിന്നെ ഇസ്ലാമോഫോബിയ എന്നും പറഞ്ഞ് നിലവിളിക്കരുതെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആവട്ടെ. താങ്ക് യു. എല്ലാ ലൈവിലും ഇതേപോലെ മുടങ്ങാതെ ജോയിൻ ചെയ്യുന്നതിന് വലിയ നന്ദി. ശരി, മുടക്കരുത്. ഓക്കെ, ബൈ. ഭാരത്, ക്ലിയർ ആയോ ഓഡിയോ? കേൾക്കുന്നുണ്ടോ? യെസ്, നൗ ക്ലിയർ. ഇന്നത്തെ ഈ ടോപ്പിക് ഈ ഹിജാബ് ആയതുകൊണ്ട് ജസ്റ്റ് 2 പോയിന്റ് പറയാം എന്ന് വിചാരിച്ചു കയറിയതാണ്. ഒന്ന്, ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു ഈ ഒരു കൾച്ചറൽ ഇൻവേഷൻ എന്നുള്ള ആ ഒരു പോയിന്റ്. പണ്ട് കാലത്തൊന്നും ഇതുണ്ടായിരുന്നില്ലെന്ന്. ഞാനിവിടെ ഞാൻ എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയകളെ കുറിച്ചാണ്. ഇതിനിടയ്ക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഈ അഭിലാഷുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ആ സന്ദീപ് വാര്യറുമായിട്ടുള്ള പുള്ളിക്കാരൻ ഈ മീഡിയ വണ്ണൊക്കെ എന്താ പറയാ, അതൊക്കെ സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഡിബേറ്റിൽ പറഞ്ഞൊരു പോയിന്റ് ആണ് ഇതൊക്കെ എന്താ പറയുക ആൾക്കാരുടെ ചോയ്സ് ആണ്. എന്താ പറയുക, ഹിജാബ് ഇടുന്നത്, പൊട്ട് തൊടുന്നത്, ഈ ഹിജാബും പൊട്ടും തമ്മിലുള്ള ഈ കമ്പാരിസൺ എന്താണ് എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. കാരണം പൊട്ട് എന്ന് പറയുന്ന ആരും മതപരമായിട്ട് ഇടുന്ന ഒരു സിമ്പിൾ അല്ല. അതുപോലത്തെ ക്രിസ്ത്യാനികൾ യൂസ് ചെയ്യാറുണ്ട്, ഹിന്ദുസ് യൂസ് ചെയ്യാറുണ്ട്. അതും ഇവരാരും മതം ആലോചിച്ചിട്ട് ഇടുന്നല്ല. അതൊരു ജസ്റ്റ് ഒരു ബ്യൂട്ടി എന്നുള്ള കാരണം ഒരു പൊട്ടിടുന്നത് ഒരു അഡോൺമെന്റ്, ഒരു ഡെക്കറേഷൻ. സിന്ദൂരത്തിന് അങ്ങനെ എന്തെങ്കിലും സിന്ദൂരത്തിന് ആ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആചാരം പോലെയാണ്. അതും ആരും അങ്ങനെ ഒരു മതത്തിന്റെ ഒരു ആസ്പെക്ട് ഒന്നും അത് കൊണ്ടുവരുന്നുണ്ടെന്ന് അതിട്ടില്ലെങ്കിൽ അവര് മോശക്കാരാണെന്നോ അങ്ങനെ വല്ലതും? എങ്ങനെ അങ്ങനത്തെ ഇതൊന്നും ഞാനും പൊതുവെ അതൊക്കെ എന്താ പറയുക ഇന്നത്തെ യൂത്ത് എന്താ പറയുക യങ് ആയിട്ടുള്ള സ്ത്രീകളും പെൺപിള്ളേരൊന്നും കല്യാണം കഴിഞ്ഞ് അത് യൂസും ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇതെന്തോ ഒരു മതത്തിന്റെ എന്തോ ഒരു വലിയൊരു സാധനമാണ്, സിമ്പിളാണ് എന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് പണ്ട് ഇങ്ങനെ ഓക്കെ കല്യാണം ഈ താലി മാല ഇടുന്ന അങ്ങനത്തെ ഒരു പോയിന്റ്. സോ ഈ ഒരു കമ്പാരിസൺ എന്താ പറയുക, പൊട്ട് തൊടുന്നതും ഹിജാബും എന്താ പറയുക ഈ ചക്കയും മാങ്ങയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് അല്ല. അതെ, അതിപ്പോ അഭിലാഷിനെ പോലെയൊക്കെയുള്ള മാധ്യമ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂണെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളുടെ നിലവാരം ഇതാണെങ്കിൽ പിന്നെ നമ്മളുടെ സാധാരണ ആൾക്കാരുടെ അവസ്ഥ പറയാനുണ്ടോ? ഈ പോയിന്റ് പല ആൾക്കാരും അങ്ങനെ എന്നിട്ട് എന്താ പറയുക ഈ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിബറൽസ് ഒക്കെ പൊതുവെ പറയുന്ന ഒരു സാധനം ഈ പൊട്ട് ഇടുന്നതും ഹിജാബ് ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും മുസ്ലിങ്ങൾ പോലും പറയാറുണ്ടെന്നേ. അതാണല്ലോ പ്രശ്നം. അറിയാം, ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അവിടെയാണല്ലോ വിഷയം. അതാണല്ലോ നമ്മൾ തമ്മിൽ ചേരാതെ പോയത്. ഇപ്പം പുതിയ ചില ബഡന്മാരും ആരിഫിനെതിരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുണ്ടാവുമല്ലോ. നമ്മൾ പിന്നെ തല്ലുപള്ളിയായിട്ട് നടക്കുന്നുണ്ട്. ജയിൽ പുള്ളി. അതെ. തല്ലുപള്ളി ആയതുകൊണ്ട് പിന്നെ നമുക്കത് ശീലമാണ്, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ ഹിജാബിന്റെ ഈ ആൾക്കാർ എന്താ പറയുക ഇത് പിന്നെ ഇവിടുത്തെ ഉള്ള ഇതേപോലെ പൊതുവെ ആൾക്കാർ പറയുന്നത് ഇത് നമ്മൾ പണ്ട് കാലത്ത് ഇട്ട് വരുന്ന സാധനമാണ്. ഒന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞു എന്താ പറയുക ഈ പർദ്ദ ബുർക്ക ഈ സാധനമൊക്കെ 80s 90s ശേഷം വന്നതാണെന്നുള്ളത്. അതൊക്കെ വിട്ടുകളാം. ഇവിടെ നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള ആൾക്കാർ പൊക്കി നടക്കുന്ന ഒരു വിഭാഗം കൂട്ടരാണ് പണ്ടത്തെ മുഗളന്മാർ. ആരിഫിന്റെ മുന്നിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ ഗൂഗിൾ ഇമേജസിൽ പോയിട്ട് ഏൻഷ്യൻ മുഗൾ പെയിന്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ ഉള്ള സ്ത്രീകൾ എങ്ങനെയാണ്. തലയിൽ ചില സ്ത്രീകൾക്ക് ഈ നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്.
ബാക്കിയുള്ള എല്ലാ അതെ. സ്ത്രീകളും പാവടിയും ബ്ലൗസും ഇട്ട് ബോഡിയിലെ പല ഭാഗങ്ങളും എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. സോ ഇതൊന്നും എന്താ പറയാ, ഇനി അതൊക്കെ പെടും. എന്താ പറയാ, മുഗൾ ക്യൂർ ആർട്ട് എന്ന് പറഞ്ഞു നോക്കിയാൽ പല ലെസ്ബിയൻ പെയിന്റിങ്സ് വരെ ഉണ്ട്. സോ ഇവര് ഇസ്ലാമിക ഭരണമായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ. പണ്ട് കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇസ്ലാമിക ഭരണകാലത്ത് പോലും ഉണ്ടായിട്ടില്ല. സോ ഇത് ബേസിക്കലി ആ ഒരു എന്താ പറയാ, ഇത് വഹാബിസമാണ്. യെസ്, വഹാബി ഇൻഫ്ലുവൻസ് ആണ്. ഇതൊരു റിവൈവലിസം ആണ് ഇതിന്റെ പ്രശ്നം. അതെ, അതും ഇതൊരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ, അതൊരു ഫോറിൻ, ഇത് എന്താ പറയാ, മറ്റുള്ള എല്ലാ ഒരു ഗ്ലോബ്, ഒരു പാൻ നാഷണൽ ഐഡന്റിറ്റി ആക്കിയിട്ട് കൊണ്ടുവരുന്നതിന്റെ ഒരു പൊളിറ്റിക്സ് ആണ്. സോ ഇതിനെ ഒരു ചോയ്സ് ആയിട്ടൊക്കെ ആൾക്കാർ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ എന്താ പറയാ തെറ്റായിട്ടുള്ളൊരു പോയിന്റ് ആണ്. തീർച്ചയായിട്ടും. പിന്നെ എന്താ പറയാ, ഒരു ചർച്ചയിൽ ഇപ്പൊ ആരിഫ് നേരത്തെ എന്താ പറയാ, ഒരു ഷെറീഫ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് പറഞ്ഞിട്ട്, അല്ല വേറെ ഏതോ ഒരാൾ എന്തോ കുറച്ച് സൗദിയിലൊക്കെ കഥ പറഞ്ഞപ്പോൾ കമ്പി കഥകൾക്കാണ് മാർക്കറ്റ്. ഈ കമ്പി കഥകൾക്ക് തന്നെയാണ് കേരളത്തിൽ മാർക്കറ്റ്. അതുകൊണ്ട് എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, മുഗളന്മാരുടെ ഇസ്ലാമിക കമ്പി കഥകൾ എന്ന് പറഞ്ഞിട്ട് ഈ മുഗളന്മാരുടെ ഈ പോലത്തെ അന്നത്തെ കുറച്ച് പെയിന്റിങ്ങിന്റെ തമ്പനയിലിട്ടിട്ട് അത് പക്ഷെ പ്രശ്നമാണ്. അത് യൂട്യൂബ് അത് പെട്ടെന്ന് റിമൂവ് ചെയ്ത. അല്ലല്ല, അങ്ങനെ അത് വൾഗർ ഒന്നല്ല, സാധാരണ ജസ്റ്റ് പെയിന്റിങ്സ് ആണ്. എന്താ പറയുക, നോർമൽ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹിന്ദു ആരാണ്, അല്ലെങ്കിൽ മുസ്ലിം ആരാണ്, അല്ലെങ്കിൽ മതമൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. എല്ലാ സ്ത്രീകളും ഒരേപോലെ ഡ്രസ് ചെയ്തുകൊണ്ട് നടന്ന കാലമാണത്. റൈറ്റ്. അല്ലാണ്ട് അതിൽ വൾഗറായിട്ടൊന്നും അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് എന്താ പറയാ, ഈ പറയുന്ന മനസ്സിലായി. അല്ല, ഞാൻ തമാശ പറഞ്ഞാണ്. അല്ല, പ്രശ്നം പറയാം. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ജസ്റ്റ് അങ്ങനെ 2 പോയിന്റ്സ് പറയാന്ന് വെച്ച് കയറിയത്. ഓക്കെ, എപ്പോഴും വളരെ നല്ല മികച്ച പോയിന്റ്സ് ആണ് പറയാറുള്ളത്. താങ്ക് യു. ഓക്കെ, നമ്മുടെ അഡ്മിൻ ജോബ് എങ്ങനെ പോകുന്നു? ഹലോ ഫ്രീ എൻജോയ് ചെയ്യുന്നില്ല? എന്താ പറയാ, പുതിയ ആൾക്കാർ വരുമ്പോഴേ ഈ ഓരോ ആൾക്കാരും പഴയ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കാരണം പണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം തന്നെ ഓരോ ആൾക്കാരും വന്ന് ഇതറിയാതെ. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റമല്ല, നമ്മുടെയും കുറ്റമല്ല. പക്ഷെ നമുക്കതൊരു എന്താ പറയാ, നമ്മുടെ ഒരു ടൈം വേസ്റ്റ് പോലെ ആകുമ്പോൾ നമുക്കതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. അത് ഇത് നമ്മൾ സ്കൂളിൽ ടീച്ചർമാരെ ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. നമ്മള് ടീച്ചർമാര് വർഷം 10 ഇത് വേറെ വഴിയില്ലെന്നേ. ടൈമൊന്നും അങ്ങനെ എന്താ പറയാ, ഒരു ഇൻഡിവിജ്വലി അങ്ങനെ സ്പെൻഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന് റിസോഴ്സസ് കീപ്പ് ചെയ്യണം, എന്നിട്ട് നമ്മൾ അത് ചെയ്യാറുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലുള്ള പൊതുവെ നല്ല പൊതുവെ ആൾക്കാർക്ക് നമ്മളിപ്പോ ഒരു ഡേറ്റ ഒന്നും വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനാലിസിസ് പോലത്തെ ഇതൊന്നും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ആൾക്കാർക്ക് പൊതുവെ എന്താ പറയാ, വല്ല ഖുറാനിൽ വല്ല കമ്പി കഥകൾ ഇട്ട് കൊടുത്താണെങ്കിൽ അതൊക്കെയാണ് ഇഷ്ടം. മനസ്സിലായില്ല? ആൾക്കാർക്ക് അല്ലാണ്ട് ഈ ബ്രെയിൻ അപ്ലൈ ചെയ്യാനുള്ള അത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു അങ്ങനെ ഒരു താല്പര്യം ഉണ്ടല്ലോ എല്ലാ ഇഷ്യൂസിലും കയറിയിട്ട് അതിന്റെ പിന്നാമ്പുറങ്ങളും കണ്ടെത്താൻ. സോ അത് അങ്ങനെ എന്തായാലും നടക്കട്ടെ എന്ന് വെച്ച് മടുക്കരുത്. നിങ്ങളാണ് നമ്മളുടെ ബാക്ക് ബോൺ. ഓക്കെ, അതവിടെ നടക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ പണി ഇപ്പുറത്ത് നടത്താൻ പറ്റുള്ളൂ. എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് അടിപൊളിയാണ്. ആയിക്കോട്ടെ, താങ്ക് യു. ബൈ ബൈ. ഓക്കെ, എം കേൾക്കാമോ? എം പേര് അങ്ങനെ കാണുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ? പറയൂ. ഓക്കെ, ഞാൻ എൻ്റെ 2 എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. ഹിജാബ് ആയതുകൊണ്ട് ആ ടോപ്പിക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പണ്ട് എല്ലാവരും പറയുന്ന പോലെ നമുക്കാർക്കും മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ ഹിന്ദുക്കളാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ സ്കൂളിലായിരിക്കുമ്പോൾ. സ്കൂളിലെ ഫ്രണ്ട്സ് ഹാഫ് സ്ലീവ് നമ്മുടെ യൂണിഫോം ഷർട്ടും സ്കേർട്ടായിരുന്നു. സോ ഹാഫ് സ്കേർട്ടും ഷർട്ടും 2 സൈഡിൽ പിന്നിട്ടിട്ടുണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഓക്കെ, അവരെല്ലാവരും ഓൾ സെക്കുലർ നെയിംസും കൂടെ, പേര് കേട്ടാലും കൂടെ മനസ്സിലാവത്തില്ല ആരാ ഏതാന്നുള്ളത്. ആൻഡ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ വാട്സാപ്പ് ആൻഡ് യൂട്യൂബിലല്ലോ, വാട്സാപ്പ് ആൻഡ് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ ഇവരെല്ലാം ആസ് യൂഷ്വൽ ഹിജാബികളായി മാറിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും ചോദിക്കണമെന്നുണ്ടായിരുന്നു, എങ്ങനെ ചോദിക്കും എന്ന് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട് വിട്ടു. പക്ഷെ മാസാമിനിയുടെ കാര്യം വന്ന സമയത്ത് ആരിഫിന്റെ വീഡിയോ കിട്ടി എനിക്ക്. അപ്പം ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഫോർവേഡ് ചെയ്തിട്ട് ഹൗ ഹാവ് യു മീൻ വാട്ട് മേഡ് യു ചേഞ്ച് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു. അപ്പം
ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും പെണ്ണുങ്ങളെ കൊന്നു കൊടുക്കുമായിരുന്നല്ലോ അവിടെ. അപ്പം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നും കൂടെ ചോദിച്ചു. അപ്പൊ അതിന് റെസ്പോൺസ് ഒന്നും തന്നില്ല. പക്ഷെ ആളുടെ ഒരു പേഴ്സണൽ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് കഴിഞ്ഞ് എനിക്ക് കുറെ ഫോട്ടോസും കുറെ വീഡിയോസും ഫോർവേഡ് ചെയ്തു ആളുടെ. അവരപ്പോൾ ഓണം കഴിഞ്ഞ സമയം കണ്ടാണ്. അപ്പൊ ഇവര് കുറെ ഫ്രണ്ട്സ് എല്ലാം കൂടെ തട്ടം പോയി ഐ മീൻ തട്ടമൊന്നുമില്ല, എല്ലാവരും കേരള സാരി ഉടുത്ത് ഗൾഫിലെ ഏതൊരു കൺട്രിയിലാണ് ഓണം ആഘോഷിക്കുന്നു. കുറെ മുസ്ലിം കുട്ടികളും എല്ലാവരും കൂടെ, മുസ്ലിം ലേഡീസ്, ഇപ്പം എല്ലാവരും പ്രായമുള്ള ലേഡീസ് ആണല്ലോ. അവര് കുറെ വീഡിയോ എടുക്കുന്നു, പിന്നെ ഡാൻസ് കളിക്കുന്നു. സോ എല്ലാം പെണ്ണുങ്ങളെ ഞാൻ കണ്ടുള്ളൂ. സോ ദേ വാണ്ട് ടു എൻജോയ്. പക്ഷെ ദർ ഇസ് എ ഒരു ഫിയർ ഫാക്ടർ ഉണ്ട്. ഈ പേടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു ഒരു ചോയ്സ് അല്ല. ബബിൾ ഓർ there is something in the society that they have created അല്ലെ, ലാസ്റ്റ് ഒരു 2 decades ക്രിയേറ്റ് ചെയ്തത് കാരണമാണ് അവർ പുറത്തേക്ക് വരാത്തത്. ഇവരുടെ പ്രൊഫൈൽ പിക്ചർ ഒക്കെ എങ്ങനെയാണെങ്കിലും അവരുടെ റെഗുലർ ലൈഫ് ദേ വോണ്ട് ടു ഹാവ് ഫൺ. അപ്പം പെണ്ണുങ്ങൾ ആർ റെഡി ടു ബ്രേക്ക് ഓപ്പൺ. ഓക്കെ, സോ അതിനൊരു ട്രിഗർ ആയിട്ട് നിങ്ങളെല്ലാം പ്രവർത്തിച്ച് ആയിട്ടില്ല, അത്ര എത്തിയിട്ടില്ല. സോ പ്ലീസ് കണ്ടിന്യൂ യുവർ വർക്ക്. ഇത് ഒരു ലേഡിയുടെ റിയാക്ഷൻ ആണ്. പക്ഷെ ഇതേ വീഡിയോ ഞാൻ എൻ്റെ ഒരു മെയിൽ അക്വൈൻറ്റൻസിന് ഫേസ്ബുക്കിൽ ഞാൻ അയച്ചു കൊടുത്തു. കാരണം ആള് ഭയങ്കര ആന്റൈ മോദി ആണ്. പിന്നെ എപ്പോഴും ഹിജാബ്, ഇവിടെ ഹിജാബ് നടന്നപ്പോൾ ഭയങ്കര പോസ്റ്റും ബഹളവും ഒക്കെയാണ്. അപ്പൊ ഞാനിത് മെസ്സേജ് ചെയ്ത് ചോദിച്ചു, സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് വൺ? സോ ഇതിനെപ്പറ്റി ഒന്നും കണ്ടില്ല പോസ്റ്റ്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അപ്പം ഇപ്പൊ പെട്ടെന്ന് ഓഫീസിൽ എന്തോ ഗ്ലോബൽ, ആളും മിഡിൽ ഈസ്റ്റിലാണ്, അപ്പം ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട്, ഗ്ലോബൽ പോളിറ്റിക്സിനെ പറ്റി ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ഐ ഡിഡ്ന്റ് എൻകറേജ്, ഐ ഡിഡ്ന്റ് ഗോ ഫോർവേഡ് വിത്ത് ദ ഡിസ്കഷൻ. കാരണം ഇനിയിപ്പം ഇന്ത്യയെ പറ്റി എന്തും എഴുതാം. പക്ഷേ ഗ്ലോബൽ എവിടെയാണോ ആൾക്കാർ കൊല്ലപ്പെടുന്നത് അത് പറയാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഐ ആം ജസ്റ്റ് സേയിങ്, ഒരു മുസ്ലിം ആണിന്റെയും ഒരു മുസ്ലിം പെണ്ണിന്റെയും രണ്ട് വ്യത്യസ്തമായ ഒരു അവസ്ഥ പറയാ. ആൻഡ് പറയുകയാണെങ്കിൽ ദാറ്റ് മെയിൽ ഇസ് മച്ച് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഡൂയിങ് വെൽ, പക്ഷെ യുനോ സ്റ്റിൽ ആ തിങ്കിങ് ഇസ് സ്റ്റിൽ വെരി ഇസ്ലാമിക് ഓർ കൺസർവേറ്റീവ്. ഓക്കെ, അപ്പോൾ എന്തായാലും അനുഭവങ്ങൾ ഇതുപോലെയുള്ളത് മികച്ച അനുഭവങ്ങൾ തന്നെയാണ്. ആ പെൺകുട്ടികളായിട്ട് വീണ്ടും കോണ്ടാക്ട് ഉണ്ടോ? ആൻഡ് പിന്നെ ഞാൻ മീറ്റ് ഒക്കെ ചെയ്തു. അപ്പം ആള് തട്ടൊന്നും ഇടാതെ, സോ ദേ ഓൾ വാണ്ട് ടു ബി നോർമൽ. പക്ഷെ പക്ഷെ ഇതിലെ വിഷയം എന്താന്ന് വെച്ചാല്, ആ പെൺകുട്ടികൾ പോലും അവരങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടൊക്കെ ശരിയാണ്. അവർ പോലും ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറും ഒരു ഘട്ടം എത്തുമ്പോൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇതിൻ്റെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ മഹ്സാമിനിയുടെ വിഷയമൊക്കെ നമ്മൾ പറയുന്നു, അതെല്ലാം നമ്മൾ ചെയ്തു. ഇറാനിയൻസ് ആയിട്ടുള്ള ഇതിനെതിരെ സംസാരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട്, ചില ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ, ലേഡീസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ, അവർ ഹിജാബ് അവർക്ക് പ്രശ്നമാണ്, റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച റെയ്സി അവർക്ക് പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. പക്ഷേ ഈ ഹിജാബ് ഇസ്ലാമിൻ്റെ നിയമമാണെന്ന് അവർക്ക് അറിയില്ല. അവർ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ ഹിജാബ് ഇങ്ങനെ ഇവർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വരുമ്പോൾ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇസ്ലാമിന് കുഴപ്പമില്ല എന്നാണ് അവർ പറയുക. അതാണ് ഇതിലെ വിഷയം. ഇതറിയാത്ത ആളുകൾ, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അത് ഇൻഡിറക്ട്ലി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇസ്ലാമിക് ടോപ്പിക്കിലോട്ട് പോയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു 2 വീഡിയോ അയച്ചു കൊടുത്താൽ പിന്നെ സ്ട്രീമായിട്ട് അവരുടെ യൂട്യൂബിൽ അറ്റ്ലീസ്റ്റ് ആരിഫിന്റെ മുസ്ലിംസിന്റെ കാണുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. സോ അങ്ങനെ. പിന്നെ സിൻസ് ഐ ഗോട്ട് യു ഓൺലൈൻ, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈവൻ മൈ ബ്രദർ ഇസ് എൻ atheist, ഐ ആം എൻ agnostic, and my mom നല്ലൊരു വിശ്വാസിയായിരുന്നു. അപ്പം പക്ഷെ നമുക്ക് ആർക്കും തമ്മിൽ പ്രോബ്ലം ഇല്ല. എവറിബഡി ഗോട്ട് അലോങ് വെൽ. തിരിച്ച് വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ബ്രദറിനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവുന്നു. ആൻഡ് അതേ ഒരു മോം വാസ് എ ടീച്ചർ. അപ്പം അതേപോലെ ആരിഫിന്റെ അമ്മയും ഒരു ടീച്ചറായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലാത്തത് എന്താന്ന് ഞാൻ ജസ്റ്റ് വണ്ടറിങ്. കേരളത്തിലെ ഒരു ടീച്ചറെ യെസ്, അതാ ഞാൻ പറഞ്ഞത്. അതായത് മതമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ മതത്തിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ ഇടയിലും പെട്ടുപോകാതെ അവരുടെ സാഹചര്യങ്ങളിലുള്ള എല്ലാ പ്രിവിലേജസും ഉപയോഗിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുകയും ടീച്ചറാവുകയും ചെയ്ത എൻ്റെ മാതാവ് ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് മതം തലയിലേക്ക് കയറുന്നു. അവർ
അതുവരെ ഉണ്ടായിരുന്ന സംഗതികൾ മുഴുവൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ മതമാണ് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ മതത്തിൻ്റെ നിയമമാണ് പിന്നീട് അവർ അപ്ലിക്കബിൾ ആക്കുന്നത്. അവിടെയാണ് നമുക്കിതൊക്കെ നേരിടേണ്ടി വന്നത്. അപ്പോൾ മതം നമ്മളെ ഈ മതത്തിനെ നമ്മൾ എതിർക്കേണ്ടി വരുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ മതത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഒരു തെറ്റായ കാര്യം നന്മയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ അതിന് മതം തന്നെ വേണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത് മതത്തിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം. ഓക്കെ, എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി. താങ്ക് യു. ബൈ. യെസ്. ഓക്കെ, ആളുകൾ ഇനി വെയിറ്റിംഗ് ഉണ്ട്. വെയിറ്റ് ചെയ്യുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് ലൈനിലാണ് പോകാൻ കഴിയുള്ളൂ. ഡാ മോനെ പറയടാ. കേക്കാമോ? പറയ്. ഞാനൊരു ഒരാഴ്ച മുമ്പേ ഞാൻ ആരിഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 1-2 ആഴ്ചയാണെന്ന് തോന്നുന്നു. ആ സമയം നമ്മളിങ്ങനെ ഈ ആരിഫിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് പേര് ബിനോയ് എന്നാണ്. ബിനോയ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ച എന്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോ ഞാൻ കൊല്ലംകാരനാണ്. കൊല്ലത്ത് പള്ളിമുക്ക് അറിയാമോ? നമ്മുടെ കൊല്ലം. അതന്നെ, നമ്മുടെ എന്താ പറഞ്ഞ മാദിനിയുടെ സ്ഥലം. അപ്പൊ അവിടെ ഞാൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഞാൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ മുസ്ലിം അല്ല. അപ്പൊ ഞാൻ വളരെ ഓപ്പൺ ആയിരുന്നു എനിക്കപ്പോ. പക്ഷെ ഇവരുടെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ഫ്രണ്ട്സ് ആവുമ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോജക്ട് വർക്കൊക്കെ ഇൻവോൾവ് ആവും. പിന്നെ അങ്ങനെ എന്താ പറയുക കളിക്ക് എടുക്കുക അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇവർ വീടിനകത്ത് കേട്ടത്തില്ല. ഔട്ട് ഹൗസിൽ കണ്ടുകൊണ്ട് നമ്മളെ ഇരുത്തും. മനസ്സിലായില്ലേ? വീട്ടിനകത്ത് എനിക്കത് അപ്പൊ എനിക്ക് അന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ കാര്യമെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ വീട്ടിലുള്ളവര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കത്തില്ല. അതേസമയം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അവരടുത്ത് പേഴ്സണലി പിള്ളേരാകുമ്പോൾ, എസ്പെഷ്യലി പിള്ളേരാകുമ്പോൾ പേരൻസ് ഒക്കെ ചോദിക്കും, മോനെ എന്തുണ്ട്, എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, പഠിക്കുന്നുണ്ടോ, അതുണ്ടോ? ഇത് അങ്ങനെ ഒന്നുമില്ല, നോ ഇന്ററാക്ഷൻ. അപ്പൊ എനിക്കത് വിയേർഡായിട്ട് തോന്നി. പക്ഷെ നമ്മൾ ആ സമയം അത് വിടും. മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പുറത്ത് യൂറോപ്പിൽ പഠിക്കാൻ പോയോ. അപ്പൊ പഠിക്കാൻ പോയ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പാലസ്തീനും ഈജിപ്തും പിന്നെ ഇറാനിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ കുറെ എന്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയമാണ് അവര് നമ്മളെ അങ്ങ് വളരെ ഒരു ഏലിയൻ പോലെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ അടുത്ത് ചിരിക്കത്തില്ല, നമ്മുടെ അടുത്ത് വർത്താനം പറയത്തില്ല. അപ്പൊ നമ്മളൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഈ ഹോസ്റ്റൽ മിക്സഡ് ഹോസ്റ്റലാണ്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ തൊട്ട് മുമ്പില് ആ റൂമില് ഒരു പലസ്തീനിയനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയൊക്കെ ചെയ്യുന്നത് ആറബ്സ് ആണ്. അപ്പൊ മോസ്റ്റ്ലി ഈജിപ്ഷ്യൻസ് പോയി വരും, പിന്നെ ബംഗ്ലാദേശികളും പോയി വരും. പക്ഷെ ഈ ബംഗ്ലാദേശികൾ എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവരവിടെ വന്ന് പഠിക്കണം, എടുക്കണം. പക്ഷെ അവരുടെ വിശ്വാസമൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ മിണ്ടാതെ ഇരിക്കുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഭയങ്കരമായിട്ടുള്ള നമ്മൾ വരുന്ന എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയാണ് അവർ കാണുന്നത് തന്നെ. അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ റൂം തുറക്കത്തില്ല. അവർ റൂമിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ അങ്ങനെ ഒരു രീതിയാണ്. അപ്പൊ എനിക്ക് പതുക്കെ പിന്നെ അതിനകത്ത് പിന്നെയാണ് ഞാൻ അവിടെ പോകുമ്പോഴാണ് ഈ ഷിയ സുന്നി എന്നുള്ള വ്യത്യാസം തന്നെ മനസ്സിലാവുന്ന അപ്പോഴാണ്. കാരണം ഇപ്പോഴത്തെ ഇറാൻകാരനുണ്ട് എന്റെ അപ്പുറത്തെ റൂമിന്റെ തൊട്ടപ്പുറത്ത്. അപ്പൊ ഇവര് ഈ ഇറാൻ എന്ന് പറയുമ്പോൾ അവര് വലിയ വിശ്വാസം അവർക്ക് എന്തോ ഇല്ലാത്ത ആൾക്കാരാണ്. വിശ്വാസം കുറവാണ് ഇറാനിൽ നിന്ന് പുറത്ത് വന്ന യങ്സ്റ്റേഴ്സ്. അപ്പോ എന്താ പറഞ്ഞ പിന്നെ ഇടയ്ക്കോ എപ്പോഴോ ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവര് തമ്മിൽ ഭയങ്കര ശത്രുതയാണ്, ഈ ഷിയയും സുന്നിയും തമ്മിൽ, എസ്പെഷ്യലി പാലസ്തീനിൽ വന്ന ആൾക്കാർ. അപ്പം അവര് ഞാൻ എപ്പോഴോ കേട്ടു അവരിങ്ങനെ നമുക്ക് അവന്മാരെ അടിക്കണം എന്നുള്ള വർത്തമാനം എനിക്ക് തോന്നുന്നു. അപ്പോഴെനിക്ക് ഇത് ക്ലിയർ ആയിട്ട് ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിയുമ്പോഴും എനിക്ക് കുറച്ച് പേര് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഫ്രണ്ട്സ് ഇറാനിയൻസ് ആണ്. മറ്റവർ നമ്മളായിട്ട് അങ്ങനെ അടുത്തില്ല. ഫേസ്ബുക്കിലൊക്കെ കോണ്ടാക്ട് ഉണ്ടെന്നല്ലാതെ അതിനപ്പുറം ഒന്നും പോയിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ ജോലിയായിട്ട് പിന്നെ ഞാനിപ്പോ താമസിക്കുന്ന കാനഡയിലാണ്. അപ്പൊ കാനഡയിൽ ഇവിടെ വന്നപ്പോ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു 10 വർഷം മുമ്പേ വന്നതാണ്. അപ്പൊ ഇവിടെ ഇവര് കുറവായിരുന്നു, ഈ മുസ്ലിംസ് കുറവായിരുന്നു. പക്ഷെ പിന്നെ ഒരു ലാസ്റ്റ് 5 years ഭയങ്കരമായിട്ട് ഇവര് വന്നിട്ട് ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടകളിലെ അവർ വന്നൊരു സ്റ്റോർ അങ്ങ് സ്ഥാപിക്കും. എന്നിട്ട് അതിനകത്ത് ആറബ് സ്റ്റോർ,
എന്നിട്ട് വെജിറ്റബിളും കാര്യങ്ങളും എല്ലാം, എന്നിട്ട് ഇവരെല്ലാരും അവിടെ നിന്നേ മേടിക്കുള്ളൂ. തൊട്ടപ്പുറത്ത് വേറെ സ്റ്റോർ ഉണ്ടെങ്കിലും, വെള്ളക്കണ്ട സ്റ്റോർ ഉണ്ടെങ്കിലും അവിടെ നിന്ന് മേടിക്കില്ല. ഇതെല്ലാം അവിടെ തന്നെ. പിന്നെ നെക്സ്റ്റ് അടുത്ത് ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഈ കാനഡയിൽ പാർക്കുകൾ നമുക്ക് ഇത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. പാർക്ക് റിക്രിയേഷണൽ പാർക്സ് ഉണ്ട്, പാർക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ നടക്കാൻ ഇറങ്ങുമ്പോൾ ഈ പാർക്കുകളൊക്കെ അഡോപ്റ്റഡ് ബൈ മുസ്ലിം കമ്മ്യൂണിറ്റി പാർക്കുകൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഇവരെല്ലാരും ആ പാർക്ക് അങ്ങ് ഒക്കുപ്പൈ ചെയ്യുക. ഇപ്പൊ 1-2 പേരൊന്നുമല്ല കേട്ടോ, ഇതങ്ങ് ഒരു 10-100 പേരാ ചിലപ്പോ ഈ പാർക്കിൽ അങ്ങ് വരുന്നത്. എസ്പെഷ്യലി സമ്മർ ടൈമിലാണ് ഇവര് പുറത്തിറങ്ങുന്നത് കൂടുതൽ. അപ്പൊ ഇവരെല്ലാരും അതങ്ങ് ഒക്കുപ്പൈ ചെയ്ത് നമുക്ക് വേറൊരാൾക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി മാറുന്നുണ്ട്. അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു ഏലിയനേഷൻ ഇവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാനഡയില് ഞാൻ ഇപ്പൊ കാനഡയിലെ കാര്യം പറഞ്ഞത്. കൊല്ലത്തെ സിറ്റുവേഷൻ ഇപ്പൊ എന്ത് പറഞ്ഞ, കാരണം നാട് വിട്ട് കുറെ വർഷങ്ങളായി. അപ്പൊ ഞാനിവിടെ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതിപ്പോ കൂടുതലായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നു, കൂടുതലായിട്ട് അവരുടെ കൾച്ചർ ഇവിടെ അഡോപ്റ്റ്, ഇവിടെ ഇത് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് സ്ലോലി ഒരു ടേക്ക് ഓവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഭാര്യ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരി ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇന്റേണലി സർക്കുലർ വരാറുണ്ട്. ഇന്റേണലി സർക്കുലർ വരുന്ന ഇസ്ലാമോഫോബിയ നമുക്ക് അധികം ഇത് ചെയ്യരുത്, അധികം എൻഡോഴ്സ് ചെയ്യരുത്. എന്നിട്ട് ഇതിനകത്ത് തന്നെ ഒത്തിരി മുസ്ലിങ്ങളാണ് കൂടുതൽ ഉള്ളത്. എന്നിട്ട് അവരതെല്ലാം ഇങ്ങനത്തുള്ള കൂടുതലും പ്രോ മുസ്ലിം ആയിട്ടുള്ള ഐഡിയാസും അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ യൂറോപ്പിൽ ഇപ്പൊ സംഭവിക്കുന്നതിന്റെ ഒരു അടുത്ത ചാപ്റ്റർ നടക്കാൻ പോകുന്നത് കാനഡ പോലത്തുള്ള രാജ്യങ്ങളിലാണ്. അപ്പൊ ഞാനാണെങ്കിൽ നാട് വിട്ടു ആദ്യമേ കൊല്ലത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, അവിടെ ജോലി കിട്ടില്ല. എന്നിട്ട് ഞാൻ പുറത്തു പോയി പഠിച്ചു, അവിടുന്നും പിന്നെ ഞാനിപ്പോ കാനഡയിൽ വന്നു. ഇനി ഇവിടുന്നും തിരിച്ച് എവിടെക്കോടെങ്കിലും പോകേണ്ട സിറ്റുവേഷൻ ആയോ എന്നുള്ളൊരു തോന്നലാണ് എന്റെ മനസ്സിലുള്ളത്. ഇനിയിപ്പോ ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലം സൗദി അറേബ്യയാണ്. അങ്ങോട്ട് പിടിച്ചു. അതെ, ഞാൻ കുറച്ചാൾ മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടു, ഒരു 2-3 ആഴ്ചയാണെന്ന് തോന്നുന്നു. അവിടെ സൗദിയിലെ ഒരു ബീച്ചില് ബിക്കിനി പർദ്ദയുണ്ട്, തലേ കൂടുന്ന പർദ്ദയല്ലോ, എന്ത് പറഞ്ഞ നിക്കാബോ, അതുകൊണ്ട് ഹിജാബ് കറക്റ്റ്. എന്നിട്ട് ദേ ആർ വെയറിംഗ് ബിക്കിനി, ബോട്ടംലെസ് ബുർക്കിനി. അപ്പൊ ഇത് ഇട്ടുകൊണ്ടുള്ളൊരു ഫോട്ടോ ആണ് ഞാൻ അത് കാണുന്നത്. അപ്പൊ സൗദിയൊക്കെ ഇത്രയും മാറ്റം വരുന്നല്ലോ. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംപോവറിഷ്ഡ് ഉള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ വന്ന് അവരുടെ ഇൻഫ്ലുവൻസ് അങ്ങ് കൂട്ടി കൂടുതൽ എക്സ്ട്രീമിസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, വെസ്റ്റേൺ ഡെവലപ്ഡ് രാജ്യങ്ങളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അതേസമയം അറബ് രാജ്യങ്ങളൊക്കെ മാറി തുടങ്ങി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണല്ലോ, അവിടെ ഈ മാറ്റങ്ങളൊക്കെ വന്നു. അവിടെ MBS പുതിയ പെണ്ണുങ്ങളെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കുന്നു. അവിടെ പിന്നെ പാട്ടിന്റെ കൺസേർട്ടുകള്, പിന്നെ സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്തു. ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ലിക്കർ വരെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് അവിടെ വരുന്നു. ബട്ട് ഓൺ ദ കോൺട്രറി, അവിടുന്ന് ഈ പുറത്ത് വരുന്ന ആൾക്കാരെല്ലാം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ വന്ന് ഇവിടെ അങ്ങ്, ഇപ്പൊ UK ഇപ്പൊ അറിയാലോ, UK ഇപ്പൊ ഓൾറെഡി ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞു, ഫ്രാൻസിൽ ഓൾറെഡി ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ അടുത്ത് നടക്കുന്ന ഈ കാനഡ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇവിടെ വരുന്ന മലയാളികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കാനഡ ഇസ് ഡൂംഡ്. ഒന്നുകിൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഖാലിസ്ഥാനികൾ, ഏതെങ്കിലും ഒരു വഴിക്ക് തീരും. അതാണ് ഈ പാവി എന്നിടം പാതാളം എന്നുള്ള അവസ്ഥ എന്റെ. അതെ. അപ്പൊ എന്തായാലും കൊണ്ടേ പോവുള്ളൂ. ഓക്കെ, നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളിവിടെ ഇന്ത്യക്കാരെ അടിച്ചു പൊളിച്ചോളും. അത് ആരിഫിനൊരു കാര്യം അറിയാം, ഇവിടെ ഈ ഖാലിസ്ഥാനികള് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനികളാണ്. അപ്പൊ നമ്മൾ ഇവിടെ വീഡിയോസ് ഉണ്ട്, നമ്മുടെ ഈ ടൊറന്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഖാലിസ്ഥാനികൾ അവരുടെ ഈ കുറച്ചാൾ മുമ്പ് പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് അവര് ഈ പാകിസ്ഥാനി ഫ്ലാഗുകളാണ് അതിന്റെ കൂടെ പോകുന്നത്. അപ്പൊ പാകിസ്ഥാനികളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻസ് അപ്പുറത്ത് നിന്ന് ഇന്ത്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻസിനെ അടിക്കാനായിട്ട് ഇവന്മാർ 2 വരും. കാരണം ഇന്ത്യൻസിന്റെ ഒരു പോപ്പുലേഷൻ കുറവാണ് ഇവരായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം അറിയാൻ കഴിഞ്ഞതിൽ. അപ്പൊ ഇനി ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വിളിക്കാം. ഞാൻ ആരിഫിന്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്ന് തോന്നും, പക്ഷെ സമയം കിട്ടാറില്ല. ഞാൻ ആക്ച്വലി ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തായിരുന്നു. ഹലോ, അല്ല, എനിക്ക് ഇങ്ങനെയുള്ള ഈ പരിപാടി നമ്മൾ വെക്കണ തന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് സംസാരിക്കാനുണ്ട്, ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ
ഈ പരിപാടി ഇതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം ഒരു പേഴ്സണലി സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയവും ഇവിടെ ഇല്ല. എല്ലാം നാട്ടുകാർ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി. ഇടയ്ക്ക് ജോയിൻ ചെയ്യും. യെസ്, ഓക്കെ, ബൈ. ഓക്കെ, നൗഫൽ ഷാജഹാൻ പറയൂ. വെൽക്കം ടു ഹബീബി, വെൽക്കം ടു കേരള. ഞാനായിരുന്നു സംസാരിച്ചില്ല, ആവേശ് കുമാർ. ആ ആവേശ് കുമാറാണ് ഈ ആവേശ് കുമാർ. അത് ശരി, നമസ്കാരം. എന്താ ഇപ്പോൾ ജോയിൻ ചെയ്തത്? എന്താ വർത്താനം? സുഖം. ഹിജാബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹിജാബിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ മറ്റേത് പറഞ്ഞത് നിങ്ങളോട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതാണോ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ വന്നത്. ഏത് കാര്യം? 2050 ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആവുന്നല്ല പറഞ്ഞ. അങ്ങോട്ടൊക്കെ നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോഴാ അത് മാറിയ. അത് ആരിഫക്ക പറഞ്ഞ 2050 ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആണെങ്കിൽ കൂടി നിങ്ങൾ സംസാരിച്ചാൽ പോലും ഇസ്ലാമിനെ വിമർശിച്ചാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതാണ് ഇസ്ലാം എന്ന. 2050 ഇസ്ലാമിക രാജ്യം ആവോ ഇന്ത്യ? എന്തിനാവുന്ന? ഇന്ത്യ മതേതര രാജ്യമല്ലയോ? ഇന്ത്യ മതേതര രാജ്യമല്ലയോ? മതേതര രാജ്യം ആണ്. അതങ്ങനെ തന്നെ ഉണ്ടാവും 2050. 2050 അല്ല, 3000 ആയാലും. അപ്പൊ ഞാൻ ചോദിക്കണത് ഇസ്ലാമിക രാജ്യം നിങ്ങളവിടെ കയറി ചൊറിഞ്ഞില്ലേ കുഴപ്പമില്ല. അതല്ല, ഇസ്ലാമിക രാജ്യം ആക്കേണ്ടതുണ്ടോ ഇന്ത്യയെ? അതോ ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതിയോ? എന്തിന് ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതിയോ? നമ്മള് ഇന്ത്യക്കാരെ നമ്മൾ യുദ്ധം ചെയ്തേക്കുന്നത് ഒരിക്കലും അറബികളോട് വന്നു പോയിട്ടുണ്ടല്ലോ. നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ? അറബികളോട് കുറെ കാലം ഉണ്ടായിരുന്നു. നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടില്ല. എന്താ അതിന്റെ ആവശ്യമില്ല. അറബികളോടോ? നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടില്ലെന്ന്. ഇസ്ലാമികളോട്, മുഗളന്മാരോട് യുദ്ധം ചെയ്തിട്ടില്ലേ? മുഗളന്മാരോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഗളന്മാരെല്ലാം നല്ലവരാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അപ്പൊ അറബികൾ എന്ന് പറയുമ്പോ എന്താണ് അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ അറബികളും നല്ലവരാണോ? എല്ലാ അറബികളും നല്ലവരല്ല. എല്ലാ യുക്തിവാദികളും നല്ലവരാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? എല്ലാ യുക്തിവാദികളും നല്ലവരാണോ? അത് പറ ആദ്യം. അത് പറ. നൗഫല് നല്ലവനാണോ? ഞാൻ എന്റെ വീക്ഷണത്തിൽ ഞാൻ നല്ലവനല്ല. അല്ല. അതെന്താ? എന്താ കുഴപ്പമുള്ള? 2 കുഴപ്പം പറയും. എന്റെ കുഴപ്പം എന്താണ്? എന്റെ വീക്ഷണത്തിൽ ഞാൻ നല്ലവനല്ല. ആവേശം കുറച്ച് കൂടുതലാണല്ലേ? ആവേശം കുറച്ച് പ്രായത്തിന്റെ ആയിരിക്കും സംഭവം. അതെ, ഞാനാണെങ്കിൽ 6 അടിച്ചാനെന്നുള്ള ആ ചിന്ത അത് നല്ലതല്ല. ഞാനാണെങ്കിൽ 6 അടിച്ചാനെന്നുള്ള ചിന്തയിലിക്ക ഇക്കടെ സംസാരിക്കുന്ന അല്ല. നമ്മള് സംഭവം നിങ്ങൾ നിരീശ്വരവാദി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ ആരായാലും ഒന്ന് ഫാനായി പോകും. അതിപ്പോ നമ്മള് ഫാൻ ആവണ്ടേ അല്ല. നാണക്കേടിന്റെ ഒന്നുമല്ല, നിങ്ങളുടെ സംസാര ശൈലി അങ്ങനെയാണ്. അത് ശരി. ഓക്കെ, എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഈ പാതിരാത്രിക്ക്, അതും സുബൈക്ക് എഴുന്നേറ്റ് സുബൈ നിസ്കരിക്കേണ്ട ആളാണ്. ആ ആള് ഇത് ഈ സമയത്ത് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ അത് ഞാൻ സമ്മതിച്ചു. അതിന്റെ മുന്നിൽ സല്യൂട്ട്. നിങ്ങളും നമ്മളും സമമായിട്ടുള്ള ഒരു വാക്യത്തിൽ വാരിക്കുക. നമ്മൾ ആദ്യം ലായിലായെ പറ്റി സംസാരിക്കും, പിന്നെ ഇല്ലള്ളയെ പറ്റി പറയാം. ഞാൻ അന്നും പറയാൻ വരെ സമ്മതിക്കൂല. നമുക്ക് ആദ്യം ലായിലയെ പറ്റി സംസാരിക്കാം, പിന്നെ നമുക്ക് ഇല്ലള്ളയിലേക്ക് വരാം. അത് ആ വിഷയങ്ങളൊക്കെ ഫോണിൽ വിളിക്കുക. അത് നമുക്ക് ഫോണിൽ സംസാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ഇതിൽ വേണ്ട. ഇതിൽ നമുക്ക് ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ഉണ്ട്. നമുക്കത് ഫോണിൽ വിളിച്ചാൽ നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വിളിക്കാം. നമുക്ക് ബാക്കി ആവേശ് കുമാർ റീലോഡഡ് നമുക്ക് സംസാരിച്ചു. ആവേശ് കുമാർ റീലോഡ് ഒന്നല്ല, അതന്നെ. നിങ്ങൾ കാരണം മാനം പോയ ഒരു പ്രൊഫഷണൽ കില്ലർ. മാനൊന്നും പോയിട്ടില്ല. നിങ്ങളോട് തീർച്ചയായും താഴെ എനിക്ക് ഇതിന് താഴെ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര കമന്റ് വരുമെന്ന് എനിക്കറിയാം. നല്ല രീതിയിലെ കമന്റ് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിട്ടും മൈൻഡ് ആക്കാത്ത നമുക്കറിയാമല്ലോ. നമുക്ക് ആർക്കാർക്ക് മനസ്സിൽ അറിയാം. അല്ല, ഇതിനു മുമ്പ് നേരത്തെ ബിനോയ് എന്ന് പറയുന്ന ഒരു പുള്ളി സംസാരിച്ചില്ലേ? ആരും മനസ്സിൽ നിന്ന് പറയാം, പച്ചക്കള്ളമില്ല ആ പുള്ളി പറഞ്ഞ. നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ്. നിങ്ങൾ സൽക്കാരത്തിൽ നമ്മൾ മോശക്കാരാണോ? എന്താണ് സൽക്കാരത്തിൽ നമ്മൾ മോശക്കാരായിരുന്നോ? ഇക്കാടെ ചുറ്റുപാടും സത്യസന്ധമായി മനസ്സിലായില്ല. സൽക്കാരത്തിന് മോശക്കാരാണോ? അതാ ഒരാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല, അയാളെ മാറ്റി നിർത്തി. അതേത് മുസ്ലിമാണ്? ഇക്കാടെ വീട്ടിൽ വന്ന പറയുന്നത്
നൗഫൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തീവ്രവാദികളെ കുറിച്ചും എക്സ്ട്രീമിസ്റ്റുകളെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അത് മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തെ. ബിനോയ് പറഞ്ഞത് ബിനോയുടെ കേക്ക്, സ്ലോ ഡൗൺ. ബിനോയ് പറഞ്ഞത് ബിനോയുടെ മുന്നിൽ വന്ന് നിന്നിട്ടുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നല്ലേ ബിനോയ് പറഞ്ഞത്? എല്ലാ മുസ്ലിം അങ്ങനെയാണെന്ന് ബിനോയ് പറഞ്ഞോ? ഇല്ലല്ലോ. അത് ബിനോയ് കാണുന്നതിന്റെ പ്രശ്നമാണ്, ബിനോയുടെ കണ്ണിന്റെ പ്രശ്നമാണ്, അല്ലെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അതെങ്ങനെയാ ശരിയാവുക? ബിനോയുടെ മുന്നിലുണ്ടായിരുന്ന ആളുകൾ ബിനോയോട് പെരുമാറിയത് അങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ആ എക്സ്പീരിയൻസ് ശരിയല്ല എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇതൊരുമാതിരി ഹോമിയോ ഡോക്ടർമാരെടുത്ത് വന്നിട്ട് നമ്മളെ പറയാറുണ്ടല്ലോ, എൻ്റെ മറ്റേ മൂലക്കൊരു മാറിയത് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അതല്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ തിരുത്താൻ കഴിയും? അത് അവരുടെ അനുഭവമാണത്, അവരെ മുന്നിൽ കണ്ട കാര്യമാണത്. അതിനെ നമ്മൾ ആ വിലയ്ക്ക് നമ്മൾ എടുക്കുക, അതല്ലേ വേണ്ടത്. എന്താണ് ഒരു അനുഭവം ഒരാൾ പറയുമ്പോൾ അത് അനുഭവമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുക. അതിനെ വെച്ച് ജനറലൈസ് ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത് എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് ബിനോയ് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇക്ക അപ്പൊ ബ്ലോക്ക് ചെയ്തില്ലല്ലോ. ഇക്ക സംസാരിക്കാൻ നേരം എല്ലാ മുസ്ലിങ്ങളും അങ്ങനല്ല എന്നൂടെ ഇക്ക നോട്ട് ചെയ്യോ? ഇല്ല, അതിന്റെ പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എന്താ എനിക്ക് പറയേണ്ട ആവശ്യമുള്ളത്? ഇക്ക രാവിലെ തൊട്ട് അഹോരാത്രം പണിയെടുത്തിട്ടും പറ്റുന്നില്ല. അതിന്റെ ആവശ്യമില്ല എനിക്ക്. അതായത് ഒസാമ ബിൻ ലാദൻ അയാളെ കുറിച്ചിട്ട് ഒരാൾ അനുഭവം പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒസാമ ബിൻ ലാദനെ പോലെയാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അയാൾ പറയുന്ന ഒസാമ ബിൻ ലാദനെ കുറിച്ചാണ് എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് ആ ചിന്ത മാറ്റ്. ഒസാമയെ കുറിച്ച് പറയും മഅദനി ഒരു തീവ്രവാദിയാണെന്നുള്ള വാദം താങ്കൾക്കുണ്ടോ? മഅദനി എന്റെ റിലേറ്റീവ് ആണ്. ആളൊരു ഭീകരവാദിയാണോ? അല്ലേ? ഇല്ല, ഒരിക്കലും അല്ല. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം. ഇപ്പൊ മനസ്സിലായ എന്താണ് പ്രശ്നമാവുന്നത്? എങ്ങനെയാണ് പ്രശ്നമാവുന്നത്? മഅദനി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രശ്നമാവുന്നത്? മഅദനി പ്രസംഗിച്ച് നടന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാം കേട്ടുള്ളൂ. മഅദനി പ്രസംഗിച്ചതും കേകന്നൂർ മൗലൂട്ടും കൂടെ എല്ലാം കേട്ടുള്ളൂ. മഅദനി പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഇവിടെയുള്ള ഇപ്പൊ ജോസഫ് മാഷയുടെ കൈവിട്ട് കഴിഞ്ഞതിന് ശേഷം മഅദനി പ്രസംഗിച്ചത് അങ്ങനെ നബിയെ കുറിച്ച് കേക്കൂ സ്ലോ ഡൗൺ കംപ്ലീറ്റ് ചെയ്യട്ടെ, ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ജോസഫ് മാഷിയുടെ കൈ വെട്ടിയ സംഭവത്തിന് ശേഷം മഅദനി പ്രസംഗിച്ചത് കേട്ടിരുന്നോ? എന്താ പറഞ്ഞ? ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ മഅദനി പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടുണ്ടെന്ന്? കൈ വെട്ടിയത് പറഞ്ഞിട്ടത് കേട്ടിട്ടില്ല. മഅദനി പറഞ്ഞത് കേൾപ്പിക്കണോ? എന്താ പറഞ്ഞെന്ന്? വേണ്ട, ഞാൻ കേട്ടോളാം. അത് വേണ്ട, നമുക്ക് കേട്ടിട്ട് പോവാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയണമെന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ പറ്റി എന്താ ഒന്നും സംസാരിക്കാതെ? നമ്മളിപ്പോ മഅദനിനെ കുറിച്ചല്ലേ പറയുന്നത്, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഗുജറാത്തിനെ കുറിച്ച് പറയാം. ആദ്യം മഅദനി ഒരു ഭീകരവാദിയാണോ അല്ലയോ എന്നുള്ള കാര്യം ആദ്യം നമുക്ക് തീരുമാനമാക്കാം, എന്നിട്ട് പോയാ പോരെ. എന്ത് പറയുന്നു? ഒരു സെക്കൻഡ്, ആ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. ഇതിങ്ങനെ ടെലഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് പണി എളുപ്പമാണ്. അറ്റവും മൂലം എടുത്തോണ്ട് വരല്ലേ? അറ്റവും മൂലമൊന്നുമല്ല. ഇല്ല, മുഴുവിപ്പിക്കുന്ന പരിപാടി ആരിഫില്ല. അറ്റവും മൂലേ ഉള്ളു. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഒരു മിനിറ്റ്. നിങ്ങളെ സമയം നിങ്ങളെ തിരുത്തട്ടെ. നിങ്ങളുടെ സമയം നിങ്ങളെ തിരുത്തട്ടെ. ഏത് സമയം? ഏത് സമയമാണെങ്കിലും. ഈ മദ്രസ ജീവികളുടെ അടുത്ത് പറയുന്ന ഡയലോഗ് ഒന്നും ഇവിടെ ഒന്ന് പറയില്ല നൗഫലെ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ 99% പൊട്ടത്തരങ്ങളല്ലേ വിളിച്ചു പറയാം. ഒരു പൊട്ടത്തരം നമുക്ക് കേൾക്കാം. 1000 പൊട്ടത്തരങ്ങൾ മാറ്റി പറയുമായിരിക്കും. അതാണോ മതം? അല്ല, നിങ്ങളെ ബന്ധുവായ മഅദനി പറഞ്ഞ പൊട്ടത്തരം നമുക്ക് കേൾക്കാം. വെയിറ്റ്.
ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എന്താ? ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക്. ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ നീണ്ടു കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ആ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അല്ലാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത് ന്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ച വാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാണംകെട്ട മൂന്നാംകിട എംപോക്കി പ്രൊഫസറായാലും, അതല്ല ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിൽ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല, ആരായാലും ശരി. എന്ന് മാത്രമല്ല, ആക്ഷേപിക്കുന്നത് അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല, ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല, പ്രവാചകനെ ആക്ഷേപിക്കുന്നത് സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു തിരുമുമ്പില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടു മുമ്പിൽ അബൂ ഉബൈദ ഇരിക്കുമ്പോൾ, അബൂ ഉബൈദയുടെ പിതാവ് ബിലാൽ വീരനായ വിജിഗീഷുവായ യുദ്ധവീരനായ യുദ്ധതന്ത്രജ്ഞനായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല, ചുരുക്കുകയാ ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട്, മുഹമ്മദേ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂ ഉബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ നബിയെ? എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അത്താണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെയോ നബിയെ? ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു. അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ എവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്, അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബ പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു. ആരും ആണത്തമുള്ളവർ നിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാനെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂ ഉബൈദത്തുൽ ജറാഹ് അതാ ചാടിയിറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക്. പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്ത് കൊണ്ടിറങ്ങി തന്നെ വാള് പിടിക്കാൻ പഠിപ്പിച്ച, തന്നെ പരിചരിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ വീര്യം തനിക്ക് പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അതാ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ചിൽച്ചിൽ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, തീപ്പരികൾ പറക്കുമ്പോൾ, സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അത് അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു തലാന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. ഫുട്ബോൾ പോലെ പറന്നു പോകുന്ന തല ആരുടേതായിരുന്നു? അബൂ ഉബൈദയുടെ പിതാവിന്റെ തലയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ തല പറന്നു പോയിട്ട്, വെട്ടി ആ തല പറന്നു പോയിട്ടും അബൂ ഉബൈദ കൊണ്ട് മതിയാക്കിയില്ല. വാളുണ്ട് എന്ന് കടച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ, എന്ത് തോന്നുന്നു കേട്ടിട്ട്? കേട്ടൊന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. വളരെ സമാധാനപരമായിട്ടുള്ള സംസാരം അല്ലേ? ആണ്. ആരിഫ്ക ഒരു ചോദ്യം അല്ല വെയിറ്റ്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. നബിയെ ആക്ഷേപിച്ച വ്യക്തിയുടെ തല
സ്വന്തം മകൻ വെട്ടിയപ്പോൾ അത് പറന്നത് ഏത് ബോൾ പോലെയാണ്? ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, ടെന്നീസ് ബോള്? ഏത് ബോളാ? ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, ടെന്നീസ് ബോള്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാ ജീവിതത്തിൽ? അല്ല, ഏത് ബോളാ പറ. നിങ്ങൾ അമ്മാവൻ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ ചോദിക്കണേ. ഇതിന് ഉത്തരം പറ. ആരെ സ്നേഹിക്കുന്നെന്ന് പറ. നിങ്ങളുടെ ആവേശകുമാറിന്റെ അമ്മാവൻ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറയട്ടെ. എനിക്ക് പറയാൻ സമ്മതിക്കും. അമ്മാവൻ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയൂ. ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും, എന്നിട്ട് മുന്നോട്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നിനക്ക് 2 തന്തയാണോ 3 തന്തയാണോ എന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ഉത്തരവാകുന്നത്? ഇത് ഞാൻ ചോദിച്ചതല്ലോ. ഇത് ഇവിടെ നിങ്ങളുടെ മഹദനി അമ്മാവനാന്നല്ലേ പറഞ്ഞേ? അമ്മാവൻ ചോദിച്ച കാര്യമാണ് ചോദിക്കുന്നത്. റിലേറ്റീവ് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ഫുട്ബോൾ ആണോ, ക്രിക്കറ്റ് ആണോ, ടെന്നീസ് ബോൾ ആണോ? ഏത് ബോൾ പോലെയാണ് സ്വന്തം വാപ്പാന്റെ തല നബീനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ അവിടെ തല്ലിത്തെറിപ്പിച്ചത്, വെട്ടിത്തെറിപ്പിച്ചത്? ഞാൻ ചോദിക്കുന്നത് മറുപടി പറഞ്ഞു. അല്ല, ഇത് ചോദിച്ചതിന് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് പോവാലോ. അതെങ്ങനെയും പോട്ടുക. അതങ്ങനെ ആയിരിക്കുമല്ലോ. സത്യനിഷേധികൾക്ക് പിന്നെ പല രീതിയിലും വെക്കൂടെ. ചിലപ്പോ എന്ന് വെച്ചാൽ സത്യനിഷേധികളുടെ തല വെട്ടാമെന്ന്. അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ടല്ലോ വെട്ടാമെന്ന്. എങ്ങനെ വെട്ടാമെന്ന്? ഏത് രീതിയാണ്? സാഹചര്യം എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാക്കിയില്ല. സത്യസന്ധത എന്നെ കാണാത്തൊരു ശക്തിയെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാ. ഈ ശക്തിയെ വിശ്വസിക്കുമ്പോ ഈ പറയുന്ന ഇക്ക സ്നേഹിക്കുന്ന, ഇക്ക കാണുന്ന ഒരു ശക്തി, അതായത് ഉമ്മയും വാപ്പയും ഇക്ക സ്നേഹിക്കുന്നുണ്ട്. ഈ ഉമ്മയെ പറഞ്ഞ ഇക്കൊക്കെ നോവോ ഇല്ലയോ? അതിന്റെ എത്ര ഇരട്ടിയാണ് റസൂലിനെ പറ്റി പറയുന്നത്? ഉമ്മാനെ പറഞ്ഞ എനിക്ക് നോവും. ഇനി എന്റെ ചോദ്യം അടുത്തത്. ഉമ്മാനെ കുറിച്ച് പറയുന്നു, നബീനെ കുറിച്ച് പറയുന്നു. ഇതിൽ രണ്ടുപേരെ കുറിച്ച് ഒരുമിച്ച്, നൗഫലിന്റെ ഉമ്മാനെ കുറിച്ചും നൗഫലിന്റെ നബീനെ കുറിച്ചും ഞാൻ ഇപ്പോൾ ഒരു തെറി വിളിച്ചാൽ ഇതിൽ ഏത് തെറിയാണ് നൗഫൽ ആദ്യം പ്രതികരിക്കുക? ഇസ്ലാം ഏത് തെറിയോട് ആദ്യം പ്രതികരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെയല്ലേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ഉമ്മാനേക്കാളും വലുതാണ് നബി, അത്ര ഇവിടെ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ തല വെട്ടിയെടുക്കാൻ നടന്നത്. അതാ ഇപ്പൊ ഇവിടെ പറഞ്ഞു തന്നത്. തല വെട്ടിയെടുക്കാതെ എത്രയോ മുസ്ലിങ്ങളുണ്ട്. അക്രമത്തിനും എത്രയോ മുസ്ലിങ്ങളുണ്ട്. നമ്മളിവിടെ ഒരു ഭീകരവാദി പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. ഭീകരവാദി അല്ല എന്ന് പറഞ്ഞല്ലോ. ഈ സംസാരിച്ച ആള് ഭീകരവാദമാണോ പറഞ്ഞത്? അദ്ദേഹം ചെയ്തെന്നാണോ പറഞ്ഞത്? അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞോ? മഅദനി ഭീകരവാദത്തിനാണോ ഇപ്പൊ കൂട്ട് വെച്ചത്? അദ്ദേഹം ചെയ്തു എന്നോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഒരു വരി ഇക്ക ആ ഇട്ട ഓടിയക്കകത്ത് അദ്ദേഹം ഒരു തെറ്റ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞതിനെ പറ്റി, ആ തെറ്റിനെ പറ്റി ഇക്ക സംസാരിച്ചില്ല. ആ തെറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യത്തെ പറ്റി ഇക്ക ആലോചിച്ച് വേവലാതിപ്പെട്ട ഒരു കാര്യമില്ല. ആ തെറ്റുണ്ടായതിനെ പറ്റി സംസാരിക്കും. ഇതിനെ പറ്റി സംസാരിക്കും. ഞാനൊന്ന് സംസാരിക്കട്ടെ. തെളിവാണ് വെച്ച് കാണിച്ചത്. തീവ്രവാദമാണ് ഇപ്പോൾ പറഞ്ഞത്. അത് തീവ്രവാദമാണോ അല്ലേ? പറഞ്ഞാൽ മതി. അത് തീവ്രവാദമാണോ അല്ലേ? അത് തീവ്രവാദമാണോ അല്ലേ? യെസ്, അതൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ മഅദനി ഇവിടെ സംസാരിച്ചത് തീവ്രവാദമാണോ അല്ലേ? ഒരിക്കലും അല്ല. അതിന് കാരണക്കാരും തീവ്രവാദികളല്ലയോ? അത്രേ ഉള്ളൂ. ബാക്കി രാവിലെ 9 മണിക്ക് വിളിക്കാം. ഓക്കെ, യെസ്, അല്ലെങ്കിൽ തീരൂല. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിലെ കോയക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ഗൂഗിൾ പറയൂ. കേൾക്കാമോ? ഗൂഗിൾ മ്യൂട്ടഡ് ആണേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. ഹലോ ആരിഫ്, കേൾക്കുന്നുണ്ടോ? യെസ്, പറയൂ. പറയൂ. കുറച്ച് വെയിറ്റ് ചെയ്തു. കുഴപ്പമില്ല. ഞാൻ കുറെ കാലം ഞാൻ ആരിഫിന് കുറെ പ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് റെസ്പോൺസ് എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 5-6 മാസം മുമ്പ് ഞാൻ ആക്ച്വലി ആരിഫിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ അച്ഛൻ അത്യാവശ്യം നല്ലൊരു കെട്ട BJP ആളാണ്. സോ അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഐ എം ബേസിക്കലി ഫ്രം പാലക്കാട്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ പാലക്കാട്, ബട്ട് ഐ ലിവ് ഇൻ ഹൈദരാബാദ് നൗ. ഓക്കെ, സോ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആൻഡ് അതിന്റെ ഓണർ വന്ന് മുസ്ലിമുമാണ്. ഓക്കെ, അപ്പൊ ഞാൻ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത്, ഞാൻ അവിടെ പോയില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി.
എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ എന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഒരു അച്ഛന്റെ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പലചരക്ക് കടയാണ് ഉള്ളത്. അപ്പോ അവിടെ ഒരു 10-15 വർഷം മുമ്പുമായിരിക്കും നിറയെ അവിടെ ലൊക്കാലിറ്റിയിലുള്ള കുറേ മുസ്ലിംസ് അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓഫ് ലേറ്റ് വരുന്നില്ല, ആരും അത്രയ്ക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറെ ആൾക്കാര് അവിടെ വന്ന് സാമാനങ്ങൾ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആരുമില്ല. ഇത് ഞാൻ തന്നെ വിറ്റ്നസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ആക്ച്വലി അവരുടെ റിലീജിയസ് ലീഡേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുസ്ലിം ആയിട്ടുള്ള വേറൊരാളുടെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, സോ ദാറ്റ് യു കോൺട്രിബ്യൂട്ട് ടു ദ എക്കോണമി, ടു ദ മുസ്ലിം എക്കോണമി എന്ന് പറഞ്ഞതായിട്ടാണ് അച്ഛൻ പറയുന്നത്. എനിക്ക് ഞാൻ കേട്ടിടത്തോളം എനിക്കത് കുറച്ചൊക്കെ ഒരു ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് എനിക്ക് എങ്ങനെയാണ് അച്ഛനോടത് ഇതിപ്പോ ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി അച്ഛനോട്. ബട്ട് എനിക്ക് അച്ഛനെ റിവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇക്കാര്യത്തിൽ. അപ്പൊ അച്ഛൻ പറയുന്ന അവരല്ലേ തുടങ്ങിയത്, അപ്പൊ അവരെ ആദ്യം നിർത്തട്ടെ എന്നാ പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ പോയി എന്ന് വെച്ചാൽ എവിടെ പോയി നിൽക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വാങ്ങിക്കാൻ പറയുന്നു, അവർ അവരുടെ വാങ്ങിക്കാൻ പറയുന്നു. അതെ, അങ്ങനെയായി. ഒരു 5 വർഷം മുമ്പ് ക്രിസ്ത്യാനിറ്റിയില് മീൻസ് ഇപ്പം നിങ്ങളുടെ വിശ്വാസത്തിൽ, ക്രിസ്ത്യാനിറ്റി അല്ല, നിങ്ങളുടെ വിശ്വാസത്തിൽ അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ ഇസ്ലാമിൽ നിയമമുണ്ട്. ആ നിയമം നമുക്കൊന്ന് വേണമെങ്കിൽ കാണാം. ഞാനിവിടെ മുന്നേ പലപ്പോഴും പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഇതൊരു ഫത്വയാണ്. ഇതൊരു ഇറച്ചി വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ക്യാൻ യു ബൈ മീറ്റ് ഫ്രം എ നോൺ മുസ്ലിം ബുച്ചർ ഹു സേസ് ദാറ്റ് ഇറ്റ് ഈസ് ഹലാൽ? കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ആരിഫ് ഒരിക്കൽ മുമ്പ് ഇത് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള. അപ്പൊ ഇതില് ഒരു ഉത്തരത്തിന്റെ 2 ഭാഗമാണുള്ളത്. It is better for you to buy the meat you need from Muslims because this is more on the safer side and there is less likely to be any doubt concerning it. You will also be helping Muslims to continue their work for which there is need in the Western countries. Moreover, the Muslims undoubtedly deserve this business more than others. It is sufficient for the Muslim to feel that he is renewing his bonds of faith with his Muslim brothers every time he forsakes the stores that are owned by kuffar that may be closer to him or sell goods for cheaper prices to buy from his brothers in faith. ഇതാണ് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യും. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആര് ഫോളോ ചെയ്യുന്ന പറയുന്നത്? ഇത് അറിയുന്ന ആൾ ഫോളോ ചെയ്യുന്ന പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീടിന് അടുത്ത് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ബാബുവേട്ടൻ്റെ കടയുണ്ട്, സദാനന്ദേട്ടൻ്റെ കട ഉണ്ടായിരുന്നു, മൊയ്തുക്കാടെ കട ഉണ്ടായിരുന്നു, അങ്ങനെ പല പല കടകളുണ്ട്. പക്ഷേ നമ്മളുടെ തലയിലേക്ക് ഈ സാധനം ഒന്നുമില്ല. അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരാരെയും നമുക്ക് പിണക്കാൻ കഴിയില്ല. സദാനന്ദേട്ടൻ നമുക്ക് വേണ്ട ആളാണ്, ബാബുവേട്ടൻ നമുക്ക് വേണ്ട ആളാണ്, മൊയ്തുക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ നമ്മൾ ഈ 3 പേരുടെ അടുത്തുനിന്നും സാധനങ്ങൾ മാറി മാറി വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് സാധാരണ വിശ്വാസികൾ, അവിശ്വാസികൾ, മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും ചെയ്യുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആക്ഷനാണത്. അത് ആരെയും പിണക്കണ്ട, എല്ലാവർക്കും കിട്ടണം, എല്ലാവരെയും നമ്മൾ അവിടെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ചിന്ത തന്നെയാണത്. നമ്മൾ സാധനം വായിക്കുമ്പോൾ എല്ലാവർക്കും ഗുണം കിട്ടുന്നു എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആ ബോധ്യത്തിലേക്ക് ഒരു വൈറസ് കയറുകയാണെന്ന് വിചാരിക്കുക. ആ വൈറസ് ഒരു മതമാകുന്നു എന്ന് വിചാരിക്കുക. ആ മതത്തിൻ്റെ പേര് ഇസ്ലാമാണെന്ന് വിചാരിക്കുക. പിന്നെ അയാൾ സദാനന്ദേട്ടൻ്റെ കടയിലും പോവില്ല, പിന്നെ അയാൾ ബാബുവേട്ടൻ്റെ കടയിലും പോവില്ല. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഉടനെ വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ നമ്മൾ എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചല്ല ഈ പറയണത്. ഈ തലയിൽ കൊണ്ടു നടക്കുന്ന ഈ വൈറസ്, അത് കയറിയ ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെ തന്നെ പറഞ്ഞേ നമുക്ക് പറ്റുള്ളൂ. അതിപ്പോ മുമ്പ് ഉണ്ടായിരുന്നില്ല ആ സംഭവം. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അതെ. അപ്പൊ ഈ വൈറസ് ഇപ്പൊ സ്പ്രെഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. ഇതിനെയാണ് നമ്മൾ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഞാൻ ഒരു 10-20 വർഷത്തിന് മുമ്പൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു.
അപ്പൊ അവിടെ ആ ദേവീക്ഷേത്രത്തിലൊക്കെ ഇൻഫാക്ട് ഈ മുസ്ലിം വിമൻ വന്നിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. തട്ട് വിട്ടുകൊണ്ട് അകത്ത് വന്ന് പ്രാർത്ഥിക്കായിരുന്നു മുമ്പൊക്കെ. ഞാൻ പറയുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ട്, എനിക്ക് 10 വയസ്സ് ആ സമയത്ത്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനത്തെ സംഭവമില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതൊക്കെ ഒരു അത്യാവശ്യം നല്ലതായിരുന്നു മുമ്പൊക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, അപ്പൊ അച്ഛന്റെ കാര്യമാണെന്ന് വെച്ചാൽ, എനിക്ക് അച്ഛൻ എങ്ങനെയാ ഇത് ഈ അച്ഛന് മനസ്സിലുള്ള ആ വിദ്വേഷം ഉണ്ടല്ലോ, എനിക്കത് അത് എളുപ്പമല്ല മാറാൻ. അത് എളുപ്പമല്ല മാറാൻ. അത് പക്ഷെ അദ്ദേഹം നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഇത് അവരുടെ കുഴപ്പമല്ല, അവരുടെ മതത്തിന്റെ കുഴപ്പമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അതേ വഴിയുള്ളൂ. അത് അച്ഛനറിയാം. എന്നിട്ടൊന്നും എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവുന്നില്ല. സൊല്യൂഷൻ എളുപ്പമല്ല. ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ വലതുപക്ഷം ശക്തി പിടിക്കുന്നത്. അതാ ഞാൻ ഈ വെക്കുന്നത്. ഇതൊരു ഫൈറ്റിലേക്ക് പോകുന്നതിന്റെ കാരണം തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയാണ് ഇത് പോവുക. ഇത് തടയണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സ്വയം കറക്റ്റഡ് ആവണം. അതിനാണ് നമ്മളിത് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇത് നേരെയാവുള്ളൂ. അല്ലാതെ ഇത് റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പ്രശ്നം നേരിടുന്ന ആളുകളല്ല ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നടക്കേണ്ട ആളുകൾ. ഇത് മുസ്ലിങ്ങൾ ഇത് തകർക്കുന്നു. സാമുദായിക അന്തരീക്ഷം, ഇത്തരത്തിലുള്ള പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അതിന് എങ്ങനെയാണ് വിഷം കലക്കുന്നത്? ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അവരുടെ സ്വന്തം അവസ്ഥയാണ് അവർ കുഴിയിൽ കൊണ്ട് ഇറക്കി വെക്കുന്നത്. ഓക്കെ, എന്തായാലും അച്ഛനോട് പറയും, ഇതാണ് കാര്യം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാങ്ങിക്കാൻ പറ. ഓക്കെ, അച്ഛൻ ഓൾറെഡി ആരിഫിന്റെ സബ്സ്ക്രൈബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛന് ഞാൻ 2-3 പ്രാവശ്യം അച്ഛൻ ആരിഫിന്റെ വീഡിയോ കാണണമെന്ന് ഞാൻ. അപ്പൊ അച്ഛനൊരു ഹായ്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും നടക്കട്ടെ. വിദ്വേഷം, അത് മതത്തോടുള്ള വിദ്വേഷം, വ്യക്തികളോടുള്ള വിദ്വേഷം ആകാതെ നോക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ്. ഓക്കെ, താങ്ക് യു. ബൈ. യെസ്. ഒരു അവസാനത്തെ ഒരു വ്യക്തി കൂടി വന്നിട്ടുണ്ട്. രഞ്ജിത്ത് ആണ്. രഞ്ജിത്ത് പറയൂ. വറോട്ട് പറമ്പിൽ. സോറി, രഞ്ജിത്തിന് മുന്നേ ഉള്ള ഒരാൾ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്, ജോർജിലേക്കും കൂടി ഒന്ന് പോവാം. ജോർജ് പറഞ്ഞിട്ട് രഞ്ജിത്തിലേക്ക് പോവാം. പറഞ്ഞോളൂ ജോർജ്. ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം, പറയൂ. ഓക്കെ, ഞാൻ ഹെഡ്ഫോൺ ആയിരുന്നു, അതുകൊണ്ടാ. താങ്ക് യു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും കയറാൻ നോക്കിയായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഞെക്കുമ്പോൾ ലൈൻ തെറ്റിപ്പോവും. പിന്നെ ഞാൻ ഔട്ടാവും, പിന്നെ ഞാൻ ഉറങ്ങിപ്പോവും. അതാണ് സ്ഥിരം. പിന്നെ എന്നാ വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇതായിരുന്നു ആവേശ കമ്മിറ്റി അല്ലേ? ആവേശ കുഞ്ഞിനെ കണ്ടു. താങ്ക് യു. അവരുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കരമാണ്. പറഞ്ഞത് ഭീകരവാദമാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്താ അവരോട് പറയാ? അതുപോലെ മതം തലക്ക് പിടിച്ച് പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഹിജാബിന്റെ കാര്യം ഞാൻ രാവിലെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, ഇത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഈ 96% ഉണ്ടായിരുന്ന ഒരു ഇതില് ഞാൻ ചെയ്ത് നോക്കി. ഞാൻ ജസ്റ്റ് ആരിഫിന്റെ ഇതിലാണ് കണ്ടത്. ഞാൻ പോയി ഡബിൾ ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 7 ഗ്രൂപ്പില് ഈ ഇംഗ്ലീഷ് ഗ്രൂപ്പുണ്ട്. ഈ ഇസ്ലാമിന്റെ ഇത് ശരിക്കും ഡീബങ്ക് ചെയ്യുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കില്. അപ്പൊ അതിനകത്തെല്ലാം ഞാനിത് പോസ്റ്റ് ചെയ്തു. എന്നാ തെറിയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഇപ്പൊ ഞാനാണ് നിരോധിച്ച അവസ്ഥയിലാണ് ഇവന്മാരെല്ലാം കൂടെ എന്റെ മണ്ടക്കോട്ട് കാണുന്നത്. അയ്യോ. പിന്നെ ഞാൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആരിഫ് ഇപ്പൊ എവിടെയാ നാട്ടിലെ? ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യം. നാട്ടിലാണല്ലേ? ഞാനിങ്ങ കേരളത്തിലാണെന്ന് കൂട്ടിക്കോളൂ. കേരളത്തിൽ എല്ലാം ഒരുപോലെയാണല്ലോ. ഇപ്പൊ എവിടെയും ആയിക്കോട്ടെ. എവിടെയും ആയിക്കോട്ടെ. ഇപ്പം ഇത് വിട്ടിട്ട് ഇപ്പോഴും മെഡിക്കൽ പ്രൊഫഷൻ ആണോ ചെയ്യുന്നത്? അതേ വീണ്ടും
പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറെ പറയാം. ഓക്കെ ഓക്കെ, വിട്ടേര്. ഞാനോർത്ത് പബ്ലിക് ആയിരിക്കും കേട്ടോ. ഓക്കെ, അതെ. ഇടയ്ക്കിടയ്ക്ക് ഈ ഹോമിയോ ഡോക്ടറിന്റെ കാര്യമൊക്കെ പറയുന്നോണ്ടാ ചോദിച്ചത്. അതെ. ഓക്കെ. പിന്നെ ഞാൻ ഹോമിയോ ഒക്കെ ചോദിക്കാൻ വിട്ടു, വന്നത് വേറെ കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഉം. ചോദിക്കാൻ വന്നതേ, ഉം. അതായത് ഇസ്ലാം അല്ല, ജൂതരാഷ്ട്രം ഉം. ഇത് പിന്നെ ഇതിപ്പം ഞാനത് കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടാത്തൊരു ആൻസറാ. ഉം. അതായത് ഇവര് ഇപ്പം ഇപ്പോഴത്തെ ജൂതരാഷ്ട്രം അല്ല പണ്ടുണ്ടായിരുന്ന ജൂതരാഷ്ട്രം. അതായത് ഈവൻ ജോർദാൻ പോലും ഉം. യഹൂദ രാജ്യമായിരുന്നു. ഉം. അവിടുന്ന്, അതായത് അറിയാവല്ലോ, ആ ഹിസ്റ്ററി ആ, അറിയാവല്ലോ. അതൊരു ഫെർട്ടൈൽ ക്രസൻ എന്നാണ് ആ ഏരിയക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അതെ. ഉം. പണ്ട് അബ്രഹാം അവിടുന്ന് അതെ, ഈജിപ്തിൽ നിന്ന് വന്ന് അതിനൊക്കെ മുന്നേ. ഇവര് വന്ന് കയറി. ഓക്കെ, അത് കഴിഞ്ഞ് ഇവരെ ഇവർ ഇതിന്റെ കീഴിൽ പോയി. അത് നമ്മുടെ അടിമത്ത് ഇതിൽ പോയി. നമ്മുടെ ഒരു രാജാവ് പിടിച്ചോണ്ട് പോയല്ലോ. സൈറസ് ആണല്ലോ അവരെ മോചിപ്പിച്ചത്. നമ്മുടെ ബാബിലോൺ അടിമത്തത്തിൽ പോയി. അത് കഴിഞ്ഞ് സൈറസ് മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് റോമൻ അടിമത്തത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് പറ്റി ഹിസ്റ്ററി പിന്നീട് എനിക്ക് ക്ലിയർ അല്ല. പിന്നീട് എപ്പോഴാണ് ഈ ഒരു രാഷ്ട്രം ലയിച്ചു പോയത്? അതായത് റോമൻ രണ്ടാമത്തെ പള്ളി ഇവരുടെ ഈ സൈറസ് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഇവർ രണ്ടാമത് വീണ്ടും പള്ളി പണിതതും. അത് റോമക്കാർ ഇടിച്ചു നിരത്തി അത് കളഞ്ഞതും. അത് കഴിഞ്ഞ് പിന്നെ എന്നാലും രാഷ്ട്രം ഉണ്ടല്ലോ അപ്പോഴും. ഇവര് പിന്നെ എക്സൈൽ പോകുന്നില്ല. ഓക്കെ, ഈ എന്നാലും രാഷ്ട്രമുണ്ട്. ഈ രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് എക്സാജറേഷൻ ആണ്. രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒന്നും പണ്ട് കാലത്തില്ല. അതൊക്കെ കുറെ ആളുകൾ വേല് കെട്ടി തിരിച്ചിട്ടുള്ള കുറെ സ്ഥലങ്ങൾ, അത്രേ ഉള്ളൂ. അതിനകത്ത് അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ മഹാരാജ്യം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ബൗണ്ടറി ഒക്കെ വന്നത്. ക്ലിയർ ആയിട്ട് ബൗണ്ടറി, ബൈബിളിന്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടൊരു ബൗണ്ടറി അവർ പറയുന്നുണ്ട് കേട്ടോ. ഈ ബൗണ്ടറി സെയിം, അതായത് നമ്മൾ എവിഡൻസ് ആയിട്ട് എടുക്കുന്നത് മതകിതാബുകളല്ല. അതിപ്പോൾ ബൈബിളാണെങ്കിലും ശരി, തോറയാണെങ്കിലും ശരി, ഖുറാനാണെങ്കിലും ശരി, അതെടുത്തിട്ടല്ല നമ്മൾ തെളിവുകൾ എടുക്കുന്നത്. ഈ തെളിവുകളൊന്നും അതിൽ നിന്നല്ല നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉള്ള തെളിവുകൾ ഇന്നിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബൗണ്ടറി വരച്ചിരിക്കുന്നത് കിതാബ് നോക്കിയിട്ടല്ലല്ലോ. അല്ല, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിനെ അത് കുറിച്ചല്ല. നമ്മളൊരു തെളിവായിട്ട് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ഈ തോറയ്ക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. കുറച്ച് ഉണ്ട്, ഇപ്പൊ ഇല്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നില്ല. ഉണ്ട്. ആ ഒരു ഇത് വെച്ച് ഇവര് ക്ലിയർ ആയിട്ട് ഒരു ബൗണ്ടറി പറയുന്നുണ്ട്. ഈ 7 അവരുടെ 12 ഗോത്രങ്ങളുടെ, ഓക്കെ, രാഷ്ട്രം പോകണ്ട, 12 ഗോത്രങ്ങളുടെ ബൗണ്ടറി. അപ്പം അവര് അത് പിന്നീട് അത് 7-8 ഗോത്രങ്ങളും വേറെ മാറുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഓക്കെ, പിന്നീട് എനിക്ക് അറിയേണ്ടത് ഇതെപ്പോഴാണ് ഇവര് ഇല്ലാതായിപ്പോയി ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു ഫെർട്ടൈൽ ലാൻഡ്, അല്ലെങ്കിൽ രാഷ്ട്രം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ, അത് എന്നാണ് ഇത് ഇല്ലാതായിപ്പോയത്? ഇതെങ്ങനെയാണ് ഇല്ലാതായിപ്പോയത്? അതാണ് എനിക്കറിയേണ്ടത്. അത് ഏത് പോയിന്റിൽ നിന്ന് ഇല്ലാതായെന്നൊന്നും നമുക്കിപ്പോൾ പിൻ പോയിന്റ് ചെയ്ത് പറയാനൊന്നും കഴിയില്ലല്ലോ. ഇത് ഹിസ്റ്ററിയിൽ ഇവോൾവ് ചെയ്ത് വരുന്ന കാര്യങ്ങളല്ലേ ഇത്തരം കാര്യങ്ങൾ. അല്ല, അതൊന്നും അതില് നോക്കിയാൽ കിട്ടത്തില്ല. നമ്മളത് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഒന്ന് അതുകൊണ്ട് അന്വേഷിക്കോ? എനിക്ക് ഞാൻ അതുകൊണ്ട് എന്താ സെർച്ച് ചെയ്ത് കാര്യമുള്ളതെന്നാണ് നോക്കി എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് എന്താ ജസ്റ്റ് ഗുണമുള്ളത്? നമുക്ക് എന്തെങ്കിലും ഒരു അറിയാൻ പർപ്പസ് വേണ്ടേ? ജസ്റ്റ് അതെ. അറിയാൻ വേണ്ടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പോഴും ആൾക്കാരുടെ വിചാരം ഇവരെങ്ങാണ്ടു ഒന്ന് വന്നു കയറി ഒന്ന് വന്നു. പക്ഷെ ഇവരുടെ ലാൻഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇത് പണ്ട് കാലം മുതലേ. അതിനുള്ള അവിടേക്ക് തെളിവുകൾ ഇവര് ഇതൊന്നുമല്ല. അതിനുള്ള തെളിവ് താങ്കൾ ഈ പറഞ്ഞതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുള്ള തെളിവ് അല്ലാതെ തന്നെ ആർക്കിയോളജിക്കലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിഡൻസ് ഉണ്ട്. ബൗണ്ടറിയാണ് നിങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പോകുന്നത് ഒരു വ്യർത്ഥമായ ശ്രമമാണ്. കാരണം അങ്ങനെ ഒരു ബൗണ്ടറി എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. അത് പണ്ടുമില്ല, ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്ന ബൗണ്ടറീസ് എന്നൊക്കെ പറയുന്നത് കുറേ കാലം കഴിയും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബൗണ്ടറികൾക്ക് വല്ല പ്രസക്തി ഉണ്ടോ? ഓരോ രാജ്യവും മറ്റേ രാജ്യത്തേക്ക് ഇടത്തേക്കാല് ഒരു രാജ്യത്ത്, വലത്തേക്കാല് മറ്റേ രാജ്യത്ത് എന്ന് പറഞ്ഞല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ അതിനകത്തൊരു റെലവൻസ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനുള്ള തെളിവ് അത് തോറയോ ബൈബിളോ മറ്റേ ഇതൊന്നുമല്ല, അല്ലാതെ തന്നെയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസും അല്ലാതെ തന്നെയുള്ള എവിഡൻസസ് ഉണ്ട്. അത് നമ്മൾ എടുക്കുന്നു. ഇനി അതുകൂടാതെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഹീബ്രു ഭാഷ സംസാരിച്ചത്, അതുപോലെ തന്നെ അവരുടെ മറ്റ് ഈ ജനറ്റിക് സ്റ്റഡീസ് വെച്ചിട്ട് അത് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഉള്ള അത് എല്ലാ ആളുകളെക്കുറിച്ചുണ്ട്. ജ്യൂസിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല.
ഇപ്പൊ നമ്മൾ ആര്യൻ പെട്ടെന്ന് പോപ്പുലേഷനെ കുറിച്ചും മൈഗ്രേഷനെ കുറിച്ചൊക്കെ പെട്ടെന്ന് നമ്മൾ ഒരു പറയാറുണ്ട്. സുപ്രഭാതത്തിൽ കാശ് കൊടുത്ത് മേടിച്ച് വന്നു. ഒരു അതുണ്ട് ഇല്ലാത്ത ഒരു സ്ഥലമല്ല. ആ, അതുകൊണ്ട് ആ, അത് അതുണ്ട്. തിരിച്ചു വന്നതാണ് കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചതെന്ന് പറയണം. പക്ഷെ അത് ആരും വാങ്ങിച്ചത്. പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ അതെ കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ളതല്ല പ്രശ്നം. കാരണം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പാകത്തിന് അവിടെ സ്ഥലം ഉണ്ടായിരുന്നു അന്ന് അതായിരുന്നു അവിടുത്തെ രീതി. അത് തന്നെ എക്സാക്ട് പ്രൈസ് അല്ല, അവർ 10 ടൈംസ് 15 ടൈംസ് ഒക്കെ ഇരട്ടി പ്രൈസ് അഡീഷണൽ ഇരട്ടി കൊടുത്ത് കൊടുത്തിട്ടാണ്. മേടിച്ച്. യെസ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു അതൊക്കെ ഒരു അറിയാം. പക്ഷെ ഈ ഒരു കൊളോണിയലൈസേഷൻ ഗ്യാപ്പ് ആയിട്ട് വരിക? എനിക്ക് ഇത് ഹിസ്റ്റോറിക്കൽ ഒരു ഗ്യാപ്പ് എനിക്ക് നോക്കിയിട്ട് ഓക്കെ, കിട്ടുന്നില്ല. അതെന്തായാലും ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ് യെസ്. എപ്പോഴെങ്കിലും ഓക്കെ, പറ്റുമെങ്കിൽ അതിനൊരു നോക്കാം. വീഡിയോ ആയിട്ടൊന്നും ചെയ്യണ്ട, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് പറഞ്ഞാലും ശരി മതി. ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ ബൈ. എന്നാൽ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. യെസ്, താങ്ക് യു. ഓക്കെ, വിഷ്ണു കേൾക്കാവോ? ഹായ് ആരിഫ, കേൾക്കാം. ആ, പറയൂ. ആ ബിജിത്ത് ആക്ച്വലി ഞാൻ ഡിവൈസ് കണക്റ്റഡ് അല്ല, ഡിവൈസ് കണക്ട് ചെയ്തിരിക്കൂ, അപ്പോഴേക്കും വരാം. വിഷ്ണു സംസാരിക്കട്ടെ. പറയൂ വിഷ്ണു. ഞാൻ ആരിഫ്, ഞാനൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ. അത് വേറൊന്നുമല്ല, അത് കാനഡയിൽ ഇപ്പം കുറച്ച് മുന്നേ കാനഡയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് അവിടെ മുസ്ലിംസ് അവിടെ കൂടുതലായിട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ആരിഫിന് അയച്ചിട്ടുണ്ടായിരുന്നത്. അവര് ഒരു ഈ പബ്ലിക് ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്നതാണ്, അതായത് അവർ ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ അവിടെ കൂട്ടി ഒരു മുസ്ലിം രാജ്യമാക്കുക കാനഡ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പ്ലേ ചെയ്തിരുന്നു ആ വീഡിയോ. ഒരു ഉണ്ടായിരുന്നല്ലോ. ഒരു ഓക്കെ ഓക്കെ, ഒരു ഞാനത് പാലസ്തീനിയൻ അല്ലേ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരു അതെ 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 അത് തന്നെയാണ്. യെസ്, നമ്മളിവിടെ ഞാനത് പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാ. ആ, അപ്പൊ അതൊരു കഴിഞ്ഞ ദിവസം പ്ലേ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഞാനൊരു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ എക്സ് മുസ്ലിമാണ്. കാര്യം എക്സ് മുസ്ലിം അല്ല, ഞാൻ എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ പറയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ്. ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ എന്റെ അച്ഛനുമായിട്ട് ചില സമയത്ത് തർക്കിക്കുമായിരുന്നു. അച്ഛൻ ഇവിടെ മോസ്റ്റ്ലി പഴയ കാര്യങ്ങളൊക്കെ പറയും. അതായത് മുസ്ലിംസ് അവര് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർഗീയത. അപ്പൊ ഞാൻ ശരിക്കും ആ സമയത്തൊക്കെ എതിർക്കും. അതായത് ഇങ്ങനെയൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരുപോലെ കാണണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞ തർക്കമൊക്കെ ആയിരിക്കും. പിന്നീട് അച്ഛൻ സൈലന്റ് ആയി പോകും. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ പോലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ആയിട്ടുള്ള സമ്പർക്കം മൂലം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ശരിയാണ്, അവര് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ വലിയ തുറയിലെ മറ്റേ ഫുഡ് കോർപ്പറേഷനിൽ ഓഫ് ഇന്ത്യ എന്നൊരു ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് പണ്ടത്തെ ഒരു കഥയാണ്. അച്ഛൻ പറഞ്ഞ അവിടെ ഒരു ഭയങ്കര ഈ മുസ്ലിംസ് എല്ലാം കൂടെ ഒരു ഭയങ്കര എന്താണ് വിഷയം എനിക്ക് അറിയത്തില്ല. അവിടെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി. അവരെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ അടിച്ചു തീർക്കാൻ തുടങ്ങി. അവിടുത്തെ ആ സമയത്ത് വലിയ തുറ. അതെ 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 അതെ. അപ്പൊ ആ സമയത്ത് നമ്മളെ മദനിയുടെ വിഷയം അതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഭയങ്കര ഒരു കലാപം ഉണ്ടായിരിക്കുന്നത് കരുണാകരൻ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത്. അച്ഛൻ പറഞ്ഞൊരു ഓർമ്മയാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ അവിടെ ആ സ്ഥലത്ത് അകപ്പെട്ടു പോയി. അപ്പൊ ഇവര് കാണുന്നവരെല്ലാം എടുത്തിട്ട് ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഭാഗ്യത്തിനൊരു ബൈക്ക് ലിഫ്റ്റ് കിട്ടി അവിടുന്ന് സ്കൂട്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ ഫുഡ് കോർപ്പറേഷനിലും ഗോഡൌണിലൊക്കെ വർക്ക് ചെയ്യുന്ന മുസ്ലിംസ് ഒക്കെ ഉണ്ട്. അപ്പോ നെക്സ്റ്റ് അതായത് ഇതൊരു സംഭവം കഴിഞ്ഞിട്ട് ശരിക്കും പറയാം പോലീസ് പോലും ഇടപെടാത്ത ഒരു അവസ്ഥ വന്നിട്ട് പിന്നീട് ഈ RSSകാര് കുറെ സംഘടിച്ചിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ഒതുങ്ങിയതെന്ന് പറഞ്ഞു വെച്ചേ. അപ്പോ ഞാൻ പറഞ്ഞുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പറഞ്ഞു പിന്നീട് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഈ ദിവസവും ചിരിച്ചുകൊണ്ടിരുന്ന മുസ്ലിംസ് കാണുമല്ലോ, പരിചയമുള്ള ആൾക്കാര്, അവര് മൈൻഡൊന്നും ചെയ്യുന്ന നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാർ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ മതമോ ഒന്നും നോക്കത്തില്ലല്ലോ. പക്ഷെ ഇവര് പിന്നീട് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ചിരിയില്ല ആക്ച്വലി. അതായത് അവര് തിരിച്ച് നമ്മളെ കാണുന്ന മറ്റു മതസ്ഥരായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ കാണത്തില്ല. പക്ഷെ ആ ഒരു അതെ അതെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഇതായിട്ട്. അപ്പൊ അച്ഛൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് തർക്കിക്കുമ്പോ ഞാൻ ഭയങ്കര മതേതരവാദി ആയതുകൊണ്ട് ആ സമയത്ത് ഇപ്പോഴും മതേതരവാദിയാണ്. പക്ഷെ എന്താ കുറച്ച് ക്ലോസസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, കാര്യം വിമർശിക്കുന്ന മതേതരവാദിയാണ്. അതെ അതെ അതെ. മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല.
മുൻപ് ശരിക്കും ഞാനൊരു എത്തീസ്റ്റ് ആണെങ്കിലും മുസ്ലിംസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ കുറച്ച് ഈ മതേതരം കുറച്ച് മാറി നിൽക്കും. അതെങ്ങനെ അങ്ങനെ എന്റെ തലയിൽ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ അവർ കുറച്ചും കൂടി സുപ്പീരിയർ ആണോ, അതോ ഞാൻ ഇനി ഒരു ഹിന്ദു ആയിട്ട് എത്തീസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മൈനോറിറ്റീസിനെ തള്ളാൻ പാടില്ല എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വന്നായിരുന്നു. പിന്നീട് കുറച്ച് നാളെടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാറി കിട്ടാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവം. പിന്നെ അതുപോലെ ആരിഫിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം രസമാണ്, പിടിച്ചിരുത്തും. അതാണ് ഈ രാത്രി നമ്മൾ ഇരിക്കുന്നത്. അപ്പോ എന്തായാലും കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുക, എപ്പോഴും സപ്പോർട്ടായിട്ട് കാണും. ഞാൻ എസെൻസില് ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ഈ ഒരു സംഭവം പറഞ്ഞല്ലോ, ഈ മുസ്ലിം ഏത്തിസ്റ്റ് ആയിരിക്കെ, ഇടതുപക്ഷമായിരിക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട്. അതെ അതെ, ആ സംഭവത്തിന്റെ പേര്, അതിനൊരു ഇക്വലന്റ് ആയിട്ടുള്ളൊരു സംഗതി നമുക്ക് പറയാൻ കഴിയുക, ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹിന്ദു ഗിൽട്ട് ആണത്. ഓക്കെ, അതിപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ കാണുന്ന ഒരു സാധനമാണ് ഈ വൈറ്റ് ഗിൽട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നിങ്ങൾ വൈറ്റ് ആണ്, ഓക്കെ, പക്ഷെ നിങ്ങളൊരു ബ്ലാക്കിനോട് ഒരു റേസിസ്റ്റ് ആയിട്ട് നിന്നിട്ടില്ല, നിങ്ങളൊരു റേസിസം പുറത്തെടുത്തിട്ടില്ല. പക്ഷേ പണ്ട് ഉള്ള ആളുകൾ അങ്ങനെ പലത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾ ഒരു വൈറ്റ് ആണ്, അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയിം കൊണ്ട് നടക്കുകയാണ് ആ പഴയ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളിൽ. എന്നിട്ട് നിങ്ങൾ അറിയാതെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം, നമ്മളുടെ സ്വരാജ് പറഞ്ഞ ഒരു ഡയലോഗിലേക്കാണ് അത് കറങ്ങിത്തിരിഞ്ഞ് വരിക. എന്താണ് പാലസ്തീനികൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും, കാരണം അവർ പീഡിതരാണ് എന്ന് പറയുന്നൊരു വിഷയത്തിലേക്ക് അത് വരും. അതല്ല വേണ്ടത്, അത് ഡാമേജിങ് ആണ്. ഈ വൈറ്റ് ഗിൽട്ട് ഒരു ഡാമേജിങ് സാധനമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്, അതൊരു പ്രോബ്ലം ആയിട്ട് മാറും. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതൊരു ഹിന്ദു ഗിൽട്ടായിട്ടാണത് ഞാൻ കാണാം. ചില ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, ഇവിടെയുള്ള കുറേ നറേറ്റീവ്സിൽ അവർ ആ സാധനം അവർക്ക് കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ അതിൽ തമാശ, അങ്ങനെ ഒരു ഹിന്ദു ഗിൽട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ശരിക്കും ഹിന്ദു ഗിൽട്ട് എടുക്കേണ്ടത് ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരുടെ അടുത്താണ്. അതില്ലതാണ്. നിങ്ങൾക്ക് ദളിതരുടെ അടുത്ത് ആ സാധനം തോന്നാറില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും താഴ്ന്ന ജാതികൾ എന്ന് നിങ്ങൾ വിളിക്കാറുള്ള ആളുകളുടെ നേർക്ക് അത് തോന്നാറില്ല. അതേസമയം മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് അത് വരിക. അത് പ്രത്യേകിച്ച് ഈ നമ്മുടെ സൗത്ത്, ഈ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സംഭവങ്ങളുള്ള സ്ഥലത്താണ് അത് കൂടുതൽ കാണുക. ഇത് കൂടുതൽ വരുന്നത് ഈ ഒരു വോക്ക് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരിക. അപ്പം നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല, നിങ്ങളൊരു വോക്ക് ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. അതാണ് അതിൻ്റെ കഥ. അത് എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ മനസ്സിൽ അത് ഇതിപ്പോ ഞാൻ ഈ മാറുന്ന പോലെ എനിക്ക് അതിന്റെ റിയാലിറ്റി തിരിച്ചറിയുന്നത് കേരളത്തിലെ ആൾക്കാർക്ക് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ വോട്ട് ഷെയർ ഒക്കെ കൂടുതൽ ഈ വലതുപക്ഷത്തോട്ട് കൂടുന്നത്. ബിജെപിക്ക് അത് അതിനകത്തുള്ള ഒരു എന്താ പറയാ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നമാവുന്നത്. അതെ അതെ അതെ. പിന്നെ മാത്രമല്ല, ഈ ഒരു വിഷയം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ ദളിതർ ഇപ്പോൾ 2047 മിഷൻ 2047 എന്ന് പറഞ്ഞൊരു പോപ്പുലർ ഫ്രണ്ടുകാർ ഡോക്യുമെൻ്റ് എഴുതി വെച്ചപ്പോൾ അവരതിനകത്ത് എടുത്തു പറഞ്ഞ കൂട്ടം ആളുകൾ ഇവിടുത്തെ SC ST OBC കൂട്ടരെയാണ്. ഇതേ സാധനം ഒരു വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഉപയോഗിച്ചത് അവിടുത്തെ ബ്ലാക്സിനെയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അവർക്ക് ഇടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ, അവിടുത്തെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് വേണം. സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രബലരായിട്ടുള്ള കൂട്ടം ആളുകൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഓൾറെഡി അവിടെയുള്ള എന്താണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ മാതിരി ഓൾറെഡി അവിടെയുള്ള വൈറ്റ്സോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റേതെങ്കിലും ഗ്രൂപ്പ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഒരു ബ്രാഹ്മണിക്കൽ കിടുമണി വെച്ചിട്ട് ആകെ പ്രശ്നത്തിലുള്ള ഈ താഴ്ന്ന ജാതിക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ. അതാണ് നമ്മുടെ നാട്ടിൽ ഈ മാസ് കൺവേർഷൻസിനെ കുറിച്ച് എപ്പോഴും വാർത്ത വരുന്നത്. ബുദ്ധമതത്തിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ പല പല സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു, പിന്നെ ഇസ്ലാമിലേക്ക് കയറുന്നു. എന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇവർ പറയുക. ഇപ്പോൾ മുഹമ്മദ് അലി, നമ്മളെ കാഷ്യസ് ക്ലേ ഇസ്ലാം മതം സ്വീകരിച്ചത് പോലും ഇസ്ലാം പഠിച്ചിട്ടല്ല. പുള്ളി അതൊരു ക്രിസ്ത്യൻ ആയിരിക്കെ
അത് സാധിച്ചില്ല. പുള്ളി ബ്ലാക്ക് ആണെന്നുള്ളതിൻ്റെ പേരിൽ നേരിട്ട പ്രശ്നങ്ങൾ പുള്ളിക്ക് വലിയ ഒരു ട്രോമയാണ് ഉണ്ടാക്കിയതെന്ന്. പുള്ളി അതിനോടുള്ള പ്രതിഷേധം എന്നോണമാണ് മതം മാറിയത്. ഓക്കെ. പ്രതിഷേധമാണ് പലപ്പോഴും മതം മാറ്റം എന്ന് പറയുന്നത്. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് ഒരു പ്രതിഷേധമായിരുന്നു. ബുദ്ധമതം മികച്ചതായോണ്ടല്ലോ. പക്ഷെ അംബേദ്കർ മിടുക്കനാണ്, ഇസ്ലാം സ്വീകരിച്ചില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഇവിടെ ഇസ്ലാം വിറ്റാനെ. അതും കൂടി ഉണ്ടായിരുന്നുള്ള അവസ്ഥ ആലോചിച്ച്. ഓക്കെ. അതെ അതെ. അപ്പൊ ഈ ഹിന്ദു ഗിൽട്ട് ആപത്താണ്, സൂക്ഷിക്കണം. അതെ 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 അതെ. അത് മാറി. എനിക്ക് അവിടെ നിന്ന് ഞാനിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബുർക്കയുടെ കാര്യം കൂടെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ സംഭവം ഒരു പോസ്റ്റ് ഷെയർ, അതായത് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒത്തിരി ബുർക്ക ഇട്ട കുറെ സ്ത്രീകൾ നിൽക്കുന്നു. അപ്പൊ അത് നടുക്കായിട്ട് ഒരു ഷോർട്സ് ഇട്ട ഒരു വനിത നടന്നു പോകുന്നു. അപ്പം എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ആ ബുർക്കയിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പൊ ഞാൻ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വലിയ റെസ്പോൺസും ഒന്നുമില്ല. നമുക്ക് 1-2 ലൈക്ക് കിട്ടുന്ന പോസ്റ്റാണ് അതൊക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് US-ലുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ തിരിച്ച് നാട്ടിൽ വന്നപ്പോ, മുസ്ലിമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പോസ്റ്റ് എന്റെ ഭാര്യ കണ്ടിട്ട് കട്ട കലിപ്പായി, നിന്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവനെ വിളിച്ച് കണ്ട് പറയട്ടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞാലേ എനിക്ക് തിരിച്ച് പറയാൻ മറുപടി ഉണ്ട്. പക്ഷെ ഞാൻ ആ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് സ്ത്രീകൾ എത്രത്തോളം പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനെ വിമർശിക്കുന്നതും സ്ത്രീ തന്നെയാണ്, അല്ലേ? അത് വിമർശിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. ഇപ്പൊ ഇതും കൂടെ പറഞ്ഞു നിർത്താൻ കഴിച്ചു. അതെ അതെ, കാര്യം മനസ്സിലായി. ഇത് നമ്മളൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അനിൽകുമാറിന് സംഭവിച്ചത് അറിയാലോ, ഹിജാബിനെ കുറിച്ച് പറഞ്ഞപ്പോ. അതെ 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 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് കഥ. ഓക്കെ, അപ്പൊ എന്തായാലും ആവട്ടെ. ബൈ. താങ്ക് യു. ബൈ. ഓക്കെ, രഞ്ജിത്ത് ഇപ്പൊ കേക്കാവോ? കേക്കാം. പറയൂ. ആരിഫ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനത്തെ ആൾക്കാർ വേണം നമ്മളെ നാട്ടില്. ഓക്കെ. പറയൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാന് ഫേസ്ബുക്കിലൊക്കെ മുന്നേ ഇടപെട്ടിരുന്ന ആളാണ്, ഇപ്പോഴും ഉണ്ട്. മുൻപ് ഇടപെട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു കട്ട കൊങ്ങിയാണ്, കോൺഗ്രസ്സുകാരനാണ്. അപ്പോ ആ ഒരു രീതിയിലാണ് ഞാൻ ഇടപെട്ടിരുന്നത്. ഇപ്പം കുറച്ചു മുന്നേ ഒരാള് പറഞ്ഞിട്ട് പോയി, ഒരു ഹിന്ദു ഗിൽട്ട് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ആ ഒരു കാര്യം തന്നെയായിരുന്നു എനിക്കും അവതരിപ്പിക്കാനുള്ളത്. അത് മുന്നേ ഒരാള് പറഞ്ഞു പോയി. അനുഭവം പറയൂ, നോക്കട്ടെ. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്, ഞാനും അതേപോലെ തന്നെ ആയിരുന്നു. അതായത് നമ്മൾക്ക് ഒരു നമുക്ക് വിമർശിക്കേണ്ട ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു സംഘപരിവാറിന്റെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചായിരുന്നു മുൻപ്. പക്ഷെ അത് നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് അടിച്ച്, അതേപോലെ അത് മാറ്റി വെച്ചിട്ട് പോയായിരുന്നു. അതായത് നമ്മൾ അതിനെ കണ്ടില്ല എന്ന് അടിച്ചായിരുന്നു, ഒഴിവാക്കിയിട്ട്, അതായത് ഇഗ്നോർ ചെയ്തിട്ട് പോയായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി ഒരു കാര്യം കണ്ടപ്പോ. അതായത് നമ്മുടെ ഷൈൻ നിഗം ഇല്ലേ, ഷൈൻ നിഗം ഇതുപോലെ ഐ ആം സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ആയിരുന്നല്ലോ. അത് പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ തന്നെ അത് പൊക്കി പിടിച്ചുകൊണ്ട് അതൊരു ഭയങ്കര സംഭവമായിട്ട് കാണിച്ചിട്ട് പോസ്റ്റ് ഇട്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഷോക്കായി. കാരണം ഞാനൊരു സംഖ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംഖ്യയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ എതിർക്കാനാണ് മാക്സിമം നോക്കുക. പക്ഷെ പ്രൂവ് ചെയ്യാം, നമ്മളങ്ങനെ ചെയ്യാം. അതേടാ ഞാനൊരു സംഖ്യയാണെന്ന് ഞാനൊരിക്കലും പറയില്ല. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനായ കാരണം ഞാനൊരിക്കലും അങ്ങനെ പറയില്ല. ഇനി പറഞ്ഞോളൂ. പക്ഷെ ചിലപ്പോ പറയാൻ പറ്റും. അതായത് അപ്പം അവരങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പം
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ള ഒരു വാർ റൂം പോലെയുള്ള ഒരു ഗ്രൂപ്പാണത്. ഇങ്ങനെയുള്ള പോസ്റ്റുകളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്? അതൊരിക്കലും അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമല്ലേ. നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തിയത് എന്നാണ് നമ്മളുടെ എന്റെ ഒരു കണക്കുകൂട്ടൽ ഇപ്പൊ. ഇതിലെ അതായത് ഒന്നാമത്തെ കാര്യം അതിനെ എന്ന് വെച്ചാല് നോർമലൈസ് ചെയ്തിട്ട്. അല്ല, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ സിനിമാ നടന്മാരുടെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാൻ പോകുന്നവരെ വേണം ആദ്യം തല്ലാൻ. അവരുടെ കലയായിട്ട് പോട്ടെ, അതല്ലേ വേണ്ടത്. അവർ ആ ഫീൽഡിൽ ഇപ്പോൾ കലയോ നിങ്ങൾ സിനിമയുടെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. സിനിമയിൽ ഇപ്പോൾ ഭരത്ചന്ദ്രൻ IPS ആയിട്ട് നമ്മളുടെ സുരേഷ് ഗോപി വേഷമിട്ടു എന്ന് പറഞ്ഞിട്ട് പോലീസ് സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുരേഷ് ഗോപിയുടെ അടുത്താണോ വന്നിട്ട് ചോദിക്കുക? അത് കഥാപാത്രമല്ലേ, അവരാ വഴിക്ക് വിടണ്ടേ? ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ബോധമാണത്. ഇവിടെ ഈ സിനിമാ നടന്മാരെ മുഴുവൻ എന്തിൻ്റെയൊക്കെയോ എക്സ്പേർട്സ് ആയിട്ട് കൊണ്ടുവയ്ക്കുക, അവരുടെ വായിന്ന് വരുന്ന ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇത് സത്യത്തിൽ വലിയ റാഡിക്കലൈസേഷന് വഴിവെക്കും. അതാണ് നമ്മൾ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഐ എം എ പ്രൗഡ് ISIS എന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അത് തെറ്റായ കാര്യമാണ്. അത് നമ്മളതിനെ എതിർക്കല്ലേ വേണ്ടത്, അതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് എന്താ കാര്യം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനെ ഇഗ്നോർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവര് വിചാരിക്കും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുമ്പോ അവര് അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ് അവര്. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു രീതി കൂടെ അതിൽ വരുന്നുണ്ട്. സുഡാപ്പി എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരെയാണ് എന്നുണ്ടെങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ പ്രോസ്ക്രൈബ് ചെയ്ത സംഘടനയാണ്, ബാൻ ചെയ്തു. ആ സംഘടനയിൽപ്പെട്ട ഒരാളാണ് താൻ എന്ന് പറയുമ്പോ അത് ശരിയല്ല. അതവിടെ ശരിയല്ല എന്ന് പറയുന്നത് വേണം. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ അതായത് കോൺഗ്രസിലെ കുറച്ച് ആളുകൾ, ഞാൻ ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി. അവിടുന്ന് മുതലാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ഇങ്ങനെയാന്നുള്ളത്. കോൺഗ്രസിലാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ താങ്കൾ മാത്രം കോൺഗ്രസിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ താങ്കൾ അതിൽ നിന്ന് വിട്ടു പോരും. അതാണ് ഉണ്ടാവാൻ പോണത്. കോൺഗ്രസ് മാറിയില്ല ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് വോട്ടെടുപ്പിന് വോട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ സുരേഷ് ഗോപിക്ക് ഒരു അഭിനന്ദനം പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. അതായത് ശരിക്കും ഞാൻ ശരിക്കും കൂടുതൽ സുരേഷ് ഗോപിനൊക്കെ ട്രോൾ ചെയ്തിട്ടുള്ള ആളാണ്. സംഘപരിവാറിന്റെ ഇതില് പേജുകളിൽ ട്രോൾ മലയാളം, ട്രോൾ റിപ്പബ്ലിക്, അതുപോലെ ICU എവിടെ എല്ലായിടത്തും ട്രോൾ ചെയ്തിട്ടുള്ള ആളാണ്. സുരേഷ് ഗോപിയൊക്കെ നന്നായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയപരമായ രീതി വിട്ടിട്ട് പിന്നീട് അത് ഇപ്പം എന്തൊക്കെ വ്യക്തിപരമായ ഹെയ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ നിർത്തി. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. താങ്കൾ ഉയർത്തിപ്പിടിക്കുന്നത് നല്ല സംസ്കാരമാണ്, ഒരു പൊളിറ്റിക്കൽ സംസ്കാരം. പക്ഷെ അത് കാരണം ഞാനത് നിർത്തിയതാണ്. അല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കാണിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടുത്തെ പിണറായി വിജയൻ മോദിയെ വലിയ തോതിൽ എതിർക്കുന്ന ആളാണ്. പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മോദിയെ പിണറായി വിജയന് കാണേണ്ടി വരും. അവിടെ പോയിട്ട് ഇല്ല ഞാൻ കാണൂല, BJPയുടെ പ്രധാനമന്ത്രിനെ ഞാൻ കാണില്ല, അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ? BJPയുടെ പ്രധാനമന്ത്രി അല്ലല്ലോ പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാഷ്ട്രീയ അന്ധത എന്നാണ് പറയുന്നത്. ഏത് പ്രധാനമന്ത്രിനെ കാണാൻ പോകുന്നതോ? അല്ല, അതായത് നമ്മളുടെ ഒരു പാർട്ടി എന്നുള്ള ഒരാള്, അതായത് ഇപ്പം നിലവിൽ ഞാൻ ആ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടപ്പം അതിനടിയിൽ കുറെ ആളുകൾ വന്ന് എന്നെ തെരുവിളിച്ചു പോയി. എന്നെ തന്തയ്ക്ക് നിലവിളിച്ച് വിളിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായി? അത് ആവർത്തിക്കാം, അത് ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ തനിയെ തീർന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിപ്പം അച്യുതാനന്ദനെ എന്താണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ EK നായനാരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനെപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ് അവരോട്. ഞാൻ അങ്ങനെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവരുടെ കാര്യങ്ങളെ, അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ ഞാൻ അനുകൂലിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സന്ധി ചേരല്ല. ആ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായി? തീരുമാനമല്ലോ. അപ്പൊ അത് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള തെറികൾ ഞാൻ മാക്സിമം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ എനിക്ക് തെറിവിളികളാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും തുടരാ, താങ്കളെ കൊണ്ടാവുന്ന വിധത്തിൽ ആ മേഖലയിൽ അത് തുടരാ. ഇത് സമയമെടുക്കും, പക്ഷെ മാറും. പിന്നെ ഇപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു നിക്കാബിന്റെയും ഹിജാബിന്റെയും കാര്യം ഞാനിപ്പോ ഇതുപോലെ കമന്റ് ചെയ്തിട്ടില്ല, ഞാനും ഇങ്ങനെ പോസ്റ്റ് ഇട്ടില്ല. നേരത്തെ പറഞ്ഞ ഹിന്ദു ഗിൽട്ട് അല്ലേ, അത് കാരണം ഞാൻ ഇതുവരെ ഈ ഒരു ഹിജാബിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റ് ഇട്ടു. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റുകൾ, ഇത് ചില കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ
റീൽസുകളും കാര്യങ്ങളിലൊക്കെ ഇവര് ഹിജാബിനെ വർണ്ണിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോമഡി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് തമാശ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തമാശ പോലെ ഞാൻ എന്താ ഇത് എന്നുള്ള ഒരു ലെവലിൽ നമ്മളൊരു തമാശ രൂപേണ ഇടുമ്പോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ എന്റെ പേര് നോക്കിയിട്ടാണ് കമന്റ് ചെയ്യുന്നത്. എങ്ങനെ ഇപ്പം സംഖ്യയായി. അതായത് ഇപ്പൊ അടുത്തൊരു പേജിൽ വന്നായിരുന്നു, എന്റെ വീട്ടിലെ തത്തമ്മയ്ക്ക് വരെ, കൂട്ടിൽ കിടക്കുന്ന തത്തമ്മയ്ക്ക് വരെ ഇതിനെക്കാട്ടി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു അത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. അപ്പം അതേപോലെയാണ് അതായത് നമ്മള് അത് കാണുമ്പോ നമുക്ക് ചിരിയാണ് വരുന്നത്, നമുക്കത് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കമന്റ് ഇടുമ്പോൾ ഇവരതിനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് നിങ്ങളുടെ സ്ത്രീകൾ മാറുമറച്ച് നടന്നിരുന്നില്ല. അപ്പൊ ഇവര് പണ്ടത്തെ കാര്യമാണ് ഇവര് എടുത്തിടുന്നത്. പണ്ടത്തെ കാര്യങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ എടുത്തിടുമ്പോ ഇവര് പോലെ അറിയാതെ ഇവര് പണ്ടത്തെ കാലത്തിലേക്ക് പോവാണ്. പിന്നെ ഇവര് പിറകോട്ട് സഞ്ചരിക്കുകയാണ്. എന്നിട്ട് വലതുപക്ഷത്തിന് എതിർക്കുകയും ചെയ്യും. പിന്നോട്ട് പോകുന്നതിനാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. അതായത് ഇപ്പോ കറന്റ്ലി ഇപ്പോ നിലവിൽ നടക്കുന്ന കാര്യത്തിന് ഇവര് പിറകോട്ട് കൊണ്ടുപോയിട്ടാണ് ന്യായീകരിക്കുന്നത്. അവിടെ നിന്നും എത്രയോ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹം. താങ്കള് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന ഒരു നേതാവാണോ? ഉയർന്നു വരുന്ന നേതാവൊന്നുമല്ല. ഞാന് ആദ്യമൊക്കെ ഇതുണ്ടായിരുന്നു അവിടെ നാട്ടില്, ഇതുപോലെ എന്താണ് നമ്മുടെ സംഘടനാ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നായിരുന്നു. പിന്നെ ഞാനിപ്പോ ഗൾഫിലാണ്. അപ്പൊ ഞാനിപ്പോ നിലവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് ആരിഫ് ഖാനോട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയതിൽ ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ വിളിച്ചായിരുന്നു ആരിഫ് ഖാനെ. എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതൊരു മെസ്സേജ് ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് വിളിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഈ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് ഞങ്ങൾക്ക് കാര്യം ചോദിക്കാണ്. താങ്കൾ ഗൾഫിലാണെന്നാണല്ലോ പറഞ്ഞത്. ഈ ഗൾഫിൽ നിന്ന് ഉള്ള ആളുകൾ ഈ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ലോക്കൽ നമ്പർ കാണിക്കുന്ന ഒരു സംവിധാനം, അതെന്താ സംഭവം? ലോക്കൽ നമ്പർ ഇവിടുത്തെ നമ്പറാണോ കാണിക്കുന്നത്? എന്റെ അതെ, അല്ല ഇയാളുടെ അല്ല ഞാൻ പറയുന്നത്. ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ നമുക്ക് ഫോണിൽ കോള് വരുന്ന സമയത്ത് നാട്ടിലെ നമ്പറായിട്ടാണ് കാണുന്നത്. പക്ഷെ സംസാരിച്ചു വരുമ്പോൾ അവർ പുറത്തുനിന്നാണെന്നാണ് പറയുന്നത്. ചിലപ്പോ വാട്സപ്പ് നമ്പർ അതാവും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിൽ ആ ഒരു നമ്പർ ആവും അവർ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയല്ലല്ലോ വരിക, കോൾ ചെയ്യുന്ന നമ്പറല്ലേ ഇവിടെ കാണിക്കുക. അല്ല ഞാൻ ചോദിക്കുന്നത്, അതെന്തെങ്കിലും തരികട പരിപാടിയാണോ എന്നാണ് അറിയണ്ടേ. അതെനിക്ക് അതിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല കേട്ടോ. ഇല്ല, താങ്കളൊക്കെ അവിടുന്ന് കോൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്വന്തം അവിടുത്തെ ഫോൺ നമ്പറിൽ നിന്നാണ് വിളിക്കാറ്? ഇല്ല, നമ്മള് വിളിക്കുന്നത് IMOയിലും ഇമോയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മള് വീട്ടിലേക്കും ബോട്ടിമിലൊക്കെയാണ് നമ്മൾ വിളിക്കാറ്. അല്ലാതെ വേറെ ചില കാക്കമാര് കോയ കോളിങ്ങിലേക്ക് ഇന്നലെയൊക്കെ ആയിട്ട് വിളിച്ചു. കോയ കോളിങ് നല്ലൊരു സംഭവം കേട്ടോ, നല്ലൊരു പരിപാടിയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇവിടെ കുക്ക് ചെയ്യുമ്പോ ഒക്കെ നമ്മള് ഇങ്ങനെ എപ്പോഴും നമ്മളിത് കേട്ടോണ്ടിരിക്കാറുണ്ട്. ഭയങ്കര ഒരു തമാശയായിട്ടുള്ള പരിപാടി കേട്ടോ. നല്ല അടിപൊളി പരിപാടിയാണ് അത് എപ്പോഴും വേണം. ഇവിടെ ചില ആളുകൾ അതിന് മറുപടി പറയുന്നത് നെറ്റ് കോളാണ്, അതുപോലെ ഇന്റർനാഷണൽ റോമിംഗ് നമ്പറാണെന്ന് പറയുന്നത്. ഇന്റർനാഷണൽ റോമിംഗ് അല്ല, കാരണം അത് കോളർ ഐഡിയിൽ ട്രൂ കോളറിൽ കാണിച്ചത് സ്പാം എന്ന് പറഞ്ഞാണ് കാണിച്ചത്, വേറെ എന്തോ ഒരു പേരാ കാണിച്ചത്. അപ്പോൾ അതെന്തോ ഒരു തരികട പരിപാടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. റോമിംഗ് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതല്ല. പിന്നെ ഞാനിപ്പോ വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ എന്റെ ഒരു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു പലസ്തീനി ഉണ്ട്. ഞാനിപ്പോ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, ലൈവ് എനിക്കറിയില്ല. ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജോലി പോവോ എനിക്കറിയില്ല. അല്ല, എന്താണ് പലസ്തീന് പറഞ്ഞതാണ്. അതായത് അവരാണ് ഞങ്ങളുടെ സ്റ്റേറ്റിനെ അങ്ങനെ ആക്കിയതെന്നാണ് അവര് പറയുന്നത്. ഹമാസ് എന്നുള്ള ആൾക്കാര്, ഹമാസ് ആണ് ഞങ്ങളെ രാജ്യത്ത് അങ്ങനെ ആക്കിയതെന്നാണ് ആള് പറയുന്നത്. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞോ. ഇത് നമുക്കറിയാവുന്ന എല്ലാ പലസ്തീനികളും പറയുന്ന കാര്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. നമ്മൾ ഈ ഇസ്രായേലിൽ നിന്നുള്ള ആളുകളോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു, അവർ വരുന്നു, അവരുടെ ഭാഗം പറയുന്നു, പോകുന്നു. ഏതെങ്കിലും ഒരു ഹമാസ് ഒരു ചങ്ങാതിനെ നമുക്ക് കിട്ടാൻ ഒരാളെ കിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നവരുണ്ട് ഇവിടെ. അതെനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക്
അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയല്ലോ ഹ്യൂമൻ ഷീൽഡ്. ഇപ്പൊ നമ്മളുടെ ആർമി തന്നെ നമ്മളെ തന്നെ ബാക്കിൽ നിർത്തിയിട്ടല്ലേ അവര് ഫൈറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മളെ ഫ്രണ്ടിൽ നിർത്തിയിട്ടല്ലോ ഫൈറ്റ് ചെയ്യുക. അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്ക് വേണ്ട. ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ എന്തായാലും അപ്പൊ സന്തോഷം എന്തായാലും ഇനി ജോയിൻ ചെയ്യാം. സംസാരിച്ചതിൽ സന്തോഷം. ഞാൻ ഒരു ദിവസം ഞാൻ വിളിക്കാം. എനിക്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് നിങ്ങൾക്ക് ചെയ്തിട്ടൊന്ന് അത് പറയൂ, അപ്പോൾ സൗകര്യം പോലെ സംസാരിക്കാം. ഓക്കെ ശരി. ബൈ. അപ്പൊ എന്നാ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ. രഞ്ജിത്ത് ജയം പറയൂ. ആരിഫ് സർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ജയം പേര്? ഞാൻ എന്റെ പേര് ഞാൻ ഇതിനു മുമ്പ് വിളിച്ചതാണ്. ഞാനിപ്പോ പേര് മാറ്റിയതാണ്. ഞാനിവിടെ ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞ് സാറിനോട് ഒരു പ്രാവശ്യം സംസാരിച്ചതാണ്. ഞാനത് ഇങ്ങനെ ഇട്ടതാണ്. ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പേരിട്ടത്. അത് തന്നെ. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണോ വേണ്ടോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം നാട്ടിലിപ്പോ ഒരുപാട് സമയമായി. 12:30 അല്ല 1 മണി അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു. നേരത്തെ കിടന്നുറങ്ങി എഴുന്നേറ്റിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതെ, വേണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട്. അല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. ഈ ഹിജാബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, +2 പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക്, ഈ പെൺകുട്ടികൾക്ക്, അവര് തട്ടമൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ വരുന്നത്. പക്ഷെ എന്നാലും അവർക്കൊരു ഭയങ്കര ആഗ്രഹമാണ് ഇതൊന്ന് മാറ്റി ബാക്കിയുള്ളവരെ പോലൊക്കെ ഒന്ന് ഒരുങ്ങുക. ചില സമയത്തൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ പൊട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പൊട്ടൊക്കെ എടുത്ത് വെച്ച് നോക്കുക എങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ് അവർക്ക്. അവരും എനിക്ക് തോന്നുന്നത് എല്ലാരും ഈ മതത്തിന്റെ ഒരു പേടി കൊണ്ടായിരിക്കാം അങ്ങനെ ഈ ഒരു ലൈഫ് അങ്ങനെ കൊണ്ടുപോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം വീട്ടിൽ അങ്ങനെയാണല്ലോ അവർ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അവരെ പഠിപ്പിക്കുന്നത് പല കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് ആയപ്പോണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അവള് മുസ്ലിമാണ്, കല്യാണം കഴിച്ചേക്കുന്നത് ഹിന്ദുവിനെയാണ്. അവള് ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ എന്തായാലും അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവരിപ്പോ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ മതത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കാറൊന്നുമില്ല. ഈ ഇടയ്ക്ക് അവളിങ്ങനെ വിളിച്ച സമയത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വന്ന കൂട്ടത്തില് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ നാട്ടിലിങ്ങനെ മതപരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, എന്ന് വെച്ചാൽ അത് കൂടിക്കൂടി വരികയാണെന്നാണ് അവള് പറയുന്നത്. അപ്പം അവൾ അന്നേരം എന്നോട് പറഞ്ഞാണ്, എന്റെ നാട്ടില്, ഇപ്പം നാട് ഞാൻ പറയാം, കൊല്ലത്തെ ആ ഏരിയ ഞാൻ പറയുന്നില്ല, അവിടെ അവള് താമസിച്ച സ്ഥലം, അവള് പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇത്രയും നാള് ജീവിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. കാരണം നമ്മൾ ആ ഭാഗത്തോട്ട് പോകുന്നില്ല, നമുക്ക് അറിയാത്തതും ഉണ്ടായിരിക്കും. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എടി നിനക്കറിയോ ഞാൻ താമസിച്ചിരുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ കോളേജിൽ വരുമ്പം ആ ഒരു ഏരിയയിൽ കൂടുതൽ മുസ്ലിംസ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ കോളേജിലേക്ക് വരുമ്പം ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ, ഞാൻ ബസ് സ്റ്റോപ്പിൽ അവർക്ക് പോയി നിൽക്കാൻ പാടില്ല. അതായത് പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്ക് അവിടെ പോയി നിൽക്കാൻ പാടില്ല. അവിടെ ഒരു കടയുണ്ട്, ആ കടയുടെ മറവിൽ നിൽക്കുക. ബസ് അങ്ങനെ വരുന്ന കാണുമ്പം ഓടിച്ചെന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റോപ്പിലല്ല, ആ ബസ് നിർത്തുമ്പോൾ ഓടിച്ചെന്ന് ബസ്സിൽ കയറുക. അപ്പം അങ്ങനെയാണ് അവര്, എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല, സ്ത്രീകൾ അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ വെച്ചാൽ അതെന്താടി അങ്ങനെ? അതങ്ങനെ ആണ്. അത് ഇപ്പോഴും ആ ഏരിയയിൽ സ്ത്രീകൾ അങ്ങനെ തന്നെയാണ്. ഇവളുടെ ഉമ്മ, ബാപ്പ സൗദിയിലാണ്, അപ്പൊ ഉമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. ഇവള് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു ആങ്ങളയുണ്ട്. ആങ്ങളെ എഞ്ചിനീയറിംഗ് എന്തോ പഠിക്കാൻ പുറത്താണ്. അപ്പൊ ഇവള് പറയുന്ന ഇതാണ്, ഉമ്മ മാത്രമേ ഉള്ളൂ. അപ്പം കടയിൽ പോയി സാധനം മേടിക്കാൻ പോലും സ്ത്രീകൾ പോവില്ല. അപ്പൊ അത് കാരണം ഉമ്മ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കുറച്ചുകൂടെ ദൂരോട്ട് വന്നിട്ട് സിറ്റിയിലോട്ട് വന്ന് അവിടെ വന്ന് വേണ്ടുന്ന സാധനമൊക്കെ മേടിച്ച് ഓട്ടോയിലാണ് പോകുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മുളക് തീർന്ന് നമുക്ക് അടുത്ത ഒരു പലചരക്ക് കടയിൽ പോയി മുളക് മേടിക്കാൻ സ്ത്രീകൾ പോവില്ല, അവിടെ പോയിക്കൂടാ. അങ്ങനെയാണ് ആ ഏരിയയില്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചോളം ഞാടി ഇപ്പോഴും അങ്ങനെയുണ്ട്. അത് മാത്രവുമല്ല, കൊല്ലത്തൊരു പുതുതായിട്ടൊരു ജുവലറി ഓപ്പൺ ചെയ്തു. ആ ജുവലറി മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള ജുവലറിയാണ്. അവള് പറഞ്ഞു, ഇടി ഞാൻ ഒരു പ്രാവശ്യം അവിടെ എന്തോ പണിക്കൂലി കുറവാണോ എന്തോ കേട്ടിട്ട് ഒരു പ്രാവശ്യം ഇവളവിടെ പോയി. ഇടി എനിക്കത് കയറി ചെന്നിട്ട് എനിക്ക് പേടിയായി കണ്ടിട്ട്. കാരണം എന്ന് വെച്ചാല് അവിടുത്തെ സ്റ്റാഫ് ഫുള്ളും ഇങ്ങനെയാണ്, ഈ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് അങ്ങനത്തെ ആളുകളാണ്, അങ്ങനത്തെ ആളുകളെ ഉള്ളൂ അവിടെ ഫുള്ളും. അപ്പൊ അവളോട്, എടി ഇങ്ങനെ പോയി കഴിഞ്ഞത് എങ്ങനെയാണ് മതം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെ കൊണ്ടുപോയി കഴിഞ്ഞത് എങ്ങനെയാണ് ചെന്ന് അവസാനിക്കുന്നത്, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലാണ്.
മുസ്ലിം എന്റെ ഫ്രണ്ട് തന്നെയാണ് പറയുന്നത്. അവള് ഇപ്പം ഹിന്ദുവിനാണ് കെട്ടിയതെങ്കിലും അവർ രണ്ടുപേരുടെ വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. ആരും ആരുടെയും വിശ്വാസത്തിലോട്ട് കൺവേർട്ട് ഒന്നും ആയിട്ടില്ല. പക്ഷെ അവളുടെ വാപ്പയ്ക്ക് ഇഷ്ടം അവളുടെ ഹസ്ബൻഡിന് അവളുടെ ഇതിലോട്ട് വരികയാണെങ്കിൽ അവർ സ്വീകരിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവള് പറയുന്നത് അവന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം, രണ്ടുപേരും അങ്ങനെയാണ് പോകുന്നത്. പിന്നെ എനിക്ക് സാറിനോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഈ മുസ്ലിം ഈ ഖുറാനിൽ ഈ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അല്ലെ, ഇബ്രാഹിമോ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ അബ്രഹാം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം. ഓക്കെ. ഇബ്രാഹിം അലൈഹിസ്സലാം. ഓക്കെ. അപ്പം എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബൈബിളിൽ ഉള്ളത് ഇങ്ങനെയാണ്, അബ്രഹാത്തിന് യഥാർത്ഥത്തിൽ ഒരു ഭാര്യയുണ്ട്. അപ്പം സാറ കൂടാതെ പിന്നെ അവര് ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരുന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനിട്ട് സാറയുടെ ദാസിയായിരുന്നു ഒരു ഈജിപ്ഷ്യൻ ഒരു വനിത ഉണ്ടായിരുന്നു, ഹാഗാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹാഗാറുമായിട്ട് ഉള്ളൊരു അത് സാറ തന്നെയാണ് അബ്രഹാത്തിനോട് പറയുന്നത്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ട് നിങ്ങൾ അവളുമായിട്ട് ഇതായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു കുഞ്ഞുണ്ടാവുന്നു. പിന്നീട് ദൈവം സാറയ്ക്ക് ഒരു വരം കൊടുക്കുന്നു, ഇത്രയും പ്രായമായെങ്കിലും നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും ഒരു കുഞ്ഞുണ്ടാവും. അപ്പൊ അതിലുള്ളയാണ് ഇസഹാക്ക്. സാറയിലും അബ്രഹാത്തിലുള്ളയാണ് ഇസഹാക്ക്. ഈ ഹാഗാറിലും അബ്രഹാത്തിലുള്ളയാണ് ഇസ്മായേല്. അപ്പൊ ഈ ഇസ്മായേലും ഈ മുസ്ലിംസ് അങ്ങനെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അപ്പൊ ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ഇസ്മായിൽ അതായത് ഹാഗാറിലുള്ള കുട്ടിയാണെങ്കിൽ പോലും അവനെയും ഞാൻ എന്റെ ഒരു വലിയ ജനതയാക്കി മാറ്റും എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അബ്രഹാം ഇസഹാക്ക് വന്ന ഒരു വഴി അവരും വേറൊരു ജനതയായിട്ട് മാറും എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും നാൾ കരുതിയിരുന്നത് അങ്ങനെയാണ്. സാറയിലാണ് ഇസഹാക്ക് അല്ലേ? അതെ, സാറയിലാണ് ഇസഹാക്ക്. ഇസ്മായില് നമ്മളുടെ അടിമ സ്ത്രീയില് ഹാജറ. അത് ഇസ്മായില് വന്നതിന് ശേഷമാണ് ഇസഹാക്ക് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. അതെ, ഇസ്മായിൽ വന്നതിന് ശേഷമാണ് ഇസഹാക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ സാധനം, ഈ നമ്മൾ ഈ മഹാഭാരതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ബാഹുബലി സ്റ്റൈല് സാധനമാണ്. അതുകൊണ്ടാണല്ലോ ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. ഇത് വേറൊരു ആംഗിളിൽ ഈ കഥയൊന്ന് കേട്ടോക്കിയേ. അതായത് ഒരു ഇബ്രാഹിം കാക്ക, ഒരു ഇബ്രാഹിനിക്കാക്ക് ഒരു ഭാര്യ. ഓക്കെ, ഭാര്യയുടെ പേര് സാറാമയ്ക്ക് ഒരു അടിമ സ്ത്രീ ഹാജറ. അങ്ങനെ ഇവർ എല്ലാവരും കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. കുറേ കാലമായിട്ട് ഇവർ ശ്രമിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ അവസാനം ഇവർ പറയാണ്, അതായത് ഇബ്രാഹിനിക്ക എപ്പോഴും സാറയെ കുറ്റം പറയും, നീ മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നു. ഓക്കെ, നമ്മളുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കുറ്റം പറയുമ്പോൾ സാറ് പറയും, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹാജറയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ പുള്ളി അത് നീ വെറുതെ തമാശയാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് ഹാജറയിൽ ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെ ഹാജറയിൽ ഉണ്ടാവുന്നു. അപ്പോൾ കാര്യം പിടികിട്ടി. അതായത് ഇബ്രാഹിനിക്കാക്കല്ല പ്രശ്നം സാറയ്ക്ക് തന്നെയാണ്. അപ്പോൾ അതും പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ ഇടിയാവുകയാണ്. അങ്ങനെ ഇടിയും കച്ചറയും ബഹളവും. അറിയാലോ, ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം. ഉറക്കമാണ് സമാധാനം. നമുക്ക് വീട്ടിലേക്ക് വരാൻ തോന്നില്ല. ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എന്നാൽ പിന്നെ ഞാനും കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് സാറയും വളരെയധികം കഷ്ടപ്പെട്ട് സാറയും ഒരു കുട്ടി ഉണ്ടാകുന്നു. എന്തോ അങ്ങനെ സംഭവിച്ചു. കാരണം ഇബ്രാഹിനിക്കാക്ക് എന്തായാലും കുഴപ്പമില്ല. അപ്പം പിന്നെ എന്തായി പ്രശ്നം? ഇനി ഇസ്മായിൽ ഇവിടെ പാടില്ല. ഒന്നുകിൽ ഇഷാക്ക് അല്ലെങ്കിൽ ഇസ്മായിൽ, ഏതെങ്കിലും ഒരാളെ ഇവിടെ പാടുള്ളൂ. കാരണം ഇബ്രാഹിനിക്കാക്ക് ആദ്യത്തെ കൺമണി ഇസ്മായിൽ ആയതുകൊണ്ട് ഇസ്മായിലിനോട് ഭയങ്കര സ്നേഹം. ഇസ്മായിൽ പാവത്താൻ. പിന്നെ ഓൾറെഡി ഹാജറ ഒരു അടിമ സ്ത്രീ ആയതുകൊണ്ട് ഹാജറ വളരെ അടങ്ങി ഒതുങ്ങി അനുസരണയൊക്കെ കാണിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അടിമയാണല്ലോ. അപ്പോൾ അതിൻ്റെ മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, നമ്മൾ അടിമയാണ്, നീ അടിമയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഹാജറ ഇസ്മായിലിനെ വളർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്മായിലും വളരെ മാന്യൻ. അപ്പോൾ ഇബ്രാഹിനിക്കാക്ക് സ്നേഹം കൂടുതൽ ഇസ്മായിലിനോട്. കുറച്ച് കഴിയുമ്പോൾ എന്തായി? സാറ കലിപ്പായി. സാറ വരുമ്പോൾ, അപ്പം നിങ്ങൾക്ക് നമ്മളെ മോനോട് സ്നേഹമല്ല, നിങ്ങൾക്ക് ഏത് നേരവും ഒരു ഇസ്മായിലുണ്ട്, ഒരു ഹാജറയുണ്ട്, രണ്ടിനെയും കൂടി ദൂരെ കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പാടായി.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതെന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അല്ലെങ്കിലേ പ്രായമായിട്ടുള്ള ഇബ്രാഹിമിക്ക രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോ ഇങ്ങനെ ഉറക്കത്തിൽ പറയണ പോലെ തോന്നി. പുള്ളിക്ക് വട്ടാവൂലേ, മനുഷ്യനല്ലേ പുള്ളേ. അങ്ങനെ വട്ടായപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കത്തിൽ കേൾക്കുകയാണ്, ഇവനെ കൊണ്ടേ അറക്കാം, ദൈവം പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു തോന്നൽ വരികയാണ്. അറക്കണമെന്ന്, കൊന്നു കളയണമെന്ന് തോന്നും മനുഷ്യന്. നമ്മളിവിടെ പത്രത്തിൽ വായിക്കാറില്ലേ, കൊന്നു കളഞ്ഞു, കുട്ടിയെ കൊല്ലുന്നു, ഓടയിൽ തള്ളുന്നു, എന്തെല്ലാം കേൾക്കുന്നു. ഇബ്രാഹിമിക്കാക്കും തോന്നിയത് അത് തന്നെയാണ്, കുട്ടീനെ കൊന്നു കളയാം എന്ന് തോന്നി. അങ്ങനെ അതും പറഞ്ഞ് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇബ്രാഹിമിക്കാനെ മനസ്സിൽ തന്നെ ഉൾവിളികളുണ്ടാവും, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലുണ്ടാവും. ആ ഉൾവിളിയാണ് സത്യത്തിൽ അവിടെ ചെകുത്താൻ്റെ രൂപത്തിൽ മനസ്സിലാവുന്നതും ചെകുത്താനാണ് എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നിന്ന് 3 തവണ കല്ലെടുത്തെറിഞ്ഞത്. ആ കല്ലെടുത്തെറിഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് മക്കയെ പോയിട്ട് അവിടെ ഇത് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇത് ഇസ്ലാമിലേക്ക് വരുമ്പോഴാണ് കേട്ടോ ഇസ്മായിൽ. തോറയിലും ബൈബിളിലൊക്കെ അത് ഇസ്ഹാക്കാണ്. ഇസ്ഹാക്കിനെ അറക്കാൻ കൊണ്ടുപോയി, ഇസ്ഹാക്കിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് കഥ തിരിയാലോ. കാരണം ആദ്യം ഉണ്ടായ കുട്ടി ഞാനല്ലേ, നിങ്ങൾക്ക് രണ്ടാമതുണ്ടായ കുട്ടീനോട് മാത്രമാണ് സ്നേഹം, മൂത്ത കുട്ടിയോട് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് ഹാജർ പ്രശ്നം ഉണ്ടാക്കാലോ. അപ്പോൾ ഇസ്ഹാക്കിനെ അറക്കാൻ കൊണ്ടുപോകാലോ. ഇതേ സംഭവം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ കഥകളും കോണ്ടെക്സ്റ്റും ഒക്കെ പറയണ ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ കുഞ്ഞുണ്ടായി, ഇസ്ഹാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡെക്കറേഷൻ ഉണ്ടാക്കി. അപ്പൊ ഹാഗാറിനെയും കുഞ്ഞിനെയും ഇറക്കി വിട്ടപ്പോ ദൈവം അവർക്ക് അഭയം കൊടുത്തു. അങ്ങനെയാണ് പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ ഇറക്കാൻ കൊണ്ടുപോകുന്ന കാര്യം ആദ്യം സംഭവിക്കുന്നതാണ്. അല്ല നമ്മുടെ ബൈബിളിൽ അങ്ങനെയല്ല. ബൈബിളിൽ ആദ്യമാണ് ഇത് സംഭവിക്കുന്നത്. ഇവരെ ഇറക്കി വിട്ടു, ഈ സാര പ്രശ്നം ഉണ്ടാക്കി ഇറക്കി വിട്ടു. അപ്പം കുഞ്ഞ് മരിക്കുന്നത് കണ്ടു നിൽക്കാൻ, മരുഭൂമിയിൽ കുഞ്ഞ് മരിക്കുന്നത് കണ്ടു നിൽക്കാൻ സഹിക്കാതെ മുഖം പൊത്തി കരഞ്ഞപ്പോൾ ദൈവദൂതൻ വന്നു, അവിടെ അടുത്തൊരു അരുവിയുണ്ട്, നീ അവിടെ പോയി ആ കുഞ്ഞിന് വെള്ളം കൊടുക്കൂ, പക്ഷെ അപ്പൊ ഒരു കാക്കയോ എന്തോ വഴിയൊരു ഭക്ഷണം. മനസ്സിലായി. നമ്മളുടെ കഥ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. കുഞ്ഞ് ദാഹിച്ചപ്പോ കാലിട്ട് അടിച്ചപ്പോ അതിന്റെ അടിയിൽ നിന്ന് വെള്ളം വന്നു. ആ വെള്ളമാണ് സംസം വെള്ളം എന്നാണ് നമ്മൾ പറയുന്നത്. അയ്യോ അതല്ല, ഇവിടെ അരുവി ഉണ്ടെന്ന് ദൈവം. നമ്മൾ കുറച്ച് എക്സാജറേഷൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് കൂടുതലാണ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. ശരിയാണ്, അത് കുഞ്ഞായിരിക്കുമ്പോഴാണ് ഈ കാലിട്ട് അടിക്കണത്. അതിനുശേഷമാണ് ഇറക്കാൻ കൊണ്ടുപോകുന്നത്. വിഷയം തന്നെ സംഭവം, വീട്ടിലെ കശപിശ. അതുപോലെ തന്നെ സർ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. ഈ എങ്ങനെയാണ് ഈ മുസ്ലിംസ് വിശ്വസിക്കുന്നത്? ബൈബിള് അല്ല, ഖുർആൻ എഴുതപ്പെട്ടതിന് ശേഷമാണ് ബൈബിൾ എഴുതപ്പെട്ടതെന്നാണോ, അതോ ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷമാണ് ഖുർആൻ എഴുതപ്പെട്ടതെന്നാണോ? എങ്ങനെയാണോ അവർ വിശ്വസിക്കുന്നത്? ഈ പറയുന്ന ആദ്യം ഏതാണ് എഴുതപ്പെട്ടത്? ഖുർആൻ എഴുതപ്പെട്ടു എന്നാണോ വിശ്വസിക്കുന്നത്? അല്ല, അവസാനമാണത്. അവസാനം ഇറക്കപ്പെട്ടതാണ്. ഇത് എഴുതപ്പെട്ടതെന്നല്ല പറയുന്നത്, ഇറക്കപ്പെട്ടതെന്നാ പറയാ. അത് ശരി. ഓക്കെ, ഇതൊക്കെ ഇറങ്ങിയ സാധനം വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ ഖുറാന്റെ മലയാള പതിപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാനൊന്ന് നോക്കി. ഈ പറയുന്നൊക്കെ ഇതിനകത്ത് ഉണ്ടോന്നൊന്നും അറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഒന്നും വായിച്ചു നോക്കിയില്ല, കുറച്ചൊക്കെ വായിച്ചു നോക്കി. അപ്പൊ കുറച്ചിങ്ങനെ വായിച്ചു നോക്കിയപ്പോ ഇടയ്ക്ക് എവിടെയോ ഞാനിങ്ങനെ യഹൂദന്മാര്, ക്രിസ്ത്യാനികൾ അങ്ങനെ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഇത് കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് തന്നെ യേശു മരിച്ച് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയപ്പെടുന്ന അവരെ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് വിളിച്ചത്. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പേര് വന്നത് പോലും. അപ്പൊ അതൊക്കെ എങ്ങനെ ഈ ഖുറാനിനകത്ത് വന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഇതിന് ശേഷമായിരിക്കുമല്ലോ അപ്പൊ ഖുറാൻ വന്നതെന്ന് ഞാനിങ്ങനെ ഓർത്തു. അതെ, അതൊക്കെ വലിയ കോമഡിയാണ്. ഇസ്ലാം നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വരുന്നത് മുഹമ്മദ് നബിയുടെ കാലത്തില്ല. അതൊക്കെ മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞ് 200 വർഷം കഴിഞ്ഞിട്ടുള്ള ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോഴേക്കും ഇതൊക്കെ ഏതാണ്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. മുഹമ്മദ് നബി പല കാര്യങ്ങളും ചെയ്തിരുന്നത് റോമാക്കാർ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് തന്നെയാണ്. അത് ഹദീസിൽ പോലും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. റോമാക്കാർ വലിയൊരു മോഡലായിരുന്നു, അള്ളാഹുവിനേക്കാൾ നല്ല മോഡലായിരുന്നു പല കാര്യങ്ങളിലും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ജോയിൻ ചെയ്തതിന്. താങ്ക് യു സർ, വളരെ സന്തോഷം സാറായിട്ട് വീണ്ടും ഒന്ന് സംസാരിക്കാൻ പറ്റിയ. പിന്നെ ഹനന്യായിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇന്നലെ ചെയ്തത്, വളരെ നന്നായിരുന്നു. ഇടയ്ക്ക് അതുപോലെയൊക്കെ വരട്ടെ.
ഇസ്രായേലിൽ അത് അതെ പ്രചരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇസ്രായേലി ഏതെങ്കിലും അതെ അറബിനെ അറിയുമെങ്കിൽ അല്ല അതൊന്ന് നമ്മൾ പുള്ളിയുടെ പരിചയപ്പെടുത്തി ഫോളോവേഴ്സ് ആണ് ഇവിടെ വന്നതിന് ശേഷം പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ അറിയാറ്. അറിയാം. പുള്ളി വളരെ നല്ലൊരു ആളാണ്. യെസ്. കുഴപ്പമൊന്നുമില്ല. നന്നായിരിക്കും. ഇസ്രായേലി അറബ്സിനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തതാ, നമ്മൾ അവരായിട്ട് സംസാരിക്കണം. അയ്യോ ഓക്കെ ഓക്കെ എന്നാ യെസ്, അടുത്ത ആളിലേക്ക് പോവാണ്. ഷിയാസ്, പെട്ടെന്ന് പറഞ്ഞോളൂ, ഇന്ന് വൈകി പോകുന്നുണ്ട്. ഓ ആ ഞാൻ അറിയാണ്ട് അതില് ലിങ്ക് കിട്ടിയപ്പോ ക്വാളിറ്റി കൂടുതൽ കൊണ്ട് കയറിയതായിരുന്നു. പക്ഷെ ഒരു ചോദ്യം, ക്വാളിറ്റി അല്ല ഞാൻ ആ എന്താ സാധനം കൊണ്ട് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷെ ഒരു ഓ ചോദ്യം, ഈ എവല്യൂഷന് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഖുറാനിലുണ്ടല്ലോ, ഉം. അതൊന്ന് പറഞ്ഞു തരുമോ? ഓ എല്ലാം പറയണോ? ഞാനിത് ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞില്ല, ഇത് കയറി വെച്ചാ വിളിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മതി മതി മതി, ഞാൻ ഒറ്റ ചുമ്മാ കാര്യം പറയാം, ആ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരേ ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഉം. ഓക്കെ, ഇസ്ലാം പ്രകാരം ആദ്യം ഉണ്ടാക്കിയ ജന്തു എന്ന് പറയുന്നത് അത് മനുഷ്യനാണ്. നമ്മളുടെ അതന്നെയാ ചോദിച്ചത്. കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയത്. ഓക്കെ, പക്ഷേ എവല്യൂഷൻ പ്രകാരം അത് മനുഷ്യനല്ല, അത് ഏകകോശ ജീവിയാണ്. അതിൽ നിന്നാണ് മനുഷ്യൻ അറിയാം. ഇവോൾവ് ചെയ്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് നമ്മൾ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വന്നത്. അപ്പോൾ അത് തന്നെയാണ് കോൺട്രഡിക്ഷൻ. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ മറ്റേ റോമാക്കാരന്റെ കാര്യം കൂടെ എന്താണ്? ഇപ്പൊ പറഞ്ഞല്ലോ റോമാക്കാരന്റെ, അത് ഒന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? റോമാക്കാരുടെ എന്താണ്? അല്ല, റോമാക്കാരിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തത് പറഞ്ഞല്ലോ. റോമാക്കാരിൽ നിന്ന് പലതും മുഹമ്മദ് നബി കോപ്പി അടിച്ചിട്ടുണ്ട്. അത് എക്സാക്ട് സംഭവം ഞാൻ ഓർക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമ്മളത് പറയുന്നുണ്ട്. അത് മുഹമ്മദ് നബി ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുലയൂട്ടുന്ന സമയം, അതായത് പ്രസവം കഴിഞ്ഞ് മുലയൂട്ടുന്ന സമയത്ത് ലൈംഗിക ബന്ധം പാടുണ്ടോ, ഓക്കെ എന്ന് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് കുഴപ്പമില്ല, റോമാക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, മുഹമ്മദ് നബിയുടെ പ്രശ്നം ഇതൊക്കെയായിരുന്നു, ഒന്നും വിചാരിക്കരുത്. ശരി എന്നാ, സമാധാനമില്ലേ മുഹമ്മദ് നബിക്ക് കേൾപ്പിച്ചപ്പോൾ? ഓക്കെ, വല്ല ആവശ്യമുണ്ടോ? അതെ, ഓക്കെ. ഷിയാസ് കഴിഞ്ഞു. രതീഷ്, ബാറ്ററി പോണതിന് മുന്നേ 2 വാക്ക്. 2 വാക്ക്. ഓക്കെ, ഞാൻ US-ലാണ് ആക്ച്വലി. ഇവിടുത്തെ താത്തക്കുട്ടികൾ കംപ്ലീറ്റ് തക്കിയാണ്. ഇവര് 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 ഈ ഹിജാബ് ധരിക്കുന്നത് സൗണ്ട് ലേശം ഒന്ന് അടുപ്പിച്ച് വെച്ച് പറഞ്ഞാൽ കേൾക്കാം, ലൗഡ് അല്ല. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. ആക്ച്വലി ഇവര് ഈ ഹിജാബ് ഇടുന്നത് ഒരു ഡോമിനേറ്റിംഗ് പവറിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഹിജാബ് ഇടുന്ന മുസ്ലിം പെൺകുട്ടികളും ഹിജാബ് ഇടാത്തവരും തമ്മിൽ അവര് ഭയങ്കര ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടാണ് അവരെ ഹിജാബ് ഇടാത്തവരെ കാണുന്നത്. അത് നമ്മൾ 2 തരത്തിലുള്ള ആൾക്കാരാണ്. മുസ്ലിംസിനെയാണോ അതോ നോൺ മുസ്ലിംസിനെയോ? മുസ്ലിംസിന്റെ ഇടയിൽ ഒരു ഡോമിനേറ്റിംഗ് പവറിന് വേണ്ടിയാണ് ഈ താത്തക്കുട്ടികളെ ഹിജാബ് ഇടുന്നത്. അത് പ്രത്യേകിച്ച് അവര് ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ. അവര് മെജോറിറ്റി ആകുമ്പോഴത്തേക്ക് അത് അവര് ആക്ച്വലി അവരൊരു വിക്ടിമായി മാറിക്കോളും. പക്ഷെ അവര് മൈനോറിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് ഇത് ഇടുമ്പോൾ അവർക്കൊരു പ്രത്യേക പവറാണ് കിട്ടുന്നത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ. അതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആക്ച്വലി ലിങ്ക്ഡിനില് പാലസ്തീൻ സ്റ്റോറി ഷെയർ ചെയ്യുന്ന താത്തക്കുട്ടി വരെ അറിയാം. മനസ്സിലായില്ലേ? അവർ അത്രത്തോളം പ്രൈഡാണ് അവർക്ക് ഇത് ഇടുന്നത്. പ്രൈഡല്ല ആക്ച്വലി, അവർക്ക് ആ ഒരു ഡോമിനേറ്റിംഗ് പവർ അവരുടെ ഇടയിലുള്ള പെണ്ണുങ്ങളുടെ ഇടയിൽ, ആണുങ്ങളുടെ ഇടയിലല്ല, പെണ്ണുങ്ങളുടെ ഇടയിലുള്ള ഒരു ഡോമിനേറ്റിംഗ് പവർ അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഇടുന്നതിലൂടെ. അതിനാണ് അവർ മെജോറിറ്റി ഇത് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഇവരെ അറിയാവുന്ന തന്നെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്റെ ടീമിലൊക്കെ ഉണ്ട് ആക്ച്വലി. ഇവന്മാരുടെ പെൺകുട്ടികൾ, അതായത് നമ്മൾ സാധാരണ ഇവിടെ കുറച്ച് അറിയാലോ, ഇവിടെ അത്ര ഫ്രീ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവന്മാരുടെ നോട്ടവും ഇവന്മാരുടെ ആറ്റിറ്റ്യൂഡും എന്ന് പറയുന്നത്, ഇവർ എന്ന് പറഞ്ഞാൽ ഇവന്മാര് എനിക്ക് അതായത് ഓഫീസ് ടൈമിൽ പോലും ഇവന്മാര് 99% ഇവന്മാരുടെ ബ്രെയിൻ സെക്ഷലാണ്. ഇവന്മാർക്ക് ഒരു പെൺകുട്ടിയെ പോലും ഇവന്മാർക്ക് നോക്കാതിരിക്കാനോ അടിമുടി എന്താ പറയാ ഒന്ന് സ്കാൻ ചെയ്യാതിരിക്കാനോ ഇവന്മാർക്ക് പറ്റില്ല.
അപ്പൊ ഇവന്മാരുടെ പെണ്ണുങ്ങൾക്ക് അത് അറിയാവുന്നത് കൊണ്ട് ഇതിട്ട് അതായത് ഇവൻ ആക്ച്വലി ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി നിങ്ങൾ ഇവിടെ ഹിജാബ് ഇടുന്നതിലൂടെ യു ആർ ഇൻസൾട്ടിങ് വി മെൻ. നമ്മളെ ആണുങ്ങളെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവർ ഹിജാബ് ഇടുന്നത് എന്തിനാണ്? അവരുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനും ആണുങ്ങൾ നോക്കാതിരിക്കാനും. ഞാൻ പറഞ്ഞു ആക്ച്വലി അത് കുറച്ച് എന്താ പറയാ, കുറച്ച് എനീനിയന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി. അപ്പൊ അന്ന് വരെ റെസ്പോണ്ട് ചെയ്യാറില്ല. പക്ഷെ അതൊരു സത്യമായ കാര്യമാണ്. ഇവരുടെ ആണുങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു എന്താ പറയാ സെക്ഷുവൽ ബ്രെയിൻ ആണ്. അപ്പൊ ഇവരൊന്ന് രക്ഷപ്പെടാനായിട്ട് ഇത് ഇടുന്നത് തന്നെയാണ് ഇവർ നല്ലതെന്നാണ് എനിക്കും പറയാനുള്ളത്. പക്ഷേ ഇവരിടുന്നതിലൂടെ മറ്റ് ആണുങ്ങൾക്ക് ഒരു ഇൻസൾട്ട് ആണ്. അവരുടെ ആണുങ്ങളെ കണക്കല്ല ബാക്കിയുള്ള ആണുങ്ങൾ. ഇവിടെ വൈറ്റ് ആണുങ്ങളായാലും ഇന്ത്യൻ ആണുങ്ങളായാലും ബാക്കിയുള്ള ആണുങ്ങളായാലും അവരുടെ 99 അവർ വർക്കില്ലെന്ന് അവർ സെക്സിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക സമയങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇവന്മാരെ എനിക്ക് ഇവന്മാരെ അറിയാവുന്ന ഇവന്മാര് ഫുൾ ടൈം ഇവന്മാർക്ക് പച്ചക്കൊന്നും പറയില്ലേ ഇങ്ങനെയൊക്കെ? അല്ല, പറയാതിരിക്കാൻ പറ്റില്ല. ആക്ച്വലി പച്ചയ്ക്ക് കാണുന്നതാണ്. എന്റെ ടീമിൽ അതായത് മാനേജർ പൊസിഷനിലുള്ളവരെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ഈവൻ IC ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മാനേജേഴ്സ് ലെവലിൽ വർക്ക് ചെയ്യുന്നവന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇവന്മാർ മാനേജേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ 50% ടീം ഇവന്മാരുടെ ആൾക്കാരായിരിക്കും. ഇവന്മാർ റിക്രൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫേവറേറ്റിസത്തിന്റെ അങ്ങേയറ്റമാണ്. ഞാൻ US കാര്യമാണ് പറയുന്നത്. US കാര്യം ഈവൻ എന്താ പറയാ ഹൈ കമ്പനീസ് ടെസ്ല, ആമസോൺ ഇങ്ങനെയുള്ള കമ്പനികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവന്മാർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ടീം നോക്കിക്കൊള്ളൂ 50% ഇവന്മാരുടെ ആൾക്കാരായിരിക്കും. ശരി. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇവരാണെങ്കിൽ ഇപ്പൊ നമ്മുടെയൊക്കെ പരിപ്പളമല്ലോ. പരിപ്പളം ഉറപ്പായി പരിപ്പളം. ഇവന്മാർ യൂട്യൂബ് കൊള്ളാം. നിങ്ങളെയൊക്കെ സ്കെച്ച് ചെയ്യുന്ന ആരെന്നാ വിചാരം? ഇവന്മാരുടെ ആൾക്കാർ തന്നെയാണ് സ്കെച്ച് ചെയ്യുന്നത്. ഇവന്മാർ എല്ലായിടത്തും ഉണ്ട്. മനസ്സിലായി? ഇവന്മാരെല്ലാരും കണക്റ്റഡും ആണ്. ഇവന്മാർക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഞാനൊക്കെ എന്താ പറയാ, എന്റെയൊക്കെ ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയാണ്. ആക്ച്വലി എനിക്കറിയാം മലയാളിയായിട്ടുള്ള മുസ്ലിംസിനെ വരെ അറിയാം. ഇവനൊക്കെ കാശ് കൊടുക്കുന്ന പാകിസ്ഥാനുള്ള മദ്രസയ്ക്കാണ് കാശ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇവരൊക്കെ കാശ് മാസം അയച്ചു കൊടുക്കുന്നുണ്ട് പാകിസ്ഥാനിലുള്ള മദ്രസകൾക്ക്. ഞാൻ അതിന്റെ സ്ലിപ്പ് ഞാൻ എന്റെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്മാര് മഹാ ഫേവറേറ്റിസത്തിന്റെയും ഇവന്മാർ ഒരു എന്താ പറയാ, ഇവന്മാർക്ക് രാജ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് മന്ത്രിസഭയിൽ മുസ്ലിങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്തിനാ മന്ത്രിസഭയിൽ മുസ്ലിം അല്ല ഇനി മതമില്ലാത്തവനാണ് എന്നുണ്ടെങ്കിൽ തന്നെ മന്ത്രിയായി കഴിഞ്ഞാൽ അവൻ്റെ ബാധ്യത മുസ്ലിമിനെ മാത്രം സേവിക്കലല്ലോ, അല്ലെങ്കിൽ മതമില്ലാത്തവനെ മാത്രം സേവിക്കലല്ല, അത് എല്ലാവരെയും സേവിക്കുക എന്നുള്ളതാണ്. അതിവിടെ വരുന്നില്ല. അപ്പൊ ഈ ചോദ്യം വരുമ്പോ ലോകത്തെ മുഴുവൻ ഇസ്ലാമീകരിക്കാൻ നടക്കുന്ന ഒരു ബ്രെയിന് അവർക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മന്ത്രിമാരെ വേണ്ടത് നമുക്ക് എങ്ങനത്തെ മന്ത്രിമാരെയാണ് വേണ്ടത്? നമുക്ക് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മന്ത്രിമാരെയാണ് വേണ്ടത്. പക്ഷെ ഇവന്മാർക്ക് വേണ്ടത് ഇസ്ലാമിക് മന്ത്രിമാരെയാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി? ഇവന്മാര് ഫുൾ പൊളിറ്റിക്കൽ ബ്രെയിൻ ആണ് ബ്രോ. ആക്ച്വലി ഇവന്മാർക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ബിൽഡ് അറൌണ്ട് എ ബിലീഫ്. നിങ്ങൾ ഒരു ബിലീഫിനെ അറൌണ്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദെയർ ബ്രെയിൻ ഈസ് ഹൈജാക്ട്. പിന്നെ മനുഷ്യരല്ല അവർ ആ ബിലീഫിന്റെ വിക്ടിംസ് ആണ്. എയ്തർ ദേ ആർ ദ വിക്ടിംസ് ഓഫ് ദാറ്റ് ബിലീഫ് ഓർ ദേ ആർ ദ ഫോളോ. അറിയാലോ, അതൊരു സൈക്കോളജിയാണ്, ഒരു ഹ്യൂമൻ ബ്രെയിനിന്റെ സൈക്കോളജിയാണ് ആക്ച്വലി. ബിക്കോസ് ദേ ആർ ബിൽഡിംഗ് എ ലൈഫ് അറൌണ്ട് ദ ബിലീഫ്. ഒരിക്കലും നമ്മൾ ഒരു ബിലീഫിന്റെ അറൌണ്ട് ലൈഫ് ബിൽഡ് ചെയ്യാൻ പാടില്ല. ഞാനും നിങ്ങളും തന്നെയാണ് ഒരു ബിലീഫിന്റെ അറൌണ്ട് ലൈഫ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ബിലീഫുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടും. നമ്മൾ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി വളർത്തിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ പുറത്തുള്ള ഒന്നും നമുക്ക് അസിമിലേറ്റ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. അങ്ങനെയാണ് അത് ഇവന്മാരെ ഫുൾ തക്കി. അതാണ് ആക്ച്വലി എനിക്ക് ഇവന്മാരോടുള്ള ഏറ്റവും വലിയ എന്താ പറയാ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇവന്മാരുടെ ഹിപ്പോക്രസി. ഇവന്മാർ ഏത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാലും, അതിന് CEO വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവന്മാരുടെ ആ ബ്രെയിൻ അത് അവന്മാർക്ക് അത് പോകത്തില്ല ആക്ച്വലി. അത് അവന്മാര് വിക്ടിം ബിക്കോസ് ഞാൻ കണ്ടുപിടിച്ച തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഒരു ലൈഫ് അറൌണ്ട് ദ ബിലീഫ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. അവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ലൈഫ്. അവന്മാരെന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നിങ്ങളൊരു മരത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഇലയെല്ലാം പൊഴിച്ച് എന്താ പറയാ തടിയെല്ലാം വെട്ടിക്കളയുമെന്ന് പറയുന്ന കണക്കാണ് ഇവന്മാരുടെ ഇത് കളയാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ആ ബിലീഫാണ് ആക്ച്വലി. അതാണ് ഇവന്മാർ വേറെ ഒന്നുമല്ല. മനസ്സിലായി? അതുകൊണ്ട് ഇപ്പൊ ഒരു ആശ്വാസം തോന്നുന്നില്ല പറഞ്ഞപ്പോ. ഞാൻ ആക്ച്വലി ബാത്ടബിൽ കിടക്കായിരുന്നു. അതെ, നല്ല കാര്യം.
അപ്പോൾ എന്തായാലും ഇത് നമുക്കിത് അറിയാം, പറയുമ്പോൾ ഭയങ്കര ഇൻഫ്ലമേറ്ററി ആയിട്ടാണ് ആളുകൾ എടുക്കുക ഇത്. പക്ഷേ ഇത് മുസ്ലിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്, ബാക്കിയുള്ള ആളുകൾ കേട്ടില്ലെങ്കിലും. കാരണം ഇതിലിപ്പോൾ ഈ നമ്മളൊക്കെ മുസ്ലിമായിരുന്ന സമയത്ത് കൊണ്ടു നടന്നിട്ടുള്ള ഒരു സാധനമാണിത്. നമ്മളുടെ ആളുകളെ ഒരു പ്രത്യേകതരം റേഡാറും കൊണ്ടാണ് നമ്മൾ നടക്കുക. മുസ്ലിം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് സലാം പറച്ചിൽ പോലെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു കാര്യമാണ്, അത് ശരിയല്ല. നമ്മൾ കോഎക്സിസ്റ്റൻസ് നമ്മൾ ശീലിക്കണം, മുസ്ലിങ്ങൾ ശീലിക്കണം എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കണം. അവിടെ മതം മാറ്റി വെക്കണം. ഈ ഐഡിയ ഞാൻ സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആക്ച്വലി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ മുസ്ലിം റെസ്റ്റോറൻറ്റ് ഷാലിമാറിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മുസ്ലിം പേരിൽ ഓർഡർ ചെയ്യും. എന്തൊരു സ്നേഹമാണെന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ എന്റെ സ്വന്തം പേരാണ് പറയുന്നതെങ്കിൽ പിന്നെ അവന്മാരെ തല്ലാൻ വരുന്ന കണക്കാണ് അവന്മാർ ഓർഡർ എടുക്കുന്നത്. So it is so obvious. It is so obvious and everybody knows it now. ഓൺലി നിങ്ങൾ നേരത്തെ ഒരു ഹിന്ദു ഗിൽറ്റ്, ഒരു വൈറ്റ് ഗിൽറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊരു എക്സലന്റ് പോയിന്റ് ആണ് ആക്ച്വലി. ആ ഗിൽറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ കൂട്ടിലുള്ള കുറെ കമ്മികളുണ്ട് ആക്ച്വലി, എല്ലാം ഹിന്ദു ഗിൽറ്റിന്റെ വിക്റ്റിമാണ് ആക്ച്വലി. എന്താ പറയാ, ജാതി വ്യവസ്ഥയുടെ അതെല്ലാം പോയല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടില് ജാതി നോക്കുന്ന കല്യാണത്തിന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. മാട്രിമോണി സൈറ്റുകളിൽ മാത്രമേ നിങ്ങൾ ജാതി നോക്കാറുള്ളൂ, വേറെ എങ്ങും ജാതി നോക്കുന്നില്ല. സ്കൂളിൽ ചേർക്കാൻ നേരത്തും പോലും എഴുതും തോന്നുന്നു, പക്ഷെ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. അല്ല, നമ്മൾ പറയുന്നത് ഇതാണ്, അതായത് ഈ ജാതി ചോദിക്കുന്നത് നിർത്തണം, നമ്മളത് ഇങ്ങനെ പറയുന്നത് നിർത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഇത് ഒരിക്കലും ഈ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മാറില്ല. ഇത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. ആളുകൾ അത് നമ്മളത് ജാതി വിരുദ്ധനാണ്, സംവരണ വിരുദ്ധനല്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഏൻഷ്യൻ സൊസൈറ്റിയില് ഡിഫറൻഷിയേഷൻ ആണ് നടന്നത്, നോട്ട് ഡിസ്ക്രിമിനേഷൻ. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻഷിയേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ വർണ്ണ വ്യവസ്ഥയിലൂടെ അവര് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നോക്കിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാർ നമുക്ക് അവരെ രാജ്യം ഭരിക്കാൻ ഉപയോഗിക്കാം, ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് അധ്യാപനത്തിന് ഉപയോഗിക്കാം, ഓക്കെ, ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് സർവീസ് ആയിട്ട് ഉപയോഗിക്കാം, ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് മെർച്ചന്റ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഡിഫറൻഷിയേഷന് വേണ്ടിയാണ് അവർ ഈ സത്വഗുണവും ഈ ത്രിഗുണങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തത്. പക്ഷേ ലേറ്റർ അത് ജാതി വ്യവസ്ഥയിലോട്ട് തെന്നി മാറി ഇവന്മാർ അതിനെ ഡിസ്ക്രിമിനേഷൻ ആക്കി മാറ്റി. അതെല്ലാം നമ്മൾ അതെല്ലാം മാറി. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു ഇപ്പോഴും പലയിടത്തും ഉണ്ടാവും ഡിസ്ക്രിമിനേഷൻ. ആ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നവന്മാരെയൊക്കെ ലോയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇവന്മാരെല്ലാം നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെല്ലാം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അതൊന്നും അഗ്നിപർവ്വതങ്ങളല്ല. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് അഗ്നിപർവ്വതമാണ്, അതിന് വേല് കിട്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഒരു കാര്യം കൂടി പറയാം ഞാൻ, അതായത് നമ്മൾ ഒരു പാമ്പിനെ നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് അതിന്റെ പല്ലെടുക്കാം, പക്ഷെ അതിനുണ്ടാകുന്ന പാമ്പുകളും ആ വിഷപ്പല്ല് എടുത്തുകൊണ്ടേ ഇരിക്കണം ആക്ച്വലി. അപ്പൊ നമുക്ക് വി നീഡ് എ പാരലൽ സിസ്റ്റം ടു പറിക്കൽ ദെയർ പല്ല്, യുനോ, മനസ്സിലായില്ലേ? ശരി, എന്തായാലും ഞാനിപ്പോ ഈ കാലഘട്ടത്തിൽ നിങ്ങളാണ് വിഷപ്പല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി ഭാവിയിൽ ഇതുപോലെ വിഷപ്പല്ല് പറിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാമ്പുകൾ ആര് വിഷപ്പല്ല് പറിക്കും? നമ്മളിത് ഒരു പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ ഉണ്ട്, ഇത് ഒരാളെങ്കിലും പറയണ്ടേ. ഇതെല്ലാരും പേടിച്ച് മാറി നിന്ന് എങ്ങനെ ശരിയാവുക? വളരെ കറക്റ്റ്. ഒരു പാരലൽ ആരിഫ് ഹുസൈൻ ടീം തന്നെ വേണം ആക്ച്വലി. that has to go forward. Generation from generation to generation. Because we need to keep this, take away this ഈ പല്ല് എടുത്ത് കളഞ്ഞുകൊണ്ടേ ഇരിക്കണം വിഷപ്പല്ല്. എന്തായാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. Whatever you are doing, excellent, very high awareness. ഒരു മനുഷ്യന് എന്താ പറയാ, ഒരു ബ്രെയിനിന് എത്താൻ പറ്റുന്ന ഒരു അവയർനെസിന്റെ മാക്സിമത്തിലൂടെയാണ് താങ്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ എക്സലന്റ്. നിങ്ങളെ പോലുള്ള അവയർനെസ് ഉള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ സനാതന ധർമ്മം അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യന്റ് വേദിക് കൾച്ചറെല്ലാം നമ്മുടെ ഈ അവയർനെസ് കൂട്ടാനാണ് നമ്മളെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സേജസ് എല്ലാം ഹൈ അവയർനെസ് ഉള്ള ആൾക്കാരാണ്. നമ്മുടെ അവയർനെസിന്റെ ബൗണ്ടറി മാക്സിമം കൂട്ടുക നമ്മുടെ ബ്രെയിനിന്റെ. അതാണ് ഇപ്പൊ ഞാനൊക്കെ അവയർനെസ് കൂട്ടുന്നത് ഈ ഇങ്ങനത്തെ ഉള്ള എന്താ പറയാ ഡിഫറെന്റ് ഡയമെൻഷനിലൂടെ കാര്യങ്ങൾ ചിന്തിച്ചാണ്. നമ്മൾ ഒരിക്കലും ഒരു കുതിരയുടെ കണ്ണിൽ കെട്ടിയ എന്താ പറയാ ഒരു തോലായി ഒന്നിനെ നമ്മൾ ഉപയോഗിക്കരുത്. ഇവന്മാര് മതത്തിന് ആ തോലായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണിൽ കെട്ടിയ തോലായിട്ട്. എനിവേ, എന്തായാലും സന്തോഷം സംസാരിച്ചല്ലോ. ഓക്കെ, താങ്ക്സ്. ബൈ. ഒരു മഴ പെയ്തു പോയ പോലെ ഒരു ഫീൽ. എന്തായാലും കിളിപാറി എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് തോന്നുന്നു?
ചില ആളുകൾ ഇത്ര നാളും പറയാനൊക്കെ ആഗ്രഹിച്ചു കൊണ്ടു നടന്നിരുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുമ്പോഴുള്ള അവസ്ഥയാണിത്. ഇത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ, മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ബിജിത്ത്. ഹലോ, കേൾക്കാമോ? പറയൂ ബിജിത്ത്. ഓക്കെ ആരിഫ്, ഞാൻ നിങ്ങളുടെ പരിപാടി ഈ അടുത്താണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ മുസ്ലിംസിനെ കുറ്റം അങ്ങനെ ഇതുകൊണ്ടല്ല. പക്ഷെ വെച്ചാൽ ഞാൻ പണ്ട് മുതൽ ഞാൻ ഇപ്പോൾ നോർവേയിലാണ് ബേസിക്കലി ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ കേരളത്തിൽ കൊച്ചിയിലാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ പണ്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരു മുസ്ലിംസ് ഒക്കെയാണ്. പക്ഷെ അന്നൊന്നും നമുക്ക് അവരോട് അങ്ങനെ ഒരു തോന്നി അവർ തിരിച്ചിങ്ങനെ അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടില്ല. ഒരു ആ രീതിയിൽ അത് മേ ബി ആ ഏരിയയിൽ അവർ മാത്രമേ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിം. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും, അവർ ഞങ്ങളുടെ വീട്ടിൽ വരും, അങ്ങനെ ഒരു ഭയങ്കര കോർപ്പറേഷൻ. പക്ഷെ എന്തായാലും അവരുടെ ഒരു കുറച്ച് വയസ്സായ ആളുകൾക്കുണ്ട്. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആരെങ്കിലും ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം, ഓക്കെ അത് നിങ്ങളുടെ കൂട്ടരാണോ ഞങ്ങളുടെ കൂട്ടരാണോ എന്നാണ്. അപ്പൊ അത് ഞാൻ കേട്ടിട്ടുള്ളത് ആകെ അവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊരു പ്രായ ഒരു ഉമ്മയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനും ഉമ്മ തന്നെ വിളിക്കുന്നത്. ഓക്കെ, വിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞത് സ്കൂളിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു ഈ പറഞ്ഞ പോലെ ഈ ലക്ഷദ്വീപ് അങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ഈ ഹിദായത്തുൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സംഭവം ഇത് വെച്ചിട്ട് അവരിങ്ങനെ കുറെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ സ്കൂളുകളിൽ കൊണ്ടുവന്ന് ചേർക്കും. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം സ്റ്റുഡൻസ് സ്കൂൾ, അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു 6, 7, 8 ക്ലാസ്സുകളിലാന്ന് വെക്കാം. അപ്പോ അവരുടെ അടുത്തുനിന്ന് ഞാനത് സംസാരിക്കുമ്പോൾ അതൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് അവർ കൂടുതൽ ഇതിനെ ഈ റിലീജിയസ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊരു ഹെയ്റ്റ്രഡ് രീതിയിലാണ് അവർ ഇത് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അവര് സംസാരിക്കുന്ന രീതിയും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അതായത് ആദ്യം ചോദിക്കുമ്പോൾ തന്നെ നീ ക്രിസ്ത്യാനിയാണോ എന്നാണ് ഒരു 6ാം ക്ലാസ്സുകാരൻ വേറൊരു 6ാം ക്ലാസ്സുകാരോട് ചോദിക്കുന്നത്. അപ്പൊ നീ അവിടെ എന്താണ്, നിന്റെ പള്ളിയിൽ ഇതാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പൊ എനിക്കൊന്നും താല്പര്യമില്ല, എനിക്ക് അങ്ങനെ ഇത് വിട്ടു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാല് അതിന് ചെറിയ പിള്ളേരുടെ മനസ്സിൽ വരും ഇങ്ങനൊരു വിഷം ഇങ്ങനെ കുത്തിക്കയറ്റുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എന്റെ അടുത്തുള്ള ഞാനതൊരു കഥയായിട്ട് പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ ഉണ്ടായ കുറച്ച് ഇൻസിഡൻസ് ഞാൻ ഇങ്ങനെ പറയുവാണ്. അപ്പോ എന്റെ ഈ അടുത്തുള്ള ഒരു ഫാമിലി, അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, അതായത് ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ എടുത്ത് വളർത്തിക്കൊണ്ടിരുന്നത്. അതായത് എന്റെ വീട്ടിൽ വരും, ഒരു കുഞ്ഞു വെച്ചായിരുന്നു തൊട്ട് തന്നെ. അപ്പോ അവനിങ്ങനെ കുറച്ചു നാൾ വളർന്ന 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അവൻ മരിച്ചു. അവന് പെട്ടെന്ന് ഉറക്കത്തിൽ എന്തോ വന്നിട്ട് മരിച്ചു. അപ്പൊ എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും വിഷമമുണ്ട്. അപ്പോ അവന്റെ ഇങ്ങനെ അതൊരു ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നി. അവന്റെ ബോഡി കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ സൈഡിൽ പിടിച്ചു ഈ മയത്തിന്റെ. അപ്പൊ അവിടെ നിന്ന് ഒരുത്ത വിളിച്ചു പറയുകയാണ്, നമ്മുടെ ആളുകൾ മാത്രം തൊട്ടാൽ മതി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇവരോട് സംസാരിച്ചു, അവരോട് എന്റെ കൂട്ടുകാരനുണ്ട്, അവന്റെ അനിയനാണത്. അവരോട് സംസാരിച്ചു. അവർ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവർ എന്ത് പറയാനാണ്, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞത് പറഞ്ഞാല് അതായത് ഈ പിള്ളേരുടെ മനസ്സിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇതൊക്കെ ഒന്ന് കുത്തിക്കയറ്റുക എന്നുള്ളതാണ് ഇവര്. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ മേ ബി ഇവരുടെ ഈ മതപഠനത്തിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ മതപഠനത്തിന്റെ കുഴപ്പം മനുഷ്യരെ മുഴുവൻ രണ്ടായിട്ടാണ് കാണുന്നത്, വിശ്വാസി എന്നും അവിശ്വാസി എന്നും. അതന്നെയാണ്. അതാണ്. അപ്പൊ എനിക്കത് അറിയില്ല, ഞാനന്ന് അതിനെക്കുറിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ എനിക്ക് തോന്നി, ഓക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനകത്ത്. എന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. ഇപ്പൊ ഈ നോർവേയില് അപ്പൊ ഇവിടെ ഈ അസൈലം ആയിട്ട് ഈ നോർവേ ഇങ്ങനെയുള്ള ഈ നോർഡിക് കൺട്രീസ് അസൈലമായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇവര് ഭയങ്കര ജനറസ് ആണ് അതിനകത്ത്. ആര് വന്നാലും വിളിച്ചു കയറ്റും. അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, അറിയാലോ. അപ്പോ ഞങ്ങളുടെ ഈ അപ്പാർട്ട്മെന്റില്, ഞാൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവന്റെ വീട്ടില് കുറെ പിള്ളേര്, ഈ ചെറിയ പിള്ളേര് അപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഈ മിഠായി കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇവൻ ഇങ്ങനെ കൊടുക്കാൻ വന്നപ്പോഴത്തേക്കും ആ പെങ്കൊച്ചിനൊരു 7 വയസ്സ് 6 വയസ്സുണ്ട്, ഒരു 8 വയസ്സ് തൊട്ട്. അപ്പൊ ഇവൻ മിഠായി കൊടുത്തപ്പോഴത്തേക്കും ഈ കൊച്ചു ചോദിച്ചു, ആർ യു ക്രിസ്ത്യൻ? നോർവേയിൽ വന്നിട്ടാണ് അത്. ഇവിടെ ഏതൊരു ഇസ്ലാമിക് ഇങ്ങനെയുള്ള ഒരു അഫ്ഗാൻ അങ്ങനെ എന്തോ രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. അവരിങ്ങനെ അസൈലം സീക്കറായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നതാണ്. അവര് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, എനിക്ക് അറിയാം. അപ്പൊ ഇവർക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കുട്ടിക്കും മാസം 1700 നോക്ക് വെച്ച്, അതായത് ഏകദേശം ഒരു 10,000-15,000 രൂപ വെച്ചിട്ട് പാരന്റ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ വേറെ ബിസിനസ് ആയിട്ട് എടുത്ത ആൾക്കാരുണ്ട് മുസ്ലിംസ്, ഇങ്ങനെ വരെ പിള്ളേരുണ്ടായിക്കൊണ്ടിരിക്കുക, പൈസ കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അത് വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ
ഇത് പറഞ്ഞു, ഓ നീ ക്രിസ്ത്യാനിയാണെങ്കിൽ വി ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം യു. അപ്പൊ ഇവനെ ആകെ ഇതായി പോയി. അതൊരു കുഞ്ഞു കൊച്ചാ പറയുന്നത്. അപ്പൊ എന്തുമാത്രം വിഷം ഇങ്ങനത്തെ രീതിയിൽ ഇവരുടെ കയ്യിൽ ഇത് കുത്തിവെച്ചു. അത് ഇവർ ഈ സ്കൂളിലും ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ മുഴുവൻ ഇക്വാലിറ്റി പഠിപ്പിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈഡ്, അങ്ങനെ ഓരോ ഇത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ പോലും ഇവർക്ക് ഈ ഒരു വിഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. അതെനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നി. എന്നിട്ട് പിന്നെ അപ്പൊ അതിങ്ങനെ വളർന്നു വന്നു ഇവിടെയും ഇവര് ഒരു ഒന്നിച്ചു പോയൊരു സ്ഥലത്തേ താമസിക്കുകയുള്ളൂ. അത് കൂടുതലും ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം വേണ്ടി അസൈലമായിട്ട് വരുന്നവരെല്ലാരും കൂടി ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കുക, അവരവിടെ ഒരു കോളനി ആക്കും. എന്നിട്ട് അവിടെ വലിയ പ്രശ്നം. ഇവിടെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ട്. എന്താണ് ഇവിടെ ഒരു സ്റ്റോപ്പ് ഇസ്ലാമൈസേഷൻ ഓഫ് നോർവേ എന്ന് പറഞ്ഞ് സിയാൻ എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ഇതേപോലെ ഇവർക്കെതിരെ ഇത് വിളിക്കും. എന്നിട്ട് വർഷത്തിൽ ഒരിക്കലും ഖുറാൻ കത്തിക്കും. അതാണ് അവരുടെ മെയിൻ പരിപാടി. അവർ വിളിച്ചു പറയും, ഓക്കെ ഇത്രാം തീയതി ഞങ്ങള് ഈ സ്ഥലത്ത് ഖുറാൻ കത്തിക്കും. അവർ കത്തിക്കും അവിടെ നിന്ന്. എന്നിട്ട് പോലീസ് സംരക്ഷണം ചെയ്യും. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് ഇവിടുത്തെ കുറച്ച് ഇതാണ്. അവർ സംരക്ഷണം കൊടുക്കും. അവരെ നടുക്ക് നിന്ന് ഖുറാൻ കത്തിക്കും. അപ്പൊ ഇവരെ പ്രൊവോക്ക് ചെയ്യുക. അതെന്തിനാണത്? ഇവരുടെ ഓരോരിടത്ത് കൊണ്ടുപോയി ഇവർ ചെയ്തിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. അത് ഇവര് മനസ്സിലാക്കണം. ഏറ്റവും അവസാനം ഇവർക്കെതിരെ വരുന്നത് ഇത് എല്ലാത്തിന്റെ കാരണം ഇവര് തന്നെയാണ്. ഇവര് ഒരു കമ്മ്യൂണിറ്റി ചെന്നാലും ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇവരുടെ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ അതിനകത്ത് ബ്ലെൻഡ് ആവുക, അതായത് അല്ലെങ്കിൽ നമ്മൾ പരമാവധി ബ്ലെൻഡ് ആയില്ലെങ്കിൽ ബ്ലെൻഡ് ആയത് കാണിക്കുകയെങ്കിലും ചെയ്യുക. ഇത് അങ്ങനെയല്ല. ഇതില്ല. എവിടെ ചെന്നാലും നമ്മൾ പറയുകയാണ് കറക്റ്റ്, നമ്മളാണ് നോക്കേണ്ടത്, ഇത് നടക്കുക. പക്ഷെ എനിക്ക് അപ്പോഴും ഇത് എന്തോ ഒരു പ്രശ്നം. അത് ഇതിപ്പോ നിങ്ങളുടെ വീഡിയോ ഇത് കണ്ട പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. മതത്തിന്റെ പ്രശ്നമാണ്. മതം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. അതങ്ങനത്തെയാണ്. അത് പിള്ളേർക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണം. അത് നിങ്ങളിപ്പോ ഈ എനിക്കറിയില്ല എന്തോരം ആൾക്കാർ ഇതേപോലെ അങ്ങനെ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇടവരുന്നുണ്ടെന്നുള്ളത്. അത് കുറവായിരിക്കും. കാരണം അത് കാണാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതും നിയമമാണ്. അതെ അതാണ് അത് ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. നിങ്ങളിപ്പോ നിങ്ങൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ചെവി ഒത്തി നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇതറിയാം. അപ്പൊ നിങ്ങൾ അറിയാന്നുള്ളതാണ്. ഇത് പൊതുജനം അറിയണം. സത്യത്തിൽ നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നത് ഈ സിസ്റ്റം ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിരുത്തുന്നത് ഇവിടുത്തെ വോക്കുകളെയാണ്. ഇസ്ലാമിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ തിരുത്താൻ നമ്മളുടെ മുന്നിലുള്ള തടസ്സം മുസ്ലിങ്ങളല്ല. ക്ലിയർ? ഇസ്ലാം എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന തടസ്സം ഇസ്ലാം മത വിശ്വാസികൾ തീർക്കുന്ന പ്രശ്നമല്ല. ഇസ്ലാമിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. നിയമനിർമ്മാണം നടത്തുക, അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ താജിക്കിസ്ഥാൻ ചെയ്ത പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് തടസ്സം താജിക്കിസ്ഥാൻ ചെയ്ത കാര്യം നമ്മളെ നാട്ടിൽ ചെയ്യാൻ ഒരുങ്ങിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ വോക്കുകളാണ് ഇതിന് പ്രശ്നം ഉണ്ടാക്കുക. BJP ആണെന്ന് പറഞ്ഞിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ തടസ്സം വോക്കുകളാണ്. ഇതുപോലുള്ള ഉടായ്പ് കാരണങ്ങൾ പറഞ്ഞിട്ട് ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് അവരാണ് നമ്മളുടെ തടസ്സം. അവരെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് തിരിച്ചറിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പാതയാണ് അവിടെ വെട്ടി തെളിഞ്ഞ് ഇങ്ങനെ വരുന്നത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബേസിക്കലി ഇവര് തന്നെയാണ് ഇവർക്കെതിരെയുള്ള ഒരു കുഴി തോട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ ഭാഗത്ത്, ഞാൻ കേരളത്തിൽ എൻ്റെ താമസിച്ചിരുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അത്രയും ഇതെനിക്ക് തോന്നിയിരുന്നില്ല കുറച്ച് ലെവൽ എത്തുന്നത് വരെ. മീൻസ് മേ ബി അത് ഇതായിരിക്കും, അതായത് അവര് മാത്രം ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ പുറത്ത് ഇത് കാണിക്കില്ല. ഓക്കെ, അതൊരു അടി വരുമ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ആള് നിങ്ങളുടെ ആളെന്നുള്ളത് അത് ചെറുപ്പം മുതലേ അങ്ങനെയുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും സന്തോഷം ജോയിൻ ചെയ്തല്ലോ. അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് വരൂ നോർവേയിലെ വിശേഷങ്ങളുമായിട്ട്. ശരി, ബൈ. ഓക്കെ, ജോജോ പറയൂ. ഒരാളും കൂടി ഉണ്ട് വെയിറ്റിംഗ്, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. PK വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഹലോ. ജോജോ പറയൂ. ഹായ് ആരിഫ്, ഹൗ ആർ യു? ഫൈൻ. വീണ്ടും ശബ്ദം മനസ്സിലായി. വീണ്ടും മനസ്സിലായി. ഞാൻ ആരിഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ലൈവിലും കയറുന്നത്. നല്ല കാര്യം, വളരെ നല്ല സപ്പോർട്ടാണ്. അതെ, ഒരു കാര്യം ആരിഫ് ചോദിച്ച ഡൗട്ട്, ഈ ഫോറിനിൽ നിന്ന് വരുന്ന കോള്, ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്ന കോള് അതെങ്ങനെയാന്ന് ചോദിച്ചില്ലേ? അതൊരു കോളിംഗ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. ആ കോളിംഗ് കാർഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നമ്പേഴ്സ് ആയിരിക്കും തെളിയുന്നത്.
അപ്പൊ നമുക്ക് അത് ചിലപ്പോ സ്പാം ആയിട്ട് അത് വരും. ചിലപ്പോ നമുക്ക് ആണോ? അത് ഛത്തീസ്ഗഡ്, ബംഗാൾ ലെജിറ്റിമേറ്റ് ആണോ? ലെജിറ്റിമേറ്റ് ആണോ അത്? ലെജിറ്റിമേറ്റ് ആണ്. കാരണം എന്റെ കസിൻസ് ഒരുപാട് പേര് ഗൾഫിലുണ്ട്. എല്ലാവരും കോളിംഗ് ഓക്കെ കാർഡ് ഉപയോഗിച്ചാണ് വിളിക്കുന്നത്. നമുക്ക് ഓക്കെ ഇന്ത്യയിൽ നിന്നും ഇത് ഉപയോഗിക്കാം. ഓ ഓ ആ ശരി. സിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ZEO എന്ന് പറഞ്ഞൊരു ഓ ആപ്പ് ഓ ഉണ്ട്. ഓ ആ ഓക്കെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഗൾഫിലുള്ള ആരുടെ അടുത്തെങ്കിലും കോളിംഗ് കാർഡ് എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളിംഗ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് അവരെ കോൾ ചെയ്യാം. ഞാൻ ചോദിക്കാൻ കാരണം എന്നെ ഒരു ആ കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി വിളിച്ചു, വലിയ ഉപദേശമൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാണ്? അപ്പം എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ചോദിച്ചാണ്. ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ആള് ഫോൺ വെച്ച് ഓടി. അല്ലാതെ ഗൾഫിൽ നിന്ന് വിളിക്കുന്നതാണെങ്കിൽ, ആ അതെ കാരണം അതെ, നമ്മളെ ഗൾഫിൽ നിന്നാണെന്ന് കസിൻസ് ഒക്കെ പറഞ്ഞു. ചിലപ്പം അതായത് ഒന്നെങ്കിൽ കൊമേറ വഴി അല്ലെങ്കിൽ ബോട്ടം വഴി വിളിച്ചിട്ട് കിട്ടാത്ത അവസ്ഥയിൽ അവര് ഇതാണ് ചെയ്തത്. നമുക്കിപ്പോ എമർജൻസി ആയിട്ട് നമ്മളെ കോൾ ചെയ്യണം. അവർക്ക് പെട്ടെന്ന് ഫോൺ ശരി എടുക്കും, ശരി. മറ്റേ ഫോൺ എടുക്കുന്നു പറയാനായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവര് ആ ഇതിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ടാമത് ഹിന്ദു ഗിൽട്ടിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. ഹിന്ദു ഗിൽട്ടിനെ കുറിച്ച് ആ ആ ഹിന്ദു ഇസ് നോ ലോങ്ങർ ഗിൽറ്റി എന്നുള്ളതാണ് അതെ. ഞാൻ പറയുന്നത്. നോ ലോങ്ങർ ആ ഒരു ഗിൽട്ട് ഫീലിംഗ് നോ ലോങ്ങർ നോ ലോങ്ങർ വ്യാപകമായിട്ട് ആണ്. കുറഞ്ഞു വരികയാണ്. അതെ അതെ, അതെ. വ്യാപകമായിട്ട് കുറഞ്ഞു വരികയാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൊണ്ടെത്തിച്ചു. ഓക്കെ, ആ പോയിന്റിൽ കൊണ്ടെത്തിച്ചു. പല പ്രാവശ്യവും ആവശ്യമില്ലാതെ, അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു 2 ദിവസം മുമ്പാണ് തോന്നുന്നു ആരിഫിന്റെ ഒരു ഇതില് മറ്റേ ഒരു എയ്ത്തീസ്റ്റ് വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ നമ്മളെ ഭഗവത്ഗീതേനെ. ആ ആ ടോമി പുള്ളിയുടെ സെബാസ്റ്റ്യൻ. പേര് ടോമി സെബാസ്റ്റ്യൻ. ആ ഉം, പുള്ളി സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാനത് തെറിവിളി അല്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിയുടെ ഉം, വീഡിയോ ഞാൻ പോയി നോക്കിയപ്പോ പുള്ളി തെറിവിളിയാന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഉം, കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. എനിക്ക് ഉം, കേട്ടിട്ട് പുള്ളീനെ വിരട്ടാനോ വഴക്ക് പറയാനോ ഒന്നും തോന്നിയില്ല. കാരണം ആ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഉം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പോ ഉം, വിശ്വാസി ആയതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസത്തിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് പൊള്ളലേക്കുന്ന സംഭവമല്ല. കാരണം ക്രിട്ടിക്കൽ തോട്ട് എല്ലാ മനുഷ്യനും ഉണ്ടാവേണ്ട കാര്യമാണ്. ഉം, എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യണം. ആബ്സല്യൂട്ട് ഉം, ഒബീഡിയൻസ് ഒരു കാര്യത്തിനോടും പാടില്ല. ഞാൻ ഉം, പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നു. പണ്ടേ ഉം, അനുസരണ ശിക്ഷയിൽ എനിക്ക് വളരെ കുറവാണ്. അത് ചിലപ്പോൾ എന്റെ ഉം, ഉം, നേച്ചറിലുള്ളതായിരിക്കും, പറയാൻ പറ്റത്തില്ല. നമ്മുടെ DNA വഴി കിട്ടിയ കാര്യമായിരിക്കും. പക്ഷേ ഉം, ക്രിട്ടിക്കൽ തോട്ട് ഇല്ലാതെ ഒരു വ്യക്തി പോലും കുട്ടികളെ വളർത്താൻ പാടില്ല. നമ്മുടെ മുമ്പിൽ ഉം, പ്രസന്റ് ചെയ്യുന്ന എല്ലാ കാര്യവും ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി പല ന്യൂസുകളും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയ അല്ലാതെ സോഷ്യൽ മീഡിയ ന്യൂസ് കേൾക്കുന്നു, ഇൻക്ലൂഡിങ് താങ്കൾ പറയുന്നത്, താങ്കളുടെ ചാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉം, നമുക്ക് എന്തുകൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് നേരത്തെ ഇതേപോലത്തെ ഉള്ള ക്രിട്ടിക്കൽ തോട്ട്സ്, മൾട്ടിപ്പിൾ തോട്ട്സ് ഉം, വരുന്നില്ലായിരുന്നു. നമ്മൾ മെയിൻ സ്ട്രീം ഉം, മീഡിയയിൽ നമ്മളിപ്പോ ദൂരദർശൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് ദൂരദർശനെ അല്ല, മറ്റു ആരും പല കാണുന്നില്ല. കാര്യങ്ങളും ആൾക്കാർ കേൾക്കുന്നുണ്ട്. സോ വൈ? അതെ. ബിക്കോസ് പീപ്പിൾ ഇൻട്രിൻസിക്കലി ഹ്യൂമൻ ബീയിങ്സ് നീഡ് ക്രിട്ടിക്കൽ തോട്ട്. അത് ഉം, നമ്മുടെ നേച്ചറിലുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഉം, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ടാവുന്നത്. നമ്മൾ മറ്റുള്ളവരെ മാത്രമല്ല നമ്മളെ തന്നെ ഒരുപാട് കളിയാക്കുന്ന ആൾക്കാരാണ്. ഉം, ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചില മീം കൊണ്ട് പൊട്ടിച്ചിരിച്ച് ചത്തുപോകും. കാരണം എത്രയോ സത്യമാണ് അവർ പറയുന്നത്. ഏത് ട്രാജഡിയിലും കോമഡി കണ്ടുപിടിക്കുന്നവനാണ് മലയാളി. ഉം, ബിക്കോസ് നമ്മുടെ ക്രിട്ടിക്കൽ തോട്ട് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉം, ക്രിട്ടിക്കൽ തോട്ട് ഇല്ലാത്ത ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ ഉം, എന്റെ മതത്തിനെയോ അല്ലെങ്കിൽ എന്റെ ഉം, വിശ്വാസത്തിനെയോ ക്രിട്ടിസൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പൊള്ളലൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഉം, എന്തുകൊണ്ടാണ് ഒരു സ്വാമിജി വന്നിട്ട് ഇത്രയും കയർത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആബ്സല്യൂട്ട്ലി അതൊരു ഉം, മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉം. കാരണം നിങ്ങൾക്ക് ആ പുള്ളി ടോമിയുടെ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടു? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും കുറച്ച് സരസമായിട്ടാണ് സംസാരിച്ചത്. പുള്ളി അത് കുറച്ച് നമ്മൾ ഈ അതെ, കൂട്ടുകാരുടെ ഇടയിലൊക്കെ വർത്താനം പറയൂല്ലോ സംസാരിക്കുന്നത് പണ്ട്, അങ്ങനെ അതേപോലെ. സംസാരിക്കുമ്പോൾ പുള്ളി വളരെ സരസമായിട്ടാണ് പറഞ്ഞത്. പിന്നെ പുള്ളി താങ്കളുടെ വീഡിയോയിൽ വന്നിട്ട് പുള്ളി പറഞ്ഞത് ഞാൻ അങ്ങനെ ഉം, തെറി വിളിച്ചു എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് ഒരേ ഉം, ഒരു പ്രശ്നമേ ഉള്ളൂ പുള്ളിയുടെ അടുത്ത്. പുള്ളി അത് പറഞ്ഞെങ്കിൽ അത് പറഞ്ഞതുപോലെ അടി നിൽക്കണം. മനസ്സിലായില്ലേ? ഉം, ഉം. നമുക്ക് അങ്ങനെ പല തന്നെയാണോ നിന്നത്? ക്രിറ്റിസിസവും ഉണ്ടാവും. അതെ, അല്ല അങ്ങനെ പുള്ളി തന്നെ പിന്നെ നിന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം എനിക്ക് തോന്നി കുറച്ച് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത്രയും മാത്രം ബാക്ക്ലാഷ് പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. ഉം, ഉം, പിന്നെ എനിക്ക് ഉം, പുള്ളിയോട് പറയാനുള്ളത്, ഇവിടെ പുള്ളിക്ക് എപ്പോ വേണമെങ്കിലും ഇന്ത്യയിൽ വരാം. ഞങ്ങൾ ഉം, ഹിന്ദുക്കളെ ഒന്നും ചെയ്യില്ല, അതിന് ഗ്യാരണ്ടി ഉം. തരാൻ. കാരണം ഓക്കെ. ഹിന്ദുക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിങ്ങനെ പറയും, നമുക്കിങ്ങനെ ഉം, ദേഷ്യമൊക്കെ വരുമ്പോ പലതും പറയും. പക്ഷേ ഉം, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അങ്ങനെ ഒരു ഹിന്ദു നോട്ട് സെക്യുലർ ആയിരുന്നെങ്കിൽ ഇവിടെ വേറെ ഒരു മതവും ഈ രാജ്യത്ത് വളരില്ലായിരുന്നു.
അതുകൊണ്ട് സെക്യുലർ ഹിന്ദുസിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും മെജോറിറ്റി ഇരിക്കുന്നത്. എന്നെ പോലത്തുള്ള ആൾക്കാർ, ഞങ്ങളും മതേതരത്വത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവേർട്ട് ക്രിറ്റിസിസം, അനാവശ്യമായിട്ടുള്ള വൺ സൈഡഡ് ക്രിറ്റിസിസം വരുമ്പോഴുള്ള റിയാക്ഷൻ ആണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. സോ ഐ ആം നോ ലോങ്ങർ ഗിൽറ്റി. എനിക്ക് വൺ സൈഡഡ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്താലും ഓ ഹിന്ദുവിനെ നവോധരിക്കാനായിട്ട് ആയിക്കോട്ടെ, നിങ്ങൾ നന്നാക്കിക്കോ, ഞങ്ങൾ വെറും കൺട്രി ഇഡിയറ്റ്സ് ആണ്, സമ്മതിച്ചു. നിങ്ങൾ ഞങ്ങളെ നന്നാക്കിക്കോ, പക്ഷെ ഞങ്ങളെ മാത്രം നന്നാക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ, അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ ഒരാൾ വന്നിട്ട് ഈ ഷോപ്പിൽ പോകുന്ന കാര്യം, ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ മറ്റുള്ള മതക്കാരുടെ ഷോപ്പിൽ നിന്നും സാധനം വാങ്ങിക്കരുത്, കാരണം ഇത് വ്യാപകമാണ്. ഇത് ആ പയ്യൻ എന്താ മനസ്സിലാവാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ആ പയ്യൻ എന്തോ പറഞ്ഞപ്പോ പിന്നെ എന്തോ ഒരു ഹെസിറ്റേഷൻ ഉള്ളത് പോലെ തോന്നി സംസാരം കേട്ടപ്പോഴത്തേക്ക്. അതായത് വ്യാപകമായിട്ട് മുസ്ലിംസിന്റെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കാറുള്ളൂ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇൻഫാക്ട് എല്ലായിടത്തും ഞാൻ താമസിക്കുന്നിടത്തും, ഞാനിപ്പോ എവിടെയാ താമസിക്കുന്നതല്ല, കാരണം എന്റെ ശബ്ദം വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു വോയിസ് ആയതുകൊണ്ട് പലവർക്കും എനിക്ക് പുറത്ത് സംസാരിക്കാൻ പേടിയായിട്ടതുകൊണ്ടല്ല, എന്റെ ഫാമിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്റെ കുടുംബക്കാർ മൊത്തം ഇനി ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കരഞ്ഞില്ലോണ്ട്. ഞാൻ ബ്ലാക്ക് ഷീപ്പാണ് എന്റെ ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മൊറവിളി കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻകോഗ്നിറ്റോ മോഡിൽ സംസാരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ വ്യാപകമായിട്ട് ഞാൻ കണ്ടുവരുന്നു. അതായത് ഞാൻ പറയാം, ഞാൻ ജനിച്ചു വളർന്നത് ട്രിവാൻഡ്രത്താണെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട്, ജയറാം ബേക്കറി. ആ ബേക്കറിയുടെ പേര് അത് മെഡിക്കൽ കോളേജിലാണ്. ആ പരിസരത്ത് നിന്ന്, ആ ബേക്കറിയിൽ നിന്ന് ആഹാരം കഴിക്കാത്ത ആൾക്കാരില്ല. വളരെ പഴയ ബേക്കറിയാണ്, എനിക്ക് തോന്നുന്നു 19 വർഷം മിനിമം ആ ബേക്കറിക്ക് ഒരു പ്രായമുണ്ട്. ഓക്കെ, ജയറാം ബേക്കറി എന്നാണ് സ്ഥിരം എല്ലാവരും. ജയറാം ബേക്കറി ക്രിസ്ത്യൻസ് ആണ് നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, ക്രിസ്ത്യൻസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ നല്ല എന്താ പറയാ, ക്രീം ബണ്ണും അങ്ങനത്തെ പണ്ടത്തെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ട് കഴിച്ച കാര്യങ്ങൾ, അതൊക്കെ വളരെ ഒത്തന്റിക് ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബേക്കറിയാണ്. ഈ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് ജയറാം ബേക്കറിയിൽ ആക്ച്വലി കുറച്ച് തിരക്ക് കുറവാണ്. സാധാരണ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ എവിടെയെങ്കിലും ഉണ്ടോ, അതിന്റെ തൊട്ടടുത്ത് ഇവർ കൊണ്ടുവന്ന ഒരു കട വെക്കും. തൊട്ടടുത്ത് ഒരു കട കൊണ്ട് വെക്കും. എന്നിട്ട് പിന്നെ ആ ഏരിയയിലുള്ള മുസ്ലിംസ് പിന്നെ അവിടുന്ന് സാധനം വാങ്ങിക്കും. അതായത് ഇപ്പുറത്ത് ട്രഡീഷണൽ ആയിട്ട് വർഷങ്ങളായിട്ട് നമുക്ക് സാധനം തന്നുകൊണ്ടിരിക്കുന്ന കടയെ അവര് ഉപേക്ഷിക്കാൻ നമുക്കൊരു ലോയൽറ്റി കാണുമല്ലോ. ഇപ്പൊ മാതൃഭൂമി പേപ്പർ വാങ്ങിക്കുന്നവര് മനോരമ പേപ്പർ വായിക്കില്ല, കോൾഗേറ്റ് ഉപയോഗിക്കുന്നവർ ക്ലോസപ്പ് ഉപയോഗിക്കില്ല. ഇങ്ങനത്തെ ഒരു ലോയൽറ്റി, പ്രോഡക്റ്റ് ലോയൽറ്റി ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ. മനസ്സിലായില്ലേ? ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആളായതുകൊണ്ട് ഞാൻ ആ ഒരു ഫോമിൽ നിന്ന് ഞാൻ പറയുകയാണ്. മനസ്സിലായി? അപ്പോ ഈ ആ ഒരു എത്രയോ വർഷമായിട്ട് നമ്മുടെ ചെറുപ്പത്തിലും കുട്ടികൾക്കും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത കടയെ ഡ്രോപ്പ് ചെയ്യാൻ അവർക്കൊരു ബീറ്റ്, ദേ ഡോണ്ട് ലൂസ് എ ബീറ്റ് ഓവർ ഇറ്റ്. തൊട്ടടുത്ത ഒരു കട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടയുടെ മുക്കാൽ ബിസിനസ്സും അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് പലതരം ഈ ഫോറിൻ ഐറ്റംസ് കൊണ്ടുവച്ചിട്ട്, അതിന്റെ എനിക്ക് അറിഞ്ഞൂടെ അത് ഒത്തന്റിക് ഫോറിൻ ഐറ്റംസ് ആണോ പാക്കേജ്ഡ് ഗുഡ്സ് ആണോ, ബട്ട് ഐ എം നോട്ട് ഷുവർ. അത് ആ ബിസിനസ്സുകളെ അവിടെ ഒരു സ്പ്ലിറ്റ് ഡിവിഷൻ ഉണ്ടാക്കുക, വിച്ച് ഇസ് വെരി വിസിബിൾ ടു എനിബഡി ഹു ലുക്സ് അറ്റ്. ഞാൻ അതാ പറഞ്ഞത്, നമ്മളെല്ലാം വേണം. നമ്മുടെ പണ്ട് എന്റെ അമ്മൂമ്മ പറയുമായിരുന്നു, നേരായി നിൽക്കുന്ന മരത്തിനെയാണ് ആദ്യം വെട്ടുന്നത്. എപ്പോഴും നമ്മൾ നേരായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഒരു ക്രിട്ടിക്കൽ തോട്ടോടെ നമ്മൾ നോക്കുക, എന്താണ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് us. പല ഹിന്ദുക്കൾക്കുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവരിപ്പോഴും ഏതോ ഒരു മിഥ്യാധാരണ, വോക്ക് ലിബറൽ ഫോമാറ്റിലാണ് അവർ ലോകത്തിനെ കാണുന്നത്. they think that everything will, അത് കുഴപ്പമില്ല, ഇത് ഇപ്പൊ നമുക്ക് വലിയ പ്രശ്നമില്ല. This is not affecting me directly, but if you look deeply into what is happening in society, you will realize that this is affecting everybody. ഇത് ഹിന്ദുക്കളെ നിങ്ങളുടെ വേദത്തിൽ അങ്ങനെ എഴുതി വെച്ചോണ്ടല്ലേ സംഭവാമി യുഗേ യുഗേ എന്ന്. അത്രേ ഉള്ളൂ, സംഭവാമി യുഗേ യുഗേ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ഇസ്ലാം എന്നല്ല, സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, നടക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയിട്ട്. പക്ഷെ ആ നല്ലതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ഉണർത്തിപ്പാണ്. മനസ്സിലായില്ല? ആ ഒരു നല്ലതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനത്തെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ
ഹിന്ദു പ്രൈഡ് എവിടെ പോയി? തിരിച്ചു വരുന്നുണ്ട്, അതും അതിഭീകരമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് ഞാൻ ഒരു സാധനത്തിനെയും റാഡിക്കലൈസേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല. ഒരു കാര്യത്തിൽ ഒരു തോട്ട് പ്രോസസ്സും റാഡിക്കലൈസ്ഡ് ആവാൻ പാടില്ല. ഇഫ് ഇറ്റ് ഇസ് കമ്മ്യൂണിസം ഓർ ഹിന്ദുവിസം ഓർ ഇസ്ലാം ഓർ ക്രിസ്ത്യാനിറ്റി, ഒന്നിന്റെയും റാഡിക്കലൈസേഷൻ പാടില്ല. ഇതെല്ലാം ഒരു ടൂൾസ് ആണ്. നമുക്ക് ലൈഫിൽ നമുക്കിപ്പം പ്രാർത്ഥിച്ചാൽ മനസമാധാനം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം പലവരുടെ ഇടയിലും ഉണ്ട്. അത് അവന്റെ ഒരു ടൂളാണ്, മനസ്സിലായില്ലേ? ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക, അവരവരുടെ ലൈഫ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ടൂളായി, മറ്റുള്ളവനെ ഉപദ്രവിക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കരുത്. യുവർ റൈറ്റ് എൻഡ്സ് അറ്റ് മൈ ഡോർ സ്റ്റെപ്പ്. അതാണ് ആരുടെ അവകാശം? എന്റെ ഡോർ സ്റ്റെപ്പിന്റെ മുമ്പിൽ തരും, അവിടെ തൊട്ട് എന്റെ അവകാശമാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഏത് വേദത്തിൽ എന്തെഴുതി വെച്ചാലും അത് വായിച്ചിട്ട്, ഇപ്പൊ ഈ സംഭവാമി യുഗയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ശ്രീകൃഷ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഏറ്റവും അവസാനം. അതിന്റെ സംസ്കൃതം എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിന്റെ മലയാളം പറഞ്ഞുതരാം. സംസ്കൃതം നമുക്ക് അറബി പോലെയാണ്, നമുക്ക് ആരെങ്കിലും തർജ്ജിമ ചെയ്തെന്നല്ലേ ഉള്ളു. പക്ഷെ എന്റെ മലയാളം ഇത്രേ ഉള്ളൂ. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, ഇനി നിന്റെ ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ വായിക്കുന്നത് എവിടുന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വായിച്ചോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോളൂ, പക്ഷെ അവസാനം അവനവന്റെ യുക്തി ഉപയോഗിക്കാതെ ഇത് നമ്മുടെ സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ഉപയോഗിക്കാൻ, ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുക. പിന്നെ അത് ഒരു എന്തോ അല്ല, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് പ്രത്യേകിച്ച് പിന്നെ ഈ ഹിജാബിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ രതീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവിടെ കുറച്ചു നേരം സംസാരിച്ചിട്ട് പുള്ളി വളരെ റാന്റ് ചെയ്തിട്ട് പോയി. പുള്ളി ശരിക്കും പറഞ്ഞ ഒരു റാന്റ് ആയിരുന്നു, ഒരു 1.5 റാന്റിങ്. ഓക്കെ, അപ്പം പുള്ളി സംസാരിച്ചതിൽ പുള്ളി പറഞ്ഞല്ലോ, ഇവര് പിന്നെ ഈ ഹിജാബ് ഇടുന്ന പെൺകുട്ടികള് കാരണം അവർക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് മതത്തില്, അവർ കുറച്ചും കൂടെ ട്രഡീഷണൽ ആണെന്നുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. ഇതെന്താ ഇതിന്റെ ശരിക്കുമുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ദ ഗുഡ് ഗേൾ എഫക്റ്റ് ആണ്. ഇത് ഇസ്ലാമിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. ദ ഗുഡ് ഗേൾ എഫക്റ്റ് ആണ്. അതായത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അത് കുലസ്ത്രീയായിട്ട് മാറും. കുലസ്ത്രീ നമ്മളൊക്കെ പറയില്ല, കുലസ്ത്രീയാണെന്ന് പറയുന്നത്. അത് ഒരു ഗുഡ് ഗേൾ എഫക്റ്റ് ആണ്. അത് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സൈനൈഡ് കൊടുത്ത് വീട്ടുകാരെ കൊന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു ലേഡി ജോളി ജോസഫ്. പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോയി വളരെ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ നല്ല രീതിയിൽ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര നീറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ നമുക്ക് ഒരു സംശയം തോന്നൂല്ല. അപ്പൊ നമ്മൾ അവരുടെ ഡീസൻസി അളക്കുന്നതിന്റെ അളവുകോൽ എന്താണ്? അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? മതം പറയുന്ന അവരുടെ ഏത് മതമായാലും പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി ഒരു കുറിയൊക്കെ തൊട്ട് സാരിയെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് റോഡിൽ കൂടെ നടക്കുമ്പോൾ എല്ലാവർക്കും നമ്മളോട് ഒരു ബഹുമാനമാണ്. ഇവരേതോ നല്ല കുലസ്ത്രീയാണ്. മനസ്സിലിരിക്കുന്ന അഴുക്ക് ആർക്കും അറിയില്ല. ഇത് സൈക്കോളജിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് ദ ഗുഡ് ഗേൾ ദ ഗുഡ് ബോയ് എഫക്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഉള്ളിലുള്ള അഴുക്ക് പുറത്ത് കാണിക്കാതിരിക്കാനാണ് ഈ ക്ഷിപ്ര വസ്ത്രധാരികളായിട്ട് ഭയങ്കര നീറ്റായിട്ട് നടക്കുന്ന ആൾക്കാർ. നമ്മൾ പറയില്ലേ, ചിലപ്പോ നമ്മള് റോഡിൽ ഭയങ്കര അല്ലെങ്കിൽ ഒരുപാട് ടാറ്റൂസ് ഇട്ട ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളെ കുറിച്ച് എന്റെ അടുത്ത് ഒരിക്കൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, ഇത്ര ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിൽ വെച്ചു, ഈ ലിപ്സ്റ്റിക് ഇട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, വേറെ ഒരു പരിപാടിയില്ല. നമ്മൾ വെറുതെ ലിപ്സ്റ്റിക് വിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഇങ്ങനെ ടാറ്റു ധരിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് പിന്നെ മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്തതോ കൊണ്ടൊന്നും നമ്മുടെ വാല്യൂസ് ഇറോഡ് ആവുന്നില്ല. വാല്യൂസ് ഇറോഡ് ആവുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി ആ ഇറോഷൻ ഓഫ് വാല്യൂസിനെ പെർസ്യൂ ചെയ്യുമ്പോഴാണ്. നമ്മളൊരു ഫാമിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഇവിടെ ഈ കേരളത്തിൽ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് എത്ര കൂടി വരികയാണ്. എവറിബഡി ഈസ് ഹാവിംഗ് എൻ അഫെയർ വിത്ത് എവറിബഡി എൽസ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. ഇതൊരു കിരീടത്തിലെ പൊൻതൂവൽ പോലെയാണ് പല സ്ത്രീകളും പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഫേസ്ബുക്കിലെ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നല്ല ഹാപ്പി ഫാമിലി ലൈഫ് ഇല്ല. അപ്പോ ഈ ഗുഡ് ഗേൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടി, അപ്രൂവൽ ഓഫ് സൊസൈറ്റി കിട്ടാൻ വേണ്ടി സ്ത്രീകളുടെ പുറത്ത് പണ്ടേ അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, എന്നാലും സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യം ഒരു പെണ്ണെന്ന രീതിയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് റഡാർ വരില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? വി ബിക്കം പ്രാക്ടിക്കലി ഇൻവിസിബിൾ. It's so invisible that we get to do everything without anybody knowing it.
മറ്റേ അമർ അക്ബർ ആന്റണിയില് കഞ്ചാവ് രമേശ് പിഷാരടിയുടെ ക്യാരക്ടർ കഞ്ചാവിനെ കുറിച്ച് ദിസ് ഇസ് ദ സെയിം തിങ്. ഇത് 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 ഈ 3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ 2 മണി വരെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ 2 മണി വരെ വെയിറ്റ് ചെയ്തത്. അങ്ങനെ വേണേ എനിക്ക് പറഞ്ഞു. എപ്പോഴും ആരിഫിന്റെ ഏറ്റവും ലാസ്റ്റ് കോളർ ഞാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇല്ല രണ്ടുപേരും കൂടി ഉണ്ട് ഇപ്പൊ ലാസ്റ്റ്. അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം. ഈ പറഞ്ഞ പോയിന്റ് ഇത് സൂചിപ്പിച്ച് വളരെ നന്നായി. ഈ ഒരു കുലസ്ത്രീ സിൻഡ്രോം, ഇത് മതങ്ങൾ അതിന് നന്നായിട്ട് വഴിവെച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ്. സ്ത്രീകളും അത് എൻജോയ് ചെയ്യുന്നുണ്ട് കുറെയൊക്കെ. അതെ, തീർച്ചയായിട്ടും. കാരണം അത് എനിക്കറിയാം, എന്റെ ഹിന്ദു ഫ്രണ്ട്സും എല്ലാവരും ചിലപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കും ഞാൻ ഇത് പറഞ്ഞതിന്. പക്ഷെ ഞാൻ ഒരു മതത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇത് പൊതുവെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ നടന്നാൽ നമ്മുടെ പുറത്ത് അനാവശ്യമായിട്ട് ക്രിറ്റിസിസം വരില്ല, നമ്മളെ ആരും, പിന്നെ നമ്മൾ ഇൻവിസിബിൾ ആവും, പിന്നെ നമുക്ക് നമ്മുടെ തോന്നിവാസം കാണിക്കാൻ ആരും അറിയില്ലേ ഇവര് ഇങ്ങനെ ചെയ്തോ എന്നുള്ളൊരു ഷോക്കായിരിക്കും അവസാനം ഉണ്ടാവുന്നത്. ബട്ട് ഇറ്റ് ഇസ് ഓൺലി ഇഫ് യു ഗെറ്റ് കോട്ട്. ഇത് എല്ലാ കാര്യത്തിലും ഈ എല്ലാ മതങ്ങളുടെ ഇടയിലും പറയുന്ന, ഏത് മതം എടുത്താലും പ്രത്യേകിച്ച് സ്ത്രീകളെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ടുള്ള ഒരു സംഭവം. അടക്കവും ഒതുക്കവും വസ്ത്രത്തിലോ എല്ലാം ഉണ്ടാകുന്നത്, പെരുമാറ്റത്തിലാണ് ഉണ്ടാവുന്നത്. പെരുമാറ്റത്തിലാണ് നമുക്ക് അടക്കവും ഒതുക്കവും ഉണ്ടാവുന്നത്. നമ്മുടെ പുറമെ നമ്മൾ എത്ര അടക്കവും ഒതുക്കവും കാണിച്ചിട്ട് ഒരു കാര്യം, മീൻസ് ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഔട്ട്വേർഡ്ലി ഫിസിക്കൽ അപ്പിയറൻസിൽ കാണിച്ചിട്ട് കാര്യമില്ല. റെസ്പെക്ട് നേടേണ്ടത് നമ്മുടെ പെരുമാറ്റത്തിലാണ്, നമ്മുടെ ആക്ഷൻസിലാണ് റെസ്പെക്ട് നേടേണ്ടത്. അല്ലാതെ ഒരു നോട്ട് ബൈ ഡ്രസ്സിങ് അപ്പ് ഇൻ വിച്ച് എവർ വേ ദ സൊസൈറ്റി വാണ്ട്സ് യു ടു. ഐ ആം നോട്ട് സെയിങ് ഞാനൊരു മോഡസ്റ്റ് ഡ്രസ്സറാണ്, മോഡസ്റ്റി ഡ്രസ്സിങ്ങിൽ വേണം, ആണിനും പെണ്ണിനും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പല ഡിസ്ട്രാക്ഷൻസും അതിൽ നിന്ന് ഒഴിവാകും, ആൾക്കാരൊക്കെ മര്യാദയ്ക്ക് ജോലിയും ചെയ്യും. മനസ്സിലായില്ലേ? ഇതിപ്പം ഓഫീസിൽ പോയാലും ഇത് തന്നെയാണ്, പല പെണ്ണുങ്ങളും പല രീതിയിൽ ഡ്രസ് ചെയ്യുന്നു, അതുകൊണ്ട് പല ജോലികളും നടക്കാതെ വരുന്നു. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് രതീഷേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫീസിൽ നടക്കുന്ന കോമഡികൾക്ക് വേറെ ഒരു നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ മോഡസ്റ്റി എല്ലാത്തിനും വേണം, ഡ്രസ്സിങ്ങിൽ വേണം, പെരുമാറ്റത്തിൽ വേണം, വാക്കുകളിൽ വേണം. പക്ഷെ നോട്ട് ബിക്കോസ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ഗുഡ് ബുക്സ് ഓഫ് some society or some societal pressure is on you. You have to do it for yourself. Athreyo. Okay, thank you for bye, Arif, reflecting take care. this Bye much. Bye yeah. Bye. Okay, Terminator, last moment, last person. Hello, sir. Terminate ചെയ്യാൻ വേണ്ടി വന്ന Terminator. ഇതാണ് നമ്മളുടെ അവസാനത്തെ ഇന്നത്തെ നമ്മളുടെ അതിഥി. ഇനി ആരും ഉണ്ടാവില്ല. പറയൂ ടെർമിനേറ്റർ പറയൂ. പറയൂ. എനിക്കൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇപ്പോ ജനറൽ BD ബക്ഷീത്ത് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പാകിസ്ഥാനും ചൈനയായിട്ട് ഒരു വാർ വന്ന will there be a 2.5 war? Should we be worried about that? എങ്ങനെ? അതായത് ഇപ്പം ജനറൽ GD ബക്ഷീത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ ചൈനയായിട്ട് ഒരു യുദ്ധം വന്ന there will be a 2.5 war. There is enemies, two sides are China and Pakistan, and there will be a half side which will be in the India itself. So should be worried about that. That's the question I want to ask. നമ്മൾ എന്തിന് ലാസ്റ്റ് പറഞ്ഞത് ക്ലിയർ ആയില്ല. അതായത് ഇന്ത്യയിൽ തന്നെ ഒരു ഹാഫ് ആൻഡ് വാർ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇതേപോലുള്ള റിലീജിയസ് ഫനാറ്റിസം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച്, അപ്പം ഷുഡ് ബി വെറീഡ് അബൌട്ട് ദാറ്റ് എന്നുള്ള പ്രശ്നമാണ്. അങ്ങനെ ഒരു വാർ വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട്, അതായത് തീർച്ചയായിട്ടും ഫോറിൻ ഇന്റർഫിയറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ റിലീജിയസ് കാര്യങ്ങളൊക്കെ ഫോറിൻ ഇന്റർഫിയറൻസ് നമ്മുടെ ഇപ്പൊ യുദ്ധം വന്നാലും ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് സംഭവിക്കും എന്നുള്ളത്. എനിക്ക് ചോദ്യം ക്ലിയർ ആവുന്നില്ല കേട്ടോ, താങ്കൾ എന്താ ചോദിക്കുന്നതെന്ന്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഒരു ഫോറിൻ ഇന്റർഫിയറൻസ് ഉണ്ട് എല്ലാ മിക്കവാറുള്ള റിലീജിയൻസും. അതായത് ഇപ്പോ എക്സാമ്പിൾ ഇന്ത്യ ഇസ്രായേൽ പാലസ്തീൻ വാർ വന്നപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ എടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺ തന്നെ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന റീസൺ തന്നെ, അതായത് അവർക്ക് നമ്മളുമായിട്ട് നല്ല ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഷുഡ് ബി ആൾ സപ്പോർട്ട് ഇസ്രായേൽ ഇൻ ദാറ്റ് കേസ്. ഇന്ത്യ അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അൺകണ്ടീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് റീസൺ തന്നെ, അതായത് ഇന്ത്യ പാക് വാർ വന്നപ്പോൾ പാലസ്തീനിലെ പാകിസ്ഥാന്റെ സപ്പോർട്ട്. അങ്ങനെയൊന്നുമല്ല, അതൊക്കെ നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് പറയുന്നല്ലേ.
ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പച്ചയായ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിനേക്കാൾ കൂടുതൽ പാലസ്തീനല്ലേ. 2 നേഷൻ വേണം, 2 സ്റ്റേറ്റ് വേണം, സീസ് ഫയർ വേണം എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്തത് ഇന്ത്യ അല്ലേ. സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് അതായത് ഇന്ത്യ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തതും ഇപ്പോൾ ഹമാസിനെ സീസ് ഫയറിനെതിരെ അത് പാലസ്തീൻ അനുകൂലല്ലേ. എന്തോ സീസ് ഫയർ വേണം എന്ന് ഇന്ത്യ വോട്ട് ചെയ്യുമ്പോൾ അത് ഇസ്രായേലിനെതിരല്ലേ, പാലസ്തീൻ അനുകൂലല്ലേ. അപ്പം അത് ഹ്യൂമാനിറ്റീസും കൂടെ നമ്മൾ നോക്കണ്ടേ. അതായത് അവിടെ അതേ നോക്കുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നമ്മൾ അതേ നോക്കുന്നുള്ളൂ. ഇന്ത്യ അല്ലാതെ നമ്മളെ പണ്ട് ഒരാൾ സഹായിച്ചു അതുകൊണ്ട് അയാൾ എന്ത് തോന്നിയാസം കാണിച്ചാൽ അയാളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള സ്റ്റാൻസ് ഒന്നും ഇന്ത്യക്കില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അത് ഇക്കണോമിക് റീസൺസ് ഉണ്ട്, ഹ്യൂമാനിറ്റേറിയൻ റീസൺസ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കാർഗിൽ വാറിൽ സഹായിച്ചു അതുകൊണ്ട് ഇസ്രായേലിന് ഒപ്പം നമ്മൾ എന്ത് വന്നാലും നിൽക്കും, അങ്ങനെയൊന്നും അല്ലല്ലോ ഇന്ത്യ എവിടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ പറഞ്ഞിട്ടില്ല. അല്ല, നമ്മളിപ്പോ കണ്ടം ചെയ്യാത്തതും അതിന്റെ റീസൺ അല്ലേ. മിക്കുള്ള രാജ്യങ്ങളെല്ലാം കണ്ടം ചെയ്തിട്ടല്ലോ. കണ്ടം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ട്. അബ്സ്റ്റെയിനാണ് ചെയ്തത്. ഇപ്പം ഹ്യൂമാനിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പം ഇസ്രായേൽ ഇത്തിരി എക്സ്ട്രീം ആയിട്ടാണ് പാലസ്തീനിൽ പെരുമാറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഒരു അബ്സ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് തന്നെ അതിന്റെ റീസൺ ആണ്. അതെ അത് നമ്മൾ സമ്മതിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഏറ്റവും മിനിമം ഒരു റെസ്പോൺസ് അത്രേ അതിനകത്ത് വരുന്നുള്ളൂ. അല്ലാതെ ഔട്ട്റൈറ്റ് ആയിട്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ചെയ്ത മാതിരി നെതന്യാഹുവിനെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണം എന്നുള്ള പരിപാടിക്കൊന്നും ഇന്ത്യ ഇറങ്ങി തിരിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇന്ത്യ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ലൈഫ് ചാനലിലുണ്ടായാലും അവർ ബ്ലൈൻഡ്ലി ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ഇൻട്രസ്റ്റിൽ നിന്നും മുന്നേറണം. അത് മാത്രമേ എനിക്ക് പറയാം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും ഒക്കെ. അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കും. പക്ഷേ ഒരാൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലോ ഒരാൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിലോ നമ്മൾ അവർ മുഴുവൻ മോശക്കാരാണെന്ന് പറയുന്നതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അല്ല, ഒരു സൈഡിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ നമ്മുടെ, അതായത് എന്റെ ഒരു വ്യൂ പോയിന്റ്, ജിയോ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഇൻട്രസ്റ്റ് മാത്രമേ സംരക്ഷിക്കാവൂ. ഇപ്പൊ ഇന്ത്യൻ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ പെരുമാറുക. എന്തായാലും പറയാം. അതെ, അത് നിൽക്കാവുന്നവർക്ക് നിൽക്കട്ടെ. നമുക്കിപ്പോൾ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചൈന പോലെ ആയിരിക്കണം, എതിർത്ത് ആരെങ്കിലും പറയുന്നുണ്ട് അവനെയൊക്കെ പിടിച്ച് പൂട്ടണം, അങ്ങനെ നടക്കുമോ? ഇല്ലല്ലോ. അതല്ലല്ലോ നമ്മുടെ രീതി. നമ്മൾ ഡെമോക്രസി അല്ലേ, പറയാനുള്ളവർ പറയട്ടെ. പക്ഷെ ആ പറയുന്നതിനുള്ള എതിർപ്പുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക, അത് രണ്ടും അവിടെ നടക്കും. അങ്ങനെ ആ ഒരു വടംവലിയാണ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടത്. ഒരു വ്യൂ ഉണ്ടാകുമ്പോൾ അതിനുള്ള ഓപ്പോസിങ് വ്യൂ കൂടി അവിടെ ഉണ്ടാകുന്നു എന്ന് ഉറപ്പാക്കുക. അതേ വഴിയുള്ളൂ. അല്ലാതെ ഒരു വ്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അത്ര. ഇന്ത്യൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റ് ആരും മോളിൽ നിന്ന് കെട്ടിയിറക്കി തരുന്നതല്ല സുഹൃത്തെ, അതായി പറയുന്നത്. അത് നമ്മൾ അപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നു, അങ്ങനെയല്ലേ വരുന്നത്. നിങ്ങളായാലും ഓവറായിട്ട് എക്സ്ട്രീം ഇസ്ലാമിസ്റ്റിനെ മാത്രമാണ് കുറ്റം പറയുന്നത്. അങ്ങനെ കറങ്ങി ഇപ്പൊ മനസ്സിലായി. ഇത്ര നേരം സംസാരിച്ചിട്ട് അത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണേന്ന്? അല്ലല്ല, ഞാൻ ഒരു ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഇസ്ലാമിനെ മാത്രം നിങ്ങളൊരു കൂട്ടം പട്ടികൾ ഓടിപ്പോകുന്നു. ആ പട്ടികളിൽ ഒരു പേ പിടിച്ച പട്ടിയുണ്ട്, ബാക്കിയുള്ളതൊക്കെ പേ പിടിക്കാത്ത പട്ടി. നിങ്ങൾ ഏത് പട്ടീനെയാണ് ആദ്യം ഓടിക്കുക? അല്ല, ഞാൻ നിങ്ങൾ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞോളൂ, ഇതിനൊരു ഉത്തരം പറഞ്ഞോ. ഒരു കൂട്ടം പട്ടികളിൽ 10 പട്ടികൾ, ഓക്കെ, അതിൽ 9 എണ്ണത്തിന് പേ ഇല്ല, ഒരെണ്ണത്തിന് പേ ഉണ്ട്. നിങ്ങൾ ഏത് പട്ടീനെയാണ് ആദ്യം ഓടിക്കുക? അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ പേ പിടിച്ച് നടക്കുന്ന പട്ടി അത് ഇസ്ലാമാണ്. തൽക്കാലം അതിനെ ഓടിക്കട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളിലേക്ക് വരാം പേ പിടിക്കുമ്പോൾ. അപ്പോൾ കാക്കാൻ പോയി കിടന്ന് ഉറങ്ങ്. ബൈ. ശരി, ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ മനസ്സിലായി, ഒന്നൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 2.5 വേൾഡ് വാർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇല്ലല്ല, നമ്മളെ ഇന്ത്യ ഇപ്പൊ വേറൊരു രാജ്യമായിട്ട് യുദ്ധം നടന്നാൽ ഒരു 2.5 ആണ്. അതായത് 2 ഫ്രണ്ട് ചൈനയും പാകിസ്ഥാനും ആണെങ്കിൽ ഒരു 5.5 ഫ്രണ്ട് ഇന്ത്യയുടെ കാലത്ത് എങ്ങനെ വരുമെന്ന് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. നമുക്ക് അടുത്ത തവണ നമുക്ക് ഉത്തരം പറയാം. അതൊന്ന് കണ്ടോക്കിയാൽ മതി. ആയിക്കോട്ടെ, കൂലങ്കുഷമായിട്ട് ആലോചിക്കട്ടെ. ഓക്കെ, താങ്ക് യു. പേപ്പടി അടിക്കാൻ നോക്ക്. ഓക്കെ, ശരി.
ഓക്കെ. നസീഫ് എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഒരു അവസാനം ഒരു സെന്റൻസ് പറഞ്ഞ് നിർത്തിക്കോ. ഓക്കെ. ഞാന് നേരത്തെ അതിലൊരു കോയ വന്നായിരുന്നല്ലോ, കോയ മറ്റേ എന്താ നൗഫൽ എന്തോ അങ്ങനെ എന്തോ ഒരു നമ്മളെ ഞാൻ കാരണം മാനം പോയ ഒരു പഴയ പേര്. ഇപ്പൊ അവർക്ക് നമ്മളിപ്പോ ഒരു വീഡിയോ വെച്ചു കൊടുത്തല്ലോ, ഇപ്പൊ മദനിയുടെ ഒരു വീഡിയോ വെച്ചു കൊടുത്തപ്പോ ആൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലല്ലോ, ഒന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒരു അത്ഭുതമല്ല. ഈ പ്രശ്നം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഭാര്യ തല്ലുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഒരു പ്രത്യേക രൂപത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് അതൊരു മോശപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏഴാൻ ആകാശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു, നക്ഷത്രങ്ങൾ ഒട്ടിച്ച കാര്യം പഠിപ്പിക്കുന്നു, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കളിമണ്ണിന്റെ കാര്യം, പട്ടിയെ തൊട്ട് കഴിഞ്ഞാല് മണ്ണ് കലക്കിയ മറ്റേ ഒരു പ്രത്യേകതരാണ് അതിൽ നിന്ന് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പഠിപ്പിക്കുമ്പോ നമുക്കതൊന്നൊരു മോശമായിട്ടും തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്താ താരീഖ് പുസ്തകത്തിലൊക്കെ ഫുള്ള് ചരിത്രമാണല്ലോ, യുദ്ധകഥകളാണല്ലോ പഠിക്കുന്നത്. യുദ്ധം പഠിപ്പിക്കുന്നു, പ്രതികാരം ചെയ്യുന്നു, വെട്ടുന്നു, കൊല്ലുന്നു, തലയറക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വ്യഭിചാരിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ആ ഒരു വ്യക്തിയുടെ അതേ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നമ്മളിതൊക്കെ ഇങ്ങനെ സംശയത്തോടെ നോക്കിയ സമയത്തല്ല, അതിനൊക്കെ മുമ്പ് നമ്മളും ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു അത്ഭുതമായിട്ടും തോന്നുന്നില്ല, വിഡിത്തായിട്ട് നമുക്ക് ചിരി വരുന്നില്ല. നമ്മളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയിരുന്നത്. അത് ഇപ്പൊ അയാളെ പോലെ തന്നെയാണ് ഒരുവിധം ആളുകളൊക്കെ, ഒരുപാട് മുസ്ലിംസ് ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇതുപോലെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അങ്ങനെ തോന്നാന് നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുക? കേൾക്കുന്ന അത്രയും ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടാണ്. അവരിങ്ങനെ ഇതൊന്നും കണ്ട് അത്ഭുതം തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ ഈ മതം നമ്മുടെ തലയിലേക്ക് തരുന്ന ഒരു പ്രശ്നം. അതായത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം നമുക്കറിയില്ല, അത് പടച്ചവന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, സംശയം വന്നാൽ അത് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം. അതെ, അത് നമുക്കറിയാത്ത കാര്യമാണ്, നമ്മളുടെ ഡൊമൈനിൽ വരുന്നില്ല. അത് പടച്ചവനെ അറിയുള്ളൂ. പടച്ചവൻ നമുക്ക് അറിയണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് അറിയാത്തത്. ഓക്കെ, ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞല്ലോ ഈ അടിമയുടെ കാര്യം. അടിമകളെ വെക്കുക, അടിമയെ യുദ്ധത്തിൽ പിടിക്കുന്ന ആളുകൾ അടിമ എന്നൊക്കെ പറയുന്ന സാധനം പറയുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എവിടെ അടിമ? നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടക്കും എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? അത് നിങ്ങൾക്ക് അറിയില്ല, ഭാവിയിൽ ഇനി യുദ്ധമൊക്കെ വരാനുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം? അന്ന് അടിമകൾ വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നിയമം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, അതേപോലെ ഭാര്യയെ തല്ലുന്ന കാര്യം ചോദിക്കുമ്പോൾ ഇതാണ് പറയാം. അത് തല്ലാൻ പറ്റുന്ന ഒരു കാലം വരും. പക്ഷെ അല്ല, നമുക്കത് കേൾക്കുമ്പോ അത് ഞാൻ പറഞ്ഞത്, നമ്മള് ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിലൊന്നും നമുക്ക് ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഈ അമ്പലത്തിൽ പോയി പൊതി തൊട്ട് പിന്നെ സ്കൂളിൽ വന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും നമ്മളെ പൂർവികം കുരങ്ങനാണെന്ന് പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് നമുക്കുള്ളത്. അതായത് അതിനാണ് ഈ റിലീജിയസ് ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകതയാണത്. ഖുറാനിൽ ഈ സാധനം എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഭാര്യയെ തല്ലുന്ന ആയത്തിന്റെ അവസാനം എന്താ പറയുന്നത്? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണെന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ആ സെന്റൻസ് അതിൽ ഇല്ലാന്ന് വിചാരിക്കുക, എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കി, അപ്പം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഖുറാനിലും അല്ലാന്ന് വിചാരിക്കുക, ഒരു പോസ്റ്റർ ചുമ്മാ പടച്ചോൻ ഒരു ദിവസം രാവിലെ ഒരു നോട്ടീസ് വിതറുകയാണ്, അതെല്ലാം എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ. അതെ, എന്താണ്, പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്, അപ്പോൾ അതുകൊണ്ട് അവർ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയന്നാൽ അവരെ നിങ്ങൾക്ക് എന്താണ് കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കുക, അങ്ങനെയുള്ള സാധനം. അവസാനം ഒന്നും നടന്നില്ലെങ്കിൽ അടിക്കാം എന്ന് എഴുതി വെക്കുന്നു. ഇത്ര മാത്രം എഴുതിയിട്ട് ഒരു ഫ്ലയറാണ് വിടുന്നത്. ഇത് ഏത് കോപ്പനാണ്, ഇത് ആരാണ് ഇതൊക്കെ എഴുതി വിടുന്നതെന്നല്ല നമ്മൾ ചോദിക്കാം. അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതന്നെ. അപ്പൊ അതിന്റെ പിന്നിൽ, അപ്പൊ ഇതിനൊരു എഫക്ട് കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു അറബി വിളിച്ചിട്ടാ മതി. അപ്പൊ അത് വായിക്കുമ്പോൾ അല്ല, ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇപ്പൊ ഈ ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും അയാൾ ഇത്ര വ്യക്തമായിട്ട് ഒരാളെ തല ഇറക്കും, സ്വന്തം വാപ്പാന്റെ തല ഇറക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ അവിടെ പറയുന്നത്. അപ്പൊ പിന്നെ അവൻ പറയുന്നുണ്ട്, എന്റെ ഉമ്മാനേക്കാളും എനിക്ക് ഇഷ്ടം മുഹമ്മദ് നബീന്റെ അതും പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ ഇവൻ എങ്ങനെ
എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടായിരിക്കും ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും മറ്റു മതസ്ഥർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് പറയുമെന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഏകദേശം അറിയാം, അതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിന്റെ എങ്ങനെയാണ് ഇത് മാറണ അറിയാം. പക്ഷെ ഞാൻ എല്ലാവർക്കും ഒന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശം, എനിക്ക് മനസ്സിലായി. നല്ല കാര്യം, അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയല്ലോ, നല്ല കാര്യം. ഓക്കെ. പിന്നെ ഞാൻ പലപ്പോഴും ഈ ഒരേ ആള് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചിട്ടേ സമയം പോകുന്നോണ്ടാണ്. ഇല്ല, ഞാനത് കേട്ടപ്പോ ഞാൻ ജസ്റ്റ് പിന്നെ എനിക്കതിന് ഒരു റീസൺ, ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പൊ ഇവരൊക്കെ സ്ഥിരമായിട്ട് അവര് കോയകൾ അങ്ങനെ എങ്ങനെയെന്ന് പറയാന്നല്ലാതെ അതിന്റെ ഒരു സാധനം എന്താന്നുള്ളത് അവർക്ക് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടി. പക്ഷെ അത് ഈ ഇപ്പൊ നൗഫൽ എന്നുള്ള ആളുടെ പേര് വന്ന അല്ലെ, നൗഫൽ റെപ്രസെന്റ് ചെയ്ത ഒരു കൂട്ടം ഇവിടുത്തെ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് നൗഫൽ പരിതാപകരാക്കി പോയത്. അതായത് ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും നൗഫലിനെ പോലെയാണ് എന്ന് വന്നാൽ എങ്ങനെയിരിക്കും? അതായത് മഅ്ദനി ഒരു തീവ്രവാദി അല്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ എന്നല്ലേ വരുന്നത്. അങ്ങനെയുള്ള മുസ്ലിങ്ങൾ എങ്ങനെ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകൾ വിശ്വസിക്കും? അതാണ് നമ്മുടെ ചോദ്യം. അതേസമയം നൗഫൽ ഒരു മാതൃകാപരമായിട്ട് മഅ്ദനി പറഞ്ഞത് തെറ്റാണ് എന്ന് ഒന്നിവിടെ പറഞ്ഞിട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മുസ്ലിങ്ങളുടെ മേലെയുള്ള ആ സംശയത്തിൽ ഒരു 0.5% ഒരു കുറവല്ലേ വരിക? ഇതല്ലല്ലോ ഇവിടെ ഉണ്ടായത്, അത് കൂട്ടിയിട്ടല്ലേ പോയത്. നമ്മൾ എടുക്കണ പണി ഇവിടെ വഷളാക്കിയിട്ടാണ് പോയത്. അപ്പൊ ഇതിപ്പോ എന്താ പ്രശ്നം? ഇത് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് എല്ലാ ആളുകൾക്കും വെച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഓരോ മുസ്ലിമിനെ വിളിക്കുക, എന്നിട്ട് ചോദിക്കുക, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ശരിയോ തെറ്റോ? അത് ശരിയെന്ന് പറയുന്ന മുസ്ലിമിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക, തെറ്റെന്ന് പറയുന്ന മുസ്ലിമിനെ ഇപ്പുറത്തേക്ക് മാറ്റിയത്. ഇതിങ്ങനെ ചെയ്യേണ്ട ഒരു ഗതികേട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആരാ ചെയ്യുന്നത്? നമ്മളാണോ? ഈ മുസ്ലിങ്ങൾ തന്നെയാണ്, നൗഫലിനെ പോലെയുള്ള ആളുകളാണ്. സ്വന്തം അമ്മാവനാണ്, അമ്മാവൻ തണ്ടിത്തരം പറഞ്ഞാലും തണ്ടിത്തരം തന്നെയാണ്. ഏത് വലിയ അമ്മാവൻ പറഞ്ഞാലും അതന്നെ നമ്മൾ പറയുന്നത്. അയാള് പറഞ്ഞത് ഇപ്പൊ ഉമ്മാനെ കുറിച്ചിട്ട് മോശം പറഞ്ഞാലാണോ, മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞാലാണോ? ആദ്യം മുഹമ്മദ് നബി എന്ന ആള് പറഞ്ഞത്. അതന്നെയാണ് നമ്മുടെ പ്രശ്നം. അതെ, ഇപ്പൊ എന്റെ അടുത്ത് എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, മുഹമ്മദ് നബി ഉമ്മ ആരാണ്? ഞാൻ ഉമ്മാന്റെ കാര്യം നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ തന്നെ അവന് നമ്മൾ എന്താ വേണ്ടെങ്കിൽ ചെയ്യും, കമന്റ് ബാൻ ചെയ്യും, അല്ലെങ്കിൽ ആള് പല ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഇപ്പൊ അവന്റെ ഉമ്മയാണ് ഇപ്പൊ ഈ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അയാള് പ്രതികരിക്കണത് എങ്ങനെയാ? അതാ പറഞ്ഞത്. ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ് ഇപ്പൊ ഞാനിത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായി. ഇയാള് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അയാള് കേട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ മുസ്ലിങ്ങളെങ്കിലും കേൾക്കാം. കാരണം നിങ്ങളെ നാട്ടുകാർ ഇതുപോലെയാണ് വരച്ചിടുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള തീവ്രവാദികൾക്ക് കഞ്ഞി വെക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, അത്ര തന്നെ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. 2:43 ജോയിൻ ചെയ്തതിന് നന്ദി നസീഫ്. വീണ്ടും ഓക്കെ, താങ്ക് യു. ശരി, ബൈ. ഓക്കെ, ജോജി കൂടി വന്നിട്ടുണ്ട്, മഹാനായ ജോജി. പറയൂ, അതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ, ഇനി ആരുമില്ല. ഡോക്ടർ ഹാരിഫ് ഹുസൈൻ സാർ പറയൂ. സാറിന്റെ വീഡിയോ ഒരുപാട് കേൾക്കാറുണ്ട് കേട്ടോ, വളരെ സന്തോഷം. സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്. സാറേ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോകത്ത് സമാധാനം ഉണ്ടാവാനായിട്ട് സിമ്പിളായിട്ട് ജനങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ലോകത്ത് മൊത്തം മുസ്ലിംസ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചാവും. ലോകത്ത് അതെ, കത്തിക്കേറി എല്ലാം പോയി. ഹലോ, ഓഡിയോ പോയി ജോജി, എല്ലാം പോയി, എല്ലാം പോച്ച്. ഓക്കെ, ജോജിന്റെ കാണാനില്ല. ആസ് പെർ നൈസ്. ഹലോ, പറയൂ, പെട്ടെന്ന് പറയൂ. ഹരിഫ് ഭായ്, ബ്രോ, ഹൗ ആർ യു? യാ, വെരി ഫൈൻ. പറയൂ, ആരാണ്? ഹൗ ആർ യു? എൻ്റെ പേര് സിനോയ്. ഞാൻ കാനഡയിലാണ്. ജസ്റ്റ് ഞാൻ ഹാരിഫിയുടെ ഷോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട്. സോ ജസ്റ്റ് ഇപ്പൊ നമുക്കിപ്പോ ലൈവ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, ജസ്റ്റ് ഒരു ഹായ് പറയാന്ന് വിചാരിച്ചു. ക്വിക്ക്ലി. ഓക്കെ, നന്ദി, താങ്ക് യു, താങ്ക്സ് ഫോർ ജോയിനിങ്. നമ്മളൊക്കെ ഓർത്തല്ലോ പാതിരാത്രിക്ക്. അല്ല, ഇവിടെ പകലാണ്. അതെ അതെ അതെ, ഇതെല്ലാം ശനിയാഴ്ച ഉണ്ടാവും. ഞാൻ ഈ ഒരു 2 മണി വരെയൊക്കെ മാക്സിമം ഇരിക്കാന്നുള്ള രീതിയിൽ കുറച്ച് നേരത്തെ കടന്നുറങ്ങിയിട്ട് വന്നിരുന്ന് ചെയ്യണതാണ്. ഞാൻ എനിക്കറിയാം ചില ദിവസങ്ങളിൽ ഒരുപാട് എക്സ്റ്റെൻഡ് അവേഴ്സ് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം.
അല്ല ഇത് എല്ലാ വീക്ക്ലി വൺസ് ഈ സാറ്റർഡേ നൈറ്റ് ഇതാണ് നമ്മളെ പ്ലാൻ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി ജോയിൻ ചെയ്യാം സമാധാനമായിട്ട്. നോ ഓക്കെ പ്രോബ്ലം. ഷുവർ ഷുവർ യെസ്, താങ്ക് യു. താങ്ക്സ്. ബൈ. അപ്പോൾ ഇനി ആരുമില്ല. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആൾ പിന്നെ കാണുന്നില്ല. സോ നെക്സ്റ്റ് ടൈം നമുക്ക് ജോയിൻ ചെയ്യാം. ക്ഷമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ നീണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പുലർച്ചയ്ക്ക് കൂകുന്ന കോഴിയുണ്ട്, അല്ല കോഴിയല്ലല്ലോ, ഒരു കുയിലുണ്ടല്ലോ, അത് പോവും. അപ്പോൾ ശരിയാവില്ല. അതിന് മുന്നേ കിടന്നുറങ്ങണം എന്നാണ് സാധാരണ പറയാറുള്ളത്. കാലം കോഴി കൂവും, അതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോയി കിടന്നുറങ്ങട്ടെ. എന്തായാലും ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കണ്ടത്, നേരത്തെ നമ്മളൊരു ലൈവ് ചെയ്യാറുണ്ടായിരുന്നു, അത് വൈകിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നു, 5 മണി ആ സമയത്ത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേയും കൂടി ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കിട്ടാൻ ഇത് സഹായകമാകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ നമ്മളെപ്പോഴും തീരെ കണക്റ്റഡ് ആവാതെ ഇരുന്നത് ഈ എന്താണ് യൂറോപ്പ്, US ആ ഏരിയയിലുള്ള ആളുകൾ, അവരുടെ ടൈം സോൺ വിഷയം. നമ്മുടെ ഇവിടെ 5 മണി എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവർ ഉറങ്ങുന്ന സമയമായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും. എന്തായാലും അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്നു എന്ന് മനസ്സിലാവുന്നു. സോ അതൊരു നല്ല കാര്യം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി ഈ സമയം ഒരു 9 മണിക്ക് ശേഷം നമ്മൾ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്കിതേപോലെ വീണ്ടും കാണാം. ആഴ്ചയിലൊരു ദിവസം, അതിൽ കൂടുതൽ ആവശ്യപ്പെടരുത്, വലിയ പാടാണ്. വിഷയങ്ങൾ നമുക്കല്ലാതെയുള്ളത് അവതരിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകും. 5 മണിക്കൂർ ഈശ്വര, ആരായാലും ഈശ്വരനെ വിളിച്ചു പോകും, അതുകൊണ്ട് വിളിച്ചു പോയതാ. എൻ്റെ ഈശ്വരൻ ഡിങ്കനാണ് കേട്ടോ, ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നാളെ നമുക്ക് കാണാം. ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഡൊണേഷൻസും അതുപോലുള്ള സംഗതികളൊക്കെ. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാനിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് അത് ചെയ്യാത്തതാണ് മനഃപൂർവ്വം. അത് അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അതിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിങ്ങനെ ആളുകളെ അറിയിക്കുക എന്നുള്ളതല്ലല്ലോ, നമ്മളിത് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ഞാനതങ്ങനെ കാണിക്കാത്തത്. പല ആളുകളും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഈ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായതുകൊണ്ടാണ് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും നന്ദി. പിന്നെ ഞാനിവിടെ ഈ ഹമാസിൻ്റെ ആളുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൊസാബ് ഹസനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് നിലവിൽ ഹമാസിൻ്റെ വക്താവായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. എക്സ് ഹമാസ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്, അതിന് പഞ്ഞമില്ല. മൊസാബ് ഹസന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. ആൾ റിപ്ലൈ ചെയ്താൽ നമുക്ക് കൊണ്ടുവരാം. ആൾ വരുമെന്ന് വിചാരിക്കുന്നു. ആളെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്വിറ്ററിൽ അക്കൗണ്ടൊക്കെ തുടങ്ങി അവിടെ കാശും കൊടുത്തിരിക്കണം. കാരണം പുള്ളിക്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചു. എന്തായാലും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ആൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. എനിവേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ നീട്ടുന്നില്ല, കിടന്നുറങ്ങട്ടെ. ബാക്കി നമുക്ക് നാളെ പകൽ ചിലപ്പോൾ ഒരു ലൈവ് ഉണ്ടാവും. രാത്രി നമ്മളുടെ AAI അവരുടെ നമ്മളുടെ ചാനലിൽ ഒരു സ്റ്റേയിങ് സെയിൻ വിത്ത് ജെ ആൻഡ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ ന്യൂസ് അവലോകനം നമ്മളവിടെ നടത്തുന്നുണ്ട്. അത് നാളെ വൈകിട്ട് 7 മണിക്ക് ഉണ്ടാവും, ഒരു 1 hour അതുണ്ടാവും. അപ്പോൾ അത് AIയുടെ ചാനലാണ്. അതിൻ്റെ പോസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ അതല്ലാതെ പകലൊരു ലൈവ് ചിലപ്പോൾ ഉണ്ടാവും. ഒരു ചെറിയൊരു പരിപാടി ആലോചിക്കുന്നുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.